യെസ്, ഹലോ മക്കളെ. നമ്മൾ കുറച്ച് കാലമായിട്ട് നമ്മളിങ്ങനെ ലൈവ് ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ബാക്കി ഇങ്ങനെ വേറെ വർത്തമാനങ്ങൾ പറയാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. സോ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ലൈവിൽ നിങ്ങളുടെ അടുത്ത് വരണം എന്നുള്ള സാധനം. സോ താങ്ക്സ് ഫോർ എന്താ പറയുക ഡോപ്പേൻ്റെ ആൾക്കാർ എല്ലാവരും കൂടെ കൂടിയിട്ട് എന്നെ എന്തായാലും ക്ലാസ്സിൽ കയറണം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നതാണ്. സോ എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നുണ്ട്, എല്ലാവരും ഉഷാറായിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന് വിചാരിക്കുന്നുണ്ട്. സോ നമുക്ക് തുടങ്ങിയാലോ. നമ്മുടെ ഡോപ്പയുടെ ബുള്ളറ്റ് സീരീസ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ സീരീസാണ് തുടങ്ങുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നടക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ നീറ്റ് ഗാല എക്സാം വരുന്നുണ്ട്, റൈറ്റ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നീറ്റ് ഗാല എക്സാം വരുന്നുണ്ട്. ഇത് കേരളം കണ്ടതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും വലിയ നീറ്റ് മോക്ക് എക്സാമാണ് നടക്കാൻ പോകുന്നത്. നടക്കാൻ പോകുന്ന ഡേറ്റ് ഈസ് April 2 നിങ്ങൾ ആരെങ്കിലുമൊക്കെ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ നിർബന്ധമായിട്ട് രജിസ്റ്റർ ചെയ്യണം. ഓഫ്ലൈനായിട്ട് എക്സാംസ് എഴുതാം. ആൻഡ് നിങ്ങളുടെ നീറ്റ് റാങ്ക് എന്തായിരിക്കും എന്നുള്ള കാര്യം ഡെഫിനറ്റ്ലി യു ക്യാൻ പ്രെഡിക്റ്റ്. ആൻഡ് ഒറ്റ കാര്യം ഞാൻ പറഞ്ഞു തന്നോട്ടെ, ഈ എക്സാംസിന് കാണുന്ന നീറ്റ് റാങ്കൊക്കെ നിങ്ങൾ ഡെയിലി ഇപ്പോൾ എല്ലാ ദിവസവും എക്സാമുകളും സാധനങ്ങളൊക്കെ എഴുതുന്നുണ്ടായിരുന്നല്ലോ അല്ലേ? സോ ഈ എക്സാം സാധനങ്ങളൊക്കെ നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് പലതവണ പല രൂപത്തിലുള്ള നീറ്റ് എക്സാംസ് സാധനങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് എഴുതുമ്പോൾ നിങ്ങൾക്ക് പല എല്ലാ റാങ്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള റാങ്കാണ് കിട്ടുന്നുണ്ടാവുക. ഒരിക്കലുമല്ല, എല്ലാ റാങ്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള റാങ്കല്ല കിട്ടുന്നത്. ചില റാങ്കിലൊക്കെ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് അല്ല, അങ്ങനെയുള്ളതുണ്ടാവും. ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞോട്ടെ, എൻ്റെ പേഴ്സണലായിട്ടുള്ള എല്ലാ എക്സ്പീരിയൻസും, എൻ്റെ സ്വന്തം എക്സ്പീരിയൻസും ഞാൻ പഠിച്ചിട്ടുള്ള എൻ്റെ സ്റ്റുഡൻസിൻ്റെ എക്സ്പീരിയൻസും വെച്ച് കഴിഞ്ഞിട്ട് ഡെഫിനറ്റ്ലി ഞാൻ പറയാം, നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന റിസൾട്ട്, ഇപ്പോൾ കിട്ടുന്ന റാങ്ക് നിങ്ങളുടെ റാങ്കേ അല്ല. സീരിയസ്ലി ഞാൻ പറയട്ടെ, അവർക്ക് ഒരുപാട് ടോപ്പേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. നീറ്റ് എക്സാമിൻ്റെ തൊട്ട് തലേന്ന് എഴുതിയ എക്സാമിന് 390 മാർക്കൊക്കെ ആയിപ്പോയിട്ട് നീറ്റ് എക്സാമിൻ്റെ അന്ന് നേരെ 680 മാർക്ക് 690 മാർക്ക് വരെയൊക്കെ എത്തിപ്പോയ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഇതെങ്ങനെയാണ്, ഒരു എക്സാമിൻ്റെ മാർക്കും ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ഡെഫിനറ്റ്ലി നമ്മൾ പറയുന്ന സാധനം നീറ്റ് ഗാല വിൽ ബി ആൻ എക്സ്ക്ലൂസീവ് എക്സാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെക്കുന്ന സാധനമാണ്. വളരെ വളരെ ജെന്യുവിൻ ആയിട്ടുള്ള നീറ്റ് മോഡലായിട്ടുള്ള ഇരുന്നുണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എൻ്റെ ബയോളജി പാർട്ടിൻ്റെ ക്വസ്റ്റ്യൻ ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി വിൽ ബി കമ്മിങ് ടു യു. നിങ്ങൾ ഇടങ്ങേറാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം എന്താവില്ല, വളരെ സിമ്പിളായിട്ട് വളരെ ജെന്യുവിനായിട്ട് നീറ്റിന് ചോദിക്കുന്ന രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. സോ ഇന്നത്തെ നമ്മുടെ റിവിഷൻ സീരീസിൽ, അതിന് വേണ്ടിയിട്ടുള്ള റിവിഷൻ സീരീസിൽ വിൽ ബി ഡിസ്കസിങ് 2 ജെനറ്റിക്സിൻ്റെ ടോപ്പിക്സ് ആണ്. ആൻഡ് ഡെഫിനറ്റ്ലി ഞാൻ പറയട്ടെ, ഈ ക്ലാസ്സിൽ നമുക്ക് ജെനറ്റിക്സിൻ്റെ 2 ചാപ്റ്റർ നമുക്ക് എന്താ പറയുക കറക്റ്റായിട്ട് പക്കായിട്ട് റിവൈസ് ചെയ്യാൻ പറ്റും. ഞാൻ ഓരോ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് വിൽ ബി ഡിസ്കസിങ് എന്താ ചെയ്യുന്നുണ്ടാവുക, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓരോരോ ഇത് ലൈക്ക് അതിൻ്റെ തിയറി പാർട്ട് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. സോ വിൽ ബി അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാം. മക്കളെ നിങ്ങൾ റെഡിയാണോ? ഫുൾ പവർ ആണെങ്കിൽ ലെറ്റ്സ് ഗോ ടു ദ ലൈവ് സെഷൻ. റെഡിയാണല്ലോ അല്ലേ? ഞാൻ അടുത്തൊരു കുറച്ച് സമയം നിങ്ങളുടെ കൂടെ ഒരുമിച്ച് നിന്നിട്ട് നമുക്ക് പവറായിട്ട് ചെയ്യാം. റെഡിയാണല്ലോ അല്ലേ? ഡോപ്പയുടെ മക്കളെല്ലാവരും ഉഷാറായിട്ട് നിൽക്കുകയാണെന്ന് വിചാരിക്കുന്നുണ്ട്. നല്ല രസമായിട്ട് തന്നെ നമുക്ക് പഠിക്കാം. റെഡി? എന്തെങ്കിലും ഒരു ഡൗട്ടോ കാര്യങ്ങളോ സാധനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ചോദിച്ചു നോക്കാം. എൻ്റെ ഓഡിയോ വീഡിയോ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈവ് ചാറ്റ് എൻ്റെ കയ്യിൽ ഇത് അവിടെ ഓപ്പൺ ആണ്. സോ വിൽ ബി സീയിങ് യു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടാവും. റെഡിയാണല്ലോ? സോ ലെറ്റ്സ് ഗോ ടു നമ്മുടെ ബുള്ളറ്റ് സീരീസിൻ്റെ ഫസ്റ്റ് സാധനം. ആൻഡ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്ന സാധനം ഇറ്റ് ഈസ് നത്തിങ് ബട്ട് യുവർ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ദിസ് പാർട്ട് ഓഫ് യുവർ NCERT ടെക്സ്റ്റ് ബുക്ക് ഈസ് നോൺ ആസ് NCERT എക്സംപ്ലർ. നിങ്ങൾ ആരെങ്കിലും ഒക്കെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു സാധനമാണ്. നല്ല രസമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള സ്ഥലമാണ്. ഒരുപാട് ഇങ്ങനെ വൈഡർ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കാണാത്ത കാട്ടിലെ ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല. ഇറ്റ് ഈസ് വെരി വെരി സിമ്പിൾ. നിങ്ങൾക്ക് വളരെയധികം ആക്സസിബിൾ ആവുന്ന സാധനങ്ങളാണ് ഉണ്ടാവുക. റെഡിയാണല്ലോ അല്ലേ? ആണോ? ശരി. സോ നമുക്ക് ഓരോരോ കൺസെപ്റ്റുകളാണ് ഓരോരോ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ആൻഡ് ദിസ് വിൽ ബി ലൈക്ക് ഒരു ഹയർ എൻഡ് കൺസെപ്റ്റുകളായിരിക്കും ഉണ്ടാവുക. ദാറ്റ് ഇസ് എ പ്രോബ്ലം. ദാറ്റ് ഇസ് എ തിങ് വിത്ത് NCERT എക്സാംപ്ലർ ക്വസ്റ്റ്യൻ. നീറ്റ് മോഡൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് ബിലീവ് അത് അത്ര നീറ്റ് മോഡൽ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഡിഫറൻസുകൾ അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. പക്ഷേ ഡെഫിനറ്റ്ലി ഇത് സോൾവ് ചെയ്യുന്ന വഴി നമ്മുടെ കൺസെപ്റ്റ് വിൽ ബി ഗെറ്റിംഗ് എക്സ്ട്രാ എഡ്ജ്. ഓക്കെ? സോ നിങ്ങൾ എല്ലാവരും ഉഷാറാണെന്ന് വിചാരിക്കുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന് വിചാരിക്കുന്നുണ്ട്. അവിടെ നോക്കിക്കോ. സോ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ജെനറ്റിക്സിൻ്റെ ചാപ്റ്റർ 1 എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻസ് ആണ്. നിങ്ങൾക്കറിയാം ഇൻഹെറിറ്റൻസ് എന്താണ്, വേരിയേഷൻ എന്ന് അറിയാം. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ അയാളുടെ പേരൻറ്റുമായിട്ടുള്ള സിമിലാരിറ്റീസ് ഉള്ള കാരണം പേരൻസിൽ നിന്ന് എന്തോ ഒരു സംഗതി കുട്ടിയിലേക്ക് കൊടുക്കുന്നുണ്ട് അല്ലേ? പറയാം, എൻ്റെ ഫാദർ എനിക്ക് ഇൻഹെറിറ്റഡ് ആയിട്ട് ഇത്ര ഏക്കർ സ്വത്ത് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്ര ഏക്കർ ലാൻഡ് തന്നു, ഇന്ന വീട് എനിക്ക് ഇൻഹെറിറ്റഡ് ആയിട്ട് കിട്ടിയതാണ് എന്നൊക്കെ പറഞ്ഞോളെ നമ്മുടെ പേരൻസിൻ്റെ കയ്യിൽ നിന്ന്, എൻ്റെ അച്ഛൻ്റെ എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ചില സാധനങ്ങളൊക്കെ എനിക്ക് ഇൻഹെറിറ്റഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഒരു സാധനം ഉള്ളത് കൊണ്ടാണ് ഞാനും എൻ്റെ ഫാദറും അല്ലെങ്കിൽ ഞാൻ എൻ്റെ മദറും തമ്മിൽ there is some similarities ഉള്ളത്, അല്ലെങ്കിൽ ഞാനും എൻ്റെ കുട്ടിയും തമ്മിൽ ചില സിമിലാരിറ്റീസ്. കുട്ടീനെ കണ്ടു കഴിഞ്ഞാൽ ഇത് ആഷിഖ് സാറിൻ്റെ കുട്ടിയല്ലേ എന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ, കാരണം എൻ്റെ കയ്യിൽ നിന്ന് എന്തോ ഒരു സാധനം കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. സോ അങ്ങനെ കൊടുക്കുന്നതിനാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് പറയാം. സോ വാട്ട് ഈസ് വേരിയേഷൻ? വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറൻസസ് ബിറ്റ്വീൻ ദാറ്റ് പേരൻറ്റ് ആൻഡ് കുട്ടി. ഡെഫിനറ്റ്ലി അങ്ങനെ തന്നെയാണ്. നമ്മുടെ സിബ്ലിങ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഒരേപോലെ ഈച്ചക്കൊപ്പി അല്ല, എല്ലാവർക്കും എന്തുണ്ടാവും, ചെറിയ ഡിഫറൻസുകൾ ഉണ്ടാവും. ഈ ഡിഫറൻസുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നുണ്ടാവുക? വി വിൽ ബി കോളിംഗ് ഇറ്റ് ആസ് വാട്ട് നമ്മുടെ എന്താ വിളിക്കുന്നുണ്ടാവുക? വേരിയേഷൻസ് വിളിക്കുന്നുണ്ടാവുക. റെഡിയാണോ മക്കളെ? പവറാണോ? റെഡിയാണോ?
ആണോ എന്ന് ആലോചിച്ച് നോക്കുക. സോ നമ്മൾ നേരെ മുന്നോട്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ദ ക്വസ്റ്റ്യൻസ് ആർ കമ്മിങ് ഫ്രം വെരി 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 സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബട്ട് ദാറ്റ് വിൽ ബി കമ്മിങ് ഫ്രം ഉറപ്പായിട്ട് NCERTൻ്റെ ഓർഡറിലല്ല പോകുന്നുണ്ടാവുക. ഐ വിൽ ബി ഡിസ്കസിങ് ദ ക്വസ്റ്റ്യൻ നമ്പർ 1 ഫോർ യു. സോ ക്വസ്റ്റ്യൻ നമ്പർ 1 ഈസ് ചോദിക്കുന്ന സാധനം, ഓൾ ജീൻസ് ആർ ലൊക്കേറ്റഡ് ഓൺ സെയിം ക്രോമസോം. ഒരു ക്രോമസോമിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ജീനുകളെ നമ്മൾ ഈ താഴെ പറയുന്ന ഓപ്ഷനുകളിൽ ഏത് വിളിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. യു ക്യാൻ ട്രൈ ടു ആൻസർ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡെഫിനറ്റ്ലി. സോ ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ചില ഫോം ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഡിപ്പെൻഡിങ് അപ്പോൺ ദെയർ റിലേറ്റീവ് ഡിസ്റ്റൻസ്. അതായത് എന്തോന്നിനെ പറ്റി സംസാരിക്കുകയാണേ. സോ നമുക്കറിയില്ല ഇത് എന്തിനെ പറ്റിയിട്ടാണ് ഇവർ സംസാരിക്കുന്നതെന്ന് അറിയില്ല. പക്ഷേ യു ആർ ഹാവിങ് എ ഹിൻഡ് ഉണ്ട് ഇവിടെ. ദേ ആർ ടോക്കിംഗ് അബൌട്ട് ഡിസ്റ്റൻസ്. ഓപ്ഷൻസിൽ എവിടെ വെച്ചോ ഡിസ്റ്റൻസിനെ പറ്റി പറയുന്നുണ്ട്. അവർ പറയുന്നത് സെയിം ക്രോമസോം എന്ന് പറയുന്നുണ്ട്, ജീനുകളെ പറ്റി പറയുന്നുണ്ട്, ആൻഡ് ഓപ്ഷൻ ഈസ് ടോക്കിംഗ് അബൌട്ട് ഡിസ്റ്റൻസ്. സോ വാട്ട് കൺസെപ്റ്റ് ദേ വിൽ ബി ട്രൈങ് ടു ഡിസ്കസ്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ എക്സാമിന് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ യു ഹാവ് ടു തിങ്ക് ലൈക്ക് ആൻ എക്സാമിനർ. എക്സാമിനർ ക്വസ്റ്റ്യൻ ഇടുന്ന പോലെ ആലോചിക്കണം. ഓക്കെ, ഈ 3 വാക്കുകൾ വെച്ചിട്ട് എക്സാമിനർ വിൽ ബി പോയിന്റിങ് ടുവേർഡ്സ് ദിസ് ഡയറക്ഷൻ. ഈ ഒരു ഡയറക്ഷൻ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. സോ ജീനുകൾ സെയിം ക്രോമസോമിൽ സിറ്റുവേറ്റ് ചെയ്തത് ആൻഡ് അബൌട്ട് ദ ഡിസ്റ്റൻസ്. സോ ഏതായിരിക്കും കൺസെപ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലായി ചോദിക്കോട്ടോ. ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ആണോ? അല്ല, ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ അല്ല. ദിസ് ഈസ് എ സ്പെഷ്യൽ ക്വസ്റ്റ്യൻ. ആൻഡ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴത്തേക്കും യു വിൽ ബി ഗെറ്റിംഗ് എ വേർഡ് ഹിയർ ദാറ്റ് ഈസ് കോൾഡ് ലിങ്കേജ്. അപ്പോൾ തന്നെ നമുക്ക് കിട്ടി യെസ്, ഇത് ലിങ്കേജ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലായി യെസ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസിലെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മളെ പറ്റിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ലിങ്കേജ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അടിപൊളിയായിട്ടുള്ള നല്ല രസമായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. സോ ലിങ്കേജ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ, നമുക്ക് ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കാം. ആൻഡ് വിൽ നോട്ട് ഫോം എനി ലിങ്കേജ് ഗ്രൂപ്പ്. അപ്പോൾ വീണ്ടും ലിങ്കേജിനെ പറ്റി, ലിങ്കേജ് ഗ്രൂപ്പിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഫ്രം ഫോം ഇൻ്ററാക്റ്റീവ് ഗ്രൂപ്പ്സ് ദാറ്റ് ക്യാൻ അഫക്റ്റ് ഫീനോടൈപ്പ്. ഓക്കെ, സോ എന്തായിരിക്കും ക്വസ്റ്റ്യൻ? ജസ്റ്റ് ടെൽ മീ വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻസ്. എന്തായിരിക്കും ക്വസ്റ്റ്യൻ്റെ ആൻസർ, എന്തായിരിക്കും സാധനം എന്നുള്ള കാര്യം. സോ വിൽ ബി ഡിസ്കസിങ്. എന്ത് ഡിസ്കസ് ചെയ്യണം? നമുക്കിത് ഡിസ്കസ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ഷോർട്ടായിട്ട്, ചെറിയ ബ്രീഫായിട്ട് വി ഹാവ് ടു ഡിസ്കസ്, ഓർ ഐ ഹാവ് ടു ഡിസ്കസ് ദറ്റ് പ്രോസസ് ഓഫ് ലിങ്കേജ്. വാട്ട് ഈസ് ലിങ്കേജ്? മക്കളെ തുടങ്ങിക്കോ. സോ വാട്ട് ഈസ് ലിങ്കേജ് നിങ്ങൾ പറഞ്ഞു തുടങ്ങിക്കോട്ടോ. സോ മൈ ഫസ്റ്റ് ടോപ്പിക്, ഐ വിൽ ബി ഫസ്റ്റ് ഡിസ്കസിങ് ദ ടോപ്പിക് ഓഫ് ലിങ്കേജ് ഫോർ യു. ഒരുപാടൊന്നുമില്ല, ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും അല്ല പറയണത്. ഐ എം നോട്ട് ഗോയിങ് ടു ദ മോർഗൻ്റെ എക്സ്പെരിമെൻറ്റ് സാധനങ്ങളിലേക്കൊന്നും അല്ല പോകുന്നത്. ലിങ്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് ഇൻ വൺ ഓഫ് മൈ ക്രോമസോംസ്, ജസ്റ്റ് തിങ്ക് ഐ വിൽ ബി drawing a simple chromosome which is having only one chromatid, or ഒറ്റ ക്രോമാറ്റിഡ് ഉള്ള ഒരു ക്രോമസോമിനെ പറ്റിയിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. സോ ദിസ് ഈസ് 1 chromosome which is having only 1 chromatid. ആൻഡ് ഇതിനകത്ത് ഞാൻ പറയുകയാണ് ഇതിൻ്റെ ഉള്ളിൽ ഒരു 3 ജീൻ അല്ലെങ്കിൽ 4 ജീൻ ഉണ്ടെന്ന് വിചാരിക്കുക. 4 ജീൻ, ഐ വിൽ ബി നോയിങ് ദ ജീൻ ആസ് ജീൻ എ, ജീൻ ബി, ജീൻ സി, ജീൻ ഡി എന്നുള്ള നമ്പർ ഉണ്ട്. സോ ജീൻ എയ്ക്ക് നിങ്ങളറിയാം ഇറ്റ് ക്യാൻ ബി ഹാവിങ് 2 പോസിബിൾ ഓപ്ഷൻസ് ആണ്. ക്യാപിറ്റൽ എ ഉണ്ടാവാം, സ്മോൾ എ ഉണ്ടാവാം. ഇതിന് 2 പോസിബിൾ, ക്യാപിറ്റൽ ബി, സ്മോൾ ബി. ഇതിന് 2 ഓപ്ഷൻസ് ഉണ്ട്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ സി, സ്മോൾ സി. ഇതിന് എന്തുണ്ടാവും? ക്യാപിറ്റൽ ഡി, സ്മോൾ ഡി. ഇങ്ങനെ 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും. ഏത് ജീൻ വേണമെങ്കിലും ആവും. ഞാൻ ജസ്റ്റ് ടെല്ലിങ് അബൌട്ട് ജീൻ എ, ജീൻ ബി, ജീൻ സി, ജീൻ ഡി, 4 ജീനുകൾ നിൽക്കുന്നത് ഞാനിപ്പോൾ വരച്ചിട്ടുള്ള ഈ പച്ച നിറത്തിലുള്ള ഇവിടെ കാണിക്കുന്ന ഈ ഒരു ക്രോമസോമിലാണ് ഈ സാധനം വരച്ചിട്ടുള്ളതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഐ വിൽ ബി ടെല്ലിങ് ലൈക്ക് ഞാനിപ്പോൾ ഇവിടെ ഏതെങ്കിലുമൊക്കെ ജീൻ, ഞാൻ ഉള്ള ക്യാപിറ്റൽസ് മാത്രം എഴുതാം, നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കണ്ട. ദർ ഈസ് ക്യാപിറ്റൽ എ, ജസ്റ്റ് തിങ്ക് ലൈക്ക്, ആൻഡ് ദർ ഇസ് ക്യാപിറ്റൽ ബി, ദർ ഇസ് ക്യാപിറ്റൽ സി, ദർ ഇസ് ക്യാപിറ്റൽ ഡി. ഇങ്ങനെ 4 ജീനുകൾ ഈ ക്രോമസോമിൽ ഉണ്ടായിരുന്നു. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ച കാര്യം ഇതാണ്, ഒരു ക്രോമസോമിലുള്ള ജീനുകളെല്ലാം എന്തായിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ ജീനുകൾ എല്ലാവരും തമ്മിൽ, ഇവിടെ ഒരേ ക്രോമസോമിലുള്ള ഈ ജീനുകൾ എല്ലാവരും തമ്മിൽ ദർ വിൽ ബി സം കൈൻഡ് ഓഫ് ഫിസിക്കൽ അസോസിയേഷൻ. ഇവർ തമ്മിൽ ചില അസോസിയേഷൻസ് ഉണ്ടാവും. അതായത് ഈ എയും ബിയും തമ്മിലൊരു അസോസിയേഷൻ ഉണ്ടാവാം, ബിയും സിയും തമ്മിലൊരു അസോസിയേഷൻ ഉണ്ടാവാം, സിയും ഡിയും തമ്മിലൊരു അസോസിയേഷൻ ഉണ്ടാവാം. ഇനി എയും ഡിയും തമ്മിലൊരു അസോസിയേഷൻ ഉണ്ടാവാം. ബിയും സിയും നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ. ഇനി നോക്കുക, ബിയും ഡിയും തമ്മിലൊരു അസോസിയേഷൻ ഉണ്ടാവാം. ഇനി സിയും എയും തമ്മിലൊരു അസോസിയേഷൻ ഉണ്ടാവും. സോ ഈ ജീനുകളൊക്കെ തമ്മിൽ ദെയർ ക്യാൻ ബി സം കൈൻഡ് ഓഫ് വാട്ട് അസോസിയേഷൻ? ഫിസിക്കൽ അസോസിയേഷൻ. ഫിസിക്കൽ അസോസിയേഷൻ എന്ന് പറയുമ്പോൾ എന്ത് അസോസിയേഷൻ ആണ്? ദാറ്റ് ഇസ് ആൻ അട്രാക്ഷൻ ആണ്. അത് തമ്മിൽ ബോണ്ടഡ് ആണ്. ഇപ്പോൾ ഐ ക്യാൻ ടെൽ ലൈക്ക് ഇവരൊന്നും ഇൻഡിപെൻഡൻ്റ് അല്ല. ഞാൻ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ 2 അറ്റത്തിരിക്കുന്ന ഈ എയും മറ്റേ അറ്റത്തിരിക്കുന്ന ഈ ഡിയും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇത് തമ്മിൽ ചെറിയ അട്രാക്ഷൻ ഉണ്ടാവും, ഡെഫിനറ്റ്ലി ചെറിയ അട്രാക്ഷൻ ഉണ്ടാവും. സോ ഈ ഫിസിക്കൽ അസോസിയേഷനെയാണ് വി വിൽ ബി കോളിംഗ് ഇറ്റ് ആസ് വാട്ട്? ലിങ്കേജ് എന്ന് വിളിക്കുക. ഇതിനാണ് ലിങ്കേജ് എന്ന് വിളിക്കുക. ലിങ്കേജ് എന്തായിരുന്നു, ലിങ്കേജ് എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്നൊക്കെയാണ് NCERTയിൽ പറയുന്നത്. സോ ഐ ആം ജസ്റ്റ് ടെല്ലിങ് യു വാട്ട് ഈസ് ലിങ്കേജ്. ഒരു ക്രോമസോമിലുള്ള, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് തിങ്, ഒരു ക്രോമസോമിലുള്ള ജീനുകളാണെങ്കിൽ ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു ക്രോമസോമിൻ്റെ ഇങ്ങേയറ്റത്തും മറ്റേ അറ്റത്തും ഇരിക്കുന്ന ക്രോമസോം ആണെങ്കിൽ പോലും അത് തമ്മിൽ ചെറിയ അസോസിയേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? സോ ദാറ്റ് ഈസ് കോൾഡ് ലിങ്കേജ്. സോ ലിങ്കേജ് എന്താണെന്ന് മനസ്സിലായ ആൾക്കാരൊന്ന് കൈവയ്ക്കുക.
ലിങ്കേജ് എന്താണെന്ന് മനസ്സിലായ ആൾക്കാർ കൈ വയ്ക്കുക. സോ ഒരു ക്രോമസോമിന് ഞാൻ വേറൊരു ക്രോമസോം വരച്ച് കാണിച്ചു തരാം. സോ ഐ വിൽ ബി ഡ്രോയിങ് എ ഡിഫറെൻറ്റ് ക്രോമസോം. നിങ്ങൾക്ക് ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് വരച്ചിട്ട് ഐ വിൽ ബി ടെല്ലിങ്. സോ ദിസ് ഇസ് ഐ എം ഗോയിങ് ടു ഡ്രോ ലോങ് ക്രോമസോം. റെഡി? ഒരു ലോങ് ക്രോമസോം വരയ്ക്കാം. ദിസ് ഇസ് എ 1 ക്രോമസോം. റെഡി? ഈ ക്രോമസോമിനകത്ത് ഒരു ലിങ്ക് വൈ ഉണ്ട്, ഇസഡ് ഉണ്ട്, വൈ ഉണ്ട്, എക്സ് ഉണ്ട്, പിന്നെ ദർ ഇസ് എ ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ടെന്ന് വിചാരിച്ചോ. ഡെഫിനറ്റ്ലി ഇത് ഒരു ക്രോമസോമിലായതുകൊണ്ട് ഈ ക്രോമസോമിൻ്റെ ഈ ഇസഡും ഈ ഡിയും തമ്മിലുള്ള എല്ലാ ജീനുകളും സംഹൗ ഇറ്റ് വിൽ ബി ലിങ്ക്ഡ് ആയിരിക്കും. ഇത് ലിങ്ക്ഡ് ആയിരിക്കും. ഒരു ക്രോമസോമിലാണോ അത് ലിങ്ക്ഡ് ആണ്. ചെറിയ തോതിലെങ്കിലും, ചിലപ്പോൾ വലിയ തോതിൽ ലാർജ് സ്കെയിലിൽ ഒട്ടിപ്പിടിച്ച ബന്ധമൊന്നും ഉണ്ടാവില്ല. ചെറിയൊരു ബന്ധം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ അറിയില്ലേ, എൻ്റെ അമ്മായിയുടെ മോൻ്റെ മോനാണ് എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു ബന്ധം ഉണ്ടാവില്ല. ഒരു ബന്ധം ഉണ്ടാവും തമ്മിൽ. ആ ബന്ധത്തിനെയാണ് നമ്മൾ വിളിക്കുക വാട്ട് വിൽ ബി കോളിംഗ് ലിങ്കേജ് എന്ന് വിളിക്കുക. ഇനി സപ്പോസ് അടുത്തൊരു എക്സാമ്പിൾ എടുത്തോ, പെട്ടെന്ന് എടുത്തോ എന്നിട്ട് പറഞ്ഞുതരാം. സപ്പോസ് ഇതൊരു ക്രോമസോം. ഓക്കെ, എനിക്ക് എന്താണ് ഇത്ര വലിപ്പം? ഓക്കെ, സപ്പോസ് ഇതൊരു ക്രോമസോം ആണെന്ന് വിചാരിക്കും. ഇതൊരു ക്രോമസോം. ഇനി വേറൊരു ക്രോമസോം ഞാൻ വരച്ചാണ് തരാം. സപ്പോസ് ഇത് വേറൊരു ക്രോമസോം. സോ രണ്ട് ക്രോമസോം ആണ്. അതിൻ്റെ ഷേപ്പ് ഓൾസോ ഡിഫറെൻ്റ് ആണ്. ആൻഡ് ഈ ഒന്നാമത്തെ ക്രോമസോമിനകത്ത് ഉള്ള ആൾക്കാരായിരിക്കാന്ന് വെച്ചാൽ ദർ ഈസ് ബി ഉണ്ട്, ദർ ഈസ് ഇസഡ് ഉണ്ട്, ഡബ്ല്യു ഉണ്ട്, വൈ ഉണ്ട്, എ ഉണ്ട്. ഇത്രയും ജീൻസാണ് ഉള്ളത്. രണ്ടാമത്തെ ക്രോമസോമിലുള്ളത് ബി ഉണ്ട്, സി ഉണ്ട്, ഇ ഉണ്ട്, എഫ് ഉണ്ട് ആൻഡ് ജി ഉണ്ട്. ഇത്രയും ജീൻസ് ഉണ്ടെന്ന് വിചാരിച്ചോ. സോ ഡെഫിനറ്റ്ലി ഐ വിൽ ബി ടെല്ലിംഗ് രണ്ട് സ്ഥലത്തും ബി വന്നു അല്ലേ. ബി വരേണ്ട ആവശ്യമില്ല. രണ്ട് സ്ഥലത്തും നമുക്ക് ഇവിടെ വരയ്ക്കാം എച്ച് ആണെന്ന് വരയ്ക്കാം. ദിസ് ഇസ് എച്ച്. ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. സോ ഈ ജീൻസ് ആണെന്ന് വിചാരിച്ചോ. ഐ വിൽ ബി ഡെഫിനറ്റ്ലി ടെല്ലിംഗ് ഈ ഇതിനകത്തുള്ള ബിയും ഇതിനകത്തുള്ള എച്ചും തമ്മിൽ ദർ ഈസ് നോ ലിങ്കേജ്. ഒരു ബന്ധം ഉണ്ടാവില്ല. ദേ ആർ അൺലിങ്ക്ഡ്. രണ്ട് ഡിഫറെൻറ്റ് ക്രോമസോമിലാണെങ്കിൽ ദേ ആർ അൺലിങ്ക്ഡ്. അവർ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. അവർക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ പറ്റും. ഗ്യാമേറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ബിയും എച്ചും ഒരുമിച്ച് വരണമെന്ന് ഒരു നിർബന്ധമില്ല. അവർക്ക് ഇഷ്ടമുള്ള പോലെ റാൻഡം പോസിബിലിറ്റിയിൽ പോകാൻ പറ്റും. ഐ വിൽ ബി ടെല്ലിംഗ് ലൈക്ക് ഈ ഇസഡും ഈ എച്ചും തമ്മിൽ ദർ ഈസ് നോ ബന്ധം. ഒരു ബന്ധവും ഇല്ല ഇസഡും എച്ചും തമ്മിൽ. ആർ യു അണ്ടർസ്റ്റാൻഡിങ്? ഇവർ തമ്മിൽ എന്തില്ല, ഒരു ബന്ധം ഉണ്ടാവില്ല എന്നുള്ള കാര്യം ദാറ്റ് ഈസ് കണ്ടിപ്പാ 100% ഷുവർ ആണ്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. സീ ദാറ്റ് തിങ്. ഈ സിയും ഈ എയും തമ്മിൽ ബന്ധമുണ്ടോ? ഒരു ബന്ധം ഉണ്ടാവില്ല. ഈ ഇയും ഈ ഡബ്ല്യു തമ്മിലുണ്ടോ? ഒരു ബന്ധം ഉണ്ടാവില്ല. പക്ഷേ ജസ്റ്റ് ലുക്ക് അറ്റ് ഹിയർ ആൻഡ് ടെൽ മീ ഈ ബിയും ഇസഡും തമ്മിൽ ബന്ധം ഉണ്ടാവും, ഈ ബിയും എയും തമ്മിൽ ബന്ധം ഉണ്ടാവും, ഈ എച്ചും ജിയും തമ്മിൽ ബന്ധം ഉണ്ടാവും, ഈ എഫും എച്ചും തമ്മിൽ ബന്ധം ഉണ്ടാവും. ബിക്കോസ് ദേ ആർ സിറ്റുവേറ്റഡ് ഓൺ ദ സെയിം ക്രോമസോം. സോ ലിങ്കേജ് എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ അടിസ്ഥാനം ഇതാണ്. ഒരു ക്രോമസോമിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ ജീനുകളൊക്കെ തമ്മിൽ ഒരു ചെറിയ മൈനർ ഡിഗ്രിയിലെങ്കിലും ദർ വിൽ ബി ആൻ അസോസിയേഷൻ. ആ അസോസിയേഷനെ നമ്മൾ പറയുന്ന പേരാണ് ദാറ്റ് ഈസ് കോൾഡ് ലിങ്കേജ്. ഒരു ക്രോമസോമിലാവണം എന്നുള്ളത് മസ്റ്റായിട്ട് മാൻഡേറ്ററി ആയിട്ട് വേണ്ട ഒരു സാധനമാണ്. സോ അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസറിലേക്ക് ഒന്ന് നോക്കുമോ, ഒരു നിമിഷം ഒന്ന് നോക്കി നോക്കുമോ. വാട്ട് ഈസ് ലിങ്കേജ് എന്നുള്ള സാധനം? ഓൾ ജീൻസ് നിങ്ങൾക്ക് ലൊക്കേറ്റഡ് ഓൺ ദ സെയിം ക്രോമസോം. ഒരു ക്രോമസോമിലാണ് ഇവർ ലിങ്ക് ചെയ്തിട്ടുള്ളതെങ്കിൽ ദ ഫോം ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ റിലേറ്റീവ് ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ദർ ഈസ് നോ നീഡ് ഓഫ് ഡിസ്റ്റൻസ് നോക്കേണ്ട ആവശ്യം. അങ്ങോട്ടും ഡിസ്റ്റൻസ് 1 കിലോമീറ്റർ അപ്പുറത്താണെന്ന് വിചാരിച്ചോ, ഇവിടെയും മറ്റേ കിലോമീറ്റർ അപ്പുറത്താണെന്ന് വിചാരിച്ചോ, എന്നാൽ പോലും അവർ തമ്മിലൊരു ബന്ധം ഉണ്ടെന്നുള്ളതാണ്. സോ ഒന്നാമത്തെ ഓപ്ഷൻ അല്ല. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുക, ഫോം 1 ലിങ്കേജ് ഗ്രൂപ്പ്. ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. ഡെഫിനറ്റ്ലി സിംപ്ലി നോക്കിക്കോ, ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. ഒരു സംശയം വേണ്ട മക്കളെ, ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. അവരെന്ത് ചെയ്യുന്നുണ്ടാവും? ദേ ആർ ഫോമിങ് 1 ലിങ്കേജ് ഗ്രൂപ്പ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം. അവരൊരു ലിങ്കേജ് ഗ്രൂപ്പാണ്. ഒരു ക്രോമസോമിലല്ലേ, ബട്ട് 2 ഡിഫറെൻറ്റ് ക്രോമസോം, ദർ ഈസ് നോ ബന്ധം. ഒരു ബന്ധവും ഇവർ തമ്മിലില്ല. ക്ലിയർ ആണോ? ആലോചിച്ച് നോക്കിയേ. സോ എന്താണ് ലിങ്കേജ് എന്നുള്ള കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. ദിസ് ഈസ് വെരി 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 സിമ്പിൾ. സോ നിങ്ങളിവിടെ ആരോളം ആൻസർ ചെയ്തിട്ടുള്ളൂ. ജിൽഷ ആൻസർ ചെയ്ത സാധനം വെച്ചാൽ ലിങ്കേജ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് എന്ന് പറയുന്ന സാധനം. ദാറ്റ് ഈസ് വെൻ വി ആർ കൺസിഡറിങ് ദ ക്രോമസോംസ് ഓൺ ദ സെയിം സാധനത്തിൽ പറയുന്ന സാധനമാണ്. പക്ഷേ ഡെഫിനറ്റ്ലി ലിങ്കേജ് എത്ര ഡിസ്റ്റൻസ് കൂടിയാലും ദർ വിൽ ബി ലിങ്കേജ്. ഓക്കെ ആണോ? എത്ര ഡിസ്റ്റൻസ് കൂടിയാലും ഉണ്ട്. വിൽ നോട്ട് ഫോം എനി ലിങ്കേജ് ഗ്രൂപ്പ്സ്. അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഫ്രോം ഇൻറ്ററാക്റ്റീവ് ഗ്രൂപ്പ്സ് എന്നൊരു സാധനങ്ങളൊന്നുമില്ല. ഡെഫിനറ്റ്ലി ആണോ എന്ന് ആലോചിച്ച് നോക്കുക. സോ ദർ ഈസ് യുവർ സെക്കൻഡ് തിങ്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ എന്ന് ആലോചിച്ച് നോക്കുക. ഞാനൊരു കാരണം പറയാം, ഈ ലൈവ് ദിസ് ഈസ് ഗോയിങ് ടു ബെനിഫിറ്റ് യു ബിക്കോസ് നിങ്ങളുടെ ജനറ്റിക്സിന് അറിയില്ല സാധനങ്ങൾ. എനിക്കറിയാം ഒരുപാട് ആൾക്കാർ, ഒരുപാട് ഫാക്കൽറ്റീസ് ഡിഫറെൻറ്റ് ക്ലാസ്സിലൊക്കെ നിങ്ങൾ തിയറി ഇങ്ങനെ ഫീഡ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ്. ഡെഫിനറ്റ്ലി ദിസ് ഈസ് നോട്ട് എ തിയറി ചാപ്റ്റർ, ദിസ് ഈസ് എ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ചാപ്റ്റർ. നമുക്ക് മനസ്സിലാക്കി അടിപൊളിയായിട്ട് പോകുന്ന സാധനമാണ്. ഡെഫിനറ്റ്ലി യു ക്യാൻ ഷെയർ ടു യുവർ ഫ്രണ്ട് ഗ്രൂപ്പ്. ഡെഫിനറ്റ്ലി യു ക്യാൻ ഷെയർ ടു യുവർ ഫ്രണ്ട് ഗ്രൂപ്പ്സ് ആൻഡ് യു ക്യാൻ ജസ്റ്റ് ടെൽ ദം ഓൾസോ വാച്ച് ഇറ്റ്, യു വിൽ ബി ക്ലിയറിംഗ്. ആൻഡ് ഞാൻ ഡെഫിനറ്റ്ലി പറയാണ്, ഈ ലൈവ് തീരുമ്പോഴത്തേക്കും ഇഫ് ടൈം പെർമിറ്റ്സ്, അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടല്ലോ, ഡെഫിനറ്റ്ലി വിൽ ബി കവറിംഗ് ദ 2 ചാപ്റ്റേഴ്സ് ഇൻ ഫുൾ. ഓക്കെ ആണോ? സോ ഇന്നത്തെ ഈ സമയം മാത്രമേ എനിക്കുള്ളൂ, നമ്മുടെ നീറ്റ് ഗാല എക്സാമിന് വരെയുള്ള സാധനം. സോ ഡെഫിനറ്റ്ലി നമുക്ക് നോക്കാം, ഉഷാറായിട്ട് പോട്ടെ. ഐ ഹോപ്പ് യു ആർ അണ്ടർസ്റ്റാൻഡിംഗ് വാട്ട് ഈസ് ലിങ്കേജ്. സെക്കൻഡ് തിങ് ദാറ്റ് ഈസ് രണ്ടാമത്തെ ക്വസ്റ്റിനിലേക്ക് നമ്മൾ മൂവ് ഓൺ ചെയ്യുകയാണ്. ദ കണ്ടീഷൻസ് ഓഫ് എ കാരിയോടൈപ്പ് 2n+1, 2n-1, 2n+2, 2n-2 ആർ കോൾഡ്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്താ വിളിക്കുക എന്നുള്ള കാര്യം. സോ പ്രശ്നമാണ്. ആണോ അല്ലേ? ആലോചിച്ച് നോക്കിക്കേ. ആണോ പ്രഭാകര? ആലോചിച്ച് നോക്കുക, എന്നിട്ട് പറഞ്ഞു നോക്കിയാൽ ഇത് പ്രശ്നമാണല്ലോ എന്നുള്ള കാര്യം ആലോചിച്ച് നോക്കുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അറിയേണ്ട ഒരു പ്രശ്നമുണ്ട്. വാട്ട് ഈസ് ദാറ്റ് തിങ്? ഓക്കെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ബസ്റ്റായിട്ട് അറിയണം. സാധനം വാട്ട് യു മീൻ ബൈ 2n? എന്താ ഈ 2n എന്ന് പറയുന്ന സാധനം? ഇതാണ് പ്രശ്നം.
നമ്മൾ കുറേ കാലയിലേക്ക് കേൾക്കുന്നു 2N, N, ഹാപ്ലോയിഡ്, ഡിപ്ലോയിഡ് എന്നൊക്കെ പറഞ്ഞ പേര് കേൾക്കുന്നില്ലേ. സോ നമ്മൾ പറയും ഇപ്പോൾ എന്താ പറയുക, ഒരു സ്പേം മദർ സെല്ലാണെങ്കിൽ സ്പേം മദർ സെൽ ഈസ് 2N ആണ്. പിന്നെ അതിങ്ങനെ ഇതൊക്കെ നടന്നിട്ട് ഫൈനലി ഇറ്റ് ഈസ് ഫോമിങ് ദ സ്പേം ഈസ് N ആണ് പഠിച്ചിട്ടുണ്ട്. ഇനി ചില സ്ഥലത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇപ്പോൾ ലൈക്ക് യു നോ ദാറ്റ് തിങ് എൻഡോസ്പേം ന്യൂക്ലിയസ്, പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എവിടെ പഠിക്കുന്ന സാധനം, നമ്മുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ നമ്മൾ 3N പഠിക്കുന്നുണ്ട്. റെഡി. ചില സ്ഥലങ്ങളിൽ നമ്മൾ N പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഹണി ബി പഠിക്കുന്ന സമയത്ത് ഹണിബിയുടെ മെയിൽസ് N ആണ്, ഫീമെയിൽസ് 2N ആണ്. എന്താണ് ഈ N? വാട്ട് ഈസ് ദിസ് N? ആര് പറഞ്ഞു തരും? വാട്ട് ഈസ് N? ആരാ പറഞ്ഞുതരാം? സോ ദിസ് ഈസ് എ വെരി 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 സിമ്പിൾ കൺസെപ്റ്റ്. വളരെ സിമ്പിളായിട്ട് ഞാനത് പറഞ്ഞുതരാം. സോ യു നോ ദാറ്റ് തിങ്. ഇപ്പോൾ എൻ്റെ ബോഡിയുടെ ഉള്ളിൽ, ഓക്കെ, just see that thing, you have to understand this thing first, then only you will be understanding the next thing. ഇപ്പോൾ ഞാൻ പറയുകയാണ്, എൻ്റെ ബോഡിയുടെ ഉള്ളിൽ ഇതുപോലത്തെ ഒരു ക്രോമസോം ഉണ്ടെന്ന് വിചാരിക്കും. ഞാൻ സപ്പോസ് ഐ എം ഡ്രോയിങ് ആൻ ഇമാജിനറി ക്രോമസോം. ഓക്കെ, ഇങ്ങനൊരു ക്രോമസോമാണ് ആൻഡ് എൻ്റെ ക്രോമസോമിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ്. സോ ദിസ് ഈസ് വൺ ഓഫ് ഷേപ്പ് ഓഫ് ദ ക്രോമസോം. സോ യു സീ ദാറ്റ് തിങ്, ഇതാണ് ഒരു ക്രോമസോം എന്ന് വിചാരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇതൊരു ക്രോമസോം ആണെന്ന് വിചാരിക്കും. സോ ദിസ് ഈസ് മൈ ഒരു ഇമാജിനറി കൺസെപ്റ്റാണ്. അല്ലെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് തിങ്, എൻ്റെ ബോഡിയിലകത്ത് ഇതുപോലത്തെ വേറെ ക്രോമസോം ഉണ്ടാകുമോ ഇല്ലാതിരിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ഡൗട്ട്. സോ ഐ വിൽ ബി ആസ്കിങ് യു ആൻഡ് അനദർ വേയിൽ ഐ ക്യാൻ ആസ്ക് യു, ലൈക്ക് എൻ്റെ ബോഡിക്കകത്ത് 46 ക്രോമസോംസ് ഉണ്ട്. യു നോ ദാറ്റ് തിങ്, സിൻസ് ഐ ആം എ ഹ്യൂമൻ ഐ ഹാവ് 46 ക്രോമസോംസ് ഉണ്ട്. ഈ 46 ക്രോമസോംസിനെ പറ്റിയിട്ട് ക്യാൻ യു ടെൽ, ഇഫ് ഐ ആം ടെല്ലിങ് ലൈക്ക് ഓൾ ആർ ഡിഫറെൻറ്റ് എന്ന് പറഞ്ഞാൽ ശരിയാവോ? ഇഫ് ഐ ആം ടെല്ലിങ് ലൈക്ക് ഓൾ ആർ ഡിഫറെൻറ്റ് ക്രോമസോം എന്ന് പറഞ്ഞാൽ ശരിയാവോ? ഇല്ല. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ഐ വിൽ ബി ടെല്ലിങ് ലൈക്ക് ഈ 46 ക്രോമസോംസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ദർ ആർ 23 ടൈപ്പ് ഡിഫറെൻറ്റ് ക്രോമസോം ഉണ്ടെന്നാണ്. 23 ടൈപ്പ് ഡിഫറെൻറ്റ്, അല്ലെങ്കിൽ 23 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്രോമസോംസ് ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ ശരിയായ കാര്യം. സോ അതായത് ഞാൻ പറയുന്നത്, എൻ്റെ 46 ക്രോമസോമിൽ ഒരു ക്രോമസോമിൻ്റെ ഷേപ്പ് ഞാനിങ്ങനെ ബ്ലൂവിൽ വരച്ച് ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ വരച്ച് ആൻഡ് ഇവിടെ രണ്ടാമതൊരു കൺസ്ട്രക്ഷൻ വരച്ചാൽ രണ്ടാമത്തെ ക്രോമസോമും ഇതേപോലെ തന്നെ, ദൈവമേ അതുപോലെ തന്നെ വരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് വരയ്ക്കാം. സോ രണ്ടാമത്തെ ടൈപ്പ് ക്രോമസോമും ഇതേപോലെ തന്നെ ഒരു സാധനം ഉണ്ടാവും. സോ സെയിം ഇതേ ഷേപ്പിൽ ഇതേ സ്ട്രക്ചറുള്ള ഒരു ക്രോമസോം കൂടി എനിക്കുണ്ടാവും. വൈ? യെസ്, ഇവിടെയാണ് നമ്മൾ പഠിക്കുന്ന സാധനം. ദിസ് ഈസ് വാട്ട് ഐ വിൽ ബി കോളിങ് ലൈക്ക്, ഇവിടെയാണ് നമ്മൾ വിളിക്കാനുള്ള കാരണം, ഇതിന് ഡിപ്ലോയിഡ് എന്ന് വിളിക്കാനുള്ള കാരണം. സോ ഇവിടെ നോക്കിക്കോട്ടോ, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് തിങ് വെരി വെൽ. ഇതിൻ്റെ ചാപ്റ്റർ ആക്ച്വലി ഇതിൻ്റെ ഡീറ്റെയിൽ NCERT പറയുന്നത് സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്നുള്ള ചാപ്റ്ററിലാണ്. ബട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്. സോ ഇതിൽ എത്ര ക്രോമസോം ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യു നോ ദാറ്റ് തിങ്, ക്രോമസോമിൻ്റെ സെൻറ്ററിൽ ഇവിടെ ഒരു കൺസ്ട്രിക്റ്റഡ് പോർഷൻ ഉണ്ട്. ഇവിടെ യു ക്യാൻ സീ ദാറ്റ് തിങ്, ഒരു കൺസ്ട്രിക്റ്റഡ് പോർഷൻ ഉണ്ട്. സോ വാട്ട് ഈസ് ദിസ് തിങ്? ദിസ് ഈസ് നോൺ ആസ് എ സെൻട്രോമിയർ എന്നാണ് വിളിക്കുക. ദിസ് ഈസ് നോൺ ആസ് എ സെൻട്രോമിയർ. ഓക്കെ ആണോ? ഇത് സെൻട്രോമിയർ എന്നാണ് വിളിക്കുക. ഇതെന്താണ്? ഇത് വേറൊരു സെൻട്രോമിയർ ആണ്. സോ എത്ര ക്രോമസോം ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വിൽ ബി ടെല്ലിങ് ലൈക്ക്, ഐ വിൽ ബി കൗണ്ടറിങ്. സോ സിമ്പിൾ ലൈക്ക് നമ്പർ ഓഫ് ക്രോമസോംസ് ഞാൻ എടുക്കുകയാണെങ്കിൽ, ഇവിടെ മനസ്സിലാക്കണേ, നമ്പർ ഓഫ് ക്രോമസോം എടുക്കുകയാണെങ്കിൽ ഐ വിൽ ബി ടെല്ലിങ് ലൈക്ക് ദാറ്റ് വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് സെൻട്രോമിയേഴ്സ് ആണെന്നുള്ള കാര്യം പറയും. സോ എത്ര സെൻട്രോമിയേഴ്സ് ഉണ്ട്? ഐ ക്യാൻ സീ ദാറ്റ് ദിസ് ഈസ് 1 സെൻട്രോമിയർ. ഇവിടെ ഉള്ളത് ഇത് രണ്ടാമത്തെ സെൻട്രോമിയർ ആണ്. സോ ഐ ഹാവ് 2 ക്രോമസോംസ് ഇവിടെ ഉണ്ട്. സോ ഇതിനെ ഞാൻ N എന്ന് വിളിക്കും. സോ ഈ സെൻട്രോമിയറിനെ ഐ വിൽ ബി കോളിംഗ് ഇറ്റ് ആസ് N. ഇതിന് അടുത്തത് N എന്ന് വിളിക്കും. സോ ഐ വിൽ ബി ടെല്ലിങ് ലൈക്ക് എൻ്റെ ബോഡിയുടെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപോലത്തെ 2 ക്രോമസോം ഉണ്ട്. So I will be writing I have 2N chromosomes. That is, otherwise I will be calling it as what? It is the diploid chromosome. This is the condition. I will be calling it as diploid chromosome. This is known as diploid chromosome. Suppose in any as a human male, ഞാനാരാണ് നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടോ? ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? സെൻട്രോമിയർ ആണ്. ആരോ സെൻട്രോമിയർ എന്ന് കൃത്യമായിട്ട് ഉത്തരം പറയുന്ന ആൾക്കാരുണ്ട് കേട്ടോ. സോ ഇതിനാണ് ഡിപ്ലോയിഡ് ക്രോമസോം. സപ്പോസ് ഞാനൊരു മെയിലാണ്, എൻ്റെ ബോഡിയിലുള്ള സ്പേം ഫോം ആവും. റെഡി? യു നോ ദാറ്റ് തിങ്. വെൻ ഐ ആം ഫോമിങ് എ സ്പേം, വാട്ട് വിൽ ബി ഒക്കറിങ്? ഇതിനകത്ത് എന്താ സംഭവിക്കുന്നുണ്ടാവുക? എൻ്റെ ബോഡിയുടെ ഉള്ളിൽ സ്പേം ഫോം ആകുമ്പം എൻ്റെ ഒരു സ്പേമിൻ്റെ ഉള്ളിൽ, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ഇൻ മൈ വൺ ഓഫ് മൈ സ്പേം വാട്ട് വിൽ ബി ദെയർ? ഇറ്റ് വിൽ ബി ലൈക്ക് ഇങ്ങനെ മാത്രം, ഒരൊറ്റ ക്രോമസോം മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ സ്പേമിൻ്റെ ഉള്ളിൽ ഇതേ ഷേപ്പിലുള്ള വേറൊരു ക്രോമസോം കാണില്ല. സോ ഐ വിൽ ബി ടെല്ലിങ് ലൈക്ക് എനിക്ക് ഒരു ക്രോമസോം മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? N. അപ്പോൾ ഞാൻ പറയും ദിസ് ഈസ് N മാത്രമാണ്. ദിസ് ഈസ് കോൾഡ് ഹാപ്ലോയിഡ് എന്ന് പറയും. സപ്പോസ് ഇതൊരു പ്ലാന്റിലായിരുന്നു എന്ന് വിചാരിക്കുക. ആ പ്ലാന്റിൻ്റെ ഇപ്പോൾ ഒരു എൻഡോസ്പേം ന്യൂക്ലിയസ്, അതിൻ്റെ ഫ്യൂഷനൊക്കെ നിങ്ങൾ പഠിച്ച സാധനമാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് അതിലേക്ക് പോകുന്നില്ല. സോ ആ പ്ലാന്റിൻ്റെ അവിടെയാണെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് തിങ്. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഉള്ളിൽ ഈ ക്രോമസോം ഇങ്ങനെ ഉണ്ടായിരുന്നു. ദിസ് ഈസ് 1. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു ക്രോമസോം ഇങ്ങനെ വരും. ഓക്കെ ആണോ? സോ ഇത് ഞാൻ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു യുണീക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് അടിയിൽ വരച്ചൊരു സാധനമാണ് കേട്ടോ. ഒരു സാറ്റലൈറ്റ് പോലത്തെ ഒരു സാധനം വരച്ചാണ്. സോ ഇറ്റ് വിൽ ബി ഹാവിങ്, ദർ വിൽ ബി ഒരു തേർഡ് സാധനം ഉണ്ടാവും. സോ യു ക്യാൻ സീ ദിസ് ഇസ് N, ദിസ് ഇസ് N, ദിസ് ഇസ് N, ടോട്ടൽ 3N. ഐ ക്യാൻ കോൾ ഇറ്റ് ആസ് വാട്ട്? ട്രിപ്ലോയിഡ് എന്ന് വിളിക്കാൻ പറ്റും. ഐ ക്യാൻ കോൾ ഇറ്റ് ആസ് വാട്ട്? ട്രിപ്ലോയിഡ് എന്ന് വിളിക്കാൻ പറ്റും. സോ ദിസ് ഈസ് ദ കണ്ടീഷൻ ദാറ്റ് ഈസ് കോൾഡ് വാട്ട് ഈസ്? ഡിപ്ലോയിഡ്, ഹാപ്ലോയിഡ്, അല്ലെങ്കിൽ ട്രിപ്ലോയിഡ്, ടെട്രാപ്ലോയിഡ്, പെൻഡാപ്ലോയിഡ്, അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റും. ആർ യു അണ്ടർസ്റ്റാൻഡിങ് ദിസ് തിങ്? ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്ക്. സോ ദിസ് ഈസ് വാട്ട് ഈസ് ഡിപ്ലോയിഡ്, ട്രിപ്ലോയിഡ് എന്ന് മീൻസ്. സോ
ഇപ്പോൾ ഞാൻ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഓർഗാനിസം ഇഫ് ഐ ആം ടെല്ലിങ് ലൈക്ക് ഒരു ഓർഗാനിസം ഞാൻ ഇവിടെ പറഞ്ഞ പോലെ തന്നെ 1:2n അടുത്തത് n. ഇപ്പോൾ എൻ്റെ സ്പെർം മദർ സെല്ല് 2n ആണ്, ഇത് n ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്പെർം മദർ സെല്ലിൽ ഒരേപോലത്തെ 2 ക്രോമസോം ഉണ്ടാവുന്നു, എൻ്റെ സ്പെർമിൽ അതുപോലത്തെ ഒരു ക്രോമസോമേ ഉണ്ടാവുള്ളൂ എന്നാണ് അതിൻ്റെ മീനിങ്. ആർ യു അണ്ടർസ്റ്റാൻഡിങ്? സോ ദിസ് ഈസ് ദ ബേസിക്സ് ദാറ്റ് വിൽ ബി കമ്മിങ് ഫ്രം ദ സെൽ സൈക്കിൾ സെൽ ഡിവിഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ് വരുന്നുണ്ടാവുക. സോ ദിസ് ഈസ് ഇറ്റ്. ആൻഡ് നമ്മളിവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ ഇല്ലേ, ഈ ചോദിച്ച ക്വസ്റ്റ്യൻ വരുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസിൽ നമ്മൾ ടോട്ടൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ജനറ്റിക് ഡിസോർഡേഴ്സ് എന്നുള്ള രൂപത്തിലാണ് വരുന്നുണ്ടാവുക. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്. സോ ദർ വിൽ ബി ടോട്ടലുള്ള ജനറ്റിക് ഡിസോർഡേഴ്സിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടാവുക? 2 ഡിവൈഡ് ചെയ്യുന്നുണ്ടാവും. വാട്ട് ഇസ് ദ 2 ഡിവിഷൻസ് നോക്കിക്കോട്ടോ. ജനറ്റിക് ഡിസോർഡേഴ്സ് ആർ ഡിവൈഡഡ് ഇൻ ടു 1 പോർഷൻ. മേജർ പോർഷൻ ഈസ് നോൺ ആസ് മെൻഡേലിയൻ ഡിസോർഡേഴ്സ് എന്ന് വിളിക്കും. ദിസ് ഈസ് നോൺ ആസ് മെൻഡേലിയൻ ഡിസോർഡേഴ്സ്. മക്കളെ മനസ്സിലാവുന്നുണ്ടോ? രണ്ടാമത്തേനെ വിളിക്കുന്ന പേരാണ് ദാറ്റ് ഈസ് നോൺ ആസ് ക്രോമോസോമൽ ഡിസോർഡേഴ്സ് എന്ന് വിളിക്കും. ക്രോമോസോമൽ ഡിസോർഡേഴ്സ് എന്ന് വിളിക്കും. സോ ജനറ്റിക് ഡിസോർഡേഴ്സ് ആൻഡ് ക്രോമോസോമൽ ഡിസോർഡേഴ്സ്. ക്ലിയർ ആണോ? ഈ സാധനം മനസ്സിലാവുന്ന വിളിക്കുക. മെൻഡേലിയൻ ഡിസോർഡേഴ്സ് ആർ യൂഷ്വലി അഫക്റ്റിംഗ് ഓൺലി 1 ജീൻ. ഒരു ജീനിനെ മാത്രം അഫക്റ്റ് ചെയ്യുന്ന സാധനമാണ്. ഒരു ക്രോമസോമിനെ മൊത്തം ഒന്നും അഫക്റ്റ് ചെയ്യില്ല. സപ്പോസ് ഞാനിപ്പോൾ വരച്ച പോലത്തെ ഒരു ക്രോമസോം ആണെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് വരച്ചതെന്ന് വിചാരിച്ചോ, ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു ജീൻ മാത്രം, ഈ ഒരു ഏരിയ മാത്രം, ഞാനിപ്പോൾ റെഡിൽ വരച്ച സാധനം മാത്രം ഒരു ഏരിയ മാത്രമാണ് അഫക്റ്റഡ് ആവുക. സോ ദാറ്റ് ഈസ് നോൺ ആസ് മെൻഡേലിയൻ ഡിസോർഡേഴ്സ്. ഇറ്റ് ഈസ് അഫക്റ്റിംഗ് 1 ജീൻ. ആൻഡ് ഇതിൻ്റെ ട്രാൻസ്മിഷനൊക്കെ മെൻഡൽ പറഞ്ഞ പോലെ തന്നെ ഈ അഫക്റ്റഡ് ജീന് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് മെൻഡൽ പറഞ്ഞ പോലെ ലോ ഓഫ് ഡോമിനൻസും ലോ ഓഫ് സെഗ്രിഗേഷനും ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻ്റ് ഒക്കെ കാണിക്കുന്ന രൂപത്തിലായിരിക്കും പോകുക എന്നുള്ളതാണ്. ആൻഡ് ക്രോമസോമൽ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി അഫക്റ്റിംഗ് ദ നമ്പർ ഓഫ് ക്രോമസോം. യു ഹാവ് ടു സീ ദാറ്റ് തിങ്. ദിസ് വിൽ ബി അഫക്റ്റിംഗ് നമ്പർ ഓഫ് ക്രോമസോമിൻ്റെ നമ്പറാണ് മാറുക. സോ ഐ ടോൾഡ് യു വാട്ട് ഈസ് നമ്പർ ഓഫ് ക്രോമസോം. വാട്ട് ഈസ് നമ്പർ ഓഫ് ക്രോമസോം? നമ്പർ ഓഫ് ക്രോമസോം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് സെൻട്രോമിയേഴ്സ്. സിംപ്ലി യു ക്യാൻ ഒരു പടം വരച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സാധനം വരയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നമ്പർ ഓഫ് ക്രോമസോം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സെൻട്രോമിയേഴ്സിനെയാണ് നിങ്ങൾ പരിഗണിക്കേണ്ടത്. ആരെയും മനസ്സിലാവുന്നുണ്ടോ? കിട്ടുകയാണുണ്ടോ? കൃത്യമാണോ? ആരും ഉഷാറാവുന്നുണ്ടോ? റെഡി ആവുന്നുണ്ടോ? സോ ആരൊക്കെ എന്തൊക്കെയോ പറയുന്നു. സോ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് തിങ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. നമ്പർ ഓഫ് ക്രോമസോമിനാണ് മാറുക. സോ ഇവിടെ നോക്കിക്കോട്ടോ. സപ്പോസ് ഒരാളുടെ ബോഡിയുടെ ഉള്ളിൽ ഇങ്ങനെയാണ് ഉള്ളതെങ്കിൽ സോ ദാറ്റ് ഈസ് നോൺ ആസ് വിൽ ബി കോളിംഗ് ദം ആസ് ഇറ്റ് ഈസ് 2n നമ്പർ ഓഫ് ക്രോമസോം എന്ന് വിളിക്കാൻ പറ്റും. ദിസ് ഈസ് എ 2n നമ്പർ ഓഫ് ക്രോമസോം എന്ന് വിളിക്കാൻ പറ്റും. സോ എൻ്റെ ബോഡിയുടെ ഉള്ളിൽ യു ഹാവ് ടു നോ ഇൻ കേസ് ഓഫ് ഹ്യൂമൻസ് ഐ വിൽ ബി റൈറ്റിംഗ് 2n ഈസ് ഈക്വൽ ടു 46 എന്നാണ് എഴുതുക. 2n ഈസ് ഈക്വൽ ടു 46 എന്നാണ് എഴുതുക. ദിസ് ഈസ് എ ന്യൂ നോർമൽ ഹ്യൂമൻ. സപ്പോസ് ദിസ് ഈസ് ഹാവിങ് എ ഡൗൺ സിൻഡ്രോം. ജസ്റ്റ് ഞാൻ ഇതിനെപ്പറ്റി ജസ്റ്റ് പറയാം കേട്ടോ. ഡൗൺ സിൻഡ്രോമിനെ പറ്റി പറയാണ്. ഡൗൺ സിൻഡ്രോമിനെ പറ്റി 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. ഈ ക്രോമസോമൽ ഡിസോർഡേഴ്സ് ആർ അഗെയിൻ 2 ടൈപ്പ് ഉണ്ട്. സോ ഇതിനകത്ത് ഒരു ടൈപ്പാണ് ഡൗൺ സിൻഡ്രോമിൽ വരുന്നത്. ഡൗൺ സിൻഡ്രോമിൽ നമുക്കറിയാൻ പറ്റും എന്താ സംഭവിക്കുന്നുണ്ടാവുക. ടോട്ടൽ 47 ക്രോമസോം ഉണ്ടാവും. സോ വാട്ട് ഇറ്റ് വിൽ ബി ഒക്കറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി കമ്മിങ് ആസ് 2n+1. ഒരു ക്രോമസോം മാത്രം എക്സ്ട്രാ വരും. ഈ ക്രോമസോം എക്സ്ട്രാ എവിടെയാണ് വരുന്നത്? ഓൺ ദ 21st പെയറിലാണ് ഈ സാധനം വരുന്നുണ്ടാവുക. 21st പെയറിലാണ് വരുന്നുണ്ടാവുക. ഇതൊരേ സാധനം. സപ്പോസ് ഇഫ് ഐ ആം ടെല്ലിംഗ് ലൈക്ക് ഇൻ ദ ടർണർ സിൻഡ്രോമിലാണ് എഴുതുകയാണെങ്കിൽ ഐ വിൽ ബി ടെല്ലിംഗ് ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് ഇറ്റ് വിൽ ബി ഹാവിംഗ് 45 ക്രോമസോംസ് ആണുള്ളത്. സോ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ഈസ് 2n-1 ആണ്. എവിടെ നിന്ന് ഒരു ക്രോമസോം എക്സ്ട്രാ പോയത്? യു നോ ദാറ്റ് തിങ്. ഒരു എക്സ് ക്രോമസോമാണ് എക്സ്ട്രാ മിസ്സായി പോയത്. ഈ -1 ഒരു എക്സ് ക്രോമസോമാണ് പോയത്. സോ ഇറ്റ് വിൽ ബി ലൈക്ക് 44 + x0 എന്നുള്ളതാണ് വരുന്നുണ്ടാവുക. സോ ഇങ്ങനത്തെ ഡിഫക്റ്റുകളെ യു നോ ദാറ്റ് തിങ് ഇറ്റ് ഈസ് 2n+1 അല്ലെങ്കിൽ 2n-1. സപ്പോസ് വേറൊരു എക്സാമ്പിൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ക്ലീനിഫെൽട്ടർ സിൻഡ്രോം ആണ്. ആണോ അല്ലയോ? നമ്മുടെ NCERT-യിലുള്ള എക്സാമ്പിൾ മാത്രം പഠിക്കുകയാണെങ്കിൽ ക്ലീനിഫെൽട്ടർ സിൻഡ്രോം എന്ന് പറഞ്ഞ സാധനം. ക്ലീനിഫെൽട്ടർ സിൻഡ്രോം ഈസ് ലൈക്ക് യു നോ ദാറ്റ് തിങ് ഇറ്റ് ഈസ് XXY ആണ് പ്ലസ് 44 ഓട്ടോസോംസ് ഉണ്ടാവും. സോ യു നോ ദാറ്റ് തിങ് ദാറ്റ് വിൽ ബി ടോട്ടൽ 47 ക്രോമസോം ആണ്. വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ലൈക്ക് എങ്ങനെയാണ് 2n+1 എന്ന് എഴുതാൻ പറ്റും. സോ ആ +1 വന്നത് എവിടെയാണ്? 1 എക്സ്ട്രാ എക്സ് ക്രോമസോം എക്സ്ട്രാ കയറി വന്നതാണ്. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക. സോ ഇങ്ങനത്തെ ക്രോമസോമുകളെ വി വിൽ ബി കോളിംഗ് ഇറ്റ് ആസ് വാട്ട്? അന്യൂപ്ലോയിഡി എന്നാണ് വിളിക്കുക. ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? അന്യൂപ്ലോയിഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒരു ക്രോമസോമിൽ ഒരെണ്ണം കൂടുകയോ ഒരെണ്ണം കുറയോ ചെയ്യുന്നതിനെ ഏതെങ്കിലും ഒരു സെറ്റിൽ മാത്രം, ബാക്കി എല്ലാം പ്രോപ്പർ സെറ്റുകളായിരിക്കും. സോ യു ക്യാൻ സീ ദാറ്റ് തിങ്. ആ 21st പെയർ ഒഴിച്ച് ബാക്കി എല്ലാ സെറ്റുകളും സെറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ ഒരൊറ്റ പെയർ മാത്രം എന്താണ്? സോ ഇത് 2ആയിട്ട് മാറി നിൽക്കുന്നുണ്ടാവും. സോ ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? അന്യൂപ്ലോയിഡി എന്നാണ് വിളിക്കുന്നുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? സോ ദിസ് ഈസ് നോൺ ആസ് അന്യൂപ്ലോയിഡി എന്നാണ് വിളിക്കുന്നുണ്ടാവുക. സോ അന്യൂപ്ലോയിഡി ഈസ് 1 ടൈപ്പ് ഓഫ് ക്രോമസോമൽ ഡിസോർഡർ. ആൻഡ് വാട്ട് ഈസ് ദ സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്രോമസോമൽ ഡിസോർഡർ? അതിന് വിളിക്കുന്ന പേരാണ് പോളിപ്ലോയിഡി എന്ന് വിളിക്കും. ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? പോളിപ്ലോയിഡി എന്ന് വിളിക്കും. സോ ഇവിടെ എന്താ സംഭവിക്കുക വെച്ചാൽ ഒരു 1 സെറ്റ് ഫുള്ളായിട്ട് റീപ്ലേസ് ആയി വരും. സോ യു നോ ഇവിടെ എന്തുണ്ട്? ദിസ് ഈസ് എ ഹാപ്ലോയിഡ് കണ്ടന്റ് ആണ്. യു നോ ദിസ് ഈസ് എ ഡിപ്ലോയിഡ് കണ്ടന്റ് ആണ്. ആൻഡ് എല്ലായിടത്തും ഒരു സാധനം എല്ലാ ക്രോമസോമിലും ഒരെണ്ണം എക്സ്ട്രാ വെച്ചു എന്ന് വിചാരിക്കുക. സോ ദാറ്റ് വിൽ ബി ലൈക്ക് 3n വന്നു. സോ ഹ്യൂമനിൻ്റെ യു ക്യാൻ സീ ദാറ്റ് തിങ് 23 പേഴ്സ് ഉണ്ട്, പിന്നൊരു 23 ഉണ്ട്, പിന്നൊരു 23 കൂടെ ഒന്ന് വിചാരിച്ചോ. സോ ഈ 23 കൂടി ചേർത്താൽ വിൽ ബി കോളിംഗ് ഓൺലി 2n. ഒരു എന്നും കൂടി എക്സ്ട്രാ വന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഗോ ട്രിപ്ലോയിഡ്. അല്ലെങ്കിൽ ഒരു 23 കൂടി എക്സ്ട്രാ വന്നാൽ ഐ വിൽ ബി കോളിംഗ് ഇറ്റ് ആസ് 4 ആയി. സോ ദാറ്റ് ഈസ് നോൺ ആസ് ടെട്രാപ്ലോയിഡ്, പെൻഡാപ്ലോയിഡ്, ഹെക്സാപ്ലോയിഡ്. അങ്ങനെ കൂടി വരുന്ന സാധനത്തിന് ഐ ക്യാൻ കോൾ ഇറ്റ് ആസ് വാട്ട്? പോളിപ്ലോയിഡ് എന്ന് വിളിക്കാൻ പറ്റും. സോ ഞാൻ ഇന്നിവിടെ ഈ ക്വസ്റ്റ്യൻ വഴി നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത സാധനം എന്താണെന്ന് വെച്ചാൽ ഹൗ ടു
ടു കാൽക്കുലേറ്റ് ക്രോമസോം നമ്പർ അതിൻ്റെ ഒരു ഈ എൻ എന്താണെന്നുള്ള കാര്യം പറഞ്ഞു. ആൻഡ് ജനറ്റിക് ഡിസോർഡേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു മെൻഡേലിയൻ ഡിസോർഡേഴ്സ് ആൻഡ് ക്രോമസോം ഡിസോർഡർ. മെൻഡേലിയൻ ഡിസോർഡർ ഒരു ജീനിനെ മാത്രമാണ് അഫക്ട് ചെയ്യാന്ന് പറഞ്ഞു. ആൻഡ് ക്രോമസോമൽ ഡിസോർഡേഴ്സ് നമ്പർ ഓഫ് ക്രോമസോംസിനെ മൊത്തം അഫക്ട് ചെയ്യുന്ന സാധനമാണെന്ന് പറഞ്ഞു. ഇറ്റ് ക്യാൻ ബി പോളിപ്ലോയിഡി വേർ വാട്ട് വിൽ ബി ഒക്കറിങ് വേർ വൺ സെറ്റ് ഫുള്ളായിട്ട് റിപ്പീറ്റ് ചെയ്യും, വൺ സെറ്റ് ഫുള്ളി റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും. സോ ഇതൊരു സെറ്റിൻ്റെ മൊത്തമായിട്ടുള്ള വ്യത്യാസമാണ്. അന്യൂപ്ലോയിഡി എന്ന് പറഞ്ഞാൽ വൺ ക്രോമസോം മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഒരു സെറ്റിൽ മാത്രം പ്രശ്നം, ബാക്കി സെറ്റുകളൊക്കെ നോർമൽ ആയിട്ടുള്ള സാധനം, ദാറ്റ് ഈസ് അന്യൂപ്ലോയിഡി എന്നാണ്. സോ നമ്മളിവിടെ ക്വസ്റ്റിന് ചോദിച്ച സാധനം ഈ 2n+1 എക്സാമ്പിൾസ് ആയിട്ട് ഞാൻ പറഞ്ഞത് വൺ ഈസ് ഡൗൺ സിൻഡ്രോം ആണ്, ദാറ്റ് ഈസ് 21 ഒരു പ്ലസ് എക്സ്ട്രാ വന്നു. ക്ലാനിഫെൽറ്റർ സിൻഡ്രോം ആണ് ഞാൻ എക്സ്ട്രാ പറഞ്ഞത്, ദാറ്റ് ഈസ് ഒരു എക്സ് ക്രോമസോം എക്സ്ട്രാ വന്നു. ഇനി 2n-1 എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് ടർണർ സിൻഡ്രോം ആണ്. 2n+2 2n-2 എക്സാമ്പിൾസ് നമുക്ക് പഠിക്കാനില്ല. സോ ഈ കൈൻഡ് ഓഫ് സാധനത്തിന് വിളിക്കുന്ന പേര് ദാറ്റ് ഈസ് നോൺ ആസ് അന്യൂപ്ലോയിഡി എന്നാണ് വിളിക്കുക. ദാറ്റ് ഈസ് ആൻസർ, അന്യൂപ്ലോയിഡി ആണ് ആൻസർ വരുന്നുണ്ടാവും. ക്ലിയർ ആണോ? ആർ യു അണ്ടർസ്റ്റാൻഡിങ്? സോ ആർ യു ഗെറ്റിംഗ് ദ ബേസിസ് ഓഫ് ദ ഡിവിഷൻ ഓഫ് ദ ജനറ്റിക് ഡിസോർഡേഴ്സ്? സോ ഡെഫിനറ്റ്ലി ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ്, ഈ ലൈവ് നമുക്ക് തീരുമ്പോഴത്തേക്ക് നമുക്ക് വി ഹാവ് ടു ഗോ ഫാസ്റ്റ് ആയിട്ട് പോയിട്ട് പടപടാന്ന് എല്ലാ സാധനങ്ങളും ഡിസ്കസ് ചെയ്ത് പോകണം. റെഡി ആണല്ലോ അല്ലേ? പോളിപ്ലോയിഡി അന്യൂപ്ലോയിഡി സാധനങ്ങൾ എന്താണെന്ന് മനസ്സിലായെന്ന് നോക്കുക. ഇനി അടുത്ത് നോക്ക്. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ജീൻസ് ആൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് റീകോമ്പിനേഷൻ ഷോസ്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ പടപടാന്നായിക്കോട്ടെ, നിങ്ങൾ ഒരു ഉത്തരത്തിലേക്ക് പറയാം കേട്ടോ. സോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് മനസ്സിലാവുന്നുണ്ട്. ഉഷാറാണെങ്കിൽ ഉഷാറാണ്, രസമാണെങ്കിൽ രസമാണ്, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക, അതൊക്കെ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് മനസ്സിലാവുള്ളൂ ഞാൻ ഈ പറയുന്ന സാധനം എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആണ്, നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും എന്നുള്ള കാര്യം. സപ്പോസ് ഇഫ് യു ആർ നോട്ട് പ്രൊഡ്യൂസിങ് എനി ഫീഡ്ബാക്ക് ദാറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ മീ ടു കണ്ടിന്യൂ. ക്ലിയർ ആണല്ലോ അല്ലേ? താങ്ക് യു സ്നേഹയാണ് പറഞ്ഞത് ആദ്യമായിട്ട്, ക്ലിയർ ആണെന്നുള്ളത്. താങ്ക് യു സ്നേഹ. സോ ഇവിടെ ക്വസ്റ്റ്യൻ വീണ്ടും ദാറ്റ് ഈസ് കമ്മിങ് ഗോയിങ് ടു വേർഡ്സ് യുവർ റീകോമ്പിനേഷൻ. ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ. ബയോളജിയുടെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ നേരത്ത് നമുക്ക് നീറ്റ് എക്സാം ആണ്, 96 ചാപ്റ്ററിൻ്റെയും ഒരുമിച്ച് വരും. ബയോളജി ആണെങ്കിൽ നമുക്ക് 38 ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരിക. അതിനകത്ത് ദർ ഈസ് നോ പ്രോപ്പർ ഡിവിഷൻ ഓഫ് ബോട്ടണി സുവോളജി എന്നൊരു പ്രോപ്പർ ഡിവിഷൻ ഒന്നുമില്ല. ഈ കൊല്ലം ബോട്ടണി ചോദിച്ച ക്വസ്റ്റ്യൻ അടുത്ത കൊല്ലം സുവോളജി ചോദിക്കാം. സോ ചാപ്റ്റേഴ്സ് അങ്ങനെ ഇങ്ങോട്ട് മാറാം. സോ ഇതെങ്ങനെയാണ് അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ടു ക്യാച്ച് ദ സർട്ടൻ കീവേഡ്സ്. ചില വേർഡ്സ് അത് ക്യാച്ച് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് ഒരു ചാപ്റ്ററിലേക്ക് ഒരു പോർഷനിലേക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇവിടെ റീകോമ്പിനേഷൻ എന്ന് പറയുന്ന സ്ഥലം നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്ന സമയത്ത് യു നോ ദാറ്റ് തിങ് നമ്മുടെ നമ്മൾ തൊട്ടടുത്ത് പഠിച്ച ടോപ്പിക് ഏതാണെന്ന് വെച്ചാൽ ലിങ്കേജ് ആണ്. ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് ലിങ്കേജ് ആണ്. ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് പഠിച്ചത്. സോ ഇവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് അബൌട്ട് ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ ആണ് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് കാര്യം. റെഡി ആണല്ലോ അല്ലേ? സോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. സോ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ജീൻസ് ആൻഡ് പെർസെൻറ്റേജ് ഓഫ് റീകോമ്പിനേഷൻ ഷോസ് എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യമാണ്. സോ ഇവിടെ നോക്കിക്കോട്ടോ. So I am just again going back to the linkage concept. Ready ആണല്ലോ അല്ലേ? ലിങ്കേജിൻ്റെ കൺസെപ്റ്റിലേക്ക് പോവാണ്. സപ്പോസ് ഐ വിൽ ബി ഡ്രോയിങ് എ ക്രോമസോം. സപ്പോസ് ഞാനൊരു ക്രോമസോമിനെ ഇങ്ങനെ ഹൊറിസോണ്ടലി വരയ്ക്കാം. നമുക്കൊന്ന് മാർക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് വരച്ചു എന്നേ ഉള്ളൂ. സോ ഈ നടുവിലെ കൺസ്ട്രക്ഷൻ്റെ പേരെന്തായിരുന്നു? ദാറ്റ് ഈസ് നോൺ സെൻട്രോമിയർ. ഈ സെൻട്രോമിയറിൻ്റെ എണ്ണമാണ് ക്രോമസോമിൻ്റെ എണ്ണം. ക്ലിയർ ആണല്ലോ അല്ലേ? വെൻ ഇറ്റ് ഇസ് ടൈം ഐ വിൽ ബി എക്സ്പ്ലെയിനിങ്. സപ്പോസ് ഞാൻ പറയുകയാണ് ഐ വിൽ ബി ഡ്രോയിങ് 3 ജീൻസ്. ഓക്കെ, ഒരു ജീനിൻ്റെ പേര് എ, അടുത്ത ജീനിൻ്റെ പേര് ബി, അടുത്ത ജീനിൻ്റെ പേര് സി. 3 ജീൻസാണ്. ജീൻ എ, ജീൻ ബി, ജീൻ സി. 3 ജീനുകളുണ്ട്. ഐ ക്യാൻ ക്യാപിറ്റൽ എ, സ്മോൾ എ, അങ്ങനെയൊക്കെ ഡിഫറൻസ് ഉണ്ടാവും. ഐ എം നോട്ട് കൺസിഡറിങ് ദാറ്റ് തിങ്. ഓക്കെ അല്ലേ? സോ 3 ജീനുകളുണ്ട്. സോ യു ക്യാൻ സീ ദാറ്റ് തിങ്. ഈ ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും വളരെ അടുത്തടുത്തിരിക്കുന്ന ജീനുകളാണ്. ആൻഡ് ക്യാപിറ്റൽ ബിയും ക്യാപിറ്റൽ സിയും വളരെ അടുത്ത് ദൂരിയിരിക്കുന്നതാണ്. ഇനി എയും സിയും ആണ് ഏറ്റവും ദൂരെ ഇരിക്കുന്ന ആളുകൾ. ആർ യു അണ്ടർസ്റ്റാൻഡിങ്? ഏറ്റവും ദൂരെ ഇരിക്കുന്ന ആളുകൾ ഇവരാണ്. സോ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇവർ തമ്മിലുള്ള ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടെങ്കിൽ, സപ്പോസ് ഇഫ് യു ആർ തിങ്കിങ് അങ്ങനെ ഒരു സാധനം ഇങ്ങനെ എല്ലാട്ടോ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. സപ്പോസ് ഐ എം ടെല്ലിങ് ലൈക്ക് ഫിസിക്സ് ഒക്കെ പറയുന്ന പോലെ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടെങ്കിൽ, നിങ്ങൾ ഫിസിക്സിൽ ഗ്രാവിറ്റേഷൻ ഒക്കെ പഠിക്കുന്ന ആളല്ലേ, ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആര് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും ഏറ്റവും കൂടുതലുണ്ടാവുക? ഡെഫിനറ്റ്ലി ആലോചിച്ചോക്കെ. ഇതുണ്ടെങ്കിൽ ഏറ്റവും അടുത്തടുത്തിരിക്കുന്ന 2 ആൾക്കാർ തമ്മിലുള്ള ഫോഴ്സ് ആണോ, ദൂരെ ഇരിക്കുന്ന 2 ആൾക്കാർ തമ്മിലുള്ള ഫോഴ്സ് ആണോ ഏറ്റവും കൂടുതലുണ്ടാവും? ഇത് ഫോഴ്സ് ഒന്നും ഇല്ല കേട്ടോ ലിങ്കേജിൽ. ആഷിഖ് സാറ് ലിങ്കേജിൽ ഫോഴ്സ് പഠിപ്പിച്ചു എന്നൊന്നും പറയരുത്. നിങ്ങൾക്കിത് മനസ്സിലാവാൻ വേണ്ടിയിട്ടൊരു കഥ പറഞ്ഞാണ്. ഇതിനുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ആരെ തമ്മിലുള്ളവരും കൂടുതലാണ്? ഡെഫിനറ്റ്ലി ഈ എയും ബിയും തമ്മിലുള്ള ആൾക്കാർ തമ്മിലുള്ള അട്രാക്ഷൻ വിൽ ബി വെരി സ്ട്രോങ്. പക്ഷേ ഇവർ വളരെ അടുത്തിരിക്കുന്ന ആൾക്കാരാണ്. ഇത് നോക്ക്, ഇനി ബിയും സിയും തമ്മിലുള്ള ഫോഴ്സ് ആണോ അതോ എയും സിയും തമ്മിലുള്ള ഫോഴ്സ് ആണോ ഏറ്റവും കൂടുതൽ? സോ അതായത് ബിയും സിയും തമ്മിലുള്ള ഈ 1 എന്നുള്ള ഫോഴ്സ് ആണോ, എയും സിയും തമ്മിലുള്ള 2 എന്നുള്ള ഫോഴ്സ് ആണോ ഏറ്റവും കൂടുതൽ? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. ഡെഫിനറ്റ്ലി പറഞ്ഞു നോക്കിയാൽ കൂടുതലുണ്ടാവുക ഡെഫിനറ്റ്ലി ബിയും സിയും തമ്മിലുള്ള ഫോഴ്സ് തന്നെയാണ്. കാരണം ഡിസ്റ്റൻസ് കുറവാണ്. സോ ഇതായിരിക്കും ഉണ്ടാവുക. പിന്നെ ഇതായിരിക്കും ഉണ്ടാവുക. ആർ യു അണ്ടർസ്റ്റാൻഡിങ്? സോ ഇവർ തമ്മിലുള്ള ലിങ്കേജിൻ്റെ ഓർഡർ എങ്ങനെയാണ്? ലിങ്കേജ് ഏറ്റവും കൂടുതൽ ലിങ്ക് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്? ഏറ്റവും കൂടുതൽ മോസ്റ്റ് ലിങ്ക്ഡ് ആരാണ്? അത് കഴിഞ്ഞിട്ട് ആരാണ്? 3 സാധനം. മോസ്റ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഡെഫിനറ്റ്ലി ഏറ്റവും കൂടുതൽ ഫോഴ്സ് ഉള്ള ആൾക്കാരാണ്. എയും ബിയും ആണ്. എ ആൻഡ് ബി ഈസ് മോസ്റ്റ് ലിങ്ക്ഡ്. അത് കഴിഞ്ഞിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ആളാണ് രണ്ടാമത്തെ പൊസിഷനിൽ ആരാ വരുന്നുണ്ടാവുക? ബി ആൻഡ് സി ആണ് ഏറ്റവും അത് കഴിഞ്ഞിട്ട് ലിങ്ക്ഡ്. ഏറ്റവും കുറവ്
കുറവ് ലിങ്കേജുള്ള ആൾക്കാരാണ് എയും സിയുമാണ് ഏറ്റവും കുറവ് ലിങ്കേജുള്ള ആൾക്കാർ. സോ ലിങ്കേജിൻ്റെ അളവ് നോക്കുകയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ഫോഴ്സ് അല്ല, അട്രാക്ഷൻ ആണല്ലോ നമ്മൾ ലിങ്കേജ് എന്ന് പറയാം. അതിന് ഏറ്റവും കൂടുതലുണ്ടാവുക ഇവരാണ്. എയും സിയും ഏറ്റവും കൂടുതലാണ്, ബിയും സിയും അതിനേക്കാൾ കുറവാണ്, എയും സിയും അതിനേക്കാൾ കുറവാണ്. സോ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. സോ ഇനി യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വൺ സിമ്പിൾ തിങ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് റീകോമ്പിനേഷൻ. എന്താണ് റീകോമ്പിനേഷൻ എന്ന് പറയുന്ന സാധനം? റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ റീകമ്പൈൻ ചെയ്യണം. അതായത് ഈ എയും ബിയും പൊട്ടിയിട്ട് എ വേറൊരാളുടെ കൂടെ കമ്പൈൻ ചെയ്യണം. അതായത് ഇവർ പൊട്ടി മാറി വേറൊരാളുടെ കൂടെ കമ്പൈൻ ചെയ്യണം. അതിനാണ് റീകമ്പിനേഷൻ. റീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി ചെയ്യണം, ഒന്നുകൂടി പുതിയ കോമ്പിനേഷൻ ഉണ്ടാവണം. ആർ യു അണ്ടർസ്റ്റാൻഡിങ്? അപ്പോൾ റീകോമ്പൈൻ ചെയ്യണമെങ്കിൽ യു ഹൗ ടു അണ്ടർസ്റ്റാൻഡ്. ഇവർ തമ്മിൽ ഭയങ്കര സ്ട്രോങ് അട്രാക്ഷനുള്ള ആൾക്കാരാണെങ്കിൽ പിരിഞ്ഞിട്ട് പോവോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു പാർട്ട്നേഴ്സ്, ഒരു കപ്പിൾസ് ആണെന്ന് വിചാരിക്കുക, ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ കപ്പിൾസ് ആണ്. അവർ തമ്മിൽ വളരെ സ്ട്രോങ് റിലേഷൻഷിപ്പാണ്. വളരെ സ്ട്രോങ് റിലേഷൻഷിപ്പുള്ള ആൾക്കാർ ഒരാളെ വിട്ടിട്ട് വേറൊരാളുടെ കൂടെ ഇറങ്ങിപ്പോകാൻ പറ്റുമോ? പറ്റില്ല. റീകോമ്പിനേഷൻ പോസിബിൾ അല്ല. സ്ട്രോങ് ആയിട്ട് ലിങ്ക്ഡ് ആണെങ്കിൽ റീകോമ്പിനേഷൻ പോസിബിൾ അല്ല എന്നുള്ള കാര്യമാണ് മനസ്സിലാവുക. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വൺ തിങ് ഹിയർ. ലിങ്കേജും ആൻഡ് റീകോമ്പിനേഷൻ. റീകോമ്പിനേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ ദാറ്റ് ഈസ് സിംപ്ലി മീൻസ് യു ഹാവ് ടു നോ ദാറ്റ് തിങ്. ലിങ്കേജ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റീകോമ്പിനേഷൻ. സോ ലിങ്കേജ് കൂടുതലാണെങ്കിൽ റീകോമ്പിനേഷൻ കുറവായിരിക്കും, റീകോമ്പിനേഷൻ കൂടുതലാണെങ്കിൽ ലിങ്കേജ് കുറവായിരിക്കും. തിരിച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ടാവുക. ആർ യു അണ്ടർസ്റ്റാൻഡിങ്? കൃത്യമാണോ? മനസ്സിലാവുന്നുണ്ടോ എന്ന് ആലോചിച്ചൊക്കെ. ഈ റീകോമ്പിനേഷൻ എന്നുള്ള കൺസെപ്റ്റ് ഇവിടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് പോലെ തന്നെ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്നുള്ള സ്ഥലത്തും വരുന്നുണ്ട്. ക്രോസിംഗ് ഓവർ റീകോമ്പിനേഷൻ എന്ന് പറയുന്ന സാധനം വരുന്നുണ്ട്. സോ വിൽ ബി ഡിസ്കസിംഗ് that there. Okay, ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കൺഫ്യൂഷൻസ് ആവും. അതുകൊണ്ട് ഞാൻ അവിടെ നിർത്തിയതാണ്. സോ ഹിയർ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്. സോ ഇവർ തമ്മിൽ ഭയങ്കര ലിങ്ക്ഡ് ആണ്. സോ ഇവർ തമ്മിൽ ലിങ്കേജ് കുറവാണ്, ഇവർ തമ്മിൽ ലിങ്കേജ് കുറവാണ്. സോ ആരായിരിക്കും ഏറ്റവും കൂടുതൽ റീകോമ്പിനേഷൻ കാണിക്കുന്നുണ്ടാവും? ഹൂ വിൽ ഷോ മോർ റീകോമ്പിനേഷൻ? ഡെഫിനറ്റ്ലി ആലോചിച്ച് നോക്കുക, ലിങ്കേജ് കുറവുള്ള ആളാണ് മോർ റീകോമ്പിനേഷൻ. എ ആൻഡ് സി വിൽ ബി ഷോയിങ് മോർ റീകോമ്പിനേഷൻ. റെഡിയാണോ? പിന്നെ ബി ആൻഡ് സി വിൽ ബി ഷോയിങ് അടുത്ത റീകോമ്പിനേഷൻ. എ ആൻഡ് ബി വിൽ ബി ഷോയിങ് ലീസ്റ്റ് റീകോമ്പിനേഷൻ. ദിസ് ഈസ് ദ ഓർഡർ. മനസ്സിലാവുന്നുണ്ടോ? റെഡിയാണോ? ലിങ്കേജ് ഉണ്ടെങ്കിൽ റീകോമ്പിനേഷൻ കുറയും. കറക്റ്റാണ്. വൃത്തിയാണോ? മനസ്സിലാവുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയാൽ. സോ ഇവരായിരിക്കും റീകോമ്പിനേഷൻ. സോ ജസ്റ്റ് ആലോചിച്ച് നോക്ക്, റീകോമ്പിനേഷനും ഡിസ്റ്റൻസും തമ്മിലുള്ള ബന്ധം എന്താണ്? സോ ജസ്റ്റ് സി, ഈ സാധനം മാത്രം കണ്ടു നോക്കിയിട്ട് പറ, വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ആൻഡ് റീകോമ്പിനേഷൻ? ഡെഫിനറ്റ്ലി മനസ്സിലാക്കിക്കോ മക്കളെ. ഡിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റീകോമ്പിനേഷൻ ഫ്രീക്വൻസി. ദാറ്റ് ഈസ് റീകോമ്പിനേഷൻ്റെ അളവ്. എത്ര റീകോമ്പിനേഷൻ ആണെന്നുള്ള അറിയിക്കുക. ദേ ആർ ഹാവിങ് എ ഡയറക്റ്റ് റിലേഷൻഷിപ്പ്, ഡിസ്റ്റൻസും റീകോമ്പിനേഷനും. അപ്പോൾ ഡിസ്റ്റൻസും ലിങ്കേജോ ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ്, ലിങ്കേജും റീകോമ്പിനേഷനോ ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ്. സോ ഇത് കൃത്യമായിട്ട് നോക്കിയിരിക്കുക. ഐ ആം ടീച്ചിങ് യു 3 ടേംസ് റിലേറ്റഡ് ടു ദാറ്റ് ലിങ്കേജ്. അതിനെ വെച്ചിട്ടാണ് പറയുന്നുണ്ടാവുക. സോ ലിങ്കേജ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പറഞ്ഞോ റീകോമ്പിനേഷൻ ഓർ ഡിസ്റ്റൻസ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഇക്വേഷൻ വരുന്നുണ്ടാവുക. ക്ലിയർ ആണെന്ന് ആലോചിച്ച് നോക്കിയാൽ. സോ അപ്പോൾ ഡിസ്റ്റൻസ് റീകോമ്പിനേഷനോ? ഡിസ്റ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റീകോമ്പിനേഷൻ ആണ്. ഡിസ്റ്റൻസ് കൂടിയാൽ റീകോമ്പിനേഷൻ കൂടും. ഇനി ഡിസ്റ്റൻസ് കൂടിയാൽ ലിങ്കേജ് കുറയും. സോ ദിസ് ഈസ് ദ വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. സോ നിങ്ങൾക്ക് ഈ സാധനത്തിൻ്റെ ഉള്ളിൽ നിന്ന് പ്രോബ്ലം ചെയ്യാനും നീറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനും ഇത്രയും സാധനം മാത്രം മതിയാവും. ലിങ്കേജ് എങ്ങനെയാണ്? ഡിസ്റ്റൻസിനോടും റീകോമ്പിനേഷനോടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഡിസ്റ്റൻസും റീകോമ്പിനേഷനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നുള്ള കഥ മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ആർ യു അണ്ടർസ്റ്റാൻഡിങ് ദിസ് തിങ്സ്? ദേ ആർ ഹാവിങ് എ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ജസ്റ്റ് ടെൽ മീ ദ answer of third thing. So നമുക്ക് distance between genes and the percentage of recombination shows a direct relationship. Clear ആണോ? ആലോചിച്ച് നോക്കിയാ. a direct relationship. ഉറപ്പല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? ആർ യു അണ്ടർസ്റ്റാൻഡിങ്? റെഡി ആണോ? ക്യാൻ ഐ ഗോ ടു ദ 4th ക്വസ്റ്റ്യൻ? റെഡി ആണോ? ദിസ് ഈസ് ഓൾ NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, റൈറ്റ്? NCERT മാത്രം, NCERTൻ്റെ എക്സാമ്പിളറാണ് ഞാൻ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ യു ഹാവ് ടു സീ ദിസ് തിങ്. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ബട്ട് വി വിൽ ബി ഡിസ്കസിങ് എവറി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഫോർ യു. റെഡി? സോ നിങ്ങളാരും ഷെയർ ചെയ്തില്ലല്ലോ. എല്ലാവരും ഷെയർ ചെയ്തോ? ഷെയർ ചെയ്യാത്ത ആൾക്കാർ എത്ര പേരുണ്ട്? നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്ക്, ഫാക്കൽറ്റി ഗ്രൂപ്പിലേക്ക്, ബാക്കി സ്ഥലങ്ങളിലേക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നുണ്ടാവുക? റെഡിയാണോ? മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളെല്ലാവരും ഷെയർ ചെയ്തോ? ഷെയർ ചെയ്യാത്ത ആൾക്കാരൊക്കെ ഇവിടെ നിൽക്കുന്നത് മോശമാണ് കേട്ടോ. ഞാനിങ്ങനെ റിപ്പീറ്റഡ്ലി പറഞ്ഞിട്ട് നിങ്ങൾ ഷെയർ ചെയ്തില്ലെങ്കിൽ ഷെയർ ചെയ്തു സാർ എന്ന് പറയണ്ടേ? എന്താണ്? നിങ്ങളുടെ സ്റ്റാറ്റസിലേക്ക് ഇട്ടോ, നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റാറ്റസിലേക്ക് ഇട്ടോ. ദാറ്റ് ഈസ് വെരി നൈസ്. ഓക്കെ, സോ നോക്ക്, ബാക്കി അങ്ങോട്ട് പോട്ടെ. സോ ഇഫ് എ ജനറ്റിക് ഡിസീസ് ഈസ് ട്രാൻസ്ഫർ ഫ്രം എ ഫീനോടൈപ്പിക്കലി നോർമൽ ബട്ട് കാരിയർ ഫീമെയിൽ ഓൺലി ബട്ട് സം ഓഫ് ദ മെയിൽ പ്രോജനി ദ ഡിസീസസ്. യെസ്, അഗെയിൻ ദിസ് ഈസ് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിലാണ് നമ്മൾ കൊടുങ്ങുക. സാധാരണഗതിയിൽ കുട്ടികൾ കൊടുങ്ങുന്ന സാധനം കാണുന്ന സ്ഥലമാണ്. സോ ഡെഫിനറ്റ്ലി എന്താ ചെയ്യുന്നുണ്ടാവുകയെന്ന് വെച്ചാൽ നമ്മൾ ഈ സാധനം കൃത്യമായിട്ട് പഠിക്കണം. ഇത് എങ്ങനെയാണ്, ഇതെന്താണ് കഥ എന്നുള്ള കാര്യം പഠിക്കണം. സോ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു സാധനമുണ്ട്. ജനറ്റിക് ഡിസീസ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം എ ഫീനോടൈപ്പിക്കലി. വാട്ട് യു മീൻ ബൈ ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ടൈപ്പ് എന്നാണ് കേട്ടോ. ഫിസിക്കൽ ടൈപ്പ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് കാണുന്നത്. ദാറ്റ് ഈസ് സീൻ ഫ്രം ഔട്ട്സൈഡ്, ഇല്ലേ? സീൻ ഫ്രം ഔട്ട്സൈഡ്, പുറത്തുനിന്ന് കാണുന്ന സാധനങ്ങളാണ് ഫ്രം ഔട്ട്സൈഡ്. സോ അവർ പറയാണ് ഫീനോടൈപ്പിക്കലി നോർമലാണ് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് ഒരു കുഴപ്പമില്ലാത്ത ഒരാളുടെ ഇരുന്ന് എ കാരിയർ ഫീമെയിൽ
നോർമൽ ബട്ട് എ കാരിയർ ഫീമെയിൽ, അവർ കാരിയർ ഫീമെയിലാണ്. സോ അവരുടെ ഉള്ളിൽ ഡിസീസ് ഉണ്ട് പക്ഷേ പുറത്ത് നോർമലാണ്. അങ്ങനത്തെ ഒരാൾ ഓൺലി ടു സം ഓഫ് ദ മെയിൽ പ്രോജനിയിലേക്ക് മാത്രം കൊടുക്കുകയാണെങ്കിൽ ദ ഡിസീസ് എന്തായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഡെഫിനറ്റ്ലി ഇതിൻ്റെ ആൻസർ ഞാൻ അതിനൊരു ട്രിക്കും കൂടി അവസാനം പറഞ്ഞുതരാം. പക്ഷേ ഇവിടുത്തെ ഒരു സാധനം ഞാൻ പറഞ്ഞുതരാൻ പറ്റും. സോ സീ ദാറ്റ് തിങ്, ഒരു അച്ഛൻ, ഇതിങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചൊരു കാര്യമാണ് കേട്ടോ. ഒരു അച്ഛൻ, ഒരു അമ്മ, ഒരു സന്തുഷ്ട കുടുംബം, റെഡിയാണോ? സോ അതിനകത്തുനിന്ന് കുട്ടികളുണ്ടാകുമ്പോൾ ഒരു മോളുണ്ടാവുന്നു, ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു മോനുണ്ടാവുന്നു, മോന് എന്തോ ഒരു കുഴപ്പമുണ്ട്, ചെറിയ അസുഖങ്ങൾ വരുന്നു. ഓക്കെ ആണോ? ചെറിയ അസുഖങ്ങൾ വരുന്നു. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. ഒരു സന്തുഷ്ട കുടുംബം ഇതില്ല. ആൻഡ് ഇവിടെ തന്നെ ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട് ദിസ് അമ്മ ഈസ് എ കാരിയറാണ്. ഇയാൾക്ക് ഡിസീസ് പുറത്തേക്കില്ല എന്നേ ഉള്ളൂ, പക്ഷേ ഇയാളുടെ ഉള്ളിൽ ഡിസീസ് ഉണ്ട്. റെഡിയാണല്ലോ അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? റെഡിയാണോ എന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇയാൾക്ക് ചെറിയ ഒരു ഡിസീസ് ഉണ്ട്, എൻ്റെ ഉള്ളിലൊരു സാധനം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഇത് ഏത് ടൈപ്പ് ഓഫ് സാധനങ്ങളായിരിക്കും എന്നുള്ളതാണ്. ഡയറക്റ്റ്ലി ഞാനൊരൊറ്റ ഉത്തരം പറഞ്ഞുതരാം. ഇങ്ങനത്തെ ഗുണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ അമ്മയിൽ നിന്ന് മോനിലേക്ക് വന്നു, അച്ഛനിൽ നിന്ന് മോനിലേക്ക് വന്നു എന്നൊക്കെ പറയണമെങ്കിൽ ഡയറക്റ്റ്ലി ഒറ്റയടിക്ക് കറക്കി കുത്താൻ പറ്റുന്ന ഒരു ഉത്തരം കാണിച്ചു തരാം. ദാറ്റ് വിൽ ബി സെക്സ് ലിങ്ക്ഡ് റെസസീവ് എന്നായിരിക്കും ഡയറക്റ്റ്ലി ഉത്തരം. ദിസ് ഈസ് ദ ആൻസർ. ഇതേപോലത്തെ സാധാരണ രീതിയിൽ വെച്ചാൽ ബാക്കി പലതരത്തിലുള്ള എന്തുണ്ട് ട്രാൻസ്മിഷൻ മെത്തേഡ്സ് ഉണ്ടെങ്കിലും ഇങ്ങനത്തെ ഉഡായ്പ് ചോദ്യം ചോദിക്കാൻ പറ്റുന്ന ഒരേ ഒരു സെഗ്മെൻറ്റ് സെക്സ് ലിങ്ക്ഡ് റെസസീവ് മാത്രമാണ്. ബാക്കി സാധനങ്ങളൊക്കെ എന്താണ് ഡയറക്റ്റ്ലി ആൻസർ കിട്ടുന്ന സാധനങ്ങളാണ്. ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് ചോദിക്കാൻ പറ്റൂല. അത് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു നേച്ചറാണ്. ദാറ്റ് ഈസ് ദ വേ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. അടുത്ത പ്രാവശ്യം പോലെ കുത്തുമ്പോൾ പടപടോന്ന് കറക്കി കുത്തിക്കോളാം, ശരിയായിക്കോളും. നിങ്ങൾ 10 എണ്ണം കറക്കി കുത്തി 9 എണ്ണം നിങ്ങൾക്ക് ശരിയാവും ഡയറക്റ്റ്ലി. അത് എൻ്റെ ഗ്യാരണ്ടിയാണ്, നോക്കിക്കോ. കാരണം ഈ നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെയാണ്. നിങ്ങൾ നേരെ എടുത്തോ, എന്നിട്ട് എല്ലാത്തിനും സെക്സ് ലിങ്ക്ഡ് റെസസീവ് എന്ന് കുത്തിക്കോ, ശരിയായിക്കോളും. സോ അതൊരു കാര്യം. പക്ഷേ ഐ ഹാവ് ടു ടെൽ യു ഇത് എങ്ങനെ കിട്ടി എന്നുള്ള കാര്യം പറഞ്ഞു തന്നെ. സോ ഐ വിൽ ബി ടീച്ചിങ് യു ഹൗ ടു ഡു ദ പെഡിഗ്രി അനാലിസിസ്. ഓക്കെ, ഇത് ചെയ്ത് നോക്കിയിട്ട് ഇന്ന് എനിക്ക് മെസ്സേജ് അയക്കണേ. പെഡിഗ്രി അനാലിസിസ് എങ്ങനെയാണ്? എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നുണ്ട് അല്ലേ? എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി എൻ്റെ പേര് തന്നെയാണ്, ഡോക്ടർ ആഷിഖ് സൈനുദ്ദീൻ എന്നാണ്. ജസ്റ്റ് സെർച്ച് ചെയ്യാം, ഡോക്ടർ ആഷിഖ് _ സൈനുദ്ദീൻ എന്നാണ് എൻ്റെ പേര്. അല്ലേ, നിങ്ങൾക്ക് അതറിയാവുന്ന എൻ്റെ പേരറിയാലോ അല്ലേ? സോ ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി. ഇത് ചെയ്ത് നോക്കിയിട്ട് ഞാൻ ഈ പറയുന്ന പെഡിഗ്രി അനാലിസിലുള്ള ഈ സ്റ്റെപ്പുകൾ ചെയ്ത് നോക്കിയിട്ട് യു ഹാവ് ടു ആൻസർ, യു ഹാവ് ടു ടെൽ മീ ഇറ്റ് വാസ് ട്രൂ ഓർ ഫാൾസ്. കൃത്യമായിട്ട് പറഞ്ഞു തരണം. റെഡി ആണോ അല്ലേ? ശരി, എല്ലാം ശരിയാവും, ഉറപ്പാണ്. ഞാൻ പറഞ്ഞ മെത്തേഡ് കറക്കി കുത്തിയാൽ ശരിയാവും. പക്ഷേ യു ഹാവ് ടു നോ. പെഡിഗ്രി അനാലിസിസ് നോക്കുന്ന സമയത്ത് ഒന്നാമത് നമ്മൾ നോക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് സീ ദാറ്റ് തിങ്. ക്ലിയർ ആണ്? ഇഫ് ദർ ഈസ് എ സ്കിപ്പ് ജനറേഷൻ, സീ ദാറ്റ് തിങ്. സ്കിപ്പ് ജനറേഷൻ ഉണ്ടോ എന്നുള്ള കാര്യം നോക്കണം. സ്കിപ്പ് ജനറേഷൻ അങ്ങനെ ഒരു സാധനം ഉണ്ട്. സ്കിപ്പ് ജനറേഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. സോ വാട്ട് യു മീൻ ബൈ സ്കിപ്പ് ജനറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ജനറേഷനിൽ ഡിസീസ് ഉണ്ട് പക്ഷേ അതിൻ്റെ പേരൻറ്റ് ജനറേഷനിൽ ഡിസീസ് ഇല്ല. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കുക. ഒരു ജനറേഷനിൽ ഡിസീസ് ഉണ്ട്, അതിൻ്റെ പേരൻറ്റ് ജനറേഷനിൽ ഡിസീസ് ഇല്ല എന്ന് വിചാരിച്ചോ. സോ അതായത് ഇവിടെ നോക്ക്, ഇവിടെ ഈ കുട്ടികളുടെ ജനറേഷൻ, ഈ ജനറേഷനിൽ ഒരാൾക്ക് ഡിസീസ് ഉണ്ട്. സോ പേരൻസിൻ്റെ ജനറേഷൻ നോക്ക്, പേരൻസിൻ്റെ ജനറേഷൻ്റെ ആൾക്കാരെല്ലാവരും ഫ്രീ ആണ്. ഓക്കെ ആണോ? സോ സ്കിപ്പ് ജനറേഷൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. സ്കിപ്പ് ജനറേഷൻസ് ഉണ്ടെങ്കിൽ ദ ആൻസർ ഈസ്, ഇപ്പോൾ 2 ഓപ്ഷൻ ഉണ്ടല്ലോ. സ്കിപ്പ് ജനറേഷൻസ് ഉണ്ടാവാതിരിക്കാം. യെസ്, ഒരു സ്കിപ്പ് ജനറേഷൻ ഉണ്ട്. നോ, അവിടെ ഒരു സ്കിപ്പ് ജനറേഷൻ ഇല്ല. അങ്ങനെ ഉണ്ട്. സ്കിപ്പ് ജനറേഷൻ ഉണ്ടെങ്കിൽ ദാറ്റ് ഡിസീസ് ഈസ് എ റെസസീവ് ഡിസീസ്. ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് എ റെസസീവ് ആയിട്ടുള്ള ഡിസീസാണ്. ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് എ റെസസീവ് ഡിസീസ്. ആൻഡ് ഇപ്പോൾ സ്കിപ്പ് ജനറേഷൻസ് ഇല്ലെങ്കിൽ ദാറ്റ് വി ക്യാൻ കോൾ ലൈക്ക് ഇറ്റ് ഈസ് എ ഡോമിനൻറ്റ് ഡിസീസാണ്. ദാറ്റ് ഈസ് എ ഡോമിനൻറ്റ് ഡിസീസാണ്. നമുക്ക് ആകെ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയോ? 4 കോമ്പിനേഷൻസാണ്, 4 ഓപ്ഷൻസാണ് ഉള്ളത്. വി ഹാവ്, ഏതൊക്കെ ഓപ്ഷൻസ് വരുന്നുണ്ടാവും പെട്ടെന്ന് പറഞ്ഞു. വി ഹാവ് ഓട്ടോസോമൽ ഡിസീസ് ഉണ്ട്. ഓട്ടോസോമൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന സാധനങ്ങൾ. ആൻഡ് വി ഹാവ് സെക്സ് ലിങ്ക്ഡ് ഡിസീസ് ഉണ്ട്, റൈറ്റ്? സെക്സ് ലിങ്ക്ഡ് ഡിസീസ് ഉണ്ട്, റൈറ്റ്? അല്ലെങ്കിൽ വി ജനറലി കോളിംഗ് ഇറ്റ് ആസ് എക്സ് ലിങ്ക്ഡ് ഡിസീസ് ഉണ്ട്. ആൻഡ് വി ഹാവ് ഡോമിനൻ്റ് ഉണ്ട്. And we have recessive ഉണ്ട്. So what is the combination? Autosomal dominant, autosomal recessive. And we can tell like sex linked dominant and sex linked recessive. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. സോ ആദ്യം നമുക്ക് ഡോമിനൻ്റ് ആണോ റെസസീവ് ആണോ എന്ന് അറിയണം. വളരെ എളുപ്പമാണ്. നോക്കുക, എവിടെയെങ്കിലും ജനറേഷൻസ് സ്കിപ്പ് ചെയ്തിട്ടുണ്ടോ നോക്കുക. അതായത് ഏതെങ്കിലും ജനറേഷൻ അല്ല, ഇപ്പോൾ ഒരു അഫക്റ്റഡ് കുട്ടിയുടെ അച്ഛനോ അമ്മയ്ക്കോ അസുഖം ഇല്ലാണ്ടിരിക്കണം. അൺഅഫക്റ്റഡ് കുട്ടിയുടെ അച്ഛനോ അമ്മയ്ക്കോ അസുഖം ഇല്ലാണ്ട് എന്നിട്ട് കുഴപ്പമില്ല. ഒരു അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടീൻ്റെ അച്ഛനോ അമ്മയ്ക്കോ അസുഖം ഇല്ലാതിരിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് റെസസീവ്. 100% ഷുവർ. ഒരു സംശയമില്ല. ഈ ട്രിക്കൊന്നും വേറെ ആരും പറഞ്ഞു തരില്ലേ. ഒരു ഗൈഡിലും ഇല്ലാത്ത സാധനം ഇത്. ഞാൻ എൻട്രൻസ് പഠിച്ച സമയത്ത് നമ്മളായിട്ട് കണ്ടുപിടിക്കുന്ന, നമ്മളായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് തവണ നോക്കിയിട്ട് ചെയ്ത സാധനമാണ്. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ഒരു അഫക്റ്റഡ് കുട്ടിയുടെ അച്ഛനോ അമ്മയ്ക്കോ ഡിസീസ് ഇല്ലെങ്കിൽ ദാറ്റ് ഇസ് ദർ ഇസ് എ സ്കിപ്പ് ജനറേഷൻ ഈസ് ദെയർ. അങ്ങനെയാണെങ്കിൽ ഐ വിൽ ബി ഡെഫിനറ്റ്ലി ഗോ ഫോർ ഇറ്റ് ഇസ് എ റെസസീവ് ഡിസീസ് ആണെന്നുള്ള ഒറ്റയടിക്ക് പറയാൻ പറ്റും. ഇനി രണ്ടാമത്തെ കാര്യം പറഞ്ഞു തരാം കേട്ടോ. ദർ ഇസ് എ സെക്കൻഡ് റൂൾ ഓഫ് തമ്പ് എടുത്തോ. സെക്കൻഡ് റൂൾ എടുത്തോ, നിങ്ങൾ പഠിച്ചോട്ടോ. മക്കളെ ക്ലിയർ ആണല്ലോ അല്ലേ? സെക്കൻഡ് റൂൾ എന്താണെന്ന് വെച്ചാൽ, യു ഹാവ് ടു ടെൽ ലൈക്ക് ഇഫ് ദ മെയിൽ ഈസ് ഈക്വൽ ടു ഫീമെയിൽ ആണെങ്കിൽ, അല്ലെങ്കിൽ മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും നമ്പർ ഓൾമോസ്റ്റ് കമ്പയറബിൾ ആണെങ്കിൽ, അല്ലെങ്കിൽ മെയിലും ആൻഡ് ഫീമെയിൽ അഫക്റ്റഡ് ആണെങ്കിൽ, യു ഹാവ് ടു സീ ദാറ്റ് തിങ്. മെയിൽ ആൻഡ് ഫീമെയിൽ അഫക്റ്റഡ് ആണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ. സോ ആദ്യത്തെ സാധനങ്ങളൊക്കെ മറന്നു. ഞാൻ ഇതിങ്ങനെ തന്നെ എഴുതാം. സപ്പോസ് ഇഫ് ദ മെയിൽ ആൻഡ് ഫീമെയിൽ അഫക്റ്റഡ് ഈക്വലി ആണെങ്കിൽ, സീ ദാറ്റ് തിങ് ഓൾമോസ്റ്റ് ഈക്വലി, അല്ലെങ്കിൽ മോർ ഓർ ലെസ് ഈക്വലി അഫക്റ്റഡ് ആണെങ്കിൽ, അങ്ങനെ തന്നെ ആലോചിച്ചാൽ മതി. സോ അങ്ങനെ ആണെങ്കിൽ ദിസ് വിൽ ബി ആൻ ഓട്ടോസോമൽ ഡിസോർഡർ ആണ് ഡെഫിനറ്റ്ലി. ഇനി അഫക്റ്റഡ് അല്ലെങ്കിൽ നോ, മെയിൽ
ഫീമെയിൽ അഫക്റ്റഡ് അല്ല, ഓൺലി മെയിൽ അഫക്റ്റഡ് ആണ്. അങ്ങനെ ഒരു സാധനം വരികയാണെങ്കിൽ, ഓൺലി ഫീമെയിൽ അഫക്റ്റഡ് വളരെ റെയർ ആണ്, വെരി വെരി റെയർ ആണ്. ഓൺലി മെയിൽ അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണെങ്കിൽ ഡെഫിനറ്റ്ലി ദിസ് ഈസ് വാട്ട് എക്സ് ലിങ്ക്ഡ് ആണ്. ഒറ്റയടിക്ക് കുത്താം, ഒറ്റയടിക്ക് കുത്താം. ദർ ഈസ് നോ ഡൗട്ട് ഇൻ ദാറ്റ് തിങ്. ഏത് പെഡിഗ്രി ഉണ്ടോ 10 സെക്കൻഡ് കൊണ്ട് ആൻസർ ചെയ്യും, ഉറപ്പാണ്, യാതൊരു സംശയം വേണ്ട. ഉറപ്പായിട്ട് സാധനം ചെയ്യുന്നുണ്ടാവും, വേറെ ഒരു കൺഫ്യൂഷനും വേണ്ട. ഒരു മെയിലും ഫീമെയിലും അഫക്റ്റഡ് ആണ്, മോർ ഓർ ലെസ് സിമിലർ. അതായത് ഇപ്പോൾ ഞാൻ പറയുകയാണ് ഒരു 3 ഫീമെയിൽസും ഒരു 7 മെയിൽസും അഫക്റ്റഡ് ആണ്, എന്നാൽ പോലും മെയിലും ഫീമെയിലും അഫക്റ്റഡ് തന്നെയാണ്. സോ വി ക്യാൻ ഡെഫിനറ്റ്ലി കുത്താം. അത് ഓട്ടോസോമലാണ്, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. പക്ഷേ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു 150 മെയിൽസും ഒരു ഫീമെയിൽ അഫക്റ്റഡ് ആണ്. ഡെഫിനറ്റ്ലി വി ക്യാൻ ടെൽ ലൈക്ക് ഫീമെയിൽ അഫക്റ്റഡ് പോലെയല്ല, അത് നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. യു ക്യാൻ ഡെഫിനറ്റ്ലി കുത്താം, അതെന്താണ് എക്സ് ലിങ്ക്ഡ് ആണെന്നുള്ള രൂപത്തിൽ കുത്താം. സോ ഇതാണ് അതിൻ്റെ ഒരു കഥ വരുന്നത്. സോ ഇവിടെ ഈ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ ഈ ചോദ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്ത് പറഞ്ഞിട്ടുണ്ട്, ഫീനോടൈപ്പിക്കലി നോർമൽ അമ്മയാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്, ബട്ട് കാരിയർ ഫീമെയിൽ ആണ്. അമ്മ ഫീനോടൈപ്പിക്കലി നോർമൽ ആണ്, അങ്ങനെയാണ്. ആൻഡ് മെയിൽ പ്രോജനി അഫക്റ്റഡ് ആണ്. സോ ഇത് ദാറ്റ് തിങ്. സോ അമ്മ ഫീമെയിൽസ് അഫക്റ്റഡ് അല്ല. സോ അത് വെച്ചിട്ട് നമുക്ക് ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് എ സെക്സ് ലിങ്ക്ഡ് റെസസീവ് എന്നുള്ള കാര്യം ഡയറക്റ്റ്ലി ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന സാധനമാണ്. സോ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് എവിടെയെങ്കിലും വെച്ചിട്ടൊരു പെഡിഗ്രി ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ നമുക്കത് ചെയ്ത് നോക്കാം. റെഡിയാണല്ലോ അല്ലേ? പവറാക്കണം, ഉഷാറാക്കണം, വേറെ ഒരു കൺഫ്യൂഷനും പാടില്ല. പെഡിഗ്രീസ് വളരെ സിമ്പിൾ സാധനമാണ്. ആൻഡ് വേറൊരു കാര്യമുണ്ട്, ഈ 2 റൂൾസ് ഉപയോഗിച്ചിട്ട് വേറെ ഒരു ലാസ്റ്റ് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇതിനകത്തൊരു കോഷൻ ഉണ്ട്. ഈ 2 റൂൾസ് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഇതുപോലത്തെ 2 ജനറേഷൻ മാത്രം പോരെ. ഇതിനകത്ത് 1 ജനറേഷൻ 2 ജനറേഷൻ ആൾക്കാർ മാത്രമല്ലേ പറയുള്ളൂ. വി നീഡ് മിനിമം ഓഫ് 3 ജനറേഷൻസ്, 3 ജനറേഷൻസ് എങ്കിലും വേണം. ദെൻ ഓൺലി ദിസ് തിങ് വിൽ ബി വർക്കിംഗ്. ഇത് വർക്കിംഗ് ആവണമെങ്കിൽ 3 ജനറേഷൻസ് എങ്കിലും വേണം എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ ആണോ മക്കളെ? റെഡി ആണോ എന്ന് ആലോചിച്ച് നോക്കുക. സോ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ? 3 ജനറേഷൻസ് എങ്കിലും ഉണ്ടെങ്കിൽ ഐ വിൽ ബി ടെല്ലിംഗ് ലൈക്ക് 99.99% ആക്യുറസിയിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ആ 0.01% ഒരു സെക്യൂരിറ്റിക്ക് ഞാനോട് വെച്ചതാണ്. പക്ഷേ എൻ്റെ കൺസെപ്റ്റിൽ 100% സാധനങ്ങളും കിട്ടും. നിങ്ങളുടെ ഗൈഡിലുള്ള എല്ലാ ക്വസ്റ്റൻസും കിട്ടും. ഇനി എൻ്റെ ഈ തിയറി തെറ്റിക്കണം എന്ന് എക്സാമിനർ മനഃപൂർവ്വം മനസ്സിലാക്കിയ ഒരു സാധനം ഇട്ടിട്ട് വരണം. പക്ഷേ അപ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ളൊരു ബുദ്ധി നമുക്ക് മനസ്സിലാവും. ആൻഡ് എക്സാമിനർക്ക് അങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കാനും പറ്റില്ല, ഉറപ്പായിട്ടും. സോ ഇൻ സിക്കിൾ സെൽ അനീമിയ, ദിസ് ഈസ് വൈ ഐ ആം ടെല്ലിംഗ് ലൈക്ക് NCERT ടെക്സ്റ്റ് ബുക്കിനെ കാണാണ്ട് പഠിക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം. ദിസ് ഈസ് വൈ ഐ ആം ടെല്ലിംഗ് ലൈക്ക് NCERT ടെക്സ്റ്റ് ബുക്കിനെ വളരെ കാണാണ്ട് പഠിക്കേണ്ട ആവശ്യമാണ്. അതല്ലാതെ ഒരു സാധനം വരും സിക്കിൾ സെൽ അനീമിയൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുള്ള ഒരു പടത്തിൻ്റെ ഉള്ളിൽ നിന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. സോ ഡെഫിനറ്റ്ലി ആൻസർ എന്താണ് പറയേണ്ടതെന്ന് വെച്ചാൽ, വാട്ട് ഈസ് ആൻസർ ഹിയർ? ഡെഫിനറ്റ്ലി GUG എന്നാണ് മാറിപ്പോയിട്ടുണ്ടാവുക. റെഡിയാണോ? അല്ലേ? ഗ്ലൂട്ടാമിക് ആസിഡ് വലൈനായിട്ട് റീപ്ലേസ്ഡ് ബൈ വലൈൻ. ഇപ്പോൾ ഉള്ളത് വലൈനാണ്, ആദ്യം ഉണ്ടായിരുന്നത് ഗ്ലൂട്ടാമിക് ആസിഡാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ട്രിപ്ലെറ്റ് കോഡ്സ് ഫോർ വലൈൻ? GUG ആയിരുന്നു. അത് GAG എന്ന് മാറിയിട്ട് GUG ആയിട്ടാണ് വന്നത്. GAG ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, അത് GUG ആയി. ഈ A മാറിയിട്ട് U വന്നപ്പോഴാണ് ആകെ തിരിഞ്ഞു പോയെന്നുള്ളതാണ്. സോ യു ഹൗ ടു ഡെഫിനറ്റ്ലി നോ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ ഒരു റീജിയൻ, ദാറ്റ് ഈസ് നമ്മുടെ സിക്കിൾ സെൽ അനീമിയയുടെ ഉള്ള ആ 6 കോഡോൺസ്, അതിൻ്റെ സാധനങ്ങളൊക്കെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്ന സാധനം. ഐ നോ ദാറ്റ് തിങ്. സെപ്പ് ഹിയർ ഐ നോ ദാറ്റ് തിങ്. നിങ്ങളെല്ലാവരും ഉത്തരം പറയും. 6ാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം പടപടോ നിങ്ങൾ പറയുന്നുള്ളവരെ എനിക്കറിയാം, ഉറപ്പായിട്ട് ഉത്തരം പറയും. സോ ഈ 6ാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം പറയും. പക്ഷേ ഐ ഹാവ് ടു എക്സ്പ്ലെയിൻ സംതിങ് ഹിയർ. ദർ ഈസ് സംതിങ് വെരി സ്പെഷ്യൽ. 6B, യെസ്, മിസ്റ്റീരിയസ്, വെരി നൈസ്. 6B ഡെഫിനറ്റ്ലി ആണ്. IB AB വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആൻസർ ഈസ് കോഡോമിനൻസ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ആൻസർ പറയുന്നുള്ളവരെ എനിക്കറിയാം. ഇത് ആദ്യമായിട്ട് ആൻസർ പറഞ്ഞ സാധനമുണ്ട്. പക്ഷേ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, മൈ ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് if I am putting a statement A, ആ സ്റ്റേറ്റ്മെൻറ്റ് Aൻ്റെ പേരെന്ന് പറഞ്ഞാൽ ABO blood grouping shows codominance. ഓക്കെ ആണോ? കോഡോമിനൻസ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്രത്തോളം ശരിയാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്? ഹൗ മച്ച് ഇറ്റ് ഈസ് ശരി? ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ശരി, പാർഷ്യലി ശരി, ചിലപ്പോൾ മാത്രം ശരി, ഒരിക്കലും ശരിയല്ല. 4 ഓപ്ഷൻസ്. ഇറ്റ് ഈസ് ഓൾവേസ് റൈറ്റ്, ഇതാണ് ഒരു ഓപ്ഷൻ, ഈ ഒരു സാധനം. സെക്കൻഡ് തിങ്, സംടൈംസ് റൈറ്റ്, അല്ലെങ്കിൽ മെജോറിറ്റിയിൽ റൈറ്റ് എന്ന് പറയാം അല്ലേ. സംടൈംസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും, വേണ്ട, മെജോറിറ്റി സമയത്ത് സാധനം റൈറ്റാണ്. എന്ന് വെച്ചാൽ ഓൺലി ഇൻ വൺ കണ്ടീഷൻ ഇറ്റ് ഈസ് റൈറ്റ്, ഇറ്റ് ഈസ് റൈറ്റ്. 4ാമത്തേത് ഓൾവേസ് റോങ്. സോ ദിസ് ഈസ് മൈ ക്വസ്റ്റ്യൻ. അതായത് ഞാൻ ഒരു ക്വസ്റ്റ്യൻ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നു, ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് ഷോസ് കോഡോമിനൻസ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നു. ആൻഡ് മൈ ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻസ് ആർ ലൈക്ക് ഓൾവേസ് റൈറ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് എല്ലായ്പ്പോഴും ശരിയാണ്, മെജോറിറ്റി ടൈമിൽ ഇത് ശരിയാണ്, ഓൺലി ഇൻ വൺ കണ്ടീഷൻ ഇത് ശരിയാണ്, ഓൾവേസ് ഇറ്റ് ഈസ് റോങ് ആണ്. വാട്ട് ഈസ് ദ ആൻസർ ഫോർ ദിസ് തിങ്? ഐ എം ജസ്റ്റ് വെയിറ്റിംഗ്. പെട്ടെന്നായിക്കോട്ടെ. ഇതിൽ ഒരു സാധനമുണ്ട്. ഓക്കെ, സോ ഐ വിൽ ബി മാർക്കിംഗ് ഇതേ ഓപ്ഷൻസ് വെച്ചിട്ട് രണ്ടാമതൊരു ക്വസ്റ്റ്യൻ കേട്ടോ. സോ ഐ വിൽ ബി ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ ബിയും കൂടി കൊടുക്കാം. ഓപ്ഷൻസ് ആർ സെയിം.
ABO blood grouping shows multiple allelism in a person. Question number A, question number B, options 1, 2, 3, 4 രണ്ടിനും സെയിം ആണ്. So this is an important thing, very very important thing you have to know. ഈ സാധനം നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ബേസിക് ആണ്, വൺ ഓഫ് ദ ബേസിക് തിങ് ആണ് you have to know. So I will be explaining the concept of ABO blood grouping, and I will be explaining the point of multiple allelism, okay, multiple allelism and codominance using the ABO blood grouping, and I will be coming back to this question. So definitely you have to know what is it. Okay ആണോ, റെഡി ആണോ എന്ന് ആലോചിച്ച് നോക്കിയാൽ. സോ ഒരു കാരണവശാലും നിങ്ങൾ ഈ സാധനം സ്കിപ്പ് ചെയ്യരുത്, ബിക്കോസ് ദിസ് ഈസ് ആൻ ഈസി ക്വസ്റ്റ്യൻ. ഈസി ക്വസ്റ്റ്യൻസ് ഷുഡ് ബി റൈറ്റ് ഓൾവേസ്. നമ്മൾ എപ്പോഴും ശരിയാക്കേണ്ട സാധനമാണ്, ഈസി ക്വസ്റ്റ്യൻസ് ഒരിക്കലും തെറ്റിപ്പോരുന്നുള്ളതാണ്. സോ യു നോ ദാറ്റ് തിങ്. ABO blood groupingലുള്ള ജീനിൻ്റെ പേര്, വാട്ട് ഇസ് ദ ജീൻ ഫോർ ABO blood grouping? I will be calling this gene as I gene. The I gene is having, you have to know, it will be having IA allele, IB allele and small I allele, where almost all gene is having only 2 alleles. Almost all genes are having only 2 alleles. The I gene is showing 3 alleles. This phenomenon is known as what? Multiple allelism. This phenomenon is known as what? Multiple allelism. നിങ്ങൾക്കറിയാലോ ഈ അല്ലിലിന് മാത്രമാണ് 3 അല്ലിലുള്ളത്. നമ്മൾ ക്യാപിറ്റൽ ടി എടുത്താൽ സ്മോൾ ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ക്യാപിറ്റൽ വി എടുക്കുകയാണെങ്കിൽ സ്മോൾ വി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ അതല്ലാതെ വേറൊരു അല്ലിൽ അവിടെ വരുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ യു ഹാവ് ടു സീ ദാറ്റ് ദർ ഇസ് ആൻ അല്ലിൽ കോൾഡ് IA, ദർ ഇസ് ആൻ അല്ലിൽ കോൾഡ് IB, ദർ ഇസ് ആൻ അല്ലിൽ കോൾഡ് സ്മോൾ I. ഇങ്ങനെ 3 അല്ലിൽസ് ഉണ്ട്. ദിസ് ഫിനോമിനൻ ഈസ് നോൺ ആസ് വാട്ട്? മൾട്ടിപ്പിൾ അല്ലിലിസം. ക്ലിയർ ആണല്ലോ അല്ലേ? ദിസ് ഈസ് നോൺ ആസ് മൾട്ടിപ്പിൾ അല്ലിലിസം. ക്ലിയർ. പക്ഷേ എൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഇൻ എ പേഴ്സൺ, ഇഫ് യു ആർ സീയിങ് ഇൻ വൺ പേഴ്സൺ, ഒറ്റ പേഴ്സണിൽ, ഇൻ വൺ പേഴ്സൺ ഹൗ മച്ച് അല്ലീൽസ് യു വിൽ ബി സീയിങ്? യു ഹാവ് ടു സീ ദാറ്റ് തിങ്. വൺ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എ ഹ്യൂമൻ. ഹ്യൂമൻ ഈസ് ഓൾവേസ് എ ഡിപ്ലോയിഡ് അനിമൽ. യു നോ ദാറ്റ് തിങ്, ഡിപ്ലോയിഡ് അനിമൽ ആണ്. ഇറ്റ് ഈസ് ഓൺലി ഹാവിങ് 2N. റെഡിയാണോ? സോ ഇറ്റ് വിൽ ബി ഹാവിങ് ഓൺലി 2 ക്രോമസോം. ഒരുപോലത്തെ 2 ക്രോമസോംസ് ഉണ്ടാവുള്ളൂ. സോ ഇവൻ്റെ ഉള്ളിൽ ഏതെങ്കിലും 2 അല്ലിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. IA IB അല്ലെങ്കിൽ IA സ്മോൾ I അല്ലെങ്കിൽ IA IE IB IB ഏതെങ്കിലും 2 അല്ലിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു ഇൻഡിവിജ്വലിൻ്റെ ഉള്ളിൽ 3 അല്ലിൽ ഉണ്ടാവില്ല. സീ ദാറ്റ് തിങ്. ഒരു ഇൻഡിവിജ്വലിൻ്റെ ഉള്ളിൽ 3 അല്ലിൽ ഉണ്ടാവില്ല. ഒരു ഇൻഡിവിജ്വലിൻ്റെ ഉള്ളിൽ ഓൺലി 2 അല്ലിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. യു ഹാവ് ടു സീ ദാറ്റ് തിങ്. സോ ഈ 3 അല്ലിൽ എവിടെയുള്ളത്? ഈ 3 അല്ലിലുള്ളത് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്. ദിസ് 3 അല്ലിൽ ഈസ് പ്രസൻറ്റ് ഇൻ എ പോപ്പുലേഷൻ. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഇൻ എ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷൻ ബേസ്ഡ് സ്റ്റഡിയിൽ മാത്രമാണ് യു വിൽ ബി സീയിങ് ദ 3 അല്ലിൽസ്. അല്ലാതെ ഒരാളുടെ ഉള്ളിൽ 3 അല്ലിലുണ്ടോ? ഇല്ല. ഒരാളുടെ ഉള്ളിൽ ആകെ 2 അല്ലിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ ഒരല്ലിൽ യു ഹാവ് ടു നോ ദാറ്റ് ഈസ് ഫ്രം ദെയർ ഫാദർ ആൻഡ് മറ്റേ അല്ലിൽ ദാറ്റ് ഈസ് ഫ്രം ദെയർ മദർ ആണ്. ആർ യു അണ്ടർസ്റ്റാൻഡിങ് ദിസ് തിങ്? ക്ലിയർ ആണ്? ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്, ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. സോ മൾട്ടിപ്പിൾ അല്ലിലിസം ഉണ്ട്. മൾട്ടിപ്പിൾ അല്ലിലിസം എല്ലാ ഗ്രൂപ്പിലും ഉണ്ടാവും. പക്ഷേ അത് ഒരു പോപ്പുലേഷനിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇൻ എ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് റോങ്. ഒരു പേഴ്സണിൽ എപ്പോഴും 2 അല്ലിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ആർ യു അണ്ടർസ്റ്റാൻഡിങ്? ഏതെങ്കിലും ഒരു പേഴ്സൺ എടുത്ത് നോക്കുകയാണെങ്കിൽ 2 അല്ലിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. മൾട്ടിപ്പിൾ അല്ലിൽസ് ഇല്ല. ഒരു പോപ്പുലേഷൻ നോക്കി കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ അല്ലിൽ ഉണ്ടാവും എന്നുള്ള സാധനമാണ്. സോ സീ ദാറ്റ് തിങ്. സോ ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാമത്തെ കൺസെപ്റ്റ്. സോ യു ക്യാൻ സീ ദാറ്റ് തിങ്. Question number B, just answer the question number B here. ABO blood group shows multiple allelism in a person. What is the answer? പെട്ടെന്ന് പറഞ്ഞോ. വാട്ട് ഇസ് ദ ആൻസർ? ആൻസർ വിൽ ബി ഓൾവേസ് റോങ്. അത് ഓൾവേസ് തെറ്റാണ്, എന്തായാലും തെറ്റാണ്. ഇൻ എ പേഴ്സണിൽ യു വിൽ നെവർ സീ മൾട്ടിപ്പിൾ അല്ലിലിസം. ഇൻ എ പോപ്പുലേഷൻ യു വിൽ സീ മൾട്ടിപ്പിൾ അല്ലിലിസം. ക്ലിയർ ആണോ? ആർ യു അണ്ടർസ്റ്റാൻഡിങ്? ക്ലിയർ ആണോ എന്ന് ആലോചിച്ച് നോക്കിയാൽ. സോ ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി അടുത്ത നോക്ക്. ABO blood group shows codominance. ഇതിലേക്കും വരാം കേട്ടോ. സോ ഇവിടെ നോക്ക്. സോ ഐ വിൽ ബി റൈറ്റിംഗ് ദ കോമ്പിനേഷൻസ് ഓഫ് ഒരു അല്ലിൽ. ഞാൻ പറഞ്ഞു ഒരാൾ ഡിപ്ലോയിഡ് ആയിരിക്കും, അയാളുടെ ഉള്ളിൽ 2 അല്ലിൽസേ ഉണ്ടാവുള്ളൂ. സോ ഒരാളുടെ ഉള്ളിൽ IA എന്നൊരു അല്ലിലുണ്ട്, അടുത്ത ആളുടെ ഉള്ളിൽ IA എന്നൊരു അല്ലിലുണ്ട്. സോ ഇതിനകത്ത് വാട്ട് ഇറ്റ് വിൽ ബി ഒക്കറിങ്? ഇതിനകത്ത് ഡെഫിനറ്റ്ലി ആൻറ്റിജൻ A പ്രൊഡ്യൂസ് ചെയ്യും. സോ ഹി വിൽ ബി ഹാവിങ് ബ്ലഡ് ഗ്രൂപ്പ് A ആയിരിക്കും, ഗ്രൂപ്പ് A അല്ലേ? A ഗ്രൂപ്പ് ആയിരിക്കും ഇയാൾക്ക് ഉണ്ടാവുക. സോ ദിസ് ഈസ് ഓൾ കറക്റ്റ്. ആൻഡ് ഇഫ് ഒരാളുടെ ഉള്ളിൽ IB ഉണ്ടെന്ന് വിചാരിക്കുക. സോ ഇറ്റ് വിൽ ബി പ്രൊഡ്യൂസിങ് ആൻറ്റിജൻ B ആയിരിക്കും ഉണ്ടാവുക. സോ ഹി വിൽ ബി ഹാവിങ് B ഗ്രൂപ്പ് ആയിരിക്കും ഉണ്ടാവുക. ക്ലിയർ ആണോ? ഇനി ഒരാളുടെ ഉള്ളിൽ സ്മോൾ I ആണ് ഉണ്ടാവുകയാണെങ്കിൽ ഇത് വിൽ ബി പ്രൊഡ്യൂസിങ് നോ ആൻറ്റിജൻ. വിൽ ബി കോളിംഗ് ലൈക്ക് ഇറ്റ് ഈസ് ഹാവിങ് 0 ആൻറ്റിജൻസ് ആണ് ഉണ്ടാവുക. 0 ആൻറ്റിജൻസ് ആയിരിക്കും ഉണ്ടാവുക. സോ വിൽ ബി കോളിംഗ് ഇറ്റ് ആസ് ദ 0 ഗ്രൂപ്പ്. ദാറ്റ് ഈസ് എ 0 ഗ്രൂപ്പ്. ഡെഫിനറ്റ്ലി ജസ്റ്റ് പ്രൊനൗൺസ് ഇറ്റ് ഈസ് ലൈക്ക് ഇറ്റ് ഈസ് എ 0 ഗ്രൂപ്പ്. അങ്ങനെ തന്നെയാണ്. മെഡിക്കൽ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ എടുത്ത് നോക്കണം, അതിനകത്തുള്ളത് 0 ഗ്രൂപ്പ് എന്നാണ്. ദാറ്റ് ഈസ് നെവർ പ്രൊനൗൺസ്ഡ് ആസ്, ഇറ്റ് ഈസ് നോട്ട് ആസ് ആൻ O ഗ്രൂപ്പ്. O ഗ്രൂപ്പ് എന്ന് പറയില്ല. ആൻഡ് O ഗ്രൂപ്പ് എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ 0 എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഐ വിൽ ബി ടെല്ലിംഗ് ലൈക്ക് 104 ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ. ഈ വാക്ക് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുക? 104 എന്നാണ് വിളിക്കുക? അല്ല, 104 എന്നാണ് പറയുക. ദാറ്റ് ഈസ് ഇൻ ദ ഇംഗ്ലീഷ്. ബ്രിട്ടീഷ് ആണോ അമേരിക്കൻ ആണോ എന്നോട് ചോദിക്കരുത്. ഒരു ഇംഗ്ലീഷിൽ ദിസ് ഈസ് കോൾഡ് 104 എന്നാണ് വിളിക്കുക. ദിസ് ഈസ് 104 ആൻഡ് ദിസ് 0 ഈസ്
is pronounced as what? പറഞ്ഞ നോക്കുക, 0 is pronounced as O, 0 is pronounced as O, so this is known as a zero group. ഇത് ഇങ്ങനെയാണ്. സോ ഇതിനകത്ത് വ്യത്യാസങ്ങളൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സാധനത്തിൽ ഈ രണ്ട് അല്ലിൽസ്, ഈ അല്ലിലും ഒരേപോലത്തെ ആളായിരുന്നു. ദാറ്റ് ഈസ് എ സിമിലർ അല്ലിൽസ് ആർ കമ്മിങ്. സോ വി ഡോണ്ട് ഹാവ് എനി കൺഫ്യൂഷൻ ഇൻ ദാറ്റ് തിങ്. സപ്പോസ് ഞാൻ പറയുകയാണ് ഡിസ്സിമിലർ അല്ലിൽസ് വരികയാണ്. ഇപ്പോൾ മെൻ്റൽ പറഞ്ഞ പോലെ ഇന്ന ഡിസ്സിമിലർ പെയർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് മെൻ്റൽ പറയുന്നുണ്ട്. സോ അതുപോലെ ഡിസ്സിമിലർ അല്ലിൽസ് വരികയാണെന്ന് വിചാരിക്കുക. സപ്പോസ് ഇറ്റ് ഈസ് കമ്മിങ് IA and small I. See that thing, this is a allele, this is a different allele. ഇങ്ങനെ വരുന്ന സമയത്ത് വാട്ട് ഇറ്റ് വിൽ ബി ഒക്കറിങ്, see that thing, വാട്ട് ഇറ്റ് വിൽ ബി ഒക്കറിങ്. ഇതിൽ മെൻ്റൽ പറഞ്ഞ അതേ ലോ നടക്കുക, ഇത് ലോ ഓഫ് ഡോമിനൻസ്. ഒരു അല്ലിൽ വിൽ ഡോമിനേറ്റ്, അതർ അല്ലിൽ ഒന്നും ചെയ്യില്ല. സോ ഇറ്റ് വിൽ ബി പ്രൊഡ്യൂസിങ് ആൻറ്റിജൻ A and he will be having blood group A, he will be having A group ആയിരിക്കും ഇയാൾക്ക് ഉണ്ടാവുക. സോ this is കോഡോമിനൻസ് ആണോ? അല്ല, ദിസ് ഈസ് നോൺ ആസ് യുവർ ലോ ഓഫ് ഡോമിനൻസ് ഒബേ ചെയ്താണ്. നോർമൽ ഡോമിനൻസ് ആണ്, ഡോമിനൻസ് മാത്രമേ ഉള്ളൂ. Are you understanding? നോർമൽ ഡോമിനൻസ് ആണ്. ഇനി അടുത്ത് നോക്കുക IB and small I. See that thing, there is also dissimilar allele. ഒരാൾ ഡോമിനേറ്റ് ചെയ്യും, മറ്റാൾ സപ്രസ്ഡ് ആയി പോവും. സോ ദാറ്റ് വിൽ ബി പ്രൊഡ്യൂസിങ് ആൻറ്റിജൻ B. സോ ഇറ്റ് വിൽ ബി പ്രൊഡ്യൂസിങ് വാട്ട്? B ഗ്രൂപ്പ് ആയിരിക്കും ഉണ്ടാവുക. ഹീസ് നോൺ as B ഗ്രൂപ്പ് ആയിരിക്കും ഉണ്ടാവുക. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് തിങ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് സീ ദാറ്റ് തിങ്, ഇഫ് ഇറ്റ് ഈസ് കമ്മിങ് IA IB, സീ ദാറ്റ് തിങ്, ആ സമയത്ത് IAയും എക്സ്പ്രസ് ചെയ്യും, IBയും എക്സ്പ്രസ് ചെയ്യും. ദർ വിൽ ബി ആൻറ്റിജൻ A ആൻഡ് ദർ വിൽ ബി ആൻറ്റിജൻ B, രണ്ടും ഉണ്ടാവും. സോ ദാറ്റ് വിൽ ബി ക്രിയേറ്റിംഗ് AB ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും ഉണ്ടാവുക, AB ഗ്രൂപ്പ് ആയിരിക്കും ഉണ്ടാവുക. And see that thing, only in this condition, see that only in this condition, ഈ ഒരു കണ്ടീഷനിൽ മാത്രമാണ് we can tell like there is something that is known as what? Co-dominance എന്ന് പറയുന്ന സാധനം ഉണ്ടെന്നുള്ള കാര്യം. സോ ബാക്കിയുള്ള ഇത്രയും കണ്ടീഷൻസിൽ there is no co-dominance. See that thing, there is no co-dominance. കൃത്യമായിട്ട് മനസ്സിലാക്കണം. It's a very very important thing, it's a simple thing and but you have to understand. നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ അറിയുന്ന ക്വസ്റ്റ്യൻ ആണ്, തെറ്റിക്കരുത്. സോ ഇവിടെ എല്ലായിടത്തും മൾട്ടിപ്പിൾ അല്ലിൽസ് ഉണ്ട്. എവിടെ? ഇൻ എ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷൻ നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് രണ്ടിൽ കൂടുതൽ അല്ലിൽസ് കാണാൻ പറ്റുള്ളൂ. ഒരു പേഴ്സണിൽ ഉണ്ടാവില്ല, ഒരു പേഴ്സണിൽ ഓൺലി രണ്ട് അല്ലിലേ ഉണ്ടാവുള്ളൂ. ആൻഡ് ഇൻ എ സ്പെഷ്യൽ കേസ് ഓഫ് IA and IB, where is antigen B and produced and AB group, there is only the concept of AB blood grouping coming. മനസ്സിലാവുന്നുണ്ടോ? ആർ യു അണ്ടർസ്റ്റാൻഡിങ്? മനസ്സിലാവുന്നുണ്ടോ? റെഡിയാണോ? ക്ലിയർ ആണോ? റെഡിയാണോ? മനസ്സിലാവുന്നുണ്ടോ? റെഡിയാണോ? കൺഫ്യൂഷൻ ഉണ്ടോ? റെഡിയാണോ? മനസ്സിലാവുന്നുണ്ടോ? Are you understanding? There is no codominance in other groups. ഇവിടെ കോഡോമിനൻസ് നമുക്ക് പറയാൻ പറ്റില്ല. കോഡോമിനൻസ് സ്പെസിഫിക്കലി കാണുന്നത് എവിടെയാണ് കാണുന്നുണ്ടാവുക? കോഡോമിനൻസ് സ്പെസിഫിക്കലി കാണുന്നുണ്ടാവുന്നത് AB ബ്ലഡ് ഗ്രൂപ്പിൽ മാത്രമാണ് എന്നുള്ള സാധനമാണ്. സോ see this thing. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ A. You have to see that thing. There is a question number A. ഞാൻ ഇവിടെ ഇട്ടത് ABO blood grouping shows codominance. Always right, majority right, only in one condition right, always wrong, only in one condition right. That is the right answer. Clear ആണോ? മനസ്സിലാവുന്നുണ്ടോ? സോ AB blood grouping which is showing the codominance in here only. ക്ലിയർ ആണോ എന്ന് ആലോചിച്ച് ഓക്കെ. സോ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ അടുത്ത സാധനം, ദ ക്വസ്റ്റ്യൻ നമ്പർ 7. അയ്യോ മടുത്തോ മക്കളെ, മടുക്കല്ലേ, നമുക്ക് എത്രയൊക്കെ പഠിക്കാനുണ്ട്. ദിസ് ഈസ് ഓൾ ജെനറ്റിക്സ്, ഇത് മൊത്തം ജെനറ്റിക്സ് ആണ്. രസമുള്ളൊരു ചാപ്റ്ററാണ്, പഠിക്കാൻ പറ്റും. സോ ഇത് നോക്ക്. അടുത്ത ZW ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ സീൻ ഇൻ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന സാധനമാണ്, പെട്ടെന്ന് പറഞ്ഞു. പ്ലാറ്റിപ്പസ് ഈസ് എ മാമൽ, സ്നെയിൽ ഈസ് എ മൊളസ്ക്, കോക്രോച്ച് ഈസ് എൻ ആർത്രോപോഡ്, പീകോക്ക് ഈസ് എ ബേർഡ്. ഇത് മനസ്സിലാവില്ലേ? പീകോക്ക് ഇസ് ബേർഡ് ആണെന്നുള്ളവരും. ഓക്കെ, പീകോക്ക് ആരാണ്? പീകോക്ക് ഈസ് പാവം ആണോ? പീകോക്ക് പാവം എന്നാണ് ഓർത്തിരിക്കുക. സോ അവൻ്റെ പേര് പാവോ എന്നാണ് അല്ലേ? പാവോ നമ്മൾ പഠിച്ചില്ലേ? പാവോ. സോ അവനാണ് പാവം. പീകോക്ക്. സിറ്റിംഗ് ആൻഡ് ടോക്കിംഗ് സിറ്റാക്കുല, നിങ്ങൾ ഓർത്തുണ്ടല്ലോ അല്ലേ? ആപ്റ്റിറ്റ്യൂഡുള്ള ആൾ ആപ്റ്റിനോഡൈറ്റ്സ്. ആരാണ് ആപ്റ്റിറ്റ്യൂഡുള്ള ആൾ? ദാറ്റ് ഈസ് പെൻഗ്വിൻ. സോ അങ്ങനെ കോഡ് വെച്ച് നമ്മൾ പഠിച്ചാണ് അല്ലേ? സോ പീകോക്ക് ഈസ് പാവം പീകോക്ക്, പാവോ. ക്ലിയർ ആണല്ലോ അല്ലേ? കിട്ടും. സോ അടുത്തത് 8. Tall plants resulted in offsprings having few dwarf plants. What would be the genotype of both the plants? Simple question ആണ്, very simple question ആണ്. This is how the NEET question will be coming. I can tell definitely this is a NEET question. NEET 2023 question. അതായത് നിങ്ങൾ എഴുതാൻ പോണ നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ ഈ എഴുതാതെ വരാവുന്ന വളരെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ദിസ് ഈസ് എ വേ. സോ ഡെഫിനറ്റ്ലി അവർ ചോദിക്കുന്നുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം. ക്രോസ് ബിറ്റ്വീൻ 2 ടോൾ പ്ലാന്റ്സ് ആണ്. 2 പ്ലാന്റ്സ് ഉണ്ട്, രണ്ടുപേരും ടോളാണ്. അതിനകത്ത് എന്തുണ്ടായിട്ടുണ്ട്? ചില ആൾക്കാർ ഡോർഫായിട്ടുണ്ട്, ചില ആൾക്കാർ ഡോർഫായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ വരും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണല്ലോ അല്ലേ? സോ യു ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇതെങ്ങനെയായിരിക്കും വരിക എന്നുള്ള കാര്യം. സോ ഡെഫിനറ്റ്ലി നമുക്ക് ഡയറക്റ്റ്ലി ആൻസർ അറിയാൻ പറ്റുന്ന, ചെയ്യാൻ പറ്റുന്ന, ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന റിസൾട്ടുകളാണ്. ഡെഫിനറ്റ്ലി യു ക്യാൻ ആൻസർ, ബട്ട് ജസ്റ്റ് ടേക്ക് ഈച്ച് ഓഫ് ദ ക്വസ്റ്റ്യൻസ്. നമുക്കൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഫോർ ദ അക്കാഡമിക് പർപ്പസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ ഓപ്ഷൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ വെറുതെയാണ് നമുക്കത് പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ്. ക്യാപിറ്റൽ T സ്മോൾ t ഇങ്ങനെ വരുവാണെങ്കിൽ ഓൾ പ്ലാന്റ്സ് വിൽ ബി ലൈക്ക് എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക? എങ്ങനെ ഇത് ക്രോസ് വരയ്ക്കാം? സോ ഐ വിൽ ബി ജസ്റ്റ് ഷോയിങ് യു.
ദർ ഈസ് എ പുന്നറ്റ് സ്ക്വയർ, ഇങ്ങനെ വരയ്ക്കാം, പുന്നറ്റ് സ്ക്വയർ വരയ്ക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ അല്ലേ? ആൻഡ് ഒരു പാനലിൻ്റെ ഇവിടെ എഴുതുക ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ, അടുത്തതിന് ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഒരു ഗ്യാമേറ്റ് ടി ആണ്, അടുത്ത ഗ്യാമേറ്റ് ടി ആണ്, അടുത്ത ഗ്യാമേറ്റ് ടി ആണ്, അടുത്ത ഗ്യാമേറ്റ് സ്മോൾ ആണ്. സോ ദിസ് വിൽ ബി ടി ടി, ദിസ് വിൽ ബി ടി ടി, ദിസ് വിൽ ബി ക്യാപിറ്റൽ ടി സ്മോൾ ടി, ദിസ് വിൽ ബി ക്യാപിറ്റൽ ടി സ്മോൾ ടി. സോ ഇവിടെ നിന്ന് ഓൾ ടോൾ എന്ന് കിട്ടും. ഒന്നാമത്തെ ഓപ്ഷനിൽ ഓൾ ടോൾ എന്ന് കിട്ടും. റെഡിയാണോ? നമുക്ക് ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ. റെഡിയാണല്ലോ? കൺഫ്യൂഷൻ ആണോ? സോ അടുത്ത നോക്ക്, ഈ ക്യാപിറ്റൽ ടി ആൻഡ് സ്മോൾ ടി ഇത് നോക്കുക കേട്ടോ. ക്യാപിറ്റൽ ടി ആൻഡ് സ്മോൾ ടി വെച്ച് ക്യാപിറ്റൽ ആൻഡ് സ്മോൾ ടി, ഇതിൻ്റെ ക്രോസ് എങ്ങനെ വരയ്ക്കാം? ഇതൊന്ന് ക്രോസ് നിങ്ങളൊന്ന് വരച്ച് നോക്കിയാൽ, ജസ്റ്റ് ഡ്രോ ദ ക്രോസ്. ഞാൻ പഠിപ്പിച്ച മെത്തേഡിൽ. സോ എങ്ങനെ വരയ്ക്കുന്നുണ്ടാവുക? ഒരു പുന്നറ്റ് സ്ക്വയർ ഇങ്ങനെ വരയ്ക്കുക. ദിസ് ഈസ് എ 4 ബോക്സുള്ള ഒരു സ്ക്വയർ വരയ്ക്കുക. ആൻഡ് ഇവിടെ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്, ഇവിടെയും ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. ഗ്യാമേറ്റ് എഴുതുമ്പോൾ ഇതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക, വിൽ ബി ഗെറ്റിംഗ് ദ ഗ്യാമേറ്റ് ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഇവിടെയും ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഇവിടെ ക്യാപിറ്റൽ ടി, ഇവിടെ ക്യാപിറ്റൽ ടി സ്മോൾ ടി. ആണോ അല്ലയോ? സോ ഇവിടെ ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഇവിടെ വരുമ്പോൾ സ്മോൾ ടി ആണ് വരിക. ആണോ അല്ലയോ? ഇത് നിങ്ങൾക്ക് എടുക്കാൻ അറിയാമെന്ന് വിചാരിക്കുന്നുണ്ട്. ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ആസ്ക് ഹൗ ഇറ്റ് വിൽ ബി ഗോയിങ്. റെഡി ആണല്ലോ അല്ലേ? യു ക്യാൻ ഡെഫിനറ്റ്ലി ആസ്ക് എങ്ങനെയാണ് പോകണമെന്നുള്ള കാര്യം. സോ യു നോ ദാറ്റ് തിങ്, ദിസ് ഈസ് ടോൾ, this is tall, and this is small t, this is dwarf. See that thing. So this is few plants are getting dwarf എന്ന് പറഞ്ഞാൽ answer will be B. Definitely answer B ആണ്, you can get. And ഇവിടെ capital T small t, capital T, everything will be getting capital T എന്നായിരിക്കും. എല്ലാവരും ടോൾ ആയിരിക്കും. ആൻഡ് capital T and small t ഇത് വന്നു കഴിഞ്ഞാലോ, ഇത് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവം കിട്ടുന്നുണ്ടാവുക? വാട്ട് വിൽ ബി ദ ആൻസർ? ക്യാപിറ്റൽ ടി സ്മോൾ ടി ആൻഡ് സ്മോൾ ടി. ജസ്റ്റ് സീ ദാറ്റ് തിങ്. സോ അഗെയിൻ ഐ ആം ഡ്രോയിങ് എ എന്താ പറയുക, ഒരു ഇത് വരയ്ക്കുകയാണ്. ഒരു സ്ഥലത്ത് സ്മോൾ ടി ആണ്, ഒരു സ്ഥലത്ത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. ഐ എം ടേക്കിംഗ് ദ ഗ്യാമേറ്റ്സ്. റെഡിയാണോ? സോ ദിസ് ഈസ് സ്മോൾ ടി, ദിസ് ഈസ് ക്യാപിറ്റൽ ടി, ദിസ് ഈസ് സ്മോൾ ടി. ഇങ്ങനെയാണ് ഉണ്ടാവുക. സോ ഈ ഒന്നാമത്തെ കോളത്തിൽ ദിസ് വിൽ ബി ക്യാപിറ്റൽ ടി സ്മോൾ ടി, രണ്ടാമത്തെ കോളത്തിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി, മൂന്നാമത്തെ കോളത്തിൽ സ്മോൾ ടി, ദിസ് ഈസ് സ്മോൾ ടി. സോ യു ഹാവ് ടു നോ ഒന്നാമത്തെ കോളത്തിലുള്ള പ്ലാന്റ്, ദിസ് ഈസ് എ ടോൾ പ്ലാന്റ്, ദിസ് ഈസ് എ ടോൾ പ്ലാന്റ്, ദിസ് ഈസ് എ ഡ്വാർഫ് പ്ലാന്റ്, ദിസ് ഈസ് എ ഡ്വാർഫ് പ്ലാന്റ്. റെഡിയാണോ? സോ വാട്ട് വിൽ ബി ഗെറ്റിംഗ്? വിൽ ഗെറ്റിംഗ് ടോൾ 2 കിട്ടും, ഡ്വാർഫ് 2 കിട്ടും. സോ ഈക്വൽ ആയിട്ടാണ് ടോളും ഡ്വാർഫും കിട്ടിയിട്ടുണ്ടായിരുന്ന സ്ഥാനത്തിനകത്ത്. റെഡിയാണല്ലോ? ദിസ് ഈസ് ദ ടെസ്റ്റ് ക്രോസ്. സോ ഇവിടെ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ എന്താണ്? സോ ഫ്യൂ ഡാർക്ക് പ്ലാന്റ്സ് ആണ് വന്നത്, അല്ലാണ്ട് പകുതി ഹാഫ് പ്ലാന്റ്സ് അല്ല വന്നത്. കുറച്ചേ ഡാർക്ക് പ്ലാന്റ്സ് വന്നിട്ടുള്ളൂ. സോ ഡെഫിനറ്റ്ലി ദിസ് വിൽ ബി ദ റൈറ്റ് ആൻസർ. ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. കിട്ടുന്നുണ്ടോ? ആർ യു അണ്ടർസ്റ്റാൻഡിങ്? ക്ലിയർ ആണോ നോക്കിയാൽ മക്കളെ? മനസ്സിലാവുന്നുണ്ടോ? 7th ക്വസ്റ്റ്യനിൽ പറഞ്ഞ കോഡ് ഒന്നും കൂടി പറയാൻ പറ്റുമെന്നോ? നിങ്ങൾ ബാക്കിലേക്ക് നോക്കിയാൽ മതി. അനിമൽ കിങ്ഡത്തിലുള്ള കോഡാണ്, നമുക്കത് ഇവിടെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ തീരൂല. അതുകൊണ്ടാണ്. ആർ യു അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് തിങ്? ഓക്കെ, ഐ ഹോപ്പ് ദിസ് ഈസ് കറക്റ്റ്. ഐ ഹോപ്പ് ദിസ് ഈസ് ഓക്കെ. റെഡിയാണോ? മനസ്സിലാവുന്നുണ്ടോ? ഈ ക്വസ്റ്റ്യൻ മനസ്സിലാവുന്നുണ്ടോ? എന്തുകൊണ്ട് ഞാൻ ഈ ഡി ഓപ്ഷൻ എടുത്തില്ല എന്ന് ചോദിക്കാനുള്ള ഉത്തരം ഇതാണ്. ടോളും ഡ്വാർഫും ഈക്വൽ ആണ് വന്നത്. ഫ്യൂ ഡ്വാർഫ് അല്ല കിട്ടിയത്. ഇവിടെ ക്വസ്റ്റ്യനിൽ വളരെ സ്പെസിഫിക് ആയിട്ട് ഫ്യൂ ഡ്വാർഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത് കേട്ടോ. സോ അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ ഡൈഹൈബ്രിഡ് ക്രോസ്. സിമ്പിൾ. സോ ഡയറക്ട്ലി ക്വസ്റ്റ്യൻ നമ്മളെ കൊണ്ട് കൂട്ടിക്കൊണ്ട് പോകും. ഡൈഹൈബ്രിഡ് ക്രോസിൻ്റെ പക്കത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. സോ നമുക്ക് അതിനകത്ത് കൺഫ്യൂഷൻ ഒന്നുമില്ല. ഡൈഹൈബ്രിഡ് ക്രോസിനെ പറ്റിയിട്ട് തന്നെയാണ് ഇവർ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം. അതിനകത്ത് കിട്ടുന്ന റേഷ്യോ ദാറ്റ് ഈസ് 9:3:3:1 ആണ്. നമുക്ക് നമ്മുടെ NCERT ബുക്കിൽ കിട്ടിയ അതേ റേഷ്യോ, മെൻഡലിൻ്റെ ക്രോസിൽ കിട്ടിയ അതേ റേഷ്യോ തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. റെഡിയാണോ എന്ന് ആലോചിച്ച് നോക്കിയാൽ. ഇറ്റ് ഡിനോട്ട്സ് ദാറ്റ്. അങ്ങനെയാണെങ്കിൽ അത് എന്തിനാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നുണ്ടാവുക. ആരുത്തരം പറയും? യെസ്, വെരി നൈസ്. ഭയങ്കര സിമ്പിളാണ്. കാരണം മെൻഡലിൻ്റെ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ. എങ്ങനെ സിമ്പിളായിട്ട് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ, മെൻഡൽ ഫൗണ്ട് എ ലോ ദാറ്റ് ഈസ് കോൾഡ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. ഓക്കെ, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് എന്നൊരു ലോ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ലോ കണ്ടുപിടിച്ചത് ദാറ്റ് ഈസ് ഫ്രം ഡൈഹൈബ്രിഡ് ക്രോസ് എന്നാണ്. അദ്ദേഹം കണ്ടുപിടിച്ചത്. ഡൈഹൈബ്രിഡ് ക്രോസിൻ്റെ റേഷ്യോ ഹി ഗോട്ട് ഈസ് 9:3:3:1 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ ഈ റേഷ്യോൻ്റെ പുറത്തുനിന്നാണ് അദ്ദേഹം ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവന്നത്. ഇതെങ്ങനെയാണ് ഈ റേഷ്യോൻ്റെ പുറത്തുനിന്ന് കൊണ്ടുവന്നത് എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ട് വെൽ ബി ജസ്റ്റ് മെൻഷനിങ് ദാറ്റ് തിങ്. ദിസ് ഈസ് പ്യൂർലി ബൈ യൂസിങ് മാത്തമാറ്റിക്സ് ആണ്. നമ്മൾ മെൻഡലിൻ്റെ ഒരു കുറവായിട്ട് പറഞ്ഞ സാധനമാണ് മെൻഡൽ യൂസ്ഡ് മാത്തമാറ്റിക്സ് എന്നുള്ള കാര്യം പറഞ്ഞത്. മെൻഡലിന് അറിയുന്ന കാര്യം വെച്ചാൽ, ഇഫ് ഇറ്റ് ഇസ് എ മോണോ ഹൈബ്രിഡ് ക്രോസ്, ഒരു മോണോ ഹൈബ്രിഡ് ക്രോസ് ആണെങ്കിൽ റേഷ്യോ ഈസ് 3:1 ആണ്. വേറൊരു മോണോ ഹൈബ്രിഡ് ക്രോസ് ആണെങ്കിൽ ആ മോണോ ഹൈബ്രിഡ് ക്രോസിൻ്റെ റേഷ്യോയും ദാറ്റ് ഈസ് 3:1 ആണ്. റെഡിയാണല്ലോ അല്ലേ? സോ മെൻഡലിന് 9:3:1 കിട്ടിക്കഴിഞ്ഞപ്പം മെൻഡൽ ഡയറക്ട്ലി മാത്തമാറ്റിക്സ് അപ്ലൈ ചെയ്തിട്ട് പറഞ്ഞു. എങ്ങനെ പറഞ്ഞത്? 9:3:3:1 ക്യാൻ ബി റിട്ടൺ ആസ് 3:1 × 3:1 എന്ന് എഴുതാൻ പറ്റും എന്നാണ് മെൻഡൽ പറഞ്ഞത്. റെഡി? മെൻഡൽ, ദിസ് ഈസ് ഹൗ മെൻഡൽ യൂസ്ഡ്
മാത്തമാറ്റിക്സ്. അത് എങ്ങനെയാണ് ചെയ്യുക? 3:1 × 3:1 എങ്ങനെ ചെയ്യുക? ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കി. ഇത് സ്കൂളിലെ കണക്കാണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. 3:1 × 3:1 ചെയ്യാൻ ആദ്യം ഈ 3നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, രണ്ടാമത് ഈ 3നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഒന്നാമത്തെ സ്റ്റെപ്പിൽ 3നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ബി ഗെറ്റിംഗ് 9. ഈ 3നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഐ വിൽ ബി ഗെറ്റിംഗ് 3. അടുത്ത സ്റ്റെപ്പിൽ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റെപ്പിൽ യു ഹാവ് ടു മൾട്ടിപ്ലൈ ദിസ് ഈസ് ദ തേർഡ് സ്റ്റെപ്പ്. 1 × 3, അടുത്തത് 1 × 1, ദാറ്റ് ഈസ് ദ ഫോർത്ത് സ്റ്റെപ്പ്. അപ്പോൾ തേർഡ് സ്റ്റെപ്പിൽ ഐ വിൽ ബി ഗെറ്റിംഗ് 3:1 അങ്ങനെയാണ് കിട്ടുക. 9:3:3:1 കിട്ടും. സോ മെൻഡൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എ ഡൈഹൈബ്രിഡ് ക്രോസ് ഈസ് ഈക്വൽ ടു, മെൻഡൽ ഇങ്ങനെയാണ് ഇക്വേറ്റ് ചെയ്തത്, എ ഡൈഹൈബ്രിഡ് ക്രോസ് ഈസ് ഈക്വൽ ടു എ മോണോഹൈബ്രിഡ് ക്രോസ് ഇൻറ്റു അടുത്ത മോണോഹൈബ്രിഡ് ക്രോസ് ആണ്. സോ ഡൈഹൈബ്രിഡ് ക്രോസിൽ കിട്ടുന്ന നമ്മുടെ എന്താണ് നമ്മുടെ റേഷ്യോ ദാറ്റ് ഈസ് ഈക്വൽ ടു രണ്ട് മോണോഹൈബ്രിഡ് കിട്ടുന്ന റേഷ്യോൻ്റെ മൾട്ടിപ്പിൾ ആണ്. മെൻഡൽ പ്യുവർലി മാത്സ് വെച്ചൊരു ഒറ്റ തള്ളല, മറ്റേ ജാലിയം കാണാനും പറഞ്ഞ തള്ളി ഒരു ഒറ്റ മറിക്കില്ല മാത്സ് അങ്ങ് വെച്ചിട്ട്. ഇതുകൊണ്ട് ഇതിങ്ങനെയാണെന്ന് മെൻഡൽ അങ്ങ് പറഞ്ഞു. ആൻഡ് മെൻഡൽ പറഞ്ഞു അതുകൊണ്ട് ഇതിൽ നടക്കുന്ന ഒന്നാമത്തെ പേരിൽ നടക്കുന്ന സെഗ്രിഗേഷനും രണ്ടാമത്തെ പേരിൽ നടക്കുന്ന സെഗ്രിഗേഷനും തമ്മിൽ ബന്ധങ്ങളൊന്നുമില്ല. സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ ഗാമേറ്റ് സെപ്പറേറ്റ് ആവുന്നതും രണ്ടാമത് സെപ്പറേറ്റ് ആവുന്നതും തമ്മിൽ ബന്ധങ്ങളൊന്നുമില്ല. ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് എന്നാണ് പറഞ്ഞത്. സോ ക്വസ്റ്റ്യനിലും അത് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണ് സാധനം എന്നുള്ളത്. ഓപ്ഷനിൽ യു ക്യാൻ സീ ദാറ്റ് തിങ് ദ 2 alleles of 2 genes are interacting with each other. Interacting with each other എന്ന് പറഞ്ഞാൽ ദർ ഇസ് ലിങ്കേജ് ഉണ്ടെന്നാണ്. ലിങ്കേജ് ഇല്ല, ലിങ്കേജ് ഉണ്ടാവില്ല. ലിങ്കേജ് ഉണ്ടെങ്കിൽ ഈ സാധനം കിട്ടൂല എന്നുള്ളതാണ്. ആൻഡ് ഇതിൻ്റെ മൾട്ടിജനിക് ഇൻഹെറിറ്റൻസ് ആണ്, കോസ് ഓഫ് മൾട്ടിപ്പിൾ അലീൽസ് ആണെന്ന്. സോ ആൻസർ വിൽ ബി ഡി ആണ്. ദ alleles of 2 genes are segregating independently. ദാറ്റ് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് എന്നുള്ളതാണ് സാധനം. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ? സോ ദിസ് ഈസ് ദ ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ വരുന്നുണ്ടാവുക. റെഡിയാണോ മക്കളെ? സോ ഐ ഹോപ്പ് ദിസ് ഈസ് നമ്മളൊരു ഇനിയൊരു കുറച്ച് ക്വസ്റ്റ്യൻസും കൂടിയാണ് ഇതിനകത്ത് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞാൽ വി വിൽ ബി ജമ്പിങ് ഇൻ ടു ദ മോളിക്കുലർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഓക്കെ, സോ ഐ അലോട്ടഡ് ലൈക്ക് 3 hours ഓഫ് ടൈമാണ് എനിക്ക് തന്നിട്ടുള്ളത്. 1.5 hour ഈ ചാപ്റ്ററും 1.5 hour മറ്റേ ചാപ്റ്ററുമാണ്. സോ മോളിക്കുലർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസിലേക്ക് നമ്മൾ ചാടുന്നുണ്ടാവും. ഇത് മൊത്തം തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വിച്ച് ആർ ദ ഫോളോയിങ് വിൽ നോട്ട് റിസൾട്ട് ഇൻ വേരിയേഷൻസ് എമംഗ് സിബ്ലിങ്സ്. അതായത് ഞാനും എൻ്റെ അനിയനും തമ്മിൽ, അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ചേട്ടനോ അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ അനിയനും തമ്മിൽ വേരിയേഷൻസ് ഉണ്ടാവാതിരിക്കാൻ കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ നോട്ട് കോസ്, സി ദാറ്റ് തിങ്. ഈ NC ബയോളജിയുടെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. യു ഹാവ് ടു ഹാവ് എ പെൻ ഇൻ യുവർ ഹാൻഡ് ആൻഡ് യു ഹാവ് ടു മാർക്ക് ദിസ് തിങ്. വിൽ നോട്ട്, വിൽ കോസ് എന്നല്ല ചോദിച്ചത്. വിൽ കോസ് എന്ന് വെച്ചാൽ മാറിപ്പോയി, ഉത്തരം മാറിപ്പോയി. നമ്മൾ മാർക്ക് ചെയ്യും. ഒരുപാട് മണ്ടത്തരം മിസ്റ്റേക്കുകൾ ഇങ്ങനെ വരാറുണ്ട്, ഡെഫിനറ്റ്ലി മണ്ടത്തരം വരാറുണ്ട്. സോ യു ഹാവ് ടു നോ ദാറ്റ് തിങ്. ഇതിൽ ഏതിലാണ് ഉണ്ടാവില്ലാത്തത്. സോ ജസ്റ്റ് ആലോചിക്കുക, ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്സ് ഓഫ് ജീൻ. ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് ഓഫ് ജീൻ കിട്ടിക്കഴിഞ്ഞാൽ യു വിൽ ബി നോ ദാറ്റ് തിങ് മൾട്ടിപ്പിൾ കോമ്പിനേഷൻസ് ഉണ്ടാവും. ദർ വിൽ ബി റീകോമ്പിനേഷൻസ് വളരെയധികം പോസിബിൾ ആണ്. ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ റീകോമ്പിനേഷൻസ് ഉണ്ടെങ്കിൽ ദർ വിൽ ബി വേരിയേഷൻസ് ഉണ്ടാവും, എന്തായാലും വേരിയേഷൻസ് ഉണ്ടാവും. സോ വേരിയേഷൻ്റെ റീസൺ ആണ് റീകോമ്പിനൻറ്റ്. റീകോമ്പിനേഷൻ ഉണ്ടാവണമെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്സ് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു സാധനമാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ക്രോസിംഗ് ഓവർ ചെയ്യുന്ന സമയത്തും ദർ വിൽ ബി റീകോമ്പിനേഷൻസ് ഉണ്ടാവും. ദാറ്റ് വിൽ ബി കോസിങ് വേരിയേഷൻസ് ഉണ്ടാവും. സോ സിബ്ലിങ്സ് വിൽ ബി ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാവുക. ലിങ്കേജ് ആണെങ്കിൽ ഉണ്ടാവില്ല. ലിങ്കേജ് ആണെങ്കിൽ ദർ ഇസ് നോ വേരിയേഷൻസ്, ഒരു വേരിയേഷൻ ഒരിക്കലും ഉണ്ടാവില്ല. സോ ദർ ഈസ് എന്തുണ്ടാവില്ല, ദർ ഈസ് നോ ഡിഫറൻസുകൾ ഉണ്ടാവില്ല. യു നോ ദാറ്റ് തിങ്. വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ആണ്, നോ ഡിഫറൻസ് ആയിരിക്കും ലിങ്കേജ് ആണെങ്കിൽ. ആൻഡ് മ്യൂട്ടേഷൻ ആണെങ്കിൽ ഒരു സ്ഥലത്ത് ഒരാളും മറ്റാൾക്ക് മ്യൂട്ടേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഹി വിൽ ബി എ ഡിഫറെൻറ്റ് തിങ്. സോ ആൻസർ വിൽ ബി സി ആണ് ആൻസർ. ദാറ്റ് ഈസ് എ ലിങ്കേജ്. ലിങ്കേജ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെ ഇരിക്കും. സോ 2 ജീൻസ് ലിങ്ക്ഡ് ആണെങ്കിൽ ഈ 2 ജീന് എല്ലാ കുട്ടികളിലും ഒരേപോലെ തന്നെ വരുന്നുണ്ടാവും. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഒക്കറിങ്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ എന്ന് ആലോചിച്ച് നോക്കിയാൽ. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ നോക്കിയാൽ. സോ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഐ വിൽ ബി മൂവിങ് ടു ദ നെക്സ്റ്റ് തിങ്. മെൻഡൽസ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് ഹോൾഡ് ഗുഡ് ഫോർ ജീൻസ് ആർ സിറ്റുവേറ്റഡ്. ഞാൻ ഒരു ഫസ്റ്റത്തെ ഒരു സാധനം പറഞ്ഞുതരാം കേട്ടോ. ഐ വിൽ ബി ഗിവിംഗ് യു എ പക്ക ഡേറ്റ. ദിസ് ഈസ് എ ക്രിസ് പോയിൻറ്റ്, ദിസ് ഇസ് ആൻ എൻട്രൻസ് പോയിൻറ്റ്. എഴുതിയെടുത്തോ, എൻട്രൻസ് പോയിൻ്റ് ആണ്. യു വിൽ ബി ഗെറ്റിംഗ് ദാറ്റ് തിങ്. ഒന്നാമത്തെ ലോ ദാറ്റ് ഈസ് ദ ലോ ഓഫ് ഡോമിനൻസ്. റെഡിയാണോ? ലോ ഓഫ് ഡോമിനൻസ്. ക്ലിയർ ആണോ? ക്ലിയർ. ലോ ഓഫ് ഡോമിനൻസ് ആണ്. ഈ ലോ ഓഫ് ഡോമിനൻസിന് ദർ ആർ 2 എക്സെപ്ഷൻസ് ഉണ്ട്. ദർ ആർ 2 എക്സെപ്ഷൻസ് ഇൻ ഫോർ ലോ ഓഫ് ഡോമിനൻസ്. ഒരു എക്സെപ്ഷൻ്റെ പേര് ദാറ്റ് ഈസ് നോൺ ആസ് കോ ഡോമിനൻസ് ആണ്. നമ്മളിപ്പോൾ പഠിച്ച സാധനം കോ ഡോമിനൻസ്. ആ രണ്ടാമത്തെ എക്സെപ്ഷൻ്റെ പേര് ദാറ്റ് ഈസ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. ദാറ്റ് ഈസ് ഇൻ ദ സ്നാപ് ഡ്രാഗണിൻ്റെ ചെടി അല്ലേ, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. അല്ലെങ്കിൽ എന്താ പറയുക, സ്റ്റാർ സിന്തസിസ് ഇൻ പീ പ്ലാന്റ് എന്ന് പറഞ്ഞ സാധനം, ദാറ്റ് ഈസ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഇത് 2 ലോ ഓഫ് ഡോമിനൻസിൻ്റെ എക്സെപ്ഷൻ ആണ്. യു ഹാവ് ടു നോ ദിസ് ഈസ് എക്സെപ്ഷൻസ് ആണ് ഇത് 2 എണ്ണം. ക്ലിയർ ആണോ? ഇനി രണ്ടാമത്തെ സാധനം, രണ്ടാമത്തെ ലോ ദർ ഈസ് ലോ ഓഫ് സെഗ്രിഗേഷൻ. ലോ ഓഫ് സെഗ്രിഗേഷൻ ഏതൊക്കെ എക്സെപ്ഷൻസ് ആണുള്ളത് പെട്ടെന്ന് പറഞ്ഞോ. ലോ ഓഫ് സെഗ്രിഗേഷൻ്റെ എക്സെപ്ഷൻസ് ഏതാ? യു ഹാവ് ടു റൈറ്റ് ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ദർ ഈസ് നോ എക്സെപ്ഷൻസ്.
no exceptions for law of dominance. So that's why law of segregation. That's why the law of segregation is known as a universal law. Universal law ആണ്, ഒരു എക്സെപ്ഷനും ഇല്ല. എവിടെയാണെങ്കിലും ബാക്ടീരിയ മുതൽ മനുഷ്യൻ വരെ എത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എങ്ങനത്തെ സാധനം എടുത്താലും ദാറ്റ് ഈസ് ലോ ഓഫ് സെഗ്രിഗേഷൻ. ദാറ്റ് വിൽ ബി ദർ ഈസ് നോ എക്സെപ്ഷൻ. എത്ര ഓർഗാനിസം എടുത്താലും ലോ ഓഫ് സെഗ്രിഗേഷൻസിന് എക്സെപ്ഷൻസ് ഇല്ല. ദാറ്റ് ഈസ് ഇറ്റ്. ആൻഡ് തേർഡ് തിങ് യു ഹാവ് ടു ടേക്ക് തേർഡ് തിങ് ദാറ്റ് ഈസ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. റെഡിയാണോ? ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് ക്ലിയർ ആണെന്ന് എടുത്തോട്ടോ. അസോർട്ട്മെൻറ്റ്, ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റിൽ അതിൻ്റെ എക്സെപ്ഷനാണ്. ഐ എം ടെല്ലിങ് ലൈക്ക് മക്കളെ, നിങ്ങൾക്കിത് മൊത്തം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി സാധനങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റും. സപ്പോസ് നിങ്ങൾക്ക് ഇത് ഏതെങ്കിലുമൊക്കെ മനസ്സിലാവാത്ത ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക, എവിടെയെങ്കിലുമൊക്കെ സ്റ്റക്കായി നിൽക്കുന്ന ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. സോ ഇതിനുള്ള എക്സെപ്ഷനാണ്. ദർ ഇസ് ഓൺലി വൺ എക്സെപ്ഷൻ, ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? ലിങ്കേജ്. ലിങ്കേജ് ആണ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റിനുള്ള എക്സെപ്ഷൻ ഉണ്ടാവുക. ക്ലിയർ ആണോ എന്ന് ആലോചിക്കുക. സോ ലോ ഓഫ് ഡോമിനൻസിന് രണ്ടെണ്ണം, കോ ഡോമിനൻസ്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് പേര് തന്നെ ഉണ്ട്. പക്ഷേ ലിങ്കേജ് ഇസ് ആൻ എക്സെപ്ഷൻ ഫോർ ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. ഓക്കെ ആണോ? റെഡി ആണോ എന്ന് ആലോചിച്ച് നോക്ക്. ലോ ഓഫ് ഇൻഡിക്കേജ് ഇസ് ആൻ എക്സെപ്ഷൻ ഫോർ ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. സോ ഇവിടെ നോക്കൂ കേട്ടോ. മെൻഡൽസ് law of independent assortment hold good for the genes are situated on the. ഇതാണ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്സ് ഗുഡായിട്ട് നിൽക്കണം. അതായത് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്സ് വയലേറ്റ് ചെയ്യാൻ പാടില്ല. ഇൻഡിപെൻഡൻസ് അസോർട്ട്മെൻറ്റ് വയലേറ്റ് ചെയ്യുന്ന കണ്ടീഷൻ ഏതാണ്? ലിങ്കേജ് ഉണ്ടായി കഴിഞ്ഞാൽ വയലേറ്റ് ആയി പോകും. അപ്പോൾ ഇവിടെ പറയുന്നത് വെച്ചാൽ ലിങ്കേജ് ഉണ്ടാവരുത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ലിങ്കേജ് ഉണ്ടാവരുത്. ലിങ്കേജ് ഉണ്ടായി കഴിഞ്ഞാൽ ഇത് ഹോൾഡ് ഗുഡ് ആവില്ല, ഒരുപോലെ നിൽക്കാൻ പറ്റൂല ഈ സാധനത്തിന്. അറിയോ അണ്ടർസ്റ്റാൻഡിങ് മക്കളെ? മനസ്സിലാവുന്നുണ്ടോ? ലിങ്കേജ് ഉണ്ടാവരുത് എന്നുള്ളതാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ദെയർ ഷുഡ് നോട്ട് ബി എനി ലിങ്കേജ്. ഓക്കെ ആണോ? സോ ഇത് പറഞ്ഞാൽ ഹോൾഡ്സ് ഗുഡ് ഫോർ ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് ഹോൾഡ് ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I can also tell like there should be no linkage. Linkage ഉണ്ടാവരുത്. ലിങ്കേജ് ഉണ്ടെങ്കിൽ ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് പൊളിഞ്ഞ് നിലത്ത് വീഴും. അറിയോ അണ്ടർസ്റ്റാൻഡിങ്? ബിക്കോസ് ലിങ്കേജ് ഇസ് ആൻ എക്സെപ്ഷൻ ആണ് ഇതിൻ്റെ കാര്യങ്ങൾ. സോ ആലോചിച്ച് നോക്ക്. അങ്ങനെയാണെങ്കിൽ ജീൻസ് എവിടെ സിറ്റുവേറ്റ് ചെയ്യണം എന്നുള്ള കാര്യമാണ്. ജീനുകൾ ഒരേ ക്രോമസോമിൽ, ഹോമോലോഗസ് ക്രോമസോമിൽ സിറ്റുവേറ്റ് ചെയ്യുകയാണ്. എക്സ്ട്രാ ന്യൂക്ലിയർ ജനറ്റിക് എലമെൻറ്റിലാണ്, സെയിം ക്രോമസോമിലാണ്, നോൺ ഹോമോലോഗസ് ക്രോമസോമിലാണ്. എവിടെ സിറ്റുവേറ്റ് ചെയ്താലാണ് ഈ സാധനം ഉണ്ടാവില്ലാത്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഐ വിൽ ബി ജസ്റ്റ് ടെല്ലിങ് ദാറ്റ് തിങ്. ഈ ക്വസ്റ്റ്യന് ഒരു ഡിഫിക്കൽട്ടി ഉണ്ട് ഈ ക്വസ്റ്റ്യന്. സോ വാട്ട് ഈസ് ദാറ്റ് തിങ് എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് വി ക്യാൻ ടെൽ ലൈക്ക് ഇത് എവിടെയാണ് ഈ സാധനത്തിന് ഉണ്ടാവാതിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ട് ഡിഫറെൻറ്റ് ക്രോമസോമിലാണെങ്കിൽ യു ഹാവ് ടു ടെൽ ലൈക്ക് രണ്ട് ഡിഫറെൻറ്റ് ക്രോമസോമിലാണെങ്കിൽ ലിങ്കേജ് ഉണ്ടാവില്ല. ഒരു സെയിം ക്രോമസോമിലാണെങ്കിൽ ലിങ്കേജ് ഉണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ ആണോ? സോ ഒരൊറ്റ ക്രോമസോമിൽ രണ്ട് ജീന്, എ ജീനും ബി ജീനും ഒരേ ക്രോമസോമിൽ നിൽക്കുകയാണ്. സോ അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി ലിങ്ക്ഡ്. സോ ഇഫ് ഈ എ ജീൻ ഇവിടെയും ബി ജീൻ ഇവിടെയും നിൽക്കാമെന്ന് വിചാരിച്ചോ, എ ഇവിടെയും ബി ഇവിടെയും നിൽക്കുകയാണെന്ന് വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ ദെയർ വിൽ നോട്ട് ബി എനി ലിങ്കേജ്. അവിടെ എന്തുണ്ടാവില്ല? ലിങ്കേജ് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. സോ ഇവിടെ രണ്ട് കൺഫ്യൂഷൻ ഉണ്ട്. യു നോ ദാറ്റ് തിങ് നോൺ ഹോമോലോഗസ് ക്രോമസോം എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ക്രോമസോമാണ്, ഇതും ഡിഫറെൻറ്റ് ക്രോമസോമാണ്. ബട്ട് ഇതിനകത്ത് നമുക്ക് ബെറ്റർ ആൻസർ, ഒരൊറ്റ ആൻസർ എടുക്കണമെങ്കിൽ വിൽ ബി ടേക്കിംഗ് ലൈക്ക് ഹോമോലോഗസ് ക്രോമസോംസിൽ. ഹോമോലോഗസ് എന്ന് പറഞ്ഞാൽ ഒരേപോലെയുള്ള ക്രോമസോം. ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിളിൽ യു നോ ദാറ്റ് തിങ് ഇങ്ങനത്തെ ഒരു ക്രോമസോം ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ തന്നെ ഇരിക്കുന്ന വേറൊരു ക്രോമസോം ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ? സോ ഇവനെയാണ് നമ്മൾ എന്താ പറയുക? ഹോമോലോഗസ് ക്രോമസോം എന്ന് വിളിക്കുക. സോ ജീനുകൾ ഇതിലാണ് പ്രസൻ്റ് എങ്കിൽ ഡെഫിനറ്റ്ലി വി ക്യാൻ ടെൽ ലൈക്ക് ദാറ്റ് വിൽ ബി എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഇതിൻ്റെ ഈ ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് നല്ലതായിട്ട് തന്നെ നിൽക്കും. ബിക്കോസ് ദെയർ വിൽ നോട്ട് ബി എനി ലിങ്കേജ്. ബിക്കോസ് ഇതിനകത്ത് എയും ഇതിനകത്ത് ബിയും ആണെങ്കിൽ ദെയർ ഇസ് നോ ഡിഫറൻസ് ദെയർ. ആർ യു അണ്ടർസ്റ്റാൻഡിങ് മക്കളെ? മനസ്സിലാവുന്നുണ്ടോ? സോ കൃത്യമായിട്ട് നോക്കണേ. സോ ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്ന സാധനം ഉണ്ടാവുക. അതിൻ്റെ അടുത്ത സാധനം ഒക്കേഷണലി എ സിംഗിൾ ജീൻ, ഒരു ജീൻ മേ എക്സ്പ്രസ് മോർ ദാൻ വൺ എഫക്ട്. ഫിനോമിനൻ ഇസ് നോൺ ആസ് വൺ ജീൻ വൺ എഫക്ട്. ഇതാണ് ആര് പറഞ്ഞത്? മെൻഡൽ പറഞ്ഞ സാധനം. വൺ ജീൻ വൺ എഫക്ട് എന്നുള്ളതാണ് മെൻഡൽ പറഞ്ഞത്. മെൻഡൽ പറഞ്ഞതെന്ന് വെച്ചാൽ ക്യാരക്ടേഴ്സ് ആർ കൺട്രോൾഡ് ബൈ ഡിസ്ക്രീറ്റ് യൂണിറ്റ്സ് കോൾഡ് ഫാക്ടേഴ്സ് ആണ് പറഞ്ഞത്. ദാറ്റ് ഈസ് മീൻസ് വൺ ജീനാണ്. സോ ഒക്കേഷണലി ഒരു ജീൻ എന്ത് പറ്റുന്നുണ്ടാവും? ഒരു ജീൻ ക്യാൻ പ്രൊഡ്യൂസ് എഫക്റ്റ് 1, ഒരു എഫക്റ്റും എഫക്റ്റ് 1 ആൻഡ് ദർ ഈസ് ആൻ എഫക്റ്റ് 2. ഇങ്ങനെ രണ്ട് എഫക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. എഫക്റ്റ് 1 ആൻഡ് എഫക്റ്റ് 2 രണ്ട് എഫക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഒരു ജീനിന് രണ്ട് എഫക്റ്റ്. സോ ഈ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? പറഞ്ഞോ? ദാറ്റ് ഈസ് നോൺ ആസ് പ്ലിയോട്രോപ്പി. ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? പ്ലിയോട്രോപ്പി. യു നോ ദാറ്റ് തിങ് വൺ ജീൻ ഈസ് ഹാവിംഗ് 2 എഫക്ട്. ദാറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് വാട്ട്? പ്ലിയോട്രോപ്പി. ഇനി വേറൊരു ഇതിന് നേരെ പ്ലിയോട്രോപ്പിന് നേരെ ഓപ്പോസിറ്റുള്ളൊരു സാധനം ഉണ്ട്, അതും കൂടി എടുത്തു വെച്ചോ. സോ ഒരു ജീൻ 1, രണ്ടാമത്തെ ജീൻ, മൂന്നാമത്തെ ജീൻ, ഇങ്ങനെ മൾട്ടിപ്പിൾ ജീൻസ് കേട്ടോ. യു ഹാവ് ടു സീ ദാറ്റ് തിങ് മൾട്ടിപ്പിൾ ജീൻസ് എല്ലാം കൂടി പ്രൊഡ്യൂസിങ് വൺ എഫക്ട്. ഒറ്റ എഫക്റ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വിചാരിക്കുക. മൾട്ടിപ്പിൾ ജീൻസ് ഇസ് പ്രൊഡ്യൂസിങ് വൺ എഫക്ട്. ഈ കണ്ടീഷൻ ഈസ് നോൺ ആസ് വാട്ട്? പോളിജെനിക്. പോളിജെനിക് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ജീൻ പോളിജെനിക് ഇൻഹെറിറ്റൻസ് ആണ് വിളിക്കുക. പോളിജെനിക് ഇൻഹെറിറ്റൻസ് ആണ് വിളിക്കുക. ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ ജീൻസ് വർക്ക് ചെയ്യുക. ഒരു ജീനിന് മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് ഉണ്ടാവുക പ്ലിയോട്രോപ്പിയാണ്. ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ ജീൻസ് വർക്ക് ചെയ്യുന്നത് പോളിജെനിക് ഇൻഹെറിറ്റൻസ് ആണ്. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ഈസ് രണ്ട് ഓപ്പോസിറ്റ് കാര്യങ്ങളാണ് റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റുന്ന സാധനങ്ങൾ. അതുകൊണ്ട് ഒരുമിച്ച് പറഞ്ഞതാണ്. റെഡിയാണല്ലോ അല്ലേ? സോ നോക്ക്. ഇൻ സർട്ടൻ ടാക്സോൺ ഓഫ് ഇൻസെക്ട്, ചില ഏതോ ഒരു കാറ്റഗറി, ടാക്സോൺ എന്ന് പറഞ്ഞാൽ കാറ്റഗറി എന്നാണ്. ചാപ്റ്റർ ലിവിങ് വേൾഡ് ആണ്. യു ഹാവ് ടു റിമെമ്പർ. ചില ഇൻസെക്റ്റിൽ
സം ചില ആളുകൾക്ക് 17 ക്രോമസോമും ചില ആളുകൾക്ക് 18 ക്രോമസോമും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 17 ക്രോമസോമുള്ള ആളും 18 ക്രോമസോമുള്ള ആളും ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോ യു നോ ദാറ്റ് തിങ്, ഇൻസെക്റ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ സെക്സ് ഡിറ്റർമിനേഷൻ എന്നുള്ള പാട്ടിൽ പഠിച്ചിട്ടുണ്ട്, മെയിൽ ആൻഡ് ഫീമെയിൽ. അതിൻ്റെ ഡിഫറൻസ് എങ്ങനെയായിരുന്നു? ഒരാൾ XO ആണ്, മറ്റേ XX ആണ്. സോ മൈ ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ്, ഇത് നിങ്ങളോട് ചോദിക്കണം എന്ന് വിചാരിക്കുന്ന ക്വസ്റ്റ്യനാണ്. വാട്ട് ഈസ് ദിസ് O? വാട്ട് ഈസ് ദിസ് O? എന്താണ് ഈ O? നിങ്ങൾ ഒരുപാട് പ്രാവശ്യം പഠിച്ചത്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ കാരണം എന്താണെന്നറിയോ? ഞാനിത് +2 പഠിച്ച സമയത്ത്, ഞാൻ എൻട്രൻസിൽ പഠിച്ച സമയത്ത് തെറ്റിദ്ധരിച്ച് വെച്ച സാധനങ്ങളാണ്, മണ്ടത്തരമായിരുന്നു. മെഡിക്കൽ കോളേജിലെത്തി പഠിച്ചതിന് ശേഷം മാത്രം എനിക്ക് മനസ്സിലായ സാധനമാണ്. സോ യു ഹാവ് ടു നോ വാട്ട് ഈസ് ദിസ് O, എന്താണ് ഈ O എന്നുള്ള കാര്യം. ഐ ഓൾറെഡി ടോൾഡ് യു എവിടെയെങ്കിലും O എന്ന് എഴുതുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് O, ദാറ്റ് ഈസ് മെജോറിറ്റി ടൈം ദാറ്റ് ഈസ് 0. അവിടെ ഒരു സാധനം ഇല്ല എന്നുള്ളതാണ് അർത്ഥം. സോ ഇത് എങ്ങനെയാണ് എഴുതാമെന്ന് വെച്ചാൽ XO എന്നല്ല, X അതിൻ്റെ അവിടെ ഒന്നുമില്ല, ആബ്സെൻ്റ് ആണെന്ന് അർത്ഥം. ഇവിടെ XX ആണ് ഉണ്ടാവുക. സോ ഇവിടെ എത്ര ക്രോമസോമാണ് ഉണ്ടാവുക, അതിൻ്റെ ഒരു ക്രോമസോം കുറവായിരിക്കും ഇവിടെ ഉണ്ടാവുക, -1 ആയിരിക്കും ഉണ്ടാവുക. യു ഹാവ് ടു നോ ഇവിടെ ഒരു ക്രോമസോം കുറവായിരിക്കും, കാരണം ഇവിടെ സെക്സ് ക്രോമസോമിൽ ഒരു ക്രോമസോമേ ഉള്ളൂ. ഒരു സെക്സ് ക്രോമസോം ഉള്ള ആളിനെയാണ് മെയിൽ എന്ന് വിളിക്കുക, 2 സെക്സ് ക്രോമസോം ഉള്ള ആളെ ഫീമെയിൽ എന്നാണ് വിളിക്കുക. സോ ഇവിടെ നമുക്ക് 17 ക്രോമസോം ഉള്ള ആളൊരു മെയിലും 18 ക്രോമസോം ഉള്ള ആളൊരു ഫീമെയിലും ആയിരിക്കും. സീ ദാറ്റ് തിങ്, മെയിൽസ് ആൻഡ് ഫീമെയിൽസ് റെസ്പെക്റ്റീവ്ലി ആണ് ഉണ്ടാവുക. റെഡിയാണോ? മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? സോ ദിസ് ഈസ് വാട്ട് ഈസ് occurring, ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട് XO XX ടൈപ്പ് എന്നുള്ളത് X0 XX ടൈപ്പ് എന്നുള്ള കാര്യം വായിക്കണം. XO, ആ O ഐ ടോൾഡ് യു അഗെയിൻ, O ബ്ലഡ് ഗ്രൂപ്പ് പറഞ്ഞ പോലെ തന്നെ ദാറ്റ് ഈസ് 0 എന്നാണ് അർത്ഥം വരുന്നുണ്ടാവുക. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? കൺഫ്യൂഷൻ ഉണ്ടോ? ആലോചിച്ച് നോക്ക്. റെഡിയാണോ എന്ന് ആലോചിച്ച് നോക്ക്. റെഡിയാണോ? ക്ലിയർ ആണോ? ശരി. 14ാമത്തെ ക്വസ്റ്റ്യൻ, 10 മിനിറ്റ് കൂടി ഉണ്ട് ഈ ചാപ്റ്ററിന്. വിൽ ബി സീയിങ് ദാറ്റ് തിങ്. 14ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഇൻഹെറിറ്റൻസ് പാറ്റേൺ ഓഫ് ജീൻ over generations among human is studied by pedigree analysis. The character studied in the pedigree analysis is equivalent to, അതായത് പെഡിഗ്രി അനാലിസിസിൽ ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് എങ്ങനത്തതായിരിക്കണം എന്നുള്ളതാണ് ചോദിക്കുന്നത്. സോ ഇതും ഞാൻ ആദ്യം പറഞ്ഞ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ ജനറ്റിക് ഡിസോർഡേഴ്സിൻ്റെ കാര്യമാണ്. ജനറ്റിക് ഡിസോർഡേഴ്സ് ആർ ഈക്വലി ഡിവൈഡഡ് ഇൻ ടു 2 ഡിഫറെൻറ്റ് ടൈപ്സ്. വൺ ഈസ് നോൺ ആസ് വാട്ട് മെൻഡേലിയൻ ഡിസോർഡേഴ്സ്, അല്ലേ? മെൻഡേലിയൻ ഡിസോർഡേഴ്സ്. അടുത്ത സാധനം ഇറ്റ് ഈസ് നോൺ ആസ് വാട്ട് ക്രോമോസോമൽ ഡിസോർഡേഴ്സ്. ഡെഫിനറ്റ്ലി അറിയണം കേട്ടോ. Chromosomal disorders are of 2 types. ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു. വൺ ഈസ് നോൺ ആസ് അന്യൂപ്ലോയിഡി, ആൻഡ് രണ്ടാമത്തെ സാധനം ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട് പോളിപ്ലോയിഡി. അന്യൂപ്ലോയിഡിയിൽ 1 സെറ്റ് മാത്രം അഫക്റ്റഡ് ആണ്, 1 സെറ്റ് അഫക്റ്റഡ് ആണ്. ഇവിടെ എന്താണ്? മൾട്ടിപ്പിൾ സെറ്റ് അഫക്റ്റഡ് ആണ്. ഇങ്ങനെയാണ് ഉണ്ടാവുക, 1 സെറ്റ് അഫക്റ്റഡ്, മൾട്ടിപ്പിൾ സെറ്റ് അഫക്റ്റഡ് എന്നാണ്. ആൻഡ് മെൻഡേലിയൻ ഡിസോർഡർ ഇറ്റ് ഈസ് അഫക്റ്റിംഗ് ഓൺലി 1 ജീനാണ് ഉണ്ടാവുക. ആൻഡ് യു ഹാവ് ടു നോ വൺ തിങ്, ഈ മെൻഡേലിയൻ ഡിസോർഡറിന് മാത്രമേ നമ്മുടെ പെഡിഗ്രി അനാലിസിസ് വർക്ക് ആവുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? പെഡിഗ്രി അനാലിസിസ് വർക്ക് ആവുന്നത് ആർക്ക് വേണ്ടിയിട്ട് മാത്രമാണ്? മെൻഡേലിയൻ ഡിസോർഡേഴ്സിന് മാത്രമാണ്. ഒരു ജീൻ അഫക്റ്റഡ് ആയി കഴിഞ്ഞാൽ യു ക്യാൻ സ്റ്റഡി ദ പെഡിഗ്രി അനാലിസിസ്. അതായത് പാരമ്പര്യം നോക്കാൻ പറ്റും. അച്ഛനുണ്ടോ, അപ്പൂപ്പൻ്റെ അമ്മായിക്കുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കി പോയിട്ട് വി വിൽ ബി ഗെറ്റിംഗ് ദാറ്റ് തിങ്. ആർ യു അണ്ടർസ്റ്റാൻഡിങ്? പെഡിഗ്രി അനാലിസിസ് ഹോൾഡ്സ് ഗുഡ് ഫോർ എവിടെ മാത്രമാണ്? മെൻഡേലിയൻ ട്രൈറ്റിന് മാത്രമാണ് ചെയ്യുന്നുണ്ടാവുക. സോ യു സീ ദാറ്റ് തിങ്, ദിസ് ഇസ് ദ ആൻസർ. മെൻഡേലിയൻ ഡിസോർഡർ ആണെങ്കിൽ മാത്രമേ പെഡിഗ്രി അനാലിസിസ് പറ്റുന്നുണ്ടാവുള്ളൂ. ആർ യു അണ്ടർസ്റ്റാൻഡിങ്? ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ? കൺഫ്യൂഷൻ വേണ്ട. Okay, so it is said that Mendel proposed that the factors are controlling any character is discrete and independent. His proposition was based on that. മെൻഡലിൻ്റെ ഒബ്സർവേഷൻസ് ആൻഡ് ആ ഓരോ ഒബ്സർവേഷനിൽ നിന്നും കിട്ടിയിട്ടുള്ള ലോസ് അതിനെ പറ്റിയിട്ടാണ് ഇവിടെ ചോദിക്കുന്നുണ്ടാവുക. സോ ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട്. നമ്മുടെ ഇനീഷ്യൽ പാർട്ട്, ചാപ്റ്ററിൻ്റെ ഇനീഷ്യൽ പാർട്ട് എന്ന് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ വിൽ ബി ഡിസ്കസിങ് ദാറ്റ് തിങ്. ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ? സോ മെൻഡലിൻ്റെ ഒബ്സർവേഷൻ്റെ സാധനങ്ങളാണ്. സോ വിൽ ബി ഗോയിങ് ബാക്ക് ടു ദ മെൻഡൽസ് എക്സ്പെരിമെൻറ്റ് ഫോർ എ വൈൽ ആൻഡ് വിൽ ബി ഡിസ്കസിങ് ദാറ്റ് തിങ്. മെൻഡലിൻ്റെ എക്സ്പെരിമെൻറ്റ് എന്തായിരുന്നു? ഇതുണ്ടായിരുന്നത് മെൻഡൽ വാസ് ഡിസ്കസിങ് ദ F1. ആദ്യം പേരൻ്റൽ ജനറേഷൻ എടുത്തു. എടുത്ത് ട്രൂ ബ്രീഡിംഗ് ആയിട്ടുള്ള ടോൾ പ്ലാന്റ്സിനെ എടുത്തത്. സോ ഒരു ടോളിനെ എടുത്തു. മെൻഡലിൻ്റെ എക്സ്പെരിമെൻറ്റ് മാത്രം. മെൻഡൽ അതിനകത്ത് TT ഒന്നും വരച്ചിട്ടില്ല, കാരണം മെൻഡൽ TT വരച്ചത് മെൻഡലിൻ്റെ ഇൻഫറൻസിലാണ്. എക്സ്പെരിമെൻറ്റിൻ്റെ സമയത്ത് ഒരു ടോളിനെ എടുത്തു, ഒരു ഡ്വാർഫിനെ എടുത്തു. ഇവരെന്ത് ചെയ്തു? ക്രോസ് പോളിനേറ്റ് ചെയ്തു. ക്രോസ് പോളിനേറ്റ് ചെയ്തപ്പോൾ ദേ ആർ ഗെറ്റിംഗ് ദ F1 ഫിലിയൽ 1 ജനറേഷൻ ആൻഡ് ദേ ആർ ഗെറ്റിംഗ് ഓൾ വെയർ ടോൾ. എല്ലാം ടോളായിരുന്നു കിട്ടിയത്. ആൻഡ് പിന്നെ ഇവരെന്ത് ചെയ്തു? ഈ ഓൾ ടോൾ പ്ലാന്റ്സിനെ ദേ വർ ഡൂയിങ് ദ സെൽഫ് പോളിനേഷൻ ആണ് ചെയ്തത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. F1നെ സെൽഫ് പോളിനേറ്റ് ചെയ്തപ്പോഴാണ് F2 കിട്ടിയത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. സോ ഹി വാസ് ഗെറ്റിംഗ് ടോൾ ആൻഡ് ദെൻ ഹി ഗോട്ട് എ ഡ്വാർഫ് തിങ്. റെഡിയാണോ എന്ന് ആലോചിച്ച് നോക്കിയാൽ. സോ ഡ്വാർഫ് ആയിട്ടുള്ള ഒരു സാധനത്തിന് കിട്ടി. സോ ഇവിടെ നമുക്ക് കിട്ടിയത് 3:1 എന്നുള്ള റേഷ്യോ ആണ് കിട്ടിയത്. സോ ഇതാണ് മെൻഡലിൻ്റെ ഒബ്സർവേഷൻസ് ഉണ്ടായിരുന്നത്. മെൻഡലിൻ്റെ ഒബ്സർവേഷൻസിനകത്ത് മെൻഡൽ ലിസ്റ്റ് ചെയ്ത കാര്യങ്ങൾ 1, 2, 3 എന്ന് പറഞ്ഞ 3 സ്റ്റേറ്റ്മെൻറ്റുകൾ മെൻഡലിൻ്റെ ഒബ്സർവേഷൻസിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് എവിടെയുള്ളത്? സോ ഐ വിൽ ഷോ യു ദാറ്റ്. എവിടെയാണ് പോയി ചാപ്റ്റർ?
Okay, I will show you that thing. Mendel എന്താണ് ഒബ്സർവേഷനിൽ പറഞ്ഞിട്ടുള്ളതെന്നുള്ള കാര്യം പറഞ്ഞുതരാം. മെൻഡലിലെ എക്സ്പെരിമെൻറ്റ്സ് മക്കളെ ഐ എം വെരി സീരിയസ്ലി അഡ്വൈസിങ് യു. നിങ്ങളുടെ അടുത്ത് പറയാണ് NCERT ടെക്സ്റ്റ് ബുക്ക് ഈസ് ദ കീ. NCERT ടെക്സ്റ്റ് ബുക്ക് കയ്യിൽ ഇങ്ങനെ ഉണ്ടാവണം. സോ യു ഹൗ ടു നോ ദാറ്റ് തിങ്. മെൻഡലിൻ്റെ ഒബ്സർവേഷനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ മെൻഡൽ ഒബ്സർവ് ദാറ്റ് തിങ് 3 ഡിഫറെൻറ്റ് സാധനങ്ങളാണ് മെൻഡൽ ഒബ്സർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. എവിടെയുണ്ടായിരുന്നത്? മെൻഡലിൻ്റെ ഒബ്സർവേഷൻ പറഞ്ഞ സാധനങ്ങൾ എവിടെയായിരുന്നു? മെൻഡൽ പറഞ്ഞ സാധനം എന്താ വെച്ചാൽ നോക്കിക്കോട്ടോ. മെൻഡൽ ഫൗണ്ട് ദാറ്റ് നോക്കിക്കോട്ടോ. നോക്കിക്കോട്ടോ, ഇതൊന്ന് റെഡിയായി വന്നോട്ടെ. യു വിൽ ബി ഗെറ്റിംഗ് ദാറ്റ് കറക്റ്റ് ആൻസർ ഫോർ യു. സോ മെൻഡൽ പറഞ്ഞതെന്ന് വെച്ചാൽ മെൻഡൽ സെൽഫ് പോളിനേറ്റഡ് ദ FM plants in surface, surprised to found that the filial 2 generation of offspring dwarf characters ആണ് ഉണ്ടായിരുന്നത്. The proportion of plants was dwarf is 3:1 എന്നുള്ളതായിരുന്നു. സോ നോക്കിക്കോട്ടോ, the tall and dwarf plant identical to the did not show any blending, that is that thing. ഓക്കെ ആണോ? റെഡി ആണെന്ന് ആലോചിക്കുക. സോ മെൻഡൽ ഒബ്സർവ്ഡ് ദാറ്റ്, ഇവിടെ നോക്കിക്കോ, മെൻഡൽ ഒബ്സർവ്ഡ് ദാറ്റ് പേജ് നമ്പർ 71 നിങ്ങൾ കൊടുത്ത സാധനങ്ങളാണ്. മെൻഡൽ ഒബ്സർവ്ഡ് ദാറ്റ് all the F1 progeny plants were tall like one of their parents. ഇതാണ് മെൻഡലിൻ്റെ ഒന്നാമത്തെ ഒബ്സർവേഷൻ. ഫസ്റ്റ് ഒബ്സർവേഷൻ ഇതാണ്. ഓൾ ദ F1 plants were tall like one of their parents ആയിരുന്നു. ആൻഡ് നോ വൺ വെർ ഡ്വാർഫ് അതായിരുന്നു. ഹി മേഡ് സിമിലർ ഒബ്സർവേഷൻ അത് അടുത്ത സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നുണ്ടായിരുന്നു. ഫൗണ്ട് ദാറ്റ് F1 ഓൾവേസ് റിസംബിൾ വൺ ഓഫ് ദെയർ പാരൻസ്. എപ്പോഴും F1 ഒരു പാരൻറ്റിനെ മാത്രമേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. ആൻഡ് ദാറ്റ് ദ ട്രൈറ്റ് ഓഫ് ദ അതർ പാരൻറ്റ് വാസ് നോട്ട് സീൻ ഇൻ ദം. മറ്റേ പ്ലാന്റിൻ്റെ ട്രൈറ്റിനെ കാണുന്നുണ്ടായിരുന്നില്ല. സോ ഇതും എന്തുണ്ടായിരുന്നു? ഇതും മെൻഡലിൻ്റെ അടുത്ത ഒബ്സർവേഷനാണ്. ഇനി മെൻഡൽ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നു? മെൻഡലിൻ്റെ രണ്ടാമത്തെ സാധനം എന്ന് ചോദിച്ചാൽ ദ ടോൾ ആൻഡ് ഡ്വാർഫ് പ്ലാന്റ്സ് വെർ ഐഡൻറ്റിക്കൽ ടു ദെയർ പാരൻ്റൽ ടൈപ്പ് ആൻഡ് ഡിഡ് നോട്ട് ഷോ എനി ബ്ലെൻഡിങ്. സോ വാട്ട് ഈസ് ബ്ലെൻഡിങ്? ബ്ലെൻഡിങ് എന്ന് പറഞ്ഞാൽ ഇവർ ഒരിക്കലും മിക്സപ്പ് ആയിട്ടുണ്ടായിരുന്നില്ല. മെൻഡൽ പറഞ്ഞിട്ടുള്ള ടോൾ പ്ലാന്റുകളും ഡോർഫ് പ്ലാന്റുകളും നമ്മൾക്ക് വിചാരിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ വിചാരിച്ച് നോക്കിയാൽ ഒരു നല്ല പൊക്കമുള്ള ഒരാളും പൊക്കം കുറഞ്ഞ ഒരാളും കൂടി കല്യാണം കഴിച്ചു എന്ന് വിചാരിക്കുക. ഇവർക്ക് കുട്ടി ഉണ്ടാകുമ്പോൾ നമ്മളെന്താ പറയുന്നുണ്ടാവുക? നമ്മൾ പറയുന്നുണ്ടാവുക ഇയാളുടെ പൊക്കം ഇത്രയാണെങ്കിൽ ഇതിൻ്റെ രണ്ടിനും നടുവിലുള്ളൊരു കുട്ടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ വിചാരിക്കുക. നല്ല കറുത്ത ഒരാളും നല്ല വെളുത്തുള്ള ഒരാളും കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം ഇവർ രണ്ടുപേരെയും കൂടി മിക്സായിട്ട് നടുവിലൊരു നിറമുള്ള ഒരാളുണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം അതാ പറയാം. സോ അങ്ങനെ രണ്ടും കൂടി മിക്സ് ആവുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബ്ലെൻഡിങ് എന്ന് വിളിക്കുക. പക്ഷേ മെൻഡൽ എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പം ടോളും ഡോർഫും ക്രോസ് ചെയ്തപ്പോൾ മെൻഡലിൻ്റെ ഏതൊരു ടോൾ കിട്ടി അല്ലെങ്കിൽ ഡോർഫ് കിട്ടി. അല്ലാതെ ഇതിന് രണ്ടിൻ്റെ നടുവിലുള്ളൊരു ഹൈറ്റ് കിട്ടിയോ? ഇല്ല, നടുവിലുള്ള ഹൈറ്റ് ഒരിക്കലും കിട്ടില്ല. കിട്ടിയത് മൊത്തം ഒന്നെങ്കിൽ ഡോർ അല്ലെങ്കിൽ ഡോർഫ് തന്നെയാണ് കിട്ടിയത്. ദർ വാസ് നോ നടുവിലുള്ള സാധനം. ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട് ബ്ലെൻഡിംഗ് എന്നാണ് വിളിക്കുക. ദാറ്റ് ഈസ് ഓൾ ഓഫ്സ്പ്രിംഗ് വിത്ത് ഏതർ ടോളർ ഡോഫ് നൺ ഓഫ് ദെയർ വേ ഇൻ ബിറ്റ്വീൻ ദ ലൈഫ്. ഇതായിരുന്നു മെൻഡലിന് കിട്ടിയ 2 ഒബ്സർവേഷൻസ് ഉണ്ടായിരുന്നത്. ഇതേ സാധനം തന്നെയാണ് ഡിഫറെൻറ്റ് സാധനങ്ങൾ വെച്ചിട്ടും കിട്ടി. ആൻഡ് ദർ വാസ് എ തേർഡ് ഒബ്സർവേഷൻ മെൻഡൽ പറഞ്ഞത് എന്താ വെച്ചാൽ F2 സ്റ്റേജ് ബോത്ത് ട്രേറ്റ്സ് ആർ എക്സ്പ്രസ്ഡ് ഇൻ ദ പ്രൊപ്പോസിഷൻ ഓഫ് 3:1. മെൻഡലിന് ഭയങ്കര മാത്തമാറ്റിക്കൽ ബുദ്ധിയായിരുന്നു. ഈ മാത്തമാറ്റിക്കൽ ബുദ്ധി വെച്ചിട്ട് മെൻഡൽ ആലോചിച്ച സമയത്ത് മെൻഡലിന് കിട്ടിയ സാധനം ഇതായിരുന്നു. മൂന്നാമത്തത് തേർഡ് ഒബ്സർവേഷൻ. സോ ഇതാർത്തി മക്കളെ NCERT ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. F1 ഒരാൾ മാത്രമേ കിട്ടിയുള്ളൂ ആൻഡ് മറ്റേ കിട്ടിയിട്ടില്ല. രണ്ടാം സാധനം ടോൾ ഡോർഫ് F2 കിട്ടിയപ്പം ബ്ലെൻഡിങ് ഉണ്ടായിരുന്നില്ല. മൂന്നാം സാധനം ഓൾവേസ് ഇറ്റ് ഈസ് 3:1 എന്നുള്ള റേഷ്യോയിലാണ് കിട്ടിയത്. സോ മെൻഡൽ ഈ 3 സാധനത്തിനും കൂടി മെൻഡൽ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതാണ് മെൻഡലിൻ്റെ 3 ഒബ്സർവേഷൻസ് ഉണ്ടായിരുന്നത്. യു സീ ദാറ്റ് തിങ് എപ്പോഴും F1 ഒരാൾ മാത്രം, F2 ദർ വാസ് നോ ബ്ലെൻഡിങ് ആൻഡ് ദ റേഷ്യോ വാസ് 3:1 ഇതായിരുന്നു. ഇതിലത് ഏതിനെ ബേസ് ചെയ്തിട്ടാണ് മെൻഡൽ പറഞ്ഞത്? ഈ സാധനം ഡിസ്ക്രീറ്റ് യൂണിറ്റ്സ് വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. സോ ഇവിടെ ഡിസ്ക്രീറ്റ് യൂണിറ്റ്സ് എന്ന് പറയുന്ന ഒരു വാക്കില്ലേ, യു സീ ദാറ്റ് തിങ് ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് സാധനം ഉണ്ട്. ഐ ടെൽ യു ലൈക്ക് ബേസിക്കലി ഇംഗ്ലീഷ് മീനിങ് ആണ്. സോ യു സീ ദാറ്റ് തിങ് ഡിസ്ക്രീറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് എന്ന് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് എന്നാണ് അർത്ഥം, വെവ്വേറെ എന്നാണ് അർത്ഥം. അതായത് ഈ പറയുന്ന ഫാക്ടേഴ്സ് ആർ സെപ്പറേറ്റ്, വെവ്വേറെയാണ് ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള സാധനം. ടോളിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫാക്ടറും ഡോർഫിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഫാക്ടറും ഉണ്ട്. ഇവർ തമ്മിൽ ഒരു ബന്ധം ഇല്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. മെൻഡൽ അങ്ങനെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികളുണ്ടായി വന്നപ്പോൾ അല്ലെങ്കിൽ F2 ജനറേഷൻ ഉണ്ടായി കഴിഞ്ഞപ്പം ദർ വാസ് നോ ബ്ലെൻഡിങ്. അവിടെ എന്തുണ്ടായിരുന്നില്ല? ബ്ലെൻഡിങ് മിക്സ് ആയിട്ടുണ്ടായിരുന്നില്ല. ഇവർ രണ്ടുപേരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓരോ ക്യാരക്ടർ കാണിച്ചിട്ട് അവിടെ നിന്നു എന്നുള്ളതാണ്. സോ ഈ സാധനങ്ങൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മെൻഡലിൻ്റെ ഒബ്സർവേഷൻസ്. ഇത് വെച്ചിട്ട് 1, 2, 3 ഒബ്സർവേഷൻസ് ഐ ടോൾഡ് യു അബൌട്ട് ഒബ്സർവേഷൻ. ഒന്നാമത്തെ ഒബ്സർവേഷൻ വാട്ട് F1 resembles only one parent, ഒരൊറ്റ പാരൻറ്റിനെ മാത്രമാണ് F1 റിസംബിൾ ചെയ്തത്. രണ്ടാമത്തെ സാധനം എന്താണെന്ന് വെച്ചാൽ what was the second thing? Just tell me that what was the second thing? That is in F2 there was two parents was there and there was no blending. ഇതായിരുന്നു സാധനം ഉണ്ടായിരുന്നത്. ആൻഡ് that is in F2 there was a ratio of 3:1 ഉണ്ടായിരുന്നുള്ളതാണ് മൂന്നാമത്തെ ഒബ്സർവേഷൻ. സോ F1 resembles one parent, ഒറ്റ പാരൻ്റ് ഉള്ളൂ എന്നുള്ളതാണ് മെൻഡൽ എന്താ പറഞ്ഞത്? മെൻഡൽ പറഞ്ഞത് that is a law of dominance പറഞ്ഞത്. law of dominance
ഡോമിനൻസ് പറയാൻ കാരണം ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് വന്നു കഴിഞ്ഞാൽ പോലും ഇത് ഒരെണ്ണം ഡോമിനേറ്റ് ചെയ്യും മറ്റേ സപ്രസ് ചെയ്ത് പോകുന്നുള്ള കാര്യം മെൻ്റൽ ഗസ് ചെയ്തത് ഇതിനകത്താണ്. സോ ഇതിനകത്ത് നോ ബ്ലെൻഡിങ് എന്നുള്ളിടത്താണ് മെൻ്റൽ കണ്ടുപിടിച്ചത്. ഇറ്റ് ഈസ് എ ഡിസ്ക്രീറ്റ് യൂണിറ്റ് ആണ്. ദിസ് ഈസ് ഡിസ്ക്രീറ്റ് യൂണിറ്റ്സ് ആണെന്നുള്ള കാര്യം കണ്ടുപിടിച്ചത് അവിടെ നിന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? ഇനി 3:1 എന്നുള്ളിടത്താണ് മെൻ്റൽ കണ്ടുപിടിച്ച സാധനം. ദാറ്റ് ഈസ് എന്താ പറയുക, ഈ ക്യാപിറ്റൽ ടി സ്മോൾ ടി നിന്ന് കഴിഞ്ഞാലും ഗ്യാമേറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ ടി ഇങ്ങോട്ട് സ്മോൾ ടി ഇങ്ങോട്ട് മാറിപ്പോകുന്നുള്ള കാര്യം കണ്ടുപിടിച്ചത്. സോ ഇതിൽ നിന്നാണ് അദ്ദേഹം പറഞ്ഞത് ദാറ്റ് ഈസ് എ ലോ ഓഫ് സെഗ്രിഗേഷൻ എന്ന് പറയുന്ന സാധനം അദ്ദേഹം കൊണ്ടുവന്നത് ഇതിനകത്തായിരുന്നു. സോ ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് സാധനം. സോ അദ്ദേഹത്തിൻ്റെ മോണോ ഹൈബ്രിഡ് ക്ലോസിൻ്റെ 3 ഒബ്സർവേഷൻസ് ആണ്. F1 resembles only one parent എന്നുള്ളിടത്താണ് ലോ ഓഫ് ഡോമിനൻസ് വന്നത്. ആൻഡ് നോ ബ്ലെൻഡിങ് എന്നുള്ളിടത്ത് അദ്ദേഹം കൊണ്ടുവന്ന സാധനം ഡിസ്ക്രീറ്റ് യൂണിറ്റ്സ് ആണ്. ഇതൊക്കെ സെപ്പറേറ്റ്ലി ഭയങ്കര സ്റ്റേബിൾ ആയിട്ടുള്ള സാധനമാണ്. ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് പോകും, അത് ഡിസ്ക്രീറ്റ് യൂണിറ്റ് ആണ് എന്ന് പറയാനുള്ള കാരണം ദർ വാസ് നോ ബ്ലെൻഡിങ് എന്നുള്ളതാണ്. 3:1 എന്നുള്ള റേഷ്യോ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞത് ദർ ഇസ് ലോ ഓഫ് സെഗ്രിഗേഷൻ ഉണ്ടെന്നുള്ള കാര്യമാണ്. സോ യു ഹാവ് ടു നോ വാട്ട് വാസ് ദ ഫൈൻഡിങ് ആൻഡ് വാട്ട് വാസ് ദ മെൻ്റലിനെ കണ്ടുപിടുത്ത അതിനകത്തുള്ള കാര്യം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. സോ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ ഇതിനകത്ത് നമ്മളിവിടെ ചോദിച്ച ക്വസ്റ്റൻ എന്താണ്, മെൻ്റൽ പ്രപ്പോസ് ദാറ്റ് ദ ഫാക്ടേഴ്സ് കൺട്രോളിങ് എനി ക്യാരക്ടേഴ്സ് ഡിസ്ക്രീറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ്. അങ്ങനെ പറയാനുള്ള കാരണം ദർ വാസ് നോ ബ്ലെൻഡിങ്. സോ നമുക്ക് റിസൾട്ട്സിന് F2 F3 ജനറേഷനെ പറ്റി പറയുന്നില്ല. ഓസ്പ്രിങ് ക്രോസ് മെയ്ഡ് ബിറ്റ്വീൻ ദ പ്ലാന്റ്സ് ഹാവിംഗ് 2 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഷോ ഓൺലി വൺ ദ ക്യാരക്ടർ വിത്തൗട്ട് എനി ബ്ലെൻഡിങ്. സോ ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ദാറ്റ് തിങ്. സെൽഫ് പോളിനേഷൻ ഓഫ് F1 അല്ല, ക്രോസ് പോളിനേഷൻ ഓഫ് F1 അല്ല, ഇതൊന്നുമല്ല. സോ ഒരു മിനിമം ബോധം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന് ഉത്തരം എഴുതാൻ പറ്റും. കാരണം എങ്ങനെയാണെന്നറിയോ, വൺ തിങ് യു ക്യാൻ സീ ദാറ്റ് തിങ് F3 ജനറേഷൻ ഒരു ജനറേഷൻ ഇല്ല, അപ്പോൾ അത് ഉത്തരവാവില്ല. സെൽഫ് പോളിനേഷൻ ഓഫ് F1 ഇത് വെച്ചിട്ടാണോ പറഞ്ഞിട്ടുണ്ടാവും. സെൽഫ് പോളിനേഷൻ ഓഫ് F1 എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യമല്ലേ ആലോചിക്കുക. ഇനി ക്രോസ് പോളിനേഷൻ ഓഫ് F1 എന്ന് പറഞ്ഞ സാധനം മെൻ്റൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. സോ മോസ്റ്റ് പ്രോബബ്ലി ബി എന്നുള്ള സാധനം നമുക്ക് കുത്താൻ പറ്റും. ഞാൻ പറയുന്നത് ഈവൻ ദോ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഉത്തരം അറിയില്ലെങ്കിൽ പോലും സം ഹൗ യു ഹാവ് ടു കാൽക്കുലേറ്റ് ആൻഡ് റീച്ച് അപ്പ് ടു ദ റൈറ്റ് ആൻസർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നീറ്റ് എക്സാമിന് 160-170 ക്വസ്റ്റൻ ആൻസർ ചെയ്യൽ മസ്റ്റാണ്. സോ ഇത് അറിയില്ല, ഇത് കൺഫ്യൂഷൻ ആണെന്ന് പറഞ്ഞാൽ വിട്ടു പോകാൻ പാടില്ല. പോയി കുത്തിക്കൊള്ളുക, ഡയറക്റ്റ്ലി കുത്തിക്കൊള്ളുക. അറിയില്ല സാധനമാണെങ്കിലും കുത്തിച്ച് എടുത്തിക്കൊള്ളുക എന്നുള്ളതാണ്. സോ യു ഹാവ് ടു നോ വാട്ട് ഈസ് ദറ്റ് ഡിഫറൻസ് ഹിയർ, വാട്ട് ഈസ് ദറ്റ് തിങ്സ് ഹിയർ. മനസ്സിലാവുന്നുണ്ടോ? സോ അടുത്ത ക്വസ്റ്റ്യൻ 9 മണി, ഐ തിങ്ക് ലൈക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്നുള്ള രൂപത്തിൽ തന്നെ വിചാരിക്കാം. സെക്കൻഡ് ലാസ്റ്റ് വയ്ക്കാം. ഐ വിൽ ബി ഡിസ്കസിങ് ബിക്കോസ് വി ഹാവ് മോളിക്കുലർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ് ടു ഡിസ്കസ്. റെഡിയാണോ? 2 ജീൻസ് A and B ആർ ലിങ്ക്ഡ്. A and B ആർ ലിങ്ക്ഡ് എന്നുള്ള കാര്യം പച്ചയ്ക്ക് തന്നിട്ടുണ്ട് അവിടെ. A and B ലിങ്ക്ഡ് ആണ്. ഡൈഹൈബ്രിഡ് ക്രോസ് ഇൻവോൾവിംഗ് ദീസ് 2 ജീൻസ്. F1 heterozygous crossed with homozygous recessive. It is homozygous recessive parent. Type AABB. What would be the ratio of offspring in the next generation? ഭയങ്കര സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിളായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇത് കേൾക്കുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ആയി പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ആദ്യം പറയുന്നത് ഡൈഹൈബ്രിഡ് ക്രോസ് ആണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഡൈഹൈബ്രിഡ് ക്രോസ് ആണെന്ന് പറയുമ്പോൾ വി വിൽ ബി എക്സ്പെക്ടിങ് 9:3:3:1 ഇതിനെ പറ്റിയിട്ട് പറയുന്നുണ്ടാവും, ഡെഫിനറ്റ്ലി പറയുന്നുണ്ടാവും. ആൻഡ് ഇവിടെ ഇവർ പറഞ്ഞിട്ടുണ്ട് A ജീനും B ജീനും ആണ് ഉണ്ടാവുക. പക്ഷേ ഈ 2 ജീൻ എങ്ങനെയാണ് ടൈറ്റ്ലി ലിങ്ക്ഡ് ആണ്. ഇത് ടൈറ്റ്ലി ലിങ്ക്ഡ് ആണ് എന്നുള്ള കാര്യം ഓൾറെഡി തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആൻഡ് മറ്റേ പേരൻറ്റിൻ്റെ പേര് സ്മോൾ എ, നമുക്ക് സ്മോൾ എ സ്മോൾ ബി സ്മോൾ ബി സ്മോൾ ബി, ഇതാണ് മറ്റേ പേരൻറ്റിൻ്റെ സാധനം ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. കാണുന്നുണ്ടോ? ഹോമോസൈഗസ് റെസസീവ് പാരൻ്റ് ആണ്, അത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇപ്പോൾ ക്വസ്റ്റ്യൻ തന്നിട്ടില്ലെങ്കിൽ പോലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എന്താണ്, നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഹോമോസൈഗസ് റെസസീവ് പാരൻ്റ് ആയിട്ട് ക്രോസ് ചെയ്തു എന്നാണ്. ഹോമോസൈഗസ് റെസസീവ് പാരൻ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ക്രോസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹോമോസൈഗസ് റെസസീവ് എന്ന് പറഞ്ഞാൽ സ്മോൾ എ റെസസീവ് ആണ്, സ്മോൾ ബി റെസസീവ് ആണ്. ഹോമോസൈഗസ് പറഞ്ഞാൽ സ്മോൾ എ ആണ്, സ്മോൾ ബി ആണ്. ഇത് ഓൾറെഡി ഇത് തന്നിട്ടില്ലെങ്കിൽ പോലും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? റെഡി ആണോ എന്ന് ആലോചിച്ച് നോക്കുക. സോ ആൻഡ് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഈ എയും ഈ ബിയും ലിങ്ക്ഡ് ആണെന്നുള്ളതാണ്. സോ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇതാണ്, ദിസ് ഇസ് ദ വൺ പേരൻറ്റ് കേട്ടോ, ദിസ് ഇസ് വൺ പേരൻറ്റ്. രണ്ടാമത്തെ പേരൻറ്റ് എന്താണ്? രണ്ടാമത്തെ പേരൻറ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഡൈഹൈബ്രിഡ് ക്രോസ് ഇൻവോൾവിംഗ് ദിസ്. നമുക്ക് ഹെറ്ററോസൈഗസ് ആണ് രണ്ടാമത്തെ പേരൻറ്റ്. രണ്ടാമത്തെ പേരൻറ്റ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എ സ്മോൾ എ ക്യാപിറ്റൽ ബി സ്മോൾ ബി ആണ് ഇതിനകത്തുള്ള രണ്ടാമത്തെ പേരൻറ്റ് എന്ന് പറയുന്ന സാധനം. ഓക്കെ ആണല്ലോ, ദിസ് ഇസ് സെക്കൻഡ് പേരൻറ്റ്. പക്ഷേ ഇതിനകത്ത് തന്നിട്ടുള്ള ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സാധനം ഡെഫിനറ്റ്ലി വി വിൽ ബി ഗോയിങ് ഫോർ 1:1:1:1 പോകാൻ സാധ്യതയുണ്ട് നമ്മുടെ തോട്ട്. പക്ഷേ യു ഹാവ് ടു നോ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ എയും ബിയും ടൈറ്റ്ലി ലിങ്ക്ഡ് ആണ്. അതായത് സ്മോൾ എ സ്മോൾ ബി എന്ന് പറയുന്ന സാധനം ഇത് ടൈറ്റ്ലി ലിങ്ക്ഡ് ആണ്. ദിസ് വിൽ ബി ആക്ടിങ് ആസ് എ സിംഗിൾ യൂണിറ്റ്, ഒറ്റ യൂണിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുള്ളൂ. ഇത് രണ്ടായിട്ട് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രോമസോംസ് ഉണ്ടാക്കാനോ സാധനങ്ങൾ ഉണ്ടാക്കാനൊന്നും വഴിയില്ല. അതുപോലെ ക്യാപിറ്റൽ എ സ്മോൾ എ ക്യാപിറ്റൽ ബി സ്മോൾ ബി എന്നുള്ളത് ഇത് ഒരൊറ്റ യൂണിറ്റ് ആയിട്ടേ വർക്ക് ചെയ്യുള്ളൂ, ഒരു ജീൻ പോലെ വർക്ക് ചെയ്യുന്നുണ്ടാവുള്ളൂ. സോ ഫൈനലി യു വിൽ ബി ഗെറ്റിംഗ് എങ്ങനെ കിട്ടുന്നുണ്ടാവുക, ഒരു ഇതിനകത്തുനിന്ന് ഗ്യാമേറ്റ് ഉണ്ടാവുകയാണെങ്കിൽ, സോ സപ്പോസ് ഈ ഒന്നാമത്തെ പേരൻറ്റിൽ നിന്ന് ഗ്യാമേറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ദിസ് ഗ്യാമേറ്റ് വിൽ ബി ഓൾവേസ് ഒരൊറ്റ ഗ്യാമേറ്റ് ക്യാപിറ്റൽ എ സ്മോൾ ബി എന്നുള്ള ഒരു ഗ്യാമേറ്റ് മാത്രമേ ഉണ്ടാവും, സ്മോൾ എ സ്മോൾ ബി എന്നുള്ള ഗ്യാമേറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആൻഡ് ഇവിടെ നിന്ന് ഗ്യാമേറ്റ് ഉണ്ടാവുകയാണെങ്കിൽ 2 ടൈപ്പ് ഗ്യാമേറ്റ് ഉണ്ടാവും. യു സീ ദാറ്റ് തിങ് എങ്ങനെ ഉണ്ടാവുക. സോ ഇറ്റ് വിൽ ബി ലൈക്ക്
എങ്ങനെ ഉണ്ടാവുന്ന ഗ്യാമേറ്റ് ഉണ്ടാവുന്ന ആലോചിച്ച് നോക്കിയാൽ ക്യാപിറ്റൽ എയിൻ്റെ കൂടെ ഓക്കെ ക്യാപിറ്റൽ എയിൻ്റെ കൂടെ ഒരു ബി വരുന്നുണ്ടാവും പിന്നെ സ്മോൾ ഇതിൻ്റെ കൂടെ ഇങ്ങനെ വരുന്നുണ്ടാവും ദിസ് ഈസ് ദ ഓൺലി ഗ്യാമേറ്റ് ദാറ്റ് വിൽ ബി കമ്മിങ് ഈ രണ്ട് ഗ്യാമേറ്റ് മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ സോ ഫൈനലി യു വിൽ ബി ഗെറ്റിംഗ് ദ റേഷ്യോസ് 1:1 എന്നുള്ള റേഷ്യോ മാത്രമേ വരുള്ളൂ വേറെ ഒരു റേഷ്യോയും വരില്ല ഡൈഹൈബ്രിഡ് ക്രോസ് ആണെന്ന് പറയുന്നുണ്ട് പക്ഷേ ഡൈഹൈബ്രിഡ് ക്രോസിലുള്ള രണ്ട് ജീനുകളും ലിങ്ക്ഡ് ആണെന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ദിസ് വിൽ ബി ഗെറ്റിംഗ് ലൈക്ക് ദിസ് ഓക്കെ സോ ഐ വിൽ ബി മേക്കിംഗ് ഫർദർ മോർ എക്സ്പ്ലനേഷൻ സോ ഫസ്റ്റത്തെ കാര്യം ഇത് ഇത്രയും വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം രണ്ടാമത്തെ എക്സ്പ്ലനേഷൻ ഞാൻ പറയാം നമുക്ക് ഈ സാധനം കിട്ടുന്നത് ഈ രണ്ട് പേരൻറ്റിന് എങ്ങനെയാണ് കിട്ടുക എന്നുള്ള അറിയത് ഈ പേരൻറ്റ് ക്വസ്റ്റിന് തന്ന പേരൻ്റാണ് ഈ പേരൻറ്റ് നമ്മൾ എലൂസിഡേറ്റ് ചെയ്തെടുത്ത പേരൻ്റാണ് ഈ പേരൻറ്റിൻ്റെ കാര്യം നമ്മൾ കണ്ടുപിടിച്ച പേരാണ് കാരണം ഹെട്രോസൈഗസ് എന്ന് പറഞ്ഞിട്ടുണ്ട് സോ കിട്ടിയ കാര്യങ്ങളാണ് സോ ലെറ്റ് മീ ഡ്രോ ദിസ് പേരൻറ്റിൻ്റെ ക്രോമസോംസ് വരയ്ക്കാം ഐ വിൽ ജസ്റ്റ് ഡ്രോ ദ ക്രോമസോംസ് ഓഫ് ദിസ് പേരൻറ്റ്സ് ജസ്റ്റ് സീ ദാറ്റ് തിങ് ദിസ് ഇസ് ഇങ്ങനെയാണ് ഉണ്ടാവുക ഇല്ലേ പേരൻറ്റ് 1ൻ്റെ ക്രോമസോംസാണ് ഞാൻ വരയ്ക്കുന്നത് സോ ഐ ടോൾഡ് യു ലൈക്ക് ഇവിടെ എ ആണെങ്കിൽ തൊട്ടപ്പുറത്തെ ക്രോമസോമിൽ എ ആയിരിക്കും ദിസ് ഇസ് ദ ഹോമോലോഗസ് ക്രോമസോം ഇത് ബി ആണെങ്കിൽ ഇവിടെയും ബി ആയിരിക്കും ഓക്കെ അല്ലേ റെഡി അല്ലേ സോ ദിസ് ഈസ് ദ പേരൻറ്റ് 1 this is your parent 1 ആണ് അല്ലേ സോ യു നോ ദാറ്റ് തിങ് ഈ എ ആൻഡ് ബി ആർ ലിങ്ക്ഡ് ആണോ അല്ലയോ ഈ എ ആൻഡ് ബി ആർ ലിങ്ക്ഡ് ആണ് ഈ എ ആൻഡ് ബി ആർ ലിങ്ക്ഡ് ആണ് അതുകൊണ്ട് ഒരിക്കലും ഇത് തമ്മിൽ ക്രോസിംഗ് ഓവർ നടക്കില്ല ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് നടക്കില്ല സോ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഗ്യാമേറ്റ് ഉണ്ടാകുമ്പോൾ ദിസ് വിൽ ബി ഗോയിങ് ഇൻ ടു 1 ഗ്യാമേറ്റ് ഇങ്ങനെ തന്നെ നടക്കും വിത്തൗട്ട് ക്രോസിംഗ് ഓവർ ഇത് ഇങ്ങനെ തന്നെ നടക്കും സോ ഇവിടുന്ന് എ ബി ഇവിടുന്ന് എ ബി ഇങ്ങനത്തെ രണ്ട് ഗ്യാമേറ്റ് ആണ് ഇവിടുന്ന് ഉണ്ടാവുക വേറെ ഗ്യാമേറ്റ്സ് ഒന്നും ഉണ്ടാവില്ല ഇനി പേരൻറ്റ് 2 ഐ വിൽ ബി ജസ്റ്റ് ഡ്രോയിങ് ദ പേരൻറ്റ് 2 ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് തിങ് പേരൻറ്റ് 2 എങ്ങനെ ഉണ്ടാവുന്നത് ഐ ടോൾഡ് യു ദാറ്റ് ഈസ് ക്യാപിറ്റൽ എ സ്മോൾ എ ക്യാപിറ്റൽ ബി സ്മോൾ ബി ആണ് കാരണം ഹെട്രോസൈഗസ് ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് സോ ഇവിടെ ക്യാപിറ്റൽ എയും ഇവിടെ സ്മോൾ എയും ഇവിടെ ക്യാപിറ്റൽ ബിയും ഇവിടെ സ്മോൾ ബിയും ആണ് ഉണ്ടാവുക ആരും അണ്ടർസ്റ്റാൻഡിങ് മക്കളെ മനസ്സിലാവുന്നുണ്ടോ ആൻഡ് സോ ഇതിങ്ങനെയാണ് ഉണ്ടാവുക ഇനി തിരിച്ചിട്ടും ഉണ്ടാവുക കേട്ടോ ദർ ഇസ് അനദർ പോസിബിലിറ്റി ഇങ്ങനെ തന്നെ വേണമെന്നില്ല ഇപ്പോൾ ഞാൻ പറയാണ് ഇതിങ്ങനെയാണെന്ന് പറയാണ് ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഇതിങ്ങനെയാണ് പറയുകയാണെന്ന് വെച്ചോ സോ ഇവിടെ ക്യാപിറ്റൽ ബിയും ഇവിടെ സ്മോൾ ബി ആണെന്ന് പറയാം എങ്ങനെയായാലും നമ്മൾ എഴുതുമ്പോൾ അങ്ങനെ തന്നെ എഴുതുള്ളൂ ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി സ്മോൾ ബി എന്ന് എഴുതാൻ പറ്റും ആൻഡ് ദർ ഈസ് ഓൾസോ ഈ രണ്ട് ജീൻസ് ആർ ലിങ്ക്ഡ് ആണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് സോ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിട്ട് പുതിയൊരു കോമ്പിനേഷൻ ഉണ്ടാവില്ല നടക്കില്ല കാരണം എക്സ്ചേഞ്ച് ആവില്ല കാരണം ഈ എയും ബിയും ലിങ്ക്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഗ്യാമേറ്റ് ഫോം ചെയ്യുമ്പോൾ എന്തുണ്ടാവും ഇതൊരു ഗ്യാമേറ്റ് ആവും ദിസ് വിൽ ബി എ ഗ്യാമേറ്റ് ഇങ്ങനത്തെ ഒരു ഗ്യാമേറ്റ് ഉണ്ടാവും ദാറ്റ് ഈസ് ക്യാപിറ്റൽ എ സ്മോൾ ബി അടുത്ത സാധനം ഇങ്ങനത്തെ ഒരു ഗ്യാമേറ്റ് ഉണ്ടാവും ദാറ്റ് വിൽ ബി സ്മോൾ എ ക്യാപിറ്റൽ ബി എന്നൊരു ഗ്യാമേറ്റ് ഉണ്ടാവും ഈ രണ്ട് ഗ്യാമേറ്റുകൾ ഉണ്ടാവുള്ളൂ സോ നമുക്ക് ഇവിടെ ഒരു ടൈപ്പ് ഗ്യാമേറ്റും ഇവിടെ രണ്ട് ടൈപ്പ് ഗ്യാമേറ്റുമാണ് ഉണ്ടായത് സോ ഇത് തമ്മിൽ മിക്സ് ആയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി 1:1 എന്നുള്ള സാധനം നമുക്ക് ഒരെണ്ണത്തിൽ ഇത് രണ്ട് മിക്സ് ആയിട്ടൊരു പോസിബിലിറ്റി ഉണ്ട് പിന്നെ ഇത് രണ്ട് മിക്സ് ആയിട്ടൊരു പോസിബിലിറ്റി ഉണ്ട് സോ 1:1 എന്നുള്ള ഒരൊറ്റ പോസിബിലിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലാതെ 1:1:1:1 എന്നുള്ള ഒരു പോസിബിലിറ്റിയിലേക്ക് ഇത് പോവില്ല എന്നുള്ളതാണ് ബിക്കോസ് ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് ക്ലിയർലി ഗിവിംഗ് മനസ്സിലാവുന്നുണ്ടോ ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് ക്ലിയർലി ഗിവിംഗ് ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് ദ തിങ് സോ ആൻസർ വിൽ ബി ഡി വിത്ത് ദ ഓപ്ഷൻ ഒരിക്കലും ഇതിലേക്ക് പോവില്ല വൈ ബിക്കോസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ദിറ്റ് ഈസ് ടൈറ്റ്ലി ലിങ്ക്ഡ് ദർ ഈസ് നോ റീകോമ്പിനേഷൻ ആർ യു അണ്ടർസ്റ്റാൻഡിങ് ക്ലിയർ ആണോ എന്ന് ആലോചിക്കുക ഈസ് ദാറ്റ് ക്ലിയർ എന്ന് ആലോചിച്ച് നോക്കിയാൽ ക്വസ്റ്റ്യനിൽ ലിങ്ക്ഡ് ആണെന്ന് പറഞ്ഞതുകൊണ്ടാണ് സപ്പോസ് ഇനി ക്വസ്റ്റ്യനിൽ ഞാൻ പറയുകയാണ് ഇറ്റ് ഈസ് നോട്ട് ലിങ്ക്ഡ് എന്നാണ് ക്വസ്റ്റ്യനിലുള്ളതെന്ന് വിചാരിക്കുക സപ്പോസ് ക്വസ്റ്റ്യനിലുള്ളത് നോട്ട് ലിങ്ക്ഡ് ആണെന്ന് വിചാരിക്കുക സോ അങ്ങനെയാണെങ്കിൽ രണ്ട് പാരൻസ് വിൽ ബി സീയിങ് ദാറ്റ് തിങ് ഓക്കെ ഒന്ന് വരച്ച് നോക്കാം കേട്ടോ വിൽ ബി സീയിങ് ദാറ്റ് തിങ് ഒരു പാരൻറ്റ് 1 എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ് പാരൻറ്റ് 1 ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് സോ സ്മോൾ എ ഇങ്ങനെയല്ലേ പാരൻറ്റ് 1ൻ്റെ സാധനം ഉണ്ടായിരുന്നത് സ്മോൾ എ സ്മോൾ ബി ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് സോ ഇത് ഇത് ബി ഹോമോലോഗസ് ക്രോമസോമിൻ്റെ സെയിം പ്രൊസീജിയറിൽ സാധനം ഉണ്ടാവും സോ ദിസ് ഈസ് ഹൗ ദ പാരൻറ്റ് 1 വിൽ ബി ലുക്കിംഗ് ആൻഡ് പാരൻറ്റ് 2 വിൽ ബി ലുക്കിംഗ് ലൈക്ക് എങ്ങനെയുണ്ടാവുക പാരൻറ്റ് 2 വിൽ ബി ലുക്കിംഗ് ലൈക്ക് പറഞ്ഞോ പാരൻറ്റ് 2 വിൽ ബി ലുക്കിംഗ് ലൈക്ക് ഇങ്ങനെയുണ്ടാവുക സോ പാരൻറ്റ് 2ൻ്റെ സാധനം ഞാൻ പറഞ്ഞിട്ടുണ്ട് ദാറ്റ് ഈസ് ക്യാപിറ്റൽ എ സ്മോൾ എ ക്യാപിറ്റൽ ബി സ്മോൾ ബി കാരണം ഹെട്രോസൈഗസ് തന്നിട്ടുണ്ട് അവിടെ ക്വസ്റ്റ്യൻ അതുകൊണ്ടാണ് സോ ഇത് ക്യാപിറ്റൽ എ ഇത് സ്മോൾ എ ഇത് എങ്ങനെ വേണമെങ്കിലും എഴുതാം ഇവിടെ ക്യാപിറ്റൽ ബി എഴുതാം അപ്പുറത്ത് എഴുതാം എങ്ങനെയായാലും ഒരെണ്ണം ക്യാപിറ്റൽ ബി ഒരെണ്ണം സ്മോൾ ബി ആവണമെന്നുള്ളൂ സോ ഇത് ക്യാപിറ്റൽ ബി ഇത് സ്മോൾ ബി ഇങ്ങനെയാണെന്ന് വിചാരിച്ചു സോ ഇതിന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ദിസ് ഈസ് നോട്ട് ലിങ്ക്ഡ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുക സോ അങ്ങനെയാണെങ്കിൽ വാട്ട് ക്യാൻ ബി ഒക്കറിങ് ഇവിടെ റീകോമ്പിനേഷൻസ് ഉണ്ടാവും സോ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരു തവണ വിത്തൗട്ട് ഒരു റീകോമ്പിനേഷൻ പോലും ഇല്ലാതെ ഇങ്ങനത്തെ ഒരു ഗ്യാമേറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് യു ഹൗ ടു സീ ദാറ്റ് ഇങ്ങനത്തെ ഒരു ഗ്യാമേറ്റ് ഉണ്ടാവും സോ ഒരു ഗ്യാമേറ്റിൽ എങ്ങനെ ഉണ്ടാവുക ഒരു ഗ്യാമേറ്റിൽ ഇവിടെ എ ഉണ്ടാവും ഇവിടെ ക്യാപിറ്റൽ ബി ഉണ്ടാവും അടുത്ത ഗ്യാമേറ്റിൽ എങ്ങനെ ഉണ്ടാവും ദിസ് വിൽ ബി ലുക്കിംഗ് ലൈക്ക് ദാറ്റ് സ്മോൾ എ സ്മോൾ ബി ഇങ്ങനെ ഉണ്ടാവും ദിസ് ഈസ് വൺ പോസിബിലിറ്റി ഇനി സപ്പോസ് ഇവിടെ റീകോമ്പിനേഷൻ നടന്നു എന്ന് വിചാരിക്കുക അതായത് ഈ ജീൻ ഇങ്ങോട്ടും വന്നു എന്ന് വിചാരിക്കുക സോ ദാറ്റ് ഈസ് ബൈ ദ റീകോമ്പിനേഷൻ ബിക്കോസ് ഇറ്റ് ഈസ് അൺലിങ്ക്ഡ് ഇറ്റ് ക്യാൻ ഈസിലി മിയോസിസ് നടക്കുന്ന സമയത്ത് നമ്മുടെ പാക്കറ്റിൻ സ്റ്റേജിൽ സൈഗോട്ടിൻ കഴിഞ്ഞ് പാക്കറ്റിൻ സ്റ്റേജിൽ ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട് സോ യു ഹൗ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് തിങ് ക്ലിയർ ആണല്ലോ അല്ലേ ഇതിങ്ങനെ മാറുന്നുണ്ടെങ്കിൽ ഹൗ ഇറ്റ് വിൽ ബി ചേഞ്ചിങ് ഇതെങ്ങനെ ചേഞ്ച് ചെയ്യുന്നുണ്ടാവുക റീകോമ്പിനേഷൻ നടന്നു കഴിഞ്ഞാൽ ജസ്റ്റ് തിങ്ക് ലൈക്ക് ഈ റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടന്നു കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ ദിസ് വിൽ ബി ചേഞ്ചിങ് ഇങ്ങനെ ചേഞ്ച് ആവുന്നുണ്ടോ? റെഡി? സോ ആണോ അല്ലയോ ആലോചിച്ച് നോക്കിയാൽ. സോ ഈ സ്മോൾ എ ഇവിടെ എത്തി, സ്മോൾ എ ഇവിടെ എത്തി, ക്യാപിറ്റൽ ബി ഇവിടെ ഉണ്ട്, പിന്നെ ക്യാപിറ്റൽ എ ഇവിടെ എത്തി, ഇവിടെ എന്തുണ്ട് സ്മോൾ ബി ഉണ്ടെന്ന് വിചാരിക്കുക. എന്നിട്ട് ഇനി എന്തുണ്ടാവുകയാണ്? റീകോമ്പിനേഷൻ നടന്നു കഴിഞ്ഞിട്ട് ഗ്യാമേറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ദർ ഇസ് അനദർ പോസിബിലിറ്റി. എങ്ങനത്തെ പോസിബിലിറ്റി ഉണ്ടാവും? ദർ ഇസ് സ്മോൾ എ ക്യാപിറ്റൽ ബി എന്നൊരു സാധനവും ദർ വിൽ ബി എന്തുണ്ടാവും? ക്യാപിറ്റൽ എ സ്മോൾ ബി എന്നൊരു സാധനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആർ യു അണ്ടർസ്റ്റാൻഡിങ്? സോ എത്ര ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗ്യാമേറ്റ്സ് ഉണ്ടായി? സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി എന്നൊരു ഗ്യാമേറ്റ്, സ്മോൾ എ സ്മോൾ ബി എന്നൊരു ഗ്യാമേറ്റ്, രണ്ടാമത്തെ ഗ്യാമേറ്റ്, അടുത്ത് സ്മോൾ എ ക്യാപിറ്റൽ ബി എന്നൊരു ഗ്യാമേറ്റ്, അടുത്ത് ക്യാപിറ്റൽ എ സ്മോൾ ബി എന്നൊരു ഗ്യാമേറ്റ്. 4 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗ്യാമേറ്റ് ഉണ്ടാവും. ആൻഡ് ഈ പാരൻറ്റ് ബി എന്ന് ഇവിടെ നിന്ന് ഉണ്ടാവുന്നത് ഒറ്റ ടൈപ്പ് ഗ്യാമേറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് ഇങ്ങനെ ഉണ്ടാവുക. കാരണം ഇത് രണ്ടും ഒരേപോലത്തെ ആവുന്നത് ക്യാപിറ്റൽ എ സ്മോൾ ബി എന്ന്, സ്മോൾ എ സ്മോൾ ബി എന്ന് തന്നെയായിരിക്കും. സോ നമുക്ക് ഇവിടെ നിന്ന് ഒരു പ്ലാന്റ് ഉണ്ടാവും, ഇവിടെ നിന്ന് രണ്ടാമത്തെ പ്ലാന്റ് ഉണ്ടാവും, ഇവിടെ നിന്ന് മൂന്നാമത്തെ പ്ലാന്റ് ഉണ്ടാവും, ഇവിടെ നാലാമത്തെ പ്ലാന്റ് ഉണ്ടാവും. സോ ഇതൊന്ന്. സോ 1:1:1:1 വരും. സോ ദിസ് ഈസ് അൺലിങ്ക്ഡ് ആണെങ്കിൽ ഇവിടെ റീകോമ്പിനേഷൻ ഒരു പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ദർ ക്യാൻ ബി 4 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗ്യാമേറ്റ്സ് ഉണ്ടാവാം. പക്ഷേ ഇഫ് ഇറ്റ് ഈസ് ലിങ്ക്ഡ്, അവിടെ അങ്ങനെ ഒരു റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞ സാധനം നടക്കില്ല. ഒരിക്കലും റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞ സാധനം നടക്കില്ല. ദർ വിൽ ബി ഓൺലി 2 ഗ്യാമേറ്റ് മാത്രം. സോ ആൻസർ വിൽ ബി 1:1. മനസ്സിലാവുന്നുണ്ടോ? സോ ഹൗ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് വെൻ ഇറ്റ് ഈസ് ലിങ്ക്ഡ് ആൻഡ് വെൻ ഇറ്റ് ഈസ് അൺലിങ്ക്ഡ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ്. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ ആണോ? ഇസ് ദാറ്റ് clear? Then I will be switching to the next chapter. Ready? മനസ്സിലാവുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയാൽ. സോ ദിസ് is this okay? Is this okay? Is this okay? This is my question. If the genes are linked and if the genes are unlinked, how the answer will be changing? If the genes are unlinked, the answer will be this thing. If the genes are linked, the answer will be this thing. So what is linkage എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം. ആൻഡ് വാട്ട് ഈസ് ഇത് സിംപ്ലി യു ഹാവ് ടു റിലേറ്റ് വിത്ത് ദ അതർ ചാപ്റ്റേഴ്സ് ഓൾസോ. കുറച്ചൊരു സാധനം വേണം. ക്ലിയർ ആണോ? റെഡിയാണോ? Is that okay? I want a feedback from you. നിങ്ങളുടെ സൈഡിൽ നിന്ന് എനിക്കൊരു ഫീഡ്ബാക്ക് വേണം. then only I can go forward. എങ്കിൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതർവൈസ് ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ഫോർ മീ. ക്ലിയർ ആണോ എന്ന് ആലോചിക്കുക. നിങ്ങളുടെ കയ്യിൽ നിന്നുള്ളൊരു ഫീഡ്ബാക്ക് വേണം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഐ വിൽ ബി സ്വിച്ചിങ് ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ. റെഡിയാണോ മക്കളെ? മനസ്സിലാവുണ്ടോ? സോ ഞാൻ ഇതിനകത്ത് കുറേ ക്വസ്റ്റ്യൻസ് ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞ സാധനത്തിൽ നിന്ന് ചെയ്തു. And we have our molecular basis of inheritance എന്ന് പറഞ്ഞ ചാപ്റ്റർ ഹിയർ. സോ we will be starting with the molecular basis of inheritance. എല്ലാവരും ഒന്നുകൂടി ഒന്ന് റീ എനർജൈസ് ചെയ്തിട്ട് ഒന്നുകൂടി പവർ ആക്കിയിരിക്കണം. I will be having like another 1.5 hour for the molecular basis of inheritance. റെഡിയാണോ? സോ ഒരുപാട് സാധനങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഡിസ്കസ് ചെയ്ത സാധനങ്ങൾ അത്രയും ക്ലിയർ ആക്കി ഡിസ്കസ് ചെയ്ത് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. സോ ഇങ്ങനെ ഫാസ്റ്റായിട്ട് പോകുന്നൊരു കാര്യമില്ല. നിങ്ങൾക്കൊരു ലോജിക് കിട്ടണമല്ലോ, കാര്യം കിട്ടണമല്ലോ. സോ ഇതാണ് സാധനം. റെഡിയാണോ? ഓക്കെ, വളരെ സിമ്പിളാണ് അല്ലേ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് ഇൻ എ DNA strand the nucleotides are linked together by okay. സോ ഇതാണ് ക്വസ്റ്റ്യൻ. സോ വിൽ ബി ഡിസ്കസിങ് അബൌട്ട് എ ന്യൂക്ലിയോടൈഡ്. റെഡി? സോ ന്യൂക്ലിയോടൈഡിൽ നമുക്കറിയാൻ പറ്റും ഒന്നാമത്തെ സാധനം ദാറ്റ് ഇസ് എ പെൻഡോസ് ഷുഗർ ആണ്. റെഡിയാണോ? പെൻഡോസ് ഷുഗർ ആണ്. പെൻഡോസ് ഷുഗറിന് 1 2 3 4 കാർബൺ, അത് കഴിഞ്ഞിട്ട് ഒരു 5ാമത്തെ കാർബൺ ഇങ്ങനെ ഉണ്ടാവും. ദിസ് ഈസ് 5 കാർബണുള്ള പെൻഡോസ് ഷുഗർ. ഒരു പെൻഡംഗുലർ റിംഗ് ആണ്. ചെറിയൊരു വികലാംഗൻ സംഭവിച്ച പെൻഡംഗുലർ റിംഗ് ആണ്. ക്ഷമിക്കുക. ഓക്കെ, ഞാൻ വരച്ചെത്തുമ്പോഴത്തേക്ക് ചിലപ്പോൾ അങ്ങനെ ആയിപ്പോയതാണ്. ഓക്കെ അല്ലേ? റെഡിയാണല്ലോ അല്ലേ? ഈ ഫസ്റ്റ് കാർബൺ ആറ്റത്തിലേക്ക് യു ഹൗ ടു അണ്ടർസ്റ്റാൻഡ് ദർ വിൽ ബി എ നൈട്രജൻ ബേസ് വിൽ ബി കണക്ടിങ്. ഫസ്റ്റ് കാർബൺ ആറ്റത്തിലേക്ക് നൈട്രജൻ ബേസ് കണക്ട് ആവുന്നുണ്ടാവും. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എവിടെയാണ് നൈട്രജൻ ബേസ് കണക്ട് ചെയ്യുന്നത് നോക്കും? ഒന്നാമത്തെ കാർബൺ ആറ്റത്തിലാണ്. സോ ദിസ് ഈസ് നോൺ ആസ് യുവർ ദിസ് ബോണ്ട് ഈസ് നോൺ ആസ് നൈട്രജനും ഷുഗറും ആണ്. സോ ദിസ് ഈസ് നോൺ ആസ് എൻ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്, എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്നാണ് വിളിക്കുക. ദിസ് ഈസ് നോൺ ആസ് വാട്ട്? എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്നാണ് വിളിക്കുക. ദിസ് ഈസ് നോൺ ആസ് എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ക്ലിയർ ആണോ? ദിസ് ഈസ് വെരി ക്ലിയർ. ദിസ് ഈസ് എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട്. സംശയമൊന്നുമില്ല, ഒന്നാമത്തെ കാർബൺ ആറ്റത്തിലാണ് ലിങ്ക് ചെയ്യുന്നുണ്ടാവുക. റെഡിയാണോ? സോ ദിസ് ഈസ് നോൺ ആസ്, ഇപ്പോൾ ഇവിടെ ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ട്? ഇതിനകത്ത് യു ക്യാൻ സീ ദാറ്റ് തിങ്. ഇതിനകത്തൊരു നൈട്രജൻ ബേസ് ഉണ്ട്. ദിസ് ഈസ് എ നൈട്രജൻ ബേസ് ആൻഡ് ദർ ഇസ് എ ഷുഗർ ഉണ്ട്. സോ ഹിയർ ഈസ് എൻ ഉണ്ട്, എസ് ഉണ്ട്. എന്നും എസും കൂടി ചേർത്ത് കഴിഞ്ഞാൽ NS ആണ് അല്ലേ? ഹൗ ഇസ് NS? ദാറ്റ് ഈസ് നോൺ ആസ് യുവർ ന്യൂക്ലിയോസൈഡ്. ദിസ് ഈസ് യുവർ ന്യൂക്ലിയോസൈഡ്. ക്ലിയർ ആണോ? എന്നും എസും കൂടി ചേർത്ത് ദാറ്റ് ഈസ് ന്യൂക്ലിയോസൈഡ്. കൺഫ്യൂഷൻ ആണ് ന്യൂക്ലിയോടൈഡ് ഏതാ ന്യൂക്ലിയോസൈഡ് ഏതാന്നുള്ള കാര്യം. സോ ദിസ് ഈസ് ഇറ്റ് NS ആണ്. ആൻഡ് സീ ദാറ്റ് തിങ്. ഇതിൻ്റെ 5ാമത്തെ കാർബണിലേക്ക് സീ ദാറ്റ് തിങ് ദർ ഇസ് 5ാമത്തെ കാർബൺ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 5ാമത്തെ കാർബണിലേക്ക് ഇഫ് ദർ ഇസ് എ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഹൈപ്പോഫോസ്ഫേറ്റിക് H2PO4 ആണ് അറ്റാച്ച് ചെയ്യുന്നുണ്ടാവുക. ബട്ട് ഐ വിൽ ബി ജസ്റ്റ് മെൻഷനിങ് ഇറ്റ് ഈസ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഓൺ ദ 5th കാർബൺ ആറ്റം. സോ ദിസ് ഈസ് നോൺ ആ 5th കാർബൺ ആറ്റത്തിലുള്ള ബോണ്ടിൻ്റെ പേര് ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് എന്നാണ്. ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് എന്നാണ് വിളിക്കുന്നുണ്ടാവുക. സോ ഇതിനകത്ത് ഇപ്പോൾ എത്ര സാധനങ്ങളുണ്ട്? 3 സാധനങ്ങളുണ്ട്. നമ്പർ 3. ഓക്കെ, യു ഹാവ് ടു സീ ദാറ്റ് തിങ്. 1 2 3. നമ്പർ 3 അല്ലേ? നമ്പർ 3 ആണ്. സോ ദാറ്റ് ഈസ് ഫോർ വാട്ട്? ന്യൂക്ലിയോടൈഡ്. ദിസ് ഈസ് നോൺ ആസ് ന്യൂക്ലിയോടൈഡ് എന്നാണ് വിളിക്കുക. ദിസ് ഈസ് ന്യൂക്ലിയോടൈഡ്. സോ യു ഹാവ് ടു നോ വാട്ട് ഈസ് ന്യൂക്ലിയോസൈഡ്, വാട്ട് ഈസ് ന്യൂക്ലിയോടൈഡ്, വാട്ട് ഈസ് ദ number bonds are there. So nucleotide it will be having N glycosidic bond, what is the first carbon atom, and on the 5th carbon atom there is a phosphoester bond. What bond? Phosphoester bond. Remember the name phosphoester bond, not phosphodiester bond. It is phosphoester bond. Clear ആണോ മക്കളെ? ആലോചിച്ച് നോക്ക്. റെഡി ആണോ എന്ന് ആലോചിച്ച് നോക്ക്. സോ ഇനി I will be drawing 2 nucleotides. Okay, so this is the first nucleotide. Okay, so
റെഡിയാണോ മക്കളെ? ദിസ് ഇസ് ഫസ്റ്റ് ന്യൂക്ലിയോടൈഡ്, ദർ ഇസ് ഓക്സിജൻ, ഹിയർ ഇസ് വാട്ട് ഈസ് ഫസ്റ്റ് കാർബൺ ആറ്റത്തിൽ ഒരു ഇതുണ്ട്. സോ ദിസ് ഇസ് ഫിഫ്ത്ത് കാർബൺ ആറ്റത്തിൽ ഒരു ഫോസ്ഫേറ്റ് ഉണ്ട്. റെഡിയാണോ? ദിസ് ഈസ് ഹൗ ഇറ്റ് വിൽ ബി ദാറ്റ്. റെഡിയാണോ? സോ ഇത് ഒന്നാമത്തെ കാർബൺ, ഇത് രണ്ടാമത്തെ കാർബൺ, ഇത് മൂന്നാമത്തെ കാർബൺ, ഇത് നാലാമത്തെ കാർബൺ, ഇത് അഞ്ചാമത്തെ കാർബൺ. മൂന്നാമത്തെ കാർബണിൽ ദർ വിൽ ബി ആൻ OH വിൽ ബി ദർ, ഫ്രീ OH ഉണ്ടാവും. എവറി കാർബൺ ആറ്റം വിൽ ബി ഹാവിങ് എ ഫ്രീ OH ഗ്രൂപ്പ് ഉണ്ടാവും. നോട്ട് ഗോയിങ് ടു ദ ഡീറ്റെയിൽസ്. സോ ഇത് രണ്ടാമത്തെ എന്താണ് ന്യൂക്ലിയോടൈഡ് ആണ്. സോ അതിനകത്ത് നമുക്കറിയാം ഒന്നാമത്തെ കാർബണിൽ എന്തുണ്ടാവും? നൈട്രജൻ ബേസ് ഉണ്ടാവും. 1 2 3, 3 എന്തുണ്ടാവും? OH ഉണ്ടാവും. ആണോ? ഇത് 4, 4 5, 5 എന്തുണ്ടാവും? ഫോസ്ഫേറ്റ് ഉണ്ടാവും. റെഡിയാണോ? സോ ഹിയർ ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ജസ്റ്റ് സീ ദാറ്റ് തിങ്. ഒന്നാമത്തെ ന്യൂക്ലിയോടൈഡിൻ്റെ ഏതാ? ഒന്നാമത്തെ ന്യൂക്ലിയോടൈഡ്, ദിസ് ഒന്നാമത്തെ ന്യൂക്ലിയോടൈഡ്. ഏതാ രണ്ടാമത്തെ ന്യൂക്ലിയോടൈഡ്? ദിസ് രണ്ടാമത്തെ ന്യൂക്ലിയോടൈഡ്. ഒന്നാമത്തെ ന്യൂക്ലിയോടൈഡിൻ്റെ 3' പൊസിഷൻ എന്ന് ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഒന്നാമത്തെ ന്യൂക്ലിയോടൈഡിൻ്റെ 3' പൊസിഷനുള്ള ഈ OHും ഇവിടെ നിന്നുള്ള ഒരു Hും കൂടി ഇങ്ങനെയാണ് കണ്ടൻസ് ചെയ്യുക. And that will be forming a bond like this, that is from 3' of the first carbon atom to the 5' of the second carbon atom. See that thing, ഇത് 5th carbon atom അല്ലേ? അവിടെയല്ലേ കഥ ഉള്ളത്. സോ ഈ സാധനമാണ്. ദിസ് ബോണ്ട് ഈസ് നോൺ ആസ് വാട്ട്? 3' to 5' phosphodiester bond. I am writing it capital just to know. Phosphodiester bond എന്നാണ് വിളിക്കുക. This is known as 3' to 5' phosphodiester bond എന്നാണ് വിളിക്കുക. This is known as 3' to 5' phosphodiester bond to link between nucleotides. So I will be teaching you 3 bonds. 3 ബോണ്ടുകളുണ്ട്. ഏതൊക്കെ ബോണ്ടുകളുള്ളത്? നേരെ പടത്തിലേക്ക് നോക്കിയാൽ you will be getting the 5 ബോണ്ടുകളുടെ പേര്. ഒന്നിൻ്റെ പേര് N-glycosidic bond, that is on the first carbon atom connecting the nitrogen base to the pentose sugar. Phosphoester bond, that is connecting the 5th carbon atom to the phosphate, that is making the nucleotide. And there is 3' to 5' phosphodiester bond which is connecting the 2 nucleotides നെ കണക്ട് ചെയ്യുന്ന സാധനങ്ങൾ. സോ ഇവിടെ ക്വസ്റ്റ്യൻ നോക്ക്. DNA the nucleotides are linked together by phosphoester ആണോ phosphodiester ആണോ? phosphodiester ആണ്. ആൻഡ് ഈ ക്വസ്റ്റ്യൻ ഈസ് ആൻ ഉഡായ്പ് ക്വസ്റ്റ്യൻ. അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു എന്നാണ് പറയുക. സപ്പോസ് ഇഫ് ഞാനാണ് ഈ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഇതിനകത്ത് നല്ലൊരു കള്ളത്തരം കാണിച്ചു വെച്ചാൽ എന്താ കാണിച്ചു വയ്ക്കുക? ഞാൻ ഇതിനകത്ത് വേറൊരു ഓപ്ഷനിൽ ഫോസ്ഫോഎസ്റ്റർ ബോണ്ട് ഒന്നും കൂടി കൊടുത്തേനെ. പക്ഷേ ഈ ക്വസ്റ്റ്യനകത്ത് എന്തില്ല? ഫോസ്ഫോഎസ്റ്റർ ബോണ്ട് എന്നൊരു സാധനമില്ല, ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ കൂളായിട്ടും കുത്തി പോകുന്നുള്ളൊരു സാധനമാണ്. ദാറ്റ് ഐ നോ വെരി വെൽ. റെഡി ആണല്ലോ അല്ലേ? ശരി, ക്ലിയർ ആണോ? കൺഫ്യൂഷൻ ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയാൽ. സോ ഹൗ ദ നേച്ചർ ഓഫ് ബോണ്ട് ലിങ്കിങ്, ഇതിനകത്തുള്ള 2 സാധനത്തിൻ്റെ ഇതിനകത്ത് ബോണ്ട് ലിങ്കിങ്ങിൻ്റെ നേച്ചർ കൃത്യമായിട്ട് ഓർത്തിരിക്കുക എന്നുള്ളതാണ്. ക്ലിയർ ആണോ എന്ന് ആലോചിച്ച് നോക്ക്. രണ്ടാമത്തെ സാധനം, എ ന്യൂക്ലിയോസൈഡ് ഡിഫേഴ്സ് ഫ്രം എ ന്യൂക്ലിയോടൈഡ്. എന്താണ് ന്യൂക്ലിയോസൈഡും ന്യൂക്ലിയോടൈഡും തമ്മിലുള്ള ഡിഫറൻസ്? ഇപ്പോൾ പറഞ്ഞോളൂ. കോഡ് നിങ്ങൾക്ക് പറഞ്ഞതില്ലേ? എന്താ പറഞ്ഞത്? ന്യൂക്ലിയോസൈഡ് N-ഉം S-ഉം ആണുള്ളത് ന്യൂക്ലിയോസൈഡിൽ അല്ലേ? സോ ദാറ്റ് ഈസ് ഹാവിങ് നൈട്രോജൻ ആൻഡ് ഷുഗർ ആണ് ന്യൂക്ലിയോസൈഡിൽ ഉണ്ടാവുക. ആ ന്യൂക്ലിയോടൈഡിൽ എത്രയാണുള്ളത്? നമ്പർ 3 ആണ്. 3 സാധനങ്ങൾ ഉണ്ടാവും. N ഉണ്ടാവും, S ഉണ്ടാവും, ഫോസ്ഫേറ്റും ഉണ്ടാവും. സോ വാട്ട് ഇസ് ദ ഡിഫറൻസ് ഹിയർ? എ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. റെഡി ആണോ? ആലോചിച്ച് നോക്കിയാൽ. സോ ദർ ഇസ് എ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. റെഡി ആണല്ലോ അല്ലേ? അടുത്ത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. 2 ടൈപ്പ് ഓഫ് ഷുഗേഴ്സിൻ്റെ കാര്യമാണ്. ഇടയ്ക്കൊന്ന് ഹോട്ട് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് അല്ലേ? ലുക്കിംഗ് ഹോട്ട് ആണോ? ലുക്കിംഗ് അല്ല, ഡ്രിങ്കിങ് ഹോട്ട്. സീരിയസ്ലി നോക്കിക്കോ. സോ നോക്കിക്കോ, ഇവിടെ 2 ടൈപ്പ് ഓഫ് ഷുഗേഴ്സ് ഉണ്ട്. ഡിയോക്സി റൈബോസ് ഷുഗേഴ്സ് ഉണ്ട് ആൻഡ് റൈബോസ് ഷുഗേഴ്സ് ഉണ്ട്. ഡിയോക്സി റൈബോസ് ഷുഗർ ആൻഡ് റൈബോസ് ഷുഗർ ഉണ്ട്. സോ ഇതിനകത്തുള്ള കഥ എന്താണെന്ന് വെച്ചാൽ, വിൽ ബി ജസ്റ്റ് ടെല്ലിങ് എവറിബഡി നോസ് ദാറ്റ് തിങ്. ഈ 2 ഷുഗറും പെൻഡോസ് ഷുഗറാണ് ബിക്കോസ് ഇറ്റ് ഈസ് ഹാവിങ് 5 കാർബൺ ആറ്റംസ് ഉണ്ട്. സോ ഐ വിൽ ബി ജസ്റ്റ് ടെല്ലിങ് യു വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് 2. റെഡിയാണോ? സോ നോക്ക്, ഇത് ഒന്നാമത്തെ കാർബൺ, ഒന്നാമത്തെ സാധനം ഒരു മെമ്പർ ഓക്സിജനാണ്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് കാർബൺ ആറ്റം, സെക്കൻഡ് കാർബൺ ആറ്റം, തേർഡ് കാർബൺ ആറ്റം, ഫോർത്ത് കാർബൺ ആറ്റം ആൻഡ് ഹിയർ ഈസ് ദ ഫിഫ്ത്ത് കാർബൺ ആറ്റം. 5 കാർബൺ ആറ്റംസ് ആണുള്ളത്. ഇങ്ങനെയാണ്, ദാറ്റ് ഈസ് എ ബേസിക് ഷേപ്പ് ഇങ്ങനെയാണ് ഉണ്ടാവുക. സോ വാട്ട് ഇറ്റ് വിൽ ബി ഒക്കറിംഗ് എന്ന് വെച്ചാൽ, ഇവിടെ ഒരു OH ഉണ്ടാവും, ഹിയർ വിൽ ബി എൻ OH ഉണ്ടാവും, തേർഡിൽ ഒരു OH ഉണ്ടാവും, ഫോർത്തിൽ പ്രത്യേകിച്ച് OH ഇല്ല, ഇതിനകത്താണ് OH ഉണ്ടാവുക. ആൻഡ് ദർ വിൽ ബി ബാക്കി പൊസിഷൻസൊക്കെ ഹൈഡ്രജൻ വെച്ചിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നുണ്ടാവും. ദർ വിൽ ബി എ ഹൈഡ്രജൻ, ദർ വിൽ ബി എ ഹൈഡ്രജൻ, ദർ വിൽ ബി എ ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ ആൻഡ് ഇവിടെ ഒരു ഹൈഡ്രജൻ. അങ്ങനെ കാർബണിന് 4 ബാലൻസിയും ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. സോ ദിസ് ഈസ് യുവർ സ്ട്രക്ചർ ഓഫ് ദ റൈബോസ് ഷുഗർ. ദിസ് ഈസ് എ സ്ട്രക്ചർ ഓഫ് ദ റൈബോസ് ഷുഗറിൻ്റെ സ്ട്രക്ചറാണ് ഈ സാധനം ഉണ്ടാവുക. ക്ലിയർ ആണോ? ഇനി വാട്ട് ഇറ്റ് വിൽ ബി ഒക്കറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സീ ദാറ്റ് തിങ്, ഈ സെക്കൻഡ് പൊസിഷനിലുള്ള OHനെ റിമൂവ് ചെയ്യും. So this is the second sugar I am going to draw. So see that thing, ഇവിടെ ഒരു OH ഉണ്ടാവും. This is the first position, second position, third position, fourth position and here is the fifth position, right? So ഇവിടെ ഒരു OH ഉണ്ടാവും. റെഡി ആണോ? സെക്കൻഡ് പൊസിഷനിലുള്ള OH മാറ്റിയിട്ട് we will be changing it into H ആക്കി മാറ്റി വെക്കും. See that thing. So ഇവിടെ എന്തുണ്ടാവും? ഇവിടെ ഒരു OH ഉണ്ടാവും, തേർഡിൽ ഒരു OH ഉണ്ടാവും, ഫോർത്തിൽ ഒരു H ഉണ്ടാവും, ഇവിടെ OH ഉണ്ടാവും. സെക്കൻഡ് പൊസിഷനിൽ OH ഇല്ല. See that thing. സെക്കൻഡ് പൊസിഷനിൽ OH ഇല്ല. So we can tell like ഈ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേര്, OH ഗ്രൂപ്പിനെ വിളിക്കുന്ന പേര് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അല്ലേ? ദാറ്റ് ഈസ് നോൺ ആസ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. നിങ്ങളുടെ ഓർഗാനിക് കെമിസ്ട്രിയിലെ വിവരം നോക്കിയാൽ മതി. ദാറ്റ് ഈസ് നോൺ ആസ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. ഇവിടെ എന്തില്ല? സെക്കൻഡ് പൊസിഷനിൽ ഇതില്ല. സോ വി വിൽ ബി കോളിംഗ് 2'
deoxy എന്ന് പറഞ്ഞാൽ ഡി എന്ന് പറഞ്ഞാൽ റിമൂവ് ചെയ്തു, ഡീഫോറസ്റ്റേഷൻ എന്നൊക്കെ പറയും പോലെ 2-deoxy ribose sugar എന്നാണ് വിളിക്കുക. ദാറ്റ് ഈസ് 2-deoxy ribose sugar എന്നാണ് വിളിക്കുക. സോ ദിസ് ഈസ് ദ ribose sugar, this is seen in your RNA, you know that thing. This is seen in your DNA, deoxy ribose sugar, that is seen in your DNA. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. റൈബോന്യൂക്ലിക് ആസിഡ് ആൻഡ് ഡിയോക്സി റൈബോന്യൂക്ലിക് ആസിഡ് ആണ് ഇതിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ടാവുക. സോ വാട്ട് ഈസ് ദാറ്റ് മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ദാറ്റ് തിങ്? ജസ്റ്റ് തിങ്ക് അബൌട്ട് ദാറ്റ് തിങ്. ഹിയർ ദ സ്പെഷ്യൽ ഗ്രൂപ്പ് ഈസ് OH group. Here the special group is H group. Which group is more reactive? ഏത് ഗ്രൂപ്പാണ്, എച്ച് ആണോ OH ആണോ മോർ റിയാക്റ്റീവ്? ആരാ പറഞ്ഞുതരാം? ഹൈഡ്രജൻ ഉള്ള സ്ഥലത്താണോ OH ഉള്ള ഗ്രൂപ്പാണോ കൂടുതൽ റിയാക്ഷൻസ് നടക്കുക? ആര് പറഞ്ഞുതരും? എച്ച് ആണോ OH ആണോ? വിച്ച് ഇസ് മോർ റിയാക്റ്റീവ്, എച്ച് ഓർ OH? യു നോ ദാറ്റ് തിങ്. OH ഗ്രൂപ്പ് ഈസ് മോർ റിയാക്റ്റീവ് ആണ്. ദിസ് ഈസ് മോർ റിയാക്റ്റീവ്, കൂടുതൽ റിയാക്റ്റീവ് ആണ് OH ഗ്രൂപ്പ്. റെഡിയാണോ? ആൻഡ് H ഗ്രൂപ്പ് ഈസ് വാട്ട് ഈസ് ലെസ് റിയാക്റ്റീവ് ആണ്. ആണോ? ലെസ് റിയാക്റ്റീവ് ആണ് H ഗ്രൂപ്പ്. സോ ഒരാൾ കൂടുതൽ റിയാക്റ്റീവ് ആയി കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ദ സ്റ്റെബിലിറ്റി? കൂടുതൽ റിയാക്റ്റീവ് ആയി കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ദ സ്റ്റെബിലിറ്റി? യു നോ ദാറ്റ് തിങ്. മോർ റിയാക്റ്റീവ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ലെസ് സ്റ്റേബിൾ ആണ്, ആൻഡ് ലെസ് റിയാക്റ്റീവ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി മോർ സ്റ്റേബിൾ ആണ്. റെഡി ആണോ എന്ന് ആലോചിച്ച് നോക്കുക. സോ ദിസ് ഈസ് വൺ ഓഫ് ദ റീസൺ വൈ ദ DNA is more stable than the RNA. This is one reason that the DNA is less stable, DNA is more stable than the RNA, because it is lacking one OH group there. ബാക്കി എല്ലാം സിമിലർ ആണ്, one OH ഗ്രൂപ്പ് കുറവാണ്. എവിടെയാണ് one OH ഗ്രൂപ്പ് കുറവുള്ളത്? 2' പൊസിഷനിലാണ്. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് നോൺ ആസ് 2-deoxy ribose sugar. ക്ലിയർ ആണോ? മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ? OH മോർ സ്റ്റേബിൾ അല്ല, OH ഇസ് മോർ റിയാക്റ്റീവ് ആണ്. OH മോർ റിയാക്റ്റീവ് ആയതുകൊണ്ട് യു ഹാവ് ടു നോ ദാറ്റ് തിങ്. OH മോർ റിയാക്റ്റീവ് ആയതുകൊണ്ട് ദാറ്റ് വിൽ ബി ലെസ് സ്റ്റേബിൾ ആണ്. സീ ദാറ്റ് തിങ്. ഇതാണ് സാധനങ്ങൾ. സോ രണ്ടാൾക്കാരും എന്ത് ഷുഗറാണ്? പെൻഡോ ഷുഗറാണ്. 5 കാർബൺ ആയിട്ടുണ്ട്. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിയോക്സി റൈബോസ്? സെക്കൻഡ് പൊസിഷനിലുള്ള OH ഇല്ല. ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് നോൺ ആസ്. ഇതിനകത്ത് നിന്നുണ്ട് സെക്കൻഡ് പൊസിഷനിൽ OH ഉണ്ട്, അതുകൊണ്ട് അവൻ റൈബോസ്. ക്ലിയർ ആണോ എന്ന് ആലോചിക്കാം. സി. സോ അടുത്ത് നോക്കി നോക്ക്. 4th ക്വസ്റ്റ്യൻ. The fact that purine bases are always pairs through the hydrogen bonds with the pyrimidine base in a DNA helix leads to. എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം. സോ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഒരു DNA ഡബിൾ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ഇവിടെ ഒരു അഡനീൻ ഉണ്ടെങ്കിൽ ഇവൻ തൈമിനായിട്ട് മാത്രമേ ലിങ്ക് ചെയ്യുള്ളൂ. റെഡിയാണോ? ആൻഡ് ഇവിടെ ഒരു ഗ്വാനിൻ ഉണ്ടെങ്കിൽ ഇവൻ സൈറ്റോസിനായിട്ട് മാത്രമേ ലിങ്ക് ചെയ്യുള്ളൂ. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്യൂറിൻ ഉണ്ടെങ്കിൽ ഇവൻ ഓൾവേസ് ലിങ്കിങ് വിത്ത് പിരമിഡിൻ മാത്രം വെച്ചിട്ടാണ് ലിങ്ക് ചെയ്യുക, ബൈ ദ ഹൈഡ്രജൻ ബോണ്ട് വെച്ചിട്ടാണ് ലിങ്ക് ചെയ്യുക. വേറെ ആരും നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ടാവില്ല. സോ ഇത് എന്തിലേക്കാണ് ലീഡ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഓപ്ഷൻസ് നോക്കാം. വാട്ട് ഈസ് ദ ഓപ്ഷൻസ്? നോക്ക്. ദ ആൻറ്റി പാരലൽ നേച്ചർ ആവാനുള്ള കാരണം ഇതാണോ? അറിയില്ല. സെമി കൺസർവേറ്റീവ് നേച്ചർ ആവാനുള്ള കാരണം ഇതാണോ? അറിയില്ല. യൂണിഫോം വിത്ത് ത്രൂ ഔട്ട് ദ DNA, യൂണിഫോം ലെങ്ത് ഇൻ ഓൾ DNA, ഇങ്ങനെയൊക്കെ ശരിയാവോ? ജസ്റ്റ് ടെൽ മീ വാട്ട് ഈസ് ദ ഡിഫറൻസ്. ആരാ പറഞ്ഞുതരാം? ഡെഫിനറ്റ്ലി മക്കളെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ലെങ്ത് ഓഫ് DNA ഡിപ്പെൻഡിങ് അപ്പോൺ ദ നമ്പർ ഓഫ് ബേസ് പെയർസിൻ്റെ എണ്ണം കൂടുകയോ കുറയോ ചെയ്യുമ്പോൾ ലെങ്ത് കൂടുകയോ ചെയ്യും. ആൻഡ് ഇത് ഇങ്ങനെ ലിങ്ക് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് കോസിങ് ദ യൂണിഫോം വിത്ത് ത്രൂ ഔട്ട് ദ DNAകൾ തമ്മിലുള്ള ഈ സ്ട്രാൻഡും തമ്മിലുള്ള ലെങ്ത് എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും. ബിക്കോസ് ഇറ്റ് ഈസ് ബൈൻഡിങ് വിത്ത് വൺ, ദാറ്റ് ഈസ് ഓൾവേസ് ഇങ്ങനെയാണ് ബേസ് പെയർ ചെയ്യുക എന്നുള്ളതാണ്. സോ ദിസ് ഈസ് ദ ആൻസർ. യു ഹാവ് ടു നോ ദിസ് തിങ്. ദിസ് ഇസ് ആൻ NCERT ക്വസ്റ്റ്യൻ. സോ ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ ബി യൂസിങ് ദിസ് തിങ്. ക്ലിയർ ആണോ? അടുത്ത സാധനം ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടെന്ന് ആലോചിക്കുക. ഇതിൽ മിസ്റ്റേക്സ് വരുത്തരുത്. ദിസ് ഈസ് വെരി സിമ്പിൾ തിങ്, ബട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്. ഓക്കെ ആണോ? അടുത്ത് നോക്ക്. നെറ്റ് ഇലക്ട്രിക് ചാർജ് ഓൺ DNA ആൻഡ് ഹിസ്റ്റോണീസ്. ഓക്കെ, DNA ആൻഡ് ഹിസ്റ്റോണിൻ്റെ നെറ്റ് ഇലക്ട്രിക് ചാർജ് ആര് പറഞ്ഞു തരും? ഹൂ വിൽ ബി ടെല്ലിങ്? എനിക്ക് ഇതിൻ്റെ അഡ്വാൻസ്ഡ് സാധനം അടക്കം പറഞ്ഞു തരാൻ പറ്റും. സോ DNA ആൻഡ് ഹിസ്റ്റോൺസ് തമ്മിലുള്ള സാധനങ്ങൾ വേണം. ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റുമോ? So what is that thing? I will be telling like നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്ന സാധനമാണ് അല്ലേ. സോ ഐ വാസ് ടോക്കിംഗ് അബൌട്ട് എ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഹിയർ, റൈറ്റ്? ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് എങ്ങനെ വരുന്നത്? PO4 മൈനസ് അയോൺ ആയിട്ടാണ് വരുന്നുണ്ടാവുക അല്ലേ. സോ PO4 മൈനസ് അയോൺ വരുമ്പോൾ PO4 മൈനസ് അയോൺ വരുന്ന സമയത്ത് വാട്ട് ഇറ്റ് വിൽ ബി ഒക്കറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഗിവിംഗ് എ നെഗറ്റീവ് ചാർജ് ഓൺ DNA തരും. ആൻഡ് ദിസ് വിൽ ബി കമ്മിങ് ആസ് ദിസ് ഈസ് ആൻ അസിഡിക് അയോൺ ആണ് വരുന്നുണ്ടാവുക. സോ DNA ഈസ് അസിഡിക് ആൻഡ് നെഗറ്റീവ്ലി ചാർജ് ആണ് ഉണ്ടാവുക. DNA is acidic and negatively charged. സോ DNA റാപ്പ് ചെയ്യാൻ വരുന്ന ഹിസ്റ്റോൺ എങ്ങനെ ആയിരിക്കണം? നേരെ ഓപ്പോസിറ്റ് ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി ബേസിക് ആയിരിക്കണം ആൻഡ് ഇറ്റ് വിൽ ബി പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കണം. എങ്കിലാണ് ഇവർ തമ്മിലൊരു ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുള്ളൂ അല്ലേ. DNA ആസിഡാണ്, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡാണ്, സംശയമൊന്നുമില്ല, ന്യൂക്ലിക് ആസിഡാണ്. ആൻഡ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് PO4, സോ ഡെഫിനറ്റ്ലി അറിഞ്ഞിരിക്കണം വൈ ഇറ്റ് ഈസ് ആസിഡ് ആൻഡ് ദിസ് ഇസ് ഡ്യൂ ടു ദ ഫോസ്ഫേറ്റ് അയോൺ ആണ്. PO4 മൈനസ് H2PO4 ആണ് വരുന്നത്. H2PO4 ആണ് വന്ന് അറ്റാച്ച് ചെയ്യുന്നുണ്ടാവുക. സോ ഡെഫിനറ്റ്ലി ദാറ്റ് ഇസ് ആൻ ആസിഡ്, സ്ട്രോങ് ആയിട്ടുള്ള ആസിഡാണ്. ഫോസ്ഫോറസ് ആണോ ഹൈപ്പോ ഫോസ്ഫോറസ് ആണോ എന്നുള്ള കാര്യം കറക്റ്റ് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് അത് ഞാൻ മറന്നുപോയി. ഞാൻ P ബ്ലോക്ക് പണ്ട് പഠിച്ചാലേ
and that is having negative charge and also it will giving the acidic thing, so the histones will be opposite basics and positively charged ആയിട്ടാണ് ഈ സാധനം വരുന്നുണ്ടാവുക. ക്ലിയർ ആണോ? ഇസ് ദ ക്ലിയർ മക്കളെ? റെഡി ആണോ എന്ന് ആലോചിച്ചൊക്കെ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. സോ വൈ ദിസ് histone is basic and positively charged? One point NCERT is telling it is rich in the amino acids called lysine and arginine. It is the rich in the lysine or arginine എന്നാണ്. Suppose if any one of you are asking me why the lysine and arginine is positive എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ I can answer that from the biomolecule chapter. Okay, that will be coming from the biomolecule chapter എന്നുള്ളതാണ് എൻ്റെ ആൻസർ. മൈ ആൻസർ വിൽ ബി ലൈക്ക് ദാറ്റ് വിൽ ബി കമ്മിങ് ഫ്രം ദ ബയോമോളിക്യൂൾ ചാപ്റ്റർ എന്നുള്ളതാണ്. വൈ ലൈസിൻ ആൻഡ് ആർജിനിൻ ഈസ് പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ആണല്ലോ അല്ലേ. DNA നെഗറ്റീവ് ആൻഡ് ഹിസ്റ്റോൺ പോസിറ്റീവ് എന്നുള്ളതാണ് ആൻസർ. വെരി നൈസ്. നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റുന്നുണ്ട് എന്ന് അറിയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. റെഡി ആണല്ലോ അല്ലേ. സോ നോക്ക്, net electric charge on DNA and histone is both positive, both negative and positive respectively. So DNA negative and positive respectively എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആണോ? റെഡി ആണോ? സോ ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ദേ ആർ ബേസിക് അമിനോ ആസിഡ്സ്, അത് നമുക്കറിയാം. ആൻഡ് ദിസ് ഈസ് ഇറ്റ്. റെഡി ആണല്ലോ അല്ലേ. 6th position, the promoter site and terminator site of a transcription unit are located at. Very 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 important question and ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള സാധനമാണ്. ദാറ്റ് ഈസ് കോൾഡ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്നുള്ള സാധനം. സോ വിൽ ബി ഡിസ്കസിങ് ദ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഇൻ ഡീറ്റെയിൽ. റെഡിയാണോ? സോ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ വാച്ച് ദിസ് തിങ്. ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് കാണുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. സോ വാട്ട് ഈസ് ട്രാൻസ്ക്രിപ്ഷൻ? ഫസ്റ്റ് ഓഫ് ഓൾ ജസ്റ്റ് ടെൽ മീ ദാറ്റ് വാട്ട് ഈസ് ട്രാൻസ്ക്രിപ്ഷൻ. ട്രാൻസ്ക്രിപ്ഷൻ എന്താ സാധനം എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞു തരണം. ഓക്കെ ആണോ മക്കളെ? റെഡിയാണോ? ട്രാൻസ്ക്രിപ്ഷൻ എന്താ സാധനം എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞു തരണം. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ട്രാൻസ്ക്രിപ്ഷൻ എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞു തരണം. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു നോ ദാറ്റ് തിങ് DNA ഇൻഫർമേഷനെ വിൽ ബി കൺവേർട്ടിങ് ഇൻ ടു RNA ആക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നുണ്ടാവുക. റെഡിയാണല്ലോ? സോ നോക്ക്, DNA എന്ന് പറഞ്ഞാൽ എന്താണ്? DNA ഇസ് എ വെരി ലോങ് സാധനം. എത്ര ദൂരം? 2.2 മീറ്റർ ഉള്ള സാധനമാണ്. സോ ഇതിനകത്ത് എത്ര ജീനുകളുണ്ട്? യു നോ ദാറ്റ് തിങ്. ഇതൊരു ജീനാണെങ്കിൽ ഇത് വേറെ ജീനാണെങ്കിൽ ഇത് വേറെ ജീൻ, ഇത് ഇവിടെയുള്ളത് വേറെ ജീനാണെങ്കിൽ, സപ്പോസ് ഇത് വേറൊരു ജീനാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വേറെ ജീനുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വേറെ ജീനുണ്ടെങ്കിൽ ഇവിടെ വേറെ ജീനുണ്ടെങ്കിൽ ഇവിടെ വേറെ ജീനുണ്ടെങ്കിൽ അങ്ങനെ മൾട്ടിപ്പിൾ ജീൻസ് നിരത്തി വെച്ചിട്ടുള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് DNA എന്ന് പറയുന്ന സാധനം. ഈ DNAയുടെ ഉള്ളിൽ നിന്ന് RNA ഉണ്ടാക്കുമ്പോൾ എനിക്ക് എല്ലാ ജീനും കോപ്പി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രം ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ പറയുകയാണ്, ഞാൻ ഈ പച്ചയിൽ മാർക്ക് ചെയ്തിട്ടില്ല, ഈ ഗ്രീനിൽ മാർക്ക് ചെയ്തിട്ടില്ല, ഈ ഒരു സാധനമാണ് എനിക്ക് കോപ്പി ചെയ്തെടുക്കേണ്ടതെന്ന് വിചാരിക്കുക. സോ എൻ്റെ എൻസൈം RNA ഉണ്ടാക്കുന്ന എൻസൈം എന്താണ്? RNA പോളിമറേസ് എന്നാണ് RNA ഉണ്ടാക്കുന്ന എൻസൈമിൻ്റെ പേര്, അല്ലയോ? സോ ഈ RNA പോളിമറേസ് എൻസൈം എവിടെ നിന്നാണ് RNA ഉണ്ടാക്കുക? DNAയിൽ നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി പേരെന്താണ്? DNA ഡിപ്പെൻഡൻ്റ് എന്നാണ് ഇതിൻ്റെ പേര്, അല്ലേ? എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്? DNAയിൽ നിന്നാണ്. സോ ഇറ്റ് ഈസ് നോൺ ആസ് DNA ഡിപ്പെൻഡൻ്റ്. എന്താ ഉണ്ടാക്കുന്നത്? RNA ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് RNA പോളിമറേസ് ആണ്. സോ എൻസൈമിൻ്റെ മൊത്തം പേര് വെച്ച് കഴിഞ്ഞാൽ ഐ വിൽ ബി ടെല്ലിങ് DNA. You have to know DNA dependent, very important, DNA dependent RNA polymerase എന്നാണ്. RNA polymerase എന്നാണ് എന്തിൻ്റെ പേര്? ഈ എൻസൈമിൻ്റെ മുഴുവൻ പേര്. The enzyme is known as DNA dependent RNA polymerase because it is producing the RNA and it is from the DNA. അതുകൊണ്ടാണ് ഉണ്ടാവുക. സോ എൻ്റെ എൻസൈം ഐ വിൽ ബി റൈറ്റിംഗ് E for enzyme. എൻസൈം ഇങ്ങനെ നടക്കുക. ആദ്യം ഇവിടെ എത്തി, പിന്നെ എൻസൈം ഇവിടെ എത്തി, പിന്നെ എൻസൈം ഇവിടെ എത്തി, പിന്നെ എൻസൈം ഇവിടെ എത്തി. സോ എൻസൈമിന് എങ്ങനെ മനസ്സിലാവും കറക്റ്റ് സ്ഥലത്തെത്തി തുടങ്ങണം എന്നുള്ള കാര്യം മനസ്സിലാവും. സോ അതിന് വേണ്ടിയിട്ട് എന്തുണ്ടാവുമെന്ന് വെച്ചാൽ ഈ സ്ട്രാൻഡ് തുടങ്ങുന്നതിന് മുന്നേ there will be a promoter. ഒരു പച്ചക്കൊടി വെച്ചിട്ടുണ്ടാവും, ഒരു ഗ്രീൻ സിഗ്നൽ. തുടങ്ങിക്കോ മോനെ പണി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഒരു പച്ച സിഗ്നൽ പറഞ്ഞിട്ടുണ്ടാവും. സോ ഇവിടെ നിന്ന് ഇങ്ങനെ RNA ഉണ്ടാക്കി വരാം. ഇവിടെ എത്തുമ്പോൾ നിർത്താൻ വേണ്ടിയിട്ട് അവിടെ ഒരു ചുവന്ന സിഗ്നൽ വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? ടെർമിനേറ്റർ. സോ ഇതാണ് ഈ ഒരു റീജിയനെ മാത്രമാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറയാം. സപ്പോസ് ഐ വിൽ ബി ഇഫ് ഐ എം ഡ്രോയിങ് ദിസ് തിങ്, ഞാൻ സെപ്പറേറ്റ്ലി എടുത്ത് വരയ്ക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ് തിങ്. ഇങ്ങനെ ഒരു സാധനമായിരിക്കും ഉണ്ടാവുക. ഇതിൻ്റെ ഒരറ്റത്ത് എന്തുണ്ടാവും? ഒരു പ്രൊമോട്ടർ ഉണ്ടാവും. ഇതിൻ്റെ അറ്റത്ത് എന്തുണ്ടാവും? ഒരു ടെർമിനേറ്റർ വെച്ചിട്ടുണ്ടാവും. ആർ യു അണ്ടർസ്റ്റാൻഡ് മക്കളെ? റെഡി ആണോ എന്ന് ആലോചിച്ച് നോക്കണേ. വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഐ വിൽ ബി മാർക്കിംഗ് ദാറ്റ് ഡയറക്ഷൻ ഓഫ് ദി സ്റ്റാൻഡ് ഓൾസോ. ദിസ് ഈസ് 3 ദിസ് ഈസ് 5 ദിസ് ഈസ് 5 ദിസ് ഈസ് 3 നമുക്കറിയാം. ഇത് ആൻറ്റി പാരലായിട്ട് മാത്രമേ ഇരിക്കുകയുള്ളൂ എന്നുള്ള കാര്യം നമുക്കറിയാം. സോ ദിസ് വിൽ ബി ലൈക്ക് ദാറ്റ്. ആൻഡ് ഞാൻ ഇതിൻ്റെ ടെർമിനേറ്ററിൻ്റെ പ്രൊമോട്ടറിൻ്റെ റീജിയൻ മാർക്കാണെങ്കിൽ ദിസ് റീജിയൻ ഈസ് നോൺ ആസ് പ്രൊമോട്ടർ. അല്ലാണ്ട് ഇതിനകത്തുള്ള കോഡിനെയാണ് പ്രൊമോട്ടർ എന്ന് വിളിക്കുക, ഇതിനകത്തുള്ള കോഡിനെയാണ് നമ്മൾ ടെർമിനേറ്റർ എന്ന് വിളിക്കുക. അല്ലാണ്ട് സാധനമൊന്നുമല്ല. ദാറ്റ് ഇസ് എ കോഡ്. ഇപ്പോൾ ATGC CTGC എന്നൊക്കെ പറയുന്ന പോലെ ഒരു കോഡിനെയാണ് നമ്മൾ ഈ സാധനം പറയുന്നുണ്ടാവുക. റെഡിയാണോ? സോ ദിസ് ഈസ് പ്രൊമോട്ടർ, ദിസ് ഈസ് ടെർമിനേറ്റർ. ആൻഡ് വാട്ട് വിൽ യു കോൾ ദിസ് തിങ്? ദിസ് ഈസ് നോൺ ആസ് എ സ്ട്രക്ചറൽ ജീൻ. ദിസ് ഈസ് നോൺ ആസ് സ്ട്രക്ചറൽ ജീൻ എന്നാണ് വിളിക്കുക. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. വാട്ട് ഈസ് എ പ്രശ്നം? എന്താ പ്രശ്നം ഉണ്ടാവുക? പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു നോ ദാറ്റ് തിങ് ദർ ആർ 2 strands ഉണ്ട്. സപ്പോസ് ഇഫ് ഐ എം ടെല്ലിങ് ഏതൊക്കെ 2 സ്റ്റാൻഡുകൾ പറയാം? യു നോ ദാറ്റ് തിങ് ദർ ഇസ് എ സ്റ്റാൻഡ് നമ്പർ 1, ദർ ഇസ് എ സ്റ്റാൻഡ് നമ്പർ 2. ഫസ്റ്റ് സ്റ്റാൻഡും ഉണ്ട്, സെക്കൻഡ് സ്റ്റാൻഡും ഉണ്ട്. ഇങ്ങനെ 2 സ്ട്രാൻഡുകൾ കൂടി ചേർന്നിട്ടാണ് സ്ട്രക്ചറൽ ജീൻ ഉണ്ടാവുക.
ദ സ്ട്രക്ചറൽ ജീൻ ഈസ് ഫോംഡ് ബൈ 2 strands. ആർ യു അണ്ടർസ്റ്റാൻഡിങ്? 2 സ്ട്രാൻഡുകളുണ്ട്. ഇതിൽ ഏത് സ്ട്രാൻഡിനെയാണ് നമ്മുടെ എൻസൈം കോഡ് ചെയ്യേണ്ടത്? യു നോ ദാറ്റ് തിങ്. നമ്മുടെ എൻസൈം ഞാൻ പറഞ്ഞു, എൻസൈം വരുന്നുണ്ട്. എൻസൈമിൻ്റെ പേരെന്താ? RNA പോളിമറേസ്, DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറേസ് എന്ന് പറയുന്ന സാധനം വരുന്നുണ്ടാവുക. സോ ഐ വിൽ ബി ഗിവിങ് യു സം ജനറലൈസേഷൻ ഫോർ എൻസൈം. ഓക്കെ ആണോ? എൻസൈംസിനെ പറ്റിയിട്ട് ചില ജനറലൈസേഷൻസ് നിങ്ങൾക്ക് തരാം. ദിസ് ഇസ് എ ടിപ്പ്, ടേക്ക് ഇറ്റ് ആസ് എ ടിപ്പ് ഫ്രം മീ. ഡോക്ടർ ആഷിക്ക് ക്ലാസ് എടുത്തിട്ട് ഒരു ടിപ്പ് പോലും പറഞ്ഞു തന്നില്ല നിങ്ങൾ പറയരുതല്ലോ. സോ ഡെഫിനറ്റ്ലി ഐ വിൽ ബി ഗിവിങ് യു എ ടിപ്പ്. എൻസൈമിൻ്റെ കാര്യം ഒന്നാമത്തെ ടിപ്പ് നമ്പർ 1, ടേക്ക് ഇറ്റ് ഫ്രം മീ, ദ നെയിം ഓഫ് ദ എൻസൈം. വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ എൻസൈം? ഹൗ വിൽ യു നെയിം ദ എൻസൈം? ഐ വിൽ ബി ടെല്ലിങ് ലൈക്ക് എന്താ പ്രോസസ്സ് നോക്കുക, എവിടെ നിന്ന് എന്താ ഉണ്ടാക്കാൻ നോക്കുക. സപ്പോസ് ഇഫ് ദ റെപ്ലിക്കേഷനാണ് പ്രോസസ്സ് എങ്കിൽ യു നോ ദാറ്റ് തിങ്, ദാറ്റ് ഈസ് മേക്കിംഗ് എ DNA ഫ്രം അനദർ DNA. ഒരു DNA കോപ്പി ചെയ്തിട്ട് വേറെ DNA ഉണ്ടാക്കുന്ന പ്രോസസ്സാണല്ലോ റെപ്ലിക്കേഷൻ. സോ വാട്ട് വിൽ ബി ദ നെയിം ഓഫ് ദ എൻസൈം? ഈ എൻസൈമിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോൺ ആസ് DNA ഡിപ്പെൻഡൻറ്റ് എന്നായിരിക്കും പേര്. കാരണം എന്താ വെച്ചാൽ ഇവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത് ഇതിനെയാണ്. സോ ഇതിനെ വിളിക്കുന്ന പേര് DNA പോളിമറേസ് ആണ്. യു ഹാവ് ടു സീ ദിസ് തിങ്, DNA പോളിമറേസ് ആണ്. സോ എൻസൈമിന് പേരിടുന്നത് ഇത്ര സിമ്പിളാണ്. നിങ്ങളിത് ബൈ ഹാർട്ട് ചെയ്യേണ്ട സാധനമില്ല. റെപ്ലിക്കേഷൻ ആണെങ്കിൽ DNAയിൽ നിന്ന് DNA ആണ് ഉണ്ടാക്കുക. സോ ഇറ്റ് ഈസ് നോൺ ആസ് DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറേസ്. സപ്പോസ് ഇഫ് ഐ എം ടോക്കിംഗ് അബൌട്ട് ട്രാൻസ്ക്രിപ്ഷൻ, സിമ്പിൾ അബൌട്ട് ട്രാൻസ്ക്രിപ്ഷൻ ആണെന്ന് വിചാരിക്കുക. ഇനി ഇത് DNAയിൽ നിന്ന് യു നോ ദാറ്റ് തിങ്, ദാറ്റ് ഈസ് മേക്കിംഗ് RNA ആണ്. സോ ഹൗ വിൽ യു മേക്ക് ദ നെയിം? എന്തിൽ നിന്ന് എന്താണ് ഉണ്ടാക്കുന്നതെന്ന് ആലോചിച്ചാൽ മതി. ഉണ്ടാക്കുന്ന സാധനത്തിന് പോളിമറേസ് ഉണ്ട്, അത് RNA ആണ്. സോ ഐ വിൽ ബി റൈറ്റിംഗ് ഇറ്റ് ഈസ് RNA പോളിമറേസ് ആണ്. റെഡിയാണോ? RNA പോളിമറേസ് ആണ്. ആൻഡ് എവിടെ നിന്നാണ് ഉണ്ടാക്കുക? DNAയിൽ നിന്നാണ്. സോ ഇറ്റ് ഈസ് നോൺ ആസ് DNA ഡിപ്പെൻഡൻ്റ് ആണ്. ക്ലിയർ ആണോ? DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറേസ് സിമ്പിളായിട്ട് ഇതിന് പേരിടും. ആർ യു അണ്ടർസ്റ്റാൻഡിങ്? സോ ഇത്രേ ഉള്ളൂ, ഇത്ര സിമ്പിളാണ് ഇതിൻ്റെ പേരുള്ളത്. നെവർ ബൈ ഹാർട്ട് ദിസ് തിങ്. ക്ലിയർ ആണോ? ആലോചിക്കുക, നെവർ ബൈ ഹാർട്ട് ദ നെയിം ഓഫ് ദ എൻസൈംസ്. ജസ്റ്റ് തിങ്ക് അബൌട്ട് ദ പ്രോസസ് ആൻഡ് ജസ്റ്റ് തിങ്ക്. സപ്പോസ് ഇഫ് യു ആർ ഗെറ്റിംഗ് എ നെയിം, സപ്പോസ് ഇഫ് യു ആർ ഗെറ്റിംഗ് എ റാൻഡം നെയിം, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് വേർ ഇറ്റ് ഈസ് വർക്കിംഗ്, ബട്ട് ഐ എം ജസ്റ്റ് ടെല്ലിംഗ് ലൈക്ക് ഐ വിൽ ബി ടെല്ലിംഗ് ലൈക്ക് RNA ഡിപ്പെൻഡൻറ്റ്. ഓക്കെ, RNA ഡിപ്പെൻഡൻറ്റ്, കുറച്ച് കഴിയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. RNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറേസ് എന്ന് ഒരു എൻസൈമിൻ്റെ പേര് കിട്ടുമെന്ന് വിചാരിച്ചോ. സോ വാട്ട് ഈസ് ദിസ് പ്രോസസ്? എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? നമുക്ക് ഇറ്റ് ഈസ് പോളിമറൈസിങ് DNA. സോ അത് ഉണ്ടാക്കുന്ന സാധനം DNA ആണ്. എന്താ ഉണ്ടാക്കുന്നത്? RNAയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. സോ ഇറ്റ് ഈസ് ഫ്രം ദ RNAനെ DNA ആക്കുന്ന പ്രോസസ്സിലുള്ള എൻസൈമിൻ്റെ പേരാണ് RNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറേസ്. ക്ലിയർ ആണെന്ന് ആലോചിച്ച് നോക്കിയാൽ. സോ ഈസ് ദിസ് ക്ലിയർ? ആർ യു അണ്ടർസ്റ്റാൻഡിങ് ഹൗ ദ നെയിം ഓഫ് ദ എൻസൈംസ് ആർ മെയ്ഡ് ഇൻ ജെനറ്റിക്സ്? ഭയങ്കര സിമ്പിളാണ്. നോട്ട് ദാറ്റ് കോംപ്ലിക്കേറ്റഡ്, നോട്ട് അറ്റ് ഓൾ കോംപ്ലിക്കേറ്റഡ്. വളരെ സിമ്പിളായിട്ട് വി ക്യാൻ മേക്ക് ഇറ്റ്. റെഡിയാണോ മക്കളെ? റെഡിയാണോ? ആലോചിച്ച് നോക്കിക്കേ. ഈസ് ദിസ് ക്ലിയർ? ഈസ് ദിസ് റെഡി? ആലോചിച്ച് നോക്ക്. വളരെ കൂളായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യമാണ്. ദിസ് ഇസ് നോൺ ആസ് RNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറേസ്. സോ എൻസൈമിൻ്റെ പേര് ഇങ്ങനെയാണ് ഉണ്ടാവുക. ദാറ്റ് ഇസ് എ ടിപ്പ് നമ്പർ 1 ഫ്രം മീ. ആൻഡ് ഐ വിൽ ബി മേക്കിംഗ് എ ടിപ്പ് നമ്പർ 2 ഓൾസോ റിഗാർഡിംഗ് ദ എൻസൈം ഇറ്റ് സെൽഫ്. ക്ലിയർ ആണോ? ദാറ്റ് ഈസ് അബൌട്ട് ദ ഡയറക്ഷൻ ഓഫ് സിന്തസിസ്. ജസ്റ്റ് തിങ്ക് അബൌട്ട് ഡയറക്ഷൻ ഓഫ് സിന്തസിസ്. ക്ലിയർ ആണോ? ഡയറക്ഷൻ ഓഫ് സിന്തസിസ്. എങ്ങനെയാണ് ഒരു പുതിയൊരു ചെയിൻ ഉണ്ടാക്കിയെടുക്കുന്നത്? ഒരു DNA ആണെങ്കിലും RNA ആണെങ്കിലും നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു റെസ്പോൺസ് ഇല്ലാത്തതാണോ, എനിക്കത് കിട്ടാത്തതാണോ? നിങ്ങളിങ്ങനെ ഉറങ്ങിയിരിക്കുകയാണോ? ജസ്റ്റ് ഒരു റെസ്പോൺസ് ഇട്ട് തന്നാൽ ഈ സാധനം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ മനസ്സിലായോ എന്നുള്ള കാര്യം ഒന്നും ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് യെസ് ഓർ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ക്യാൻ മൂവ് ഫോർവേഡ് ടു ദാറ്റ് തിങ്. ഡയറക്ഷൻ ഓഫ് സിന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കണം. സപ്പോസ് ഇപ്പോൾ ഞാൻ പറഞ്ഞ പ്രോസസ്സിലാണെങ്കിൽ പോലും, ഇപ്പോൾ ഞാൻ പറഞ്ഞ പ്രോസസ്സ് ഏതായിരുന്നു? നൗ ഐ വാസ് ടോക്കിംഗ് അബൌട്ട് ട്രാൻസ്ക്രിപ്ഷനെ പറ്റി പറയായിരുന്നു. ട്രാൻസ്ക്രിപ്ഷനെ പറ്റിയാണ് ഞാൻ പറയുക. ട്രാൻസ്ക്രിപ്ഷനെ പറ്റി ഞാൻ പറയുന്ന സമയത്ത് വി ഹാവ് ടു സിന്തസിസ് എ ന്യൂ RNA അല്ലേ? ന്യൂ RNA സിന്തസിസ് ചെയ്യുന്നുണ്ട്. ന്യൂ RNA സിന്തസിസ് ആണ് നടക്കുന്നുണ്ടാവുക. സോ ഈ ന്യൂ RNAയുടെ ആദ്യം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം തലയുണ്ടാക്കുക, പിന്നെ നടുവ് ഉണ്ടാക്കുക, പിന്നെ കാലുണ്ടാക്കുക. സോ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ച പോലെ ഹെഡ്, ഷോൾഡർ, നീസ് ആൻഡ് ടോസ് അങ്ങനെ പഠിച്ച സാധനമല്ലേ? ഹെഡ്, ഷോൾഡർ, നീസ് ആൻഡ് ടോസ് എന്ന് പഠിച്ചാൽ അതേപോലത്തെ സാധനം തന്നെയാണ് ഉണ്ടാവുക. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ന്യൂ RNA ഉണ്ടാക്കുമ്പോൾ ന്യൂ RNAയുടെ തല ആദ്യം ഉണ്ടാക്കും, 5' ആണ് ആദ്യം ഉണ്ടാക്കുക. ആൻഡ് അവസാനമാണ് വാലുണ്ടാക്കുള്ളൂ, ദാറ്റ് ഈസ് 3' ഉണ്ടാക്കുള്ളൂ. എവ്രിവെയർ you have to know that thing. Everywhere in the case of replication, in the case of transcription, in the case of translation, everywhere പുതിയ സാധനങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് that will be from 5' to 3' ആണ് ഉണ്ടാക്കുക. എന്ത് കുട്ടീനെ ഉണ്ടാക്കുകയാണ്? പുതിയ കുട്ടിയാണെങ്കിൽ കുട്ടീൻ്റെ തല ആദ്യം ഉണ്ടാക്കും, പിന്നെ ഉടലുണ്ടാക്കും, പിന്നെ കാലുണ്ടാക്കും. സോ 5' to 3' ആയിരിക്കും ഇതിൻ്റെ സിന്തസിസ് ഡയറക്ഷൻ. ഒരു കാരണവശാലും മാറിപ്പോല. ദ ട്രാൻസ്ക്രിപ്ഷൻ ദാറ്റ് വിൽ ബി ഒക്കറിങ് ലൈക്ക് ദിസ് തിങ്. ഇങ്ങനെ മാത്രമേ ട്രാൻസ്ക്രിപ്ഷനിൽ നടക്കുള്ളൂ. ട്രാൻസ്ക്രിപ്ഷനിൽ നടക്കുമ്പോൾ ആദ്യം തല, പിന്നെ കാല്. ഓക്കെ, ആരും അണ്ടർസ്റ്റാൻഡിങ്? പിന്നെ കാല് എന്നുള്ള രൂപത്തിലാണ് പുതിയ സാധനം ഉണ്ടാക്കും. ട്രാൻസ്ക്രിപ്ഷൻ അല്ല, ഡയറക്ഷൻ ഓഫ് സിന്തസിസ് എല്ലായ്പ്പോഴും. ഓക്കെ ആണോ? സോ ഇനി ആലോചിച്ച് നോക്ക്. ഇനി മൂന്നാമത്തെ സാധനം, ഇത് എവിടെ നിന്നാണ് സിന്തസൈസ് ചെയ്യുക? മൂന്നാമത്തെ സാധനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും എന്ത് പ്രോസസ്സിലാണെങ്കിലും ജനറ്റിക്സിൻ്റെ കാര്യത്തിൽ യു നോ ദാറ്റ് തിങ് ദർ വിൽ ബി എ പേരൻറ്റ് സ്റ്റാൻഡ് ഉണ്ടാവും. ഡെഫിനറ്റ്ലി അല്ലേ? ഒരു പേരൻറ്റ് സ്റ്റാൻഡ് ഉണ്ടാവും. ഈ പേരൻറ്റ് സ്റ്റാൻഡിനെ നോക്കിയിട്ട് ഇതിന് കോംപ്ലിമെൻ്ററി ആയിട്ടാണ് പുതിയ ബേബി സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കുക. ദാറ്റ് ഈസ് എ ഫോർമേഷൻ ഓഫ് ന്യൂ ബേബി. ബേബി ഉണ്ടാക്കുന്നത് എന്തിനു വെച്ചിട്ടാണ്? പേരൻറ്റ് സ്റ്റാൻഡിനെ നോക്കിയിട്ടാണ് ബേബി സ്റ്റാൻഡിനെ ഉണ്ടാക്കിയെടുക്കുക. ആണോ അല്ലയോ? യെസ് ഓർ നോ? സോ ഞാൻ പറഞ്ഞു ബേബി സ്റ്റാൻഡിൻ്റെ ആദ്യം 5' ആണ് ഉണ്ടാക്കുക, പിന്നെയാണ് 3' ഉണ്ടാക്കുക.
സോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് എൻസൈം എപ്പോഴും സിന്തസൈസ് ചെയ്യുള്ളൂ. എൻസൈം വിൽ ബി ഓൾവേസ് എനി പ്രോസസ് ടേക്ക് ഇറ്റ് ആസ് ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ, റെപ്ലിക്കേഷൻ, എന്ത് സാധനമാണെങ്കിലും ഇങ്ങനെ തന്നെയാണ്. ഓൾ ഓവർ ജനറ്റിക്സ് ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ ഡയറക്ഷൻ. 5' to 3' മാത്രമേ ഇവൻ ഉണ്ടാക്കുകയുള്ളൂ എന്നുള്ളതാണ് പുതിയ സാധനം ബേബി ഉണ്ടാക്കുമ്പോൾ. പക്ഷേ യു സീ ദാറ്റ് തിങ്, ദ പാരൻറ്റിനെ റീഡ് ചെയ്യുമ്പോൾ എവിടെ നിന്ന് അങ്ങോട്ട് റീഡ് ചെയ്യാമെന്നറിയോ? പാരൻറ്റിനോട് നല്ല ബഹുമാനമാണെന്ന് ആലോചിക്കുക. പേരൻറ്റിൻ്റെ കാല് തൊട്ട് വന്നിച്ചിട്ടേ തുടങ്ങുള്ളൂ എന്ന് ആലോചിക്കുക. പേരൻറ്റിൻ്റെ എവിടെ നിന്ന് എങ്ങോട്ടേക്ക് തുടങ്ങുള്ളൂ? 3' മുതൽ 5' വരെയാണ് ഇവൻ റീഡ് ചെയ്യുക. സോ യു ഹാവ് ടു സീ ദാറ്റ് തിങ്, പേരൻറ്റ് സ്റ്റാൻഡിൻ്റെ ഡയറക്ഷൻ, പേരൻറ്റ് സ്റ്റാൻഡിനെ റീഡ് ചെയ്യുന്ന ഡയറക്ഷൻ ദാറ്റ് വിൽ ബി ഫ്രം 3' to 5' ആണ് പേരൻറ്റിനെ റീഡ് ചെയ്യുക. അപ്പോൾ ആദ്യം പേരൻറ്റിൻ്റെ 3' നോക്കും. സീ ദാറ്റ് തിങ്, ആദ്യം പേരൻറ്റിൻ്റെ 3' നോക്കും. അതനുസരിച്ചിട്ട് കുട്ടീൻ്റെ തല ഉണ്ടാക്കി വയ്ക്കും. ആൻഡ് പേരൻറ്റിനെ കുറച്ച് മുന്നോട്ട് പോകും. അതനുസരിച്ചിട്ട് ഇതുണ്ടാക്കും, ഇതുണ്ടാക്കും. അവസാനം പേരൻറ്റിൻ്റെ തല എത്തുമ്പോഴത്തേക്കും കുട്ടീൻ്റെ കാലുണ്ടാക്കിയിട്ടുണ്ടാവും. ആർ യു അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് തിങ്? സോ ന്യൂലി സിന്തസിസ് ആണ്. പുതിയ കുട്ടീനെ ഉണ്ടാക്കും, കുട്ടീൻ്റെ തല ആദ്യം ഉണ്ടാക്കും, കാല് ലാസ്റ്റ് ഉണ്ടാക്കും. പേരൻറ്റിനാണെങ്കിൽ പേരൻറ്റിൻ്റെ കാല് തൊട്ട് വന്നിച്ചിട്ട് തുടങ്ങും. അങ്ങനെയല്ലേ നമ്മൾ പറയാം. അങ്ങനെ ഒരാളെ കാല് തൊട്ട് വന്ദിക്കാനൊന്നും പാടില്ല. ഡെഫിനറ്റ്ലി ഐ ഡോണ്ട് ബിലീവ് ദാറ്റ് തിങ്. ഐ ബിലീവ് ഇൻ ലൈക്ക് മോഡേൺ സാധനമാണ്, മോഡേൺ സിറ്റിസൺ. സോ നമ്മൾ മുന്നോട്ട് ജീവിക്കുമ്പോൾ ആധുനിക ലോകത്ത് ജീവിക്കുന്ന ഒരാൾ വേറൊരു ഹ്യൂമൻ്റെ കാല് തൊട്ട് വന്ദിക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. സോ ഡെഫിനറ്റ്ലി ബട്ട് നമ്മളൊരു ആചാരപ്രകാരം നമുക്ക് തന്നെ ഓർത്തിരിക്കാൻ പറ്റും. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ പേരൻറ്റിൻ്റെ കാല് തൊട്ട് വന്ദിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോവുക. ഡെഫിനറ്റ്ലി പേരൻറ്റിൻ്റെ കാല് തൊട്ട് വന്ദിച്ച് മുന്നോട്ട് പോകുക എന്ന് പറയുമ്പോൾ പേരൻറ്റിൻ്റെ കാല് ഇത് തുടങ്ങും. പേരൻറ്റൽ സ്റ്റാൻഡിൻ്റെ റീഡിംഗ് വിൽ ബി സ്റ്റാർട്ടിംഗ് ഫ്രം 3' to 5'. അങ്ങനെ തന്നെയാണോ? ഇത് ഓർത്തിരിക്കാൻ പറ്റിയ സാധനമാണ്. യു ഹാവ് ടു നോ ദാറ്റ് തിങ്. ദിസ് ഇസ് ദ ടിപ്പ് നമ്പർ 3. ഓൾ ഓവർ ജനറ്റിക്സ് യു ക്യാൻ സീ ദാറ്റ് തിങ്. സോ റീഡിംഗ് ഓഫ് പേരൻറ്റ് സ്റ്റാൻഡ് അല്ലേ, റീഡിംഗ് ഓഫ് പേരൻറ്റ് സ്റ്റാൻഡ്, ഇത് എവിടെ നിന്നാണെങ്കിലും യു ഹാവ് ടു നോ ദാറ്റ് തിങ്. കാല് തൊട്ട് വന്ദിച്ചിട്ട് തലയിലേക്കാണ് പോകുന്നുണ്ടാവുക. സോ ബേബീനെ ഉണ്ടാക്കുമ്പോൾ ബേബിയുടെ തല ആദ്യം ഉണ്ടാക്കും, മറ്റേ സാധനം. ഇത് എല്ലായിടത്തും എനി പ്രോസസ് ഓഫ് സാധനത്തിൽ ഈവൻ ട്രാൻസ്ലേഷനിൽ വരെ ഓക്കെയാണ്. ട്രാൻസ്ലേഷൻ തുടങ്ങുന്നത് പേരൻറ്റ് സ്റ്റാൻഡിൻ്റെ അല്ലെങ്കിൽ mRNAയുടെ 3' ഡയറക്ഷനിൽ നിന്നാണ് തുടങ്ങുക. ട്രാൻസ്ക്രിപ്ഷൻ തുടങ്ങുന്നത് പേരൻറ്റ് സ്റ്റാൻഡിൻ്റെ 3' ഡയറക്ഷനിൽ തുടങ്ങുക. റെപ്ലിക്കേഷൻ തുടങ്ങുന്നത് പേരൻറ്റ് സ്റ്റാൻഡിൻ്റെ 3' ഡയറക്ഷനിൽ തുടങ്ങുക. സോ അങ്ങനെ തുടങ്ങാൻ പറ്റുള്ളൂ. ആർ യു അണ്ടർസ്റ്റാൻഡിങ്? ദിസ് ഈസ് ക്ലിയർ? ആർ യു അണ്ടർസ്റ്റാൻഡിങ് മക്കളെ? റെഡി ആണോ എന്ന് ആലോചിച്ച് നോക്കിയാൽ. സോ ഐ ഡോണ്ട് തിങ്ക് ഇത് വേറൊരു ക്ലാസ്സിൽ കിട്ടില്ല. ദിസ് ഈസ് നമ്മുടെ മാത്രം സ്പെഷ്യാലിറ്റിയാണ്. കാരണം ഞാൻ കണ്ടുപിടിച്ച സാധനമൊന്നുമല്ല. ഐ ജസ്റ്റ് ജനറലൈസ്ഡ് ഇറ്റ്. ഡെഫിനറ്റ്ലി ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ, റെപ്ലിക്കേഷൻ ഒന്നും ഞാൻ കണ്ടുപിടിച്ചല്ല. പക്ഷേ ഇത് മൊത്തം ഞാൻ ജനറലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിലാക്കി തന്നതാണ്. സോ ഐ ഹോപ്പ് ദിസ് ഈസ് ഓക്കെ, ദിസ് ഈസ് ഗുഡ് ഫോർ യു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നുള്ളാരും തോന്നുന്നു. ഈസ് ദാറ്റ് ഓക്കെ മക്കളെ? റെഡിയാണോ? ആലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞേ മക്കളെ, റെഡിയാണോ? ആരെങ്കിലും ഒരാൾ പറയടാ. ജോൺ ബ്രിട്ടോ ജോസോ, ഞാൻ പേടിച്ചു. ജോൺ ബ്രിട്ടാസൊക്കെ എൻ്റെ ലൈവ് കേൾക്കുന്നുണ്ടെന്ന് വിചാരിച്ചു. താങ്ക് യു ജോൺ. So that is it. Okay ആണല്ലോ അല്ലേ? സോ ഹിയർ ഈസ് മൈ പ്രോബ്ലം ആൻഡ് ഐ ഹാവ് ഓൾറെഡി ഗിവൺ യു ദ സൊല്യൂഷൻ. ഹിൻ ഫോർ ദ സൊല്യൂഷൻ തന്നിട്ടുണ്ട്. എൻ്റെ എൻസൈം ഇങ്ങോട്ട് വരികയാണ്. എൻ്റെ എൻസൈം ഇങ്ങോട്ട് വരുമ്പം എൻ്റെ എൻസൈം സ്റ്റാർട്ട് ചെയ്യണം. യു നോ ദാറ്റ് തിങ്, ദ ഗ്രീൻ സിഗ്നൽ. ഏതാ ഗ്രീൻ സിഗ്നൽ? ഇതാണ് ഗ്രീൻ സിഗ്നൽ അല്ലേ? സോ നമ്മുടെ ഈ പ്രൊമോട്ടറാണ്. പ്രൊമോട്ടർ ഈസ് ദ ഗ്രീൻ സിഗ്നൽ. പ്രൊമോട്ടറാണ് ഗ്രീൻ സിഗ്നൽ. ആൻഡ് വിച്ച് ഇസ് ദ റെഡ് ഫ്ലാഗ്? റെഡ് ഫ്ലാഗ് ഈസ് യുവർ ഇതാണ് റെഡ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ ടെർമിനേറ്ററാണ്. സോ തുടങ്ങേണ്ടത് പ്രൊമോട്ടർ ടു ടെർമിനേറ്ററാണ്. ഓൾവേസ് ദ ഡയറക്ഷൻ വിൽ ബി ഫ്രം പ്രൊമോട്ടർ ടു ടെർമിനേറ്റർ. മാത്രമേ ആർക്ക് പോകാൻ പറ്റുള്ളൂ? എൻസൈമിന് പോകാൻ പറ്റുള്ളൂ. സോ പ്രൊമോട്ടർ ടു ടെർമിനേറ്റർ പോകുമ്പം ഒന്നാമത്തെ സ്റ്റാൻഡിനെയാണോ രണ്ടാമത്തെ സ്റ്റാൻഡിനെയാണോ ഇപ്പോൾ നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റുക? ആർ യു അണ്ടർസ്റ്റാൻഡിങ്? ഒന്നാമത്തെ സ്റ്റാൻഡിനെയാണോ രണ്ടാമത്തെ സ്റ്റാൻഡിനെയാണോ നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യമാണ് പറഞ്ഞു തരേണ്ടത്. വിച്ച് സ്റ്റാൻഡ് വിൽ ബി കോപ്പീഡ്? ഡെഫിനറ്റ്ലി ആലോചിച്ച് നോക്കിയാൽ മക്കളെ. സോ ഇത് നമ്മൾ പുതിയൊരു RNA ഉണ്ടാക്കണ്ടേ? പുതിയ RNA ഉണ്ടാക്കുമ്പോൾ പുതിയ RNAയുടെ ഏത് അറ്റം ആദ്യം ഉണ്ടാക്കാൻ പറ്റുക? പുതിയ RNAയുടെ 5' എന്നാണ് ആദ്യം ഉണ്ടാക്കാൻ പറ്റുക. അങ്ങനെയാണെങ്കിൽ പേരൻറ്റിൻ്റെ കാല് തുടങ്ങണ്ടേ? 3' തുടങ്ങണ്ടേ? സോ ഡെഫിനറ്റ്ലി യു സീ ദാറ്റ് തിങ്. നമുക്ക് ഈ ഒന്നാമത്തെ സ്റ്റാൻഡിനെ മാത്രമേ കോപ്പി ചെയ്യാനുള്ള നിവൃത്തിയുള്ളൂ. കാരണം വൈ ഒന്നാമത്തെ പാരനെ മാത്രമേ കോപ്പി ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് ഈ ദാറ്റ് തിങ് ഇവിടെയാണ് 3' ഉള്ളത്. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്. ഇവിടെയാണ് 3' ഉള്ളത്. ഇവിടെ നിന്ന് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാലാണ് നമുക്ക് പുതിയ കുട്ടിയുടെ 5' ആദ്യം ഉണ്ടാക്കിയിട്ട് പിന്നെ അവസാനത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. സീ ദാറ്റ് തിങ്. സോ ഇതിനകത്ത് ഞാൻ പറയുന്നത് ഒന്നാമത്തെ സ്റ്റാൻഡിൽ നിന്നാണ് കുട്ടീനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ സ്റ്റാൻഡിൻ്റെ ഇവിടെയുള്ളത് 5' ആണ്. ഒരിക്കലും ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ പറ്റില്ല. ഇവിടെ നിന്ന് ഉണ്ടാക്കണമെങ്കിൽ എൻസൈമിന് 3' ആദ്യം ഉണ്ടാക്കേണ്ടി വരും. എൻസൈമിന് അങ്ങനെ പറ്റൂല. എൻസൈമിന് എനിക്ക് ഇങ്ങനെ പറ്റൂ എന്നാണ് എൻസൈം പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് ഇങ്ങനെ മാത്രമേ പറ്റുള്ളൂ എന്നാണ് എൻസൈം പറയുന്നുണ്ടാവുക. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഫസ്റ്റ് സ്റ്റാൻഡിൽ നിന്ന് മാത്രമേ കോപ്പി ചെയ്യാൻ പറ്റുള്ളൂ. സീ ദിസ് തിങ്. സോ ഐ വിൽ ബി ജസ്റ്റ് മേക്കിംഗ് ഈ പറയുന്ന 3 പോയിൻറ്റ്സിൻ്റെ ബേസിസിലാണ്. ഇത് എവിടെ വേണമെങ്കിലും കോപ്പി ചെയ്യാം കേട്ടോ. ദിസ് ഈസ് ഹൗ വിൽ ബി സ്റ്റഡിങ് ദ റെപ്ലിക്കേഷൻ ഓൾസോ. സോ എനിക്കിവിടെ എന്തുണ്ടായിരുന്നു? 2 സ്റ്റാൻഡുകൾ ഉണ്ടായിരുന്നു. 1 സ്റ്റാൻഡ് ഈസ് 3', അടുത്ത സ്റ്റാൻഡ് ഈസ് 5'. ദിസ് ഈസ് 3', ദിസ് ഈസ് 5' ആണോ? ആൻഡ് ഹിയർ ദർ വാസ് യുവർ പ്രൊമോട്ടർ. റെഡി? ദിസ് വാസ് പ്രൊമോട്ടർ, ദിസ് വാസ് യുവർ terminator. This was the first strand, this is the second strand. So the enzyme is coming from here. So from where the enzyme start? First strand in തുടങ്ങണോ second strand in തുടങ്ങണോ? Definitely I will be
telling like the enzyme can only start from here. ഇവിടെയാണ് enzyme തുടങ്ങാൻ പറ്റുള്ളൂ because ഇവിടെയാണുള്ളൂ 3 dash ഉള്ളൂ. Then only enzyme can synthesize the 5 dash of the baby and ഇതിങ്ങനെ synthesize ചെയ്യുള്ളൂ. Because enzyme synthesis direction is always from 5 dash to 3 dash. Enzyme synthesis direction is always from 5 dash to 3 dash മാത്രമാണ് ഉണ്ടാവുക. മക്കളെ മനസ്സിലാവുന്നുണ്ടോ എന്ന് ആലോചിക്കുക. Is that clear എന്നുള്ള ആരും ആലോചിക്കുക. കൺഫ്യൂഷൻ ഉണ്ടോ എന്ന് ആലോചിക്കുക. 5 dash to 3 dash മാത്രമേ എൻസൈമിൻ്റെ സിന്തസിസ് ഡയറക്ഷൻ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. റെഡിയാണോ? ഈസ് ദാറ്റ് ക്ലിയർ? റെഡിയാണോ? ആലോചിച്ച് നോക്കിക്കേ. സോ ഈ കോപ്പി ചെയ്യുന്ന ഈ സ്റ്റാൻഡിനെ കോപ്പി ചെയ്യുന്ന സ്റ്റാൻഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെംപ്ലേറ്റ് സ്റ്റാൻഡ്. ദിസ് ഈസ് നോൺ ആസ് വാട്ട്? ടെംപ്ലേറ്റ് സ്റ്റാൻഡ്. സ്ട്രക്ചറൽ ജീനിൻ്റെ ഈ ഒന്നാമത്തെ സ്റ്റാൻഡിനെ നമ്മൾ വിളിക്കും ടെംപ്ലേറ്റ് സ്റ്റാൻഡ് എന്ന് വിളിക്കും. അപ്പോൾ രണ്ടാമത്തെ സ്റ്റാൻഡിനെ എന്താ വിളിക്കുക? അതാണ് ഏറ്റവും വലിയ കോമഡി ഞാൻ ലോകത്തിൽ കണ്ടതിൽ ഏറ്റവും മികച്ചൊരു കോമഡിയാണിത്. ഈ സാധനം ഒന്നും ചെയ്യാതിരിക്കുന്ന രണ്ടാമത്തെ സ്റ്റാൻഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കോഡിംഗ് സ്റ്റാൻഡ് എന്ന് വിളിക്കുക. ദിസ് ഈസ് നോൺ ആസ് വാട്ട്? കോഡിംഗ് സ്റ്റാൻഡ്. സോ ഏത് സ്റ്റാൻഡിനെയാണ് കോപ്പി ചെയ്യുക? ടെംപ്ലേറ്റ് സ്റ്റാൻഡിനെയാണോ കോഡിംഗ് സ്റ്റാൻഡിനെയാണോ കോപ്പി ചെയ്യുക? യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ സ്റ്റാൻഡേഴ്സ് ആർ കോപ്പി ചെയ്യുന്ന സ്റ്റാൻഡിനെ നമ്മൾ വിളിക്കുന്ന പേര് ടെംപ്ലേറ്റ് സ്റ്റാൻഡ് എന്നാണ്. ഒരു പണിയെടുക്കാതെ ചുമ്മാ ഇരിക്കുന്ന സ്റ്റാൻഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കോഡിംഗ് സ്റ്റാൻഡ് എന്ന് വിളിക്കുക. ആരും അണ്ടർസ്റ്റാൻഡിങ്? കോഡിംഗ് സ്റ്റാൻഡ് ഈസ് നത്തിങ് ഗുഡ്. ഒന്നുമില്ല, വെറുതെ ഇരിക്കുകയാണ്, ചുമ്മാ ഇരിക്കുകയാണ്. വെറുതെ ഇരിക്കുന്ന സ്റ്റാൻഡിനെ കോഡിംഗ് സ്റ്റാൻഡ് എന്ന് വിളിക്കും, മറ്റേ സ്റ്റാൻഡിനെ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് എന്ന് വിളിക്കും. ആരും അണ്ടർസ്റ്റാൻഡിങ്? കോപ്പി ചെയ്യുന്ന സ്റ്റാൻഡിനെ. സോ ഒന്നാമത്തെ സ്റ്റാൻഡാണ് ടെംപ്ലേറ്റ് സ്റ്റാൻഡ്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. സോ ഹൗ വിൽ യു സ്റ്റഡി ദിസ് തിങ്? സോ ഐ വിൽ ബി ഗിവിംഗ് ദ നോട്ട്സ്. ഐ വിൽ ബി ടെല്ലിംഗ് ലൈക്ക് സീ ദാറ്റ് തിങ്. ഒന്നാമത്തെ പോയിന്റ് ടേക്ക് നിങ്ങൾ എഴുതിയെടുക്കാനല്ല, നിങ്ങൾ മനസ്സിലാക്കാനുള്ള ഒന്നാമത്തെ പോയിന്റാണ്. പ്രൊമോട്ടറിൻ്റെ അടുത്ത് 3 dash എൻഡുള്ള സ്റ്റാൻഡിനെയാണ് നമ്മളെന്ത് വിളിക്കുക? ടെംപ്ലേറ്റ് എന്ന് വിളിക്കുന്നുണ്ടാവുക. ദാറ്റ് ഈസ് നോൺ ആസ് ടെംപ്ലേറ്റ്. പ്രൊമോട്ടറിൻ്റെ അടുത്ത് 3 dash എൻഡ് വേണം, എങ്കിലാണ് അവിടെ നിന്ന് എൻസൈമിന് കോപ്പി ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനത്തെ സ്റ്റാൻഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നുണ്ടാവുക? ടെംപ്ലേറ്റ് സ്റ്റാൻഡ് എന്ന് വിളിക്കുന്നുണ്ടാവുക. ആരും അണ്ടർസ്റ്റാൻഡിങ്? ഇനി പ്രൊമോട്ടറിൻ്റെ അടുത്ത് 5 dash ഉള്ള സ്റ്റാൻഡിനെ വിളിക്കുന്നവരാണ് എന്ത് വിളിക്കുന്നുണ്ടാവുക? കോഡിംഗ് സ്റ്റാൻഡ് എന്ന് വിളിക്കുന്നുണ്ടാവുക. ഇസ് ദാറ്റ് ഓക്കെ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? പറ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ ദ റെസ്റ്റ് ഓഫ് ദ തിങ് ഐ വിൽ ബി ടെല്ലിങ്. ക്യാൻ യു ജസ്റ്റ് ടെൽ മീ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒറ്റ മിനിറ്റ് ഐ വിൽ ബി ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ യുവർ റിപ്ലൈസ്. നിങ്ങളുടെ റിപ്ലൈസിന് വേണ്ടി മാത്രമാണ് വെയിറ്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ റെഡി ആണോ എന്ന് ആലോചിച്ച് നോക്കുക. എന്താണെന്ന് ആലോചിക്കേണ്ടത്? ഒരു സ്ട്രക്ചറൽ ജീൻ ഉണ്ട്. സ്ട്രക്ചറൽ ജീന് പ്രൊമോട്ടർ ഉണ്ട്, ടെർമിനേറ്റർ ഉണ്ട്, ഗ്രീൻ സിഗ്നൽ ഉണ്ട്, റെഡ് സിഗ്നൽ ഉണ്ട്. ഒരെണ്ണം ടെംപ്ലേറ്റ് സ്റ്റാൻഡ്, മറ്റേത് കോഡിംഗ് സ്റ്റാൻഡ് ആവും. കാരണം എൻസൈമിൻ്റെ ഡയറക്ഷൻ ഓഫ് സിന്തസിസ് ഇസ് ഓൺലി ഫ്രം 3 dash to 5 dash എന്നുള്ളതാണ്. ക്ലിയർ ആണോ? എനി കൺഫ്യൂഷൻ? ഇത്രയും കാര്യങ്ങൾ റെഡി ആണെങ്കിൽ ഐ വിൽ ബി ജസ്റ്റ് ടെല്ലിങ് അനദർ തിങ്. ആൻഡ് ഹിയർ ഈസ് സം കൈൻഡ് ഓഫ് വാട്ട്? കൺവെൻഷൻസ് ഉണ്ട്. കൺവെൻഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ സാധനം? കൺവെൻഷൻസ് എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ ശീലിച്ചു വന്ന ചില ശീലങ്ങളുണ്ട്. കൺവെൻഷൻസ് അനുസരിച്ചിട്ട് യു നോ ദാറ്റ് തിങ്, ദ direction of transcription unit. ഈ സാധനത്തിന് വിളിക്കുന്നവരാണ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഈസ് mentioned on the basis of കോഡിംഗ് സ്റ്റാൻഡ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു പണിയില്ലാത്ത ഒരാളെ വെച്ചിട്ട് ഒരു പണി ചെയ്ത് വെച്ചിട്ടുണ്ട്. കോഡിംഗ് സ്റ്റാൻഡ്. മനസ്സിലാവോ? സുമാർ നമ്മളെ വെറുപ്പിക്കാനായിട്ട് മനഃപൂർവ്വം ഇറങ്ങിയതാണ് തോന്നുന്നുണ്ട്. ആണോ? എന്നെ പറ്റിക്കാനായിട്ട് ഇറങ്ങുവാണോടാ എന്ന് ചോദിക്കുന്ന പോലെ അല്ലേ? എല്ലാ കൺവെൻഷൻസും ഇവിടെ ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള എന്ത് പറയുന്നത്? ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ ഡയറക്ഷൻസും കാര്യങ്ങളും ഒക്കെ പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് എന്തിനെ വെച്ചിട്ടാണ് പറയുന്നുണ്ടാവുക? ഓൺ ദ ബേസിസ് ഓഫ് കോഡിംഗ് സ്റ്റാൻഡ് ഓൺലി. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഓൺ ദ ബേസിസ് ഓഫ് കോഡിംഗ് സ്റ്റാൻഡിനെ വെച്ചിട്ടാണ് എല്ലാ ഡയമെൻഷൻസും പറയുന്നുണ്ടാവുക. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് കോഡിംഗ് സ്റ്റാൻഡ്, വാട്ട് ഈസ് ടെംപ്ലേറ്റ് സ്റ്റാൻഡ്, എന്നിട്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ ഐ വിൽ ബി ജസ്റ്റ് ഡ്രോയിങ് വൺ മോർ തിങ്. ഓക്കെ, I will be just drawing one more thing. Okay അല്ലേ? സോ ദിസ് 3 dash കൺഫ്യൂഷൻ ആക്കുന്നില്ല, തിരിച്ചു മറിച്ചൊന്നും വരയ്ക്കുന്നില്ല, അത് അങ്ങനെ തന്നെയാണ് വരയ്ക്കുന്നത്. സോ ദിസ് ഈസ് യുവർ പ്രൊമോട്ടർ. റെഡിയാണോ? ആൻഡ് ദിസ് ഈസ് യുവർ ടെർമിനേറ്റർ. രണ്ട് സ്റ്റാൻഡിനെയും കൂടി വിളിക്കുന്ന പേരാണ് സ്ട്രക്ചറൽ ജീൻ എന്നാണ് വിളിക്കുക. സോ യുവർ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഈസ് ഈക്വൽ ടു പ്രൊമോട്ടർ പ്ലസ് സ്ട്രക്ചറൽ ജീൻ പ്ലസ് ടെർമിനേറ്റർ. ഇത്രയും കൂടി ചേർന്നിട്ടാണ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഉണ്ടാവുക. ഓക്കെ, സോ ദാറ്റ് ഈസ് ഫോർ ഷ്യൂർ. ഇനി നമുക്ക് നമ്മുടെ ഈ എൻസൈം തുടങ്ങുമ്പോൾ എൻസൈമിന് ഇവിടെ നിന്ന് ഇങ്ങോട്ടേ തുടങ്ങാൻ പറ്റുള്ളൂ. എൻസൈം വിൽ ബി ഓൾവേസ് മൂവിങ് ഫ്രം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ എൻസൈം ഇവിടെ തുടങ്ങണം. സോ ദിസ് സ്റ്റാൻഡ്, ഒന്നാമത്തെ സ്റ്റാൻഡ്, ദിസ് ഈസ് നോൺ ആസ് യുവർ ടെംപ്ലേറ്റ് സ്റ്റാൻഡ്. റെഡിയാണോ? ആൻഡ് ഇതിനെ വിളിക്കുന്ന പേരാണ് കോഡിംഗ് സ്റ്റാൻഡ് എന്ന് വിളിക്കുന്നുണ്ടാവുക. സോ എൻ്റെ ഒരൊറ്റ ക്വസ്റ്റ്യൻ ആണ്, സിംഗിൾ ക്വസ്റ്റ്യൻ യു ഹാവ് ടു ആൻസർ. വെയർ ഈസ് ദ പ്രൊമോട്ടർ സിറ്റുവേറ്റഡ്? സിംപിളി ചോദിക്കുകയാണ്, പ്രൊമോട്ടർ സിറ്റുവേറ്റഡ്. ഏത് സ്റ്റാൻഡിൻ്റെ എന്ന് ചോദിക്കുന്നില്ല, പ്രൊമോട്ടർ സിറ്റുവേറ്റഡ് എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. സോ യു ഹാവ് ടു ടെൽ മീ എ ഡയറക്ഷൻ. 5 dash എൻഡിലാണ് അല്ലെങ്കിൽ 3 dash എൻഡിലാണ് പ്രൊമോട്ടർ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയണം. സോ വെയർ വിൽ യു പറയുന്നത്? സോ അങ്ങനെ പറയണമെങ്കിൽ ദാറ്റ് ഈസ് ദ തിങ് ഐ വിൽ ബി ടെല്ലിങ് ലൈക്ക് യു ഹാവ് ടു ലുക്ക് അറ്റ് ദ ഡയറക്ഷൻ ഓഫ് ദ കോഡിംഗ് സ്റ്റാൻഡ്. അത് ഉപയോഗിച്ച് പറഞ്ഞാൽ മതി. ഐ വിൽ ബി ജസ്റ്റ് സിംപ്ലി ടെല്ലിങ് ലൈക്ക് ദ പ്രൊമോട്ടർ സിറ്റുവേറ്റഡ് അറ്റ് ദ 5 dash എൻഡ് എന്ന് പറയും. ജസ്റ്റ് സിംപ്ലി ഐ വിൽ ബി ടെല്ലിങ് ലൈക്ക് 5 dash എൻഡ്. 5 dash എൻഡ് ഓഫ് വാട്ട്? 5 dash എൻഡ് ഓഫ് കോഡിംഗ് സ്റ്റാൻഡ്. അതാണ് കോഡിംഗ് സ്റ്റാൻഡ്. ഇതാണ് കൺവെൻഷൻ. കോഡിംഗ് സ്റ്റാൻഡിനെ വെച്ചിട്ടാണ് നമ്മൾ പറയാം. ക്ലിയർ ആണോ? സോ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, വെയർ ഈസ് ദ ടെർമിനേറ്റർ? ആര് പറഞ്ഞു തരും? വെയർ ഈസ് ദ ടെർമിനേറ്റർ? ഒറ്റ ക്വസ്റ്റ്യൻ ആണ്, ടെർമിനേറ്റർ എന്ന് ചോദിച്ചു. വെയർ ഈസ് ദ ടെർമിനേറ്റർ എന്ന് ചോദിച്ചു. വാട്ട് ഈസ് ദ ആൻസർ ഫോർ യു? നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള ആൻസർ എന്താണ്? നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള ആൻസർ എന്താണെന്ന് പറഞ്ഞാൽ
What is the answer from your side? Where is the terminator? ആര് പറഞ്ഞു? Where is the terminator? Where is the terminator? Terminator is at the 3' end എന്ന് പറയും. 3' end of ആരുടെ? Of coding strand. മനസ്സിലാവുന്നുണ്ടോ? സോ കോഡിംഗ് സ്റ്റാൻഡ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നുണ്ടാവുക? കോഡിംഗ് സ്റ്റാൻഡിന് ഉപയോഗിക്കുന്ന സാധനം ഇതാണ് ഉണ്ടാവുക. ക്ലിയർ ആണോ എന്ന് ആലോചിച്ച് നോക്കുക. കോഡിംഗ് സ്റ്റാൻഡിന് ഉപയോഗിക്കുന്ന സാധനം ഇതാണ് ഉണ്ടാവുക. ക്ലിയർ ആണോ എന്ന് ആലോചിച്ച് നോക്ക്. റെഡിയാണോ? ഇനി മൂന്നാമത്തെ സാധനം. ഓക്കെ, അടുത്ത ഡയറക്ഷൻ ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ മൊത്തം പ്രോസസ്സിൻ്റെ ഡയറക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ബി സിംപ്ലി ഇട്ടില്ലെങ്കിൽ 5' to 3' എന്ന് പറയും. 5' to 3' എന്ന് പറയുക. സോ ദാറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ കോഡിംഗ് സ്റ്റാൻഡ്. കോഡിംഗ് സ്റ്റാൻഡിനെ വെച്ചിട്ടാണ് പറയുന്നുണ്ടാവുക. ഇസ് ദാറ്റ് ക്ലിയർ മക്കളെ? റെഡി ആണോ എന്ന് ആലോചിച്ച് നോക്കുക. ഇസ് ദാറ്റ് റെഡി? മനസ്സിലാവുന്നുണ്ടോ? സോ എന്താണ് കോഡിംഗ് സ്റ്റാൻഡിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ കോഡിംഗ് സ്റ്റാൻഡാണ് കൺവെൻഷനലി ഇതിൻ്റെ ബേസിക്സ്. എന്തിൻ്റെ ബേസിക്സ് ആണ്? ഈ സാധനത്തിൻ്റെ ബേസിക്സ്. എന്തിൻ്റെ ബേസിക്സ് ആണ്? നമ്മുടെ ഈ പറയുന്ന ഡയറക്ഷൻസും കാര്യങ്ങളൊക്കെ പറയുന്നതിനുള്ള ബേസിസ് ആണ് ഈ സാധനം. മക്കളെ മനസ്സിലായെന്ന് ആലോചിച്ച് നോക്കുക. ആലോചിച്ച് നോക്കിയാൽ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറയുന്ന ഒരു പോർഷനാണ് മാത്രമാണ് ഞാൻ ഡീഗ്രേഡ് നൽകുക സാധനം ഉണ്ടാവുക. ഇനി വേറൊരു സാധനം കൂടി ഉണ്ട്. സോ യു നോ ദാറ്റ് തിങ് ഹിയർ. സോ ഹിയർ ഈസ് യുവർ കോഡിംഗ് സ്റ്റാൻഡ്, റൈറ്റ്? സോ ഇവിടെ എന്തുണ്ട്? ദർ ഇസ് സംതിങ് ദാറ്റ് ഇസ് നോൺ ആസ് കോഡിംഗ് സ്റ്റാൻഡ് എന്ന് പറയുന്ന സാധനം ഉണ്ട്. സോ കോഡിംഗ് സ്റ്റാൻഡ് ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഉണ്ട്. സോ യു നോ ദാറ്റ് തിങ്, റൈറ്റ്? നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന സാധനമാണ് അല്ലേ? എവിടെ കോഡിംഗ് സ്റ്റാൻഡ്? ഈ പടത്തിലുള്ള കോഡിംഗ് സ്റ്റാൻഡ് എവിടെ? ജസ്റ്റ് ടെൽ മീ, ക്യാൻ യു ടെൽ മീ വെർ ഇസ് ദ കോഡിംഗ് സ്റ്റാൻഡ്? സോ ഹിയർ ഇസ് ദ കോഡിംഗ് സ്റ്റാൻഡ്. കോഡിംഗ് സ്റ്റാൻഡ് ഈ പടത്തിൽ ഇതാണ്. ദിസ് ഇസ് ദ 5' end, ദിസ് ഇസ് 3' end. സോ ഈ 5' endiലേക്ക് പോകുന്ന സാധനത്തിനെ വിൽ ബി ടെല്ലിങ് ലൈക്ക് അപ് സ്ട്രീം എന്ന് വിളിക്കും. ദിസ് ഇസ് നോൺ ആസ് വാട്ട്? അപ് സ്ട്രീം എന്ന് വിളിക്കും. ദിസ് ഈസ് നോൺ ആസ് വാട്ട്? ഡൗൺ സ്ട്രീം എന്ന് വിളിക്കും. താഴെയുള്ള സാധനത്തിന് ഡൗൺ സ്ട്രീം എന്ന് വിളിക്കും. 3' endiലേക്ക് പോകുന്ന എല്ലാ സാധനത്തിനും ഡൗൺ സ്ട്രീം എന്ന് വിളിക്കും. താഴേക്ക് പോകുന്നത് മേളിലേക്ക് പോകുന്ന അപ് സ്ട്രീം എന്നും കൂടി വിളിക്കാറുണ്ട്. സോ ദിസ് ഈസ് ഇറ്റ്. സോ ദിസ് ഈസ് അബൌട്ട് ദ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. സോ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. സോ വിൽ ബി ഗോയിങ് ആൻഡ് വിൽ ബി ആൻസറിങ് ദിസ് ക്വസ്റ്റ്യൻ. ടെൽ മീ ദ ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ നമ്പർ 6. പെട്ടെന്നായിക്കോട്ടെ. ക്ലിയർ ആണോ? എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ പറയാം. ഇത്രയേ ഉള്ളൂ. വളരെ കൂളായിട്ട്, വളരെ ഡയറക്റ്റായിട്ട്, വളരെ സ്ട്രൈറ്റ് ആയിട്ട് ആൻസർ പറയണം. ക്വസ്റ്റ്യൻ നമ്പർ 6 നിങ്ങൾ റീഡ് ചെയ്ത് നോക്കുക. യു ഹാവ് ടു ടെൽ മീ ദ ആൻസർ. ടുഡേ വാസ് എ ഹെക്ടിക് ഡേ ഫോർ മീ. ഹെക്ടിക് ഡേ എന്നല്ല, ലൈക്ക് വെരി ഇൻട്രസ്റ്റിംഗ് ഡേ. ഇന്നലത്തെ ദിവസം സൺഡേ ആയിരുന്നു. അത്ര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നില്ല. അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞു. ഇന്ന് രാവിലെ 9 മണി മുതൽ 2 മണി വരെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. 3 മണി മുതൽ 6:30 വരെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. 7:30 മുതൽ 10:30 വരെ ക്ലാസ് ഉണ്ടായിരുന്നു. ഫുൾ ഡേ ക്ലാസ്സിലായിരുന്നു. സോ അത്രയും നേരം ക്ലാസ്സിൽ നിൽക്കാൻ പറ്റുമ്പോൾ അത്രയധികം സന്തോഷമാണ്. ആൻഡ് ഓൾസോ മടുപ്പിക്കുന്ന സാധനമാണ്. പക്ഷേ എനിക്ക് ഇപ്പോൾ മടുപ്പില്ല. ഐ വിൽ ബി ടയേർഡ് വെൻ ആഫ്റ്റർ 10:30. നിങ്ങളൊന്ന് വിട്ട് കഴിഞ്ഞാൽ 10:30 10 o'clock നിങ്ങളെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഞാൻ മടുത്ത് വീഴും, എനിക്ക് ഉറപ്പാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് 4 മണിക്കൂറോ അല്ലെങ്കിൽ 5 മണിക്കൂറോ കൂടി ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. സോ ദാറ്റ് മച്ച് ഹാപ്പിനെസ് ഐ എം ഗെറ്റിംഗ് ഫ്രം ക്ലാസ്. ഐ ഡോണ്ട് നോ വൈ. എനിക്കറിയില്ല. നിങ്ങളെപ്പോലുള്ള കുട്ടികളുടെ സപ്പോർട്ടാണ് ഡെഫിനറ്റ്ലി. താങ്ക് യു സോ മച്ച്. നിങ്ങളെന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതിലും എനിക്ക് റെസ്പോണ്ട് ചെയ്ത് തരുന്നതിലൊക്കെ ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇറ്റ്സ് ലൈക്ക് ഇറ്റ് ഈസ് വെരി നൈസ്. ഇറ്റ് ഈസ് മൈ സെൽഫ് പ്ലഷർ. ഐ എം ടീച്ചിങ്. സോ നോക്ക്, പ്രൊമോട്ടർ സൈറ്റ് ആൻഡ് ടെർമിനേറ്റർ സൈറ്റ് ഓഫ് എ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ആർ ലൊക്കേറ്റഡ് അറ്റ്. ഇത് പറയുന്ന സമയത്ത് യു നോ ദാറ്റ് തിങ് പ്രൊമോട്ടർ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ നമുക്കറിയാൻ പറ്റും. പ്രൊമോട്ടർ 3' endiൽ എവിടെ ഉണ്ടാവുക? കോഡിംഗ് സ്റ്റാൻഡിനെ വെച്ചിട്ടാണ് പറയുക. സോ ദാറ്റ് ഇസ് 5' end. ടെർമിനേറ്ററിൽ 3' endiലാണ് ഉണ്ടാവുക. സോ സീ ദാറ്റ് തിങ് 5' and downstream. This is the answer. The answer will be B. റെഡി ആണോ? ക്ലിയർ ആണോ? സോ ദാറ്റ് ഈസ് ഇറ്റ്. ഭയങ്കര ഒരു ഹാപ്പിനെസ് ഫീലാണ്. സപ്പോസ് ഞാനിത് പറഞ്ഞു തരാണ്ട് നിങ്ങൾ ഉത്തരം പറയുകയാണെങ്കിൽ നിങ്ങൾ ചില ആൾക്കാരെങ്കിലും ഉത്തരം തെറ്റിക്കുമായിരുന്നു. നിങ്ങൾ കുറേ പേർ ശരിയാക്കി പറഞ്ഞില്ലേ? ആരും തെറ്റിച്ചില്ല എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് സന്തോഷമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ്? സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയനെ പറ്റിയിട്ടുള്ള മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് 2 ജനറ്റിക്സ് ചാപ്റ്ററും കൂടി ലിങ്ക് ചെയ്തിട്ടാണ്. 2 അല്ല, മേ ബി അതിനേക്കാൾ കൂടുതൽ ചാപ്റ്റേഴ്സ്, മേ ബി ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എല്ലാം കൂടി കണക്ട് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. MBBS പോയിന്റ് ഓഫ് വ്യൂവിലൊക്കെ ഉള്ള ഒരു സാധനമാണ് ഉണ്ടാവുക. റെഡി ആണല്ലോ അല്ലേ? സോ ദിസ് ഈസ് ഇറ്റ്. വാട്ട് ഈസ് ദ ആൻസർ? ഐ വിൽ ബി ഡിസ്കസിങ് അപ് ടു ഒരു 10-12 ക്വസ്റ്റ്യൻസ് കേട്ടോ. സോ വാട്ട് ഈസ് ദാറ്റ് തിങ്? ഇറ്റ് കനോട്ട് ബി ട്രീറ്റഡ് വിത്ത് അയൺ സപ്ലിമെൻറ്റ്സ്. അയൺ കൊടുത്തു കഴിഞ്ഞാൽ സിക്കിൾ സെൽ അനീമിയ മാറുമോ? ഒരിക്കലും മാറില്ല. കാരണം സിക്കിൾ സെൽ അനീമിയ ഇസ് എ ജനറ്റിക് പ്രോബ്ലം. അത് ജനറ്റിക്കലി ട്രീറ്റ് ചെയ്യണം, ജീൻ തെറാപ്പിയൊക്കെ കൊടുക്കേണ്ടി വരും. പക്ഷേ ദാറ്റ് ഈസ് നിയർലി ഇമ്പോസിബിൾ. സോ അതിനൊരു പെർമനൻറ്റ് ട്രീറ്റ്മെൻറ്റ് ഇല്ല. സോ ഇറ്റ് കനോട്ട് ബി ട്രീറ്റഡ് എന്നുള്ളത് ശരിയാണ്. ഇറ്റ് ഈസ് എ മോളിക്കുലർ ഡിസീസ്. ശരിയാണ്, നിങ്ങൾക്കറിയാൻ പറ്റും. GAG എന്നുള്ള കോഡ് മാറിയിട്ട് GUG ആയിപ്പോയതാണ്. ആകെ അഡനിൻ എന്ന് പറഞ്ഞൊരു ന്യൂക്ലിയോസൈഡ് മാറി ഒരു യുറാസിൽ എന്ന് പറഞ്ഞൊരു ന്യൂക്ലിയോസൈഡ് ആയിപ്പോയപ്പോൾ മാത്രം വന്ന സാധനമാണ്. ഒരൊറ്റ മോളിക്യൂളിൻ്റെ വ്യത്യാസമാണ്. ദാറ്റ് ഈസ് ഓൾസോ റൈറ്റ് ആണ്. അപ്പോൾ തന്നെ ആൻസർ D ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. റെഡി ആണല്ലോ അല്ലേ? ഇറ്റ് കൺഫേഴ്സ് റെസിസ്റ്റൻസ് ഫോർ അക്വയറിങ് മലേറിയ. സി ദാറ്റ് തിങ് ഇത് NCERTയിലുള്ള പോയിൻ്റാണ്. NCERT എക്സ്പ്ലംബറിലുള്ള പോയിൻ്റാണ്. വാട്ട് ഇറ്റ് വിൽ ബി ഒക്കറിങ് ദാറ്റ് തിങ്? മലേറിയ ഇയാൾക്ക് പിടിക്കില്ല എന്നുള്ളതാണ്. ആർക്ക് പിടിക്കില്ല എന്നുള്ളതാണ്? ഈ പറയുന്ന സിക്കിൾ സെൽ അനീമിയുള്ള ആൾക്കാർക്ക് മലേറിയ പിടിക്കില്ല എന്നുള്ളതാണ്. വൈ? See that thing. So you have to know what is happening in sickle cell anemia. കഴിഞ്ഞ ചാപ്റ്റർ ഉള്ള സാധനമായിരുന്നു. You see that thing. സിക്കിൾ സെൽ അനീമിയയിൽ you have one RBC. നോർമൽ RBCയുടെ ഷേപ്പ് എന്താണ്? RBC ബൈ കോൺകേവ്
ബൈകോൺകേവ് ഡിസ്ക് ഷേപ്പാണ്. ബൈകോൺകേവ് ഡിസ്ക് ഷേപ്പാണ് ആർ ബി സി. സിക്കിൾ സെൽ അനീമിയയിൽ ആർ ബി സി എത്രയാണ്? സിക്കിൾ അനീമിയയിലുള്ള ആർ ബി സിയുടെ ഷേപ്പ് ബൈകോൺകേവ് ഡിസ്ക് ഷേപ്പാണ്. let me explain this thing. And when it is going to നമ്മുടെ NCERT പറയുന്ന പോലെ it is going to the low oxygen tension കുറവുള്ള സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ what will be going, ആ ഒരു സമയത്ത് മാത്രം this RBC will be going and getting the sickle ഷേപ്പിലേക്ക് മാറും. മനസ്സിലാവുന്നുണ്ടോ? സിക്കിൾ ഷേപ്പിലേക്ക് മാറും. അപ്പോൾ നോർമലി എല്ലായ്പ്പോഴും ഇതെന്താണ്? നോർമലി എല്ലായ്പ്പോഴും ഇത് ബൈകോൺകേവ് ഡിസ്ക് ഷേപ്പാണോ? അല്ല. ബൈകോൺകേവ് ഡിസ്ക് ഷേപ്പായിരുന്ന സാധനം ലോ ടെൻഷനിലേക്ക് പോകുന്ന സമയത്താണ് സിക്കിൾ ഷേപ്പിലേക്ക് മാറിപ്പോകുന്നുണ്ടാവുക. ക്ലിയർ ആണോ? സപ്പോസ് ജസ്റ്റ് തിങ്ക് അബൌട്ട് ദ ഡിസീസ് ദാറ്റ് ഈസ് കോൾഡ് മലേറിയ എന്ന് പറഞ്ഞ ഡിസീസിനെ പറ്റി ആലോചിക്കുക. മലേറിയ ആരെയാണ് അഫക്ട് ചെയ്യുന്നത്? ആർ ബി സിയിലാണ് അഫക്ട് ചെയ്യുക. നിങ്ങൾ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസിൽ പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെ ഒരു ആർ ബി സി ഉണ്ടെങ്കിൽ സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്. ഇഫ് ദർ ഈസ് ആൻ ആർ ബി സി ഹിയർ, ഒരു ആർ ബി സി ഉണ്ടെങ്കിൽ ഈ ആർ ബി സിയുടെ ഉള്ളിൽ ദർ വിൽ ബി ഗ്രോത്ത് ഓഫ് എ മലേറിയൽ പാരസൈറ്റ്. ഒരു മലേറിയൽ പാരസൈറ്റ് വന്നിട്ട് ആർ ബി സിയുടെ ഉള്ളിൽ ഗ്രോ ചെയ്യും. റെഡിയാണോ? സോ ഇനീഷ്യലി ജസ്റ്റ് ആലോചിച്ച് നോക്കുക, മലേറിയൽ പാരസൈറ്റ് വരുന്നു, അത് ആർ ബി സിയുടെ ഉള്ളിൽ കയറുന്നു, അത് ഗ്രോ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതിങ്ങനെ ഗ്രോ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് വാട്ട് ഇറ്റ് വിൽ ബി ഒക്കറിങ്? ഈ മലേറിയൽ പാരസൈറ്റ് വിൽ യൂട്ടിലൈസ് എന്ത് യൂട്ടിലൈസ് ചെയ്യും? യൂട്ടിലൈസ് ഓക്സിജൻ, കുറേ ഓക്സിജൻ യൂട്ടിലൈസ് ചെയ്യും. സോ വാട്ട് ഇറ്റ് വിൽ ബി ഒക്കറിങ്? ഇത് കാരണം ദർ വിൽ ബി ഡിക്രീസ്ഡ് ഓക്സിജൻ ടെൻഷൻ വരും. റെഡിയാണോ? ഓക്സിജൻ ടെൻഷൻ വരും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ ആർ ബി സി, ഏത് ആർ ബി സി? ഈ ആർ ബി സി വിത്ത് ദ മലേറിയൽ പാരസൈറ്റ് അതിങ്ങനെ സിക്കിൾ സെല്ലായി മാറും. ഈ സിക്കിളിൻ്റെ ഉള്ളിലായിരിക്കും, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, സിക്കിളിൻ്റെ ഉള്ളിലായിരിക്കും. ഇത് NCERT ഉള്ളതാട്ടോ, NCERT എക്സാംപ്ലറിലെ ക്വസ്റ്റ്യൻ ആണ്. സിക്കിൾ ഷെല്ലായി മാറും. സോ അതിന് ഷേപ്പ് മാറിപ്പോയി. സോ വാട്ട് ഇറ്റ് ബി ഒക്കറിങ്? വെൻ ദിസ് തിങ് ഈസ് ഗോയിങ് ടു ദ സ്പ്ലീൻ, ഇത് നേരെ സ്പ്ലീനിൽ പോകുമ്പം യു നോ ദാറ്റ് തിങ്, സ്പ്ലീൻ ഈസ് ദ ഗ്രേവ് യാർഡ് ഓഫ് ആർ ബി സി. ഒരു അബ്നോർമൽ ഷേപ്പുള്ള സാധനം കണ്ടു കഴിയുമ്പോൾ സ്പ്ലീൻ വിൽ റപ്ചർ ദ ആർ ബി സി. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, റപ്ചർ ദിസ് ആർ ബി സി. വൈ ദ സ്പ്ലീൻ ഈസ് റപ്ചറിങ് ദിസ് ആർ ബി സി? ബിക്കോസ് ദിസ് ആർ ബി സി ഇസ് എൻ അബ്നോർമൽ ആർ ബി സി. അത് കാണുന്ന സമയത്ത് സ്പ്ലീൻ ഇഷ്ടാവില്ല. സ്പ്ലീൻ ഈസ് ലൈക്ക് എ ഫിൽറ്റർ ഫോർ ബ്ലഡ്. സ്പ്ലീൻ ഇങ്ങനെ അരച്ചിട്ട് ആ സാധനത്തിന് ഫിൽറ്റർ ചെയ്ത് മാറ്റിക്കളയും. സോ ഇറ്റ് വിൽ റപ്ചർ ദ ആർ ബി സി. വാട്ട് വിൽ ഹാപ്പൻ ടു ദ മലേറിയൽ പാരസൈറ്റ് വിൽ ഡൈ. So you have to understand, parasite will die. Parasite ചത്തു. Are you understanding? Parasite ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. Are you understanding? Why? Because പാരസൈറ്റ് വളർന്നിട്ട് ഓക്സിജൻ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിക്രീസ്ഡ് ഓക്സിജൻ ടെൻഷനിൽ സിക്കിളാവും. സിക്കിളായി കഴിഞ്ഞാൽ സ്പ്ലീൻ അത് പൊട്ടിച്ചോളയും. പാരസൈറ്റിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് സിക്കിൾ സെൽ അനീമിയ ഉള്ള ആൾക്കാർക്ക് മലേറിയ വരില്ല. സിമ്പിൾ സാധനം മനസ്സിലാവുണ്ടോ? സിക്കിൾ സെൽ അനീമിയ ഉള്ള ആൾക്കാർക്ക് മലേറിയ വരില്ല. ദിസ് ഈസ് ദ സിമ്പിൾ സാധനം കേട്ടോ. ഒരു യൂർവശി ശാപ ഉപകാരമായി എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? നമുക്ക് കിട്ടുന്ന എല്ലാ ഡിസീസും അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും ശരിക്കുള്ള പ്രശ്നങ്ങളല്ല. ചില പ്രശ്നങ്ങൾ മറ്റു ചില പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളായിരിക്കാം. മനസ്സിലാവുന്ന ആലോചിക്കുക. സിക്കിൾ സെൽ അനീമിയ വന്ന ആൾ അയ്യോ സിക്കിൾ സെൽ അനീമിയ വന്നു എന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. മലേറിയ ഒന്നും എന്തായാലും ചത്തുമില്ല. മനസ്സിലാവുന്നുണ്ടോ? മലേറിയ ഒരിക്കലും വരില്ല. ബാക്കി ആൾക്കാരൊക്കെ മലേറിയ ഓടി ചത്തു പോയി കഴിഞ്ഞാലും സാധനമാണ്. സോ let me tell you one more interesting fact, very നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് കൂടി പറഞ്ഞുതരാം. ദാറ്റ് ഈസ് നമ്മുടെ ഒരു സാധനമാണ്. ജസ്റ്റ് തിങ്ക് അബൌട്ട് എ പ്ലേസ് ദാറ്റ് ഈസ് നോൺ ആസ് വയനാട്. ഓക്കെ, വയനാട്ടിൽ യു നോ ദാറ്റ് തിങ് ദർ ആർ ലോട്ട് ഓഫ് ട്രൈബൽസ് ഉണ്ട്. യു നോ ദാറ്റ് തിങ്. ആൻഡ് വയനാട് ട്രൈബൽസിൽ ദാറ്റ് ഈസ് പ്രിവലൻസ് അല്ലെങ്കിൽ കൂടെ എന്താ സിക്കിൾ സെൽ അനീമിയ ഈസ് വെരി പ്രിവലൻറ്റ്. ഒരുപാട് ആൾക്കാർ ട്രൈബൽസിൻ്റെ ഇടയിൽ സിക്കിൾ സെൽ അനീമിയ വളരെ കൂടുതലാണ്. ക്യാൻ യു ടെൽ മീ വൈ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്തുകൊണ്ടായിരിക്കും എന്നുള്ള കാര്യം? സോ യു ഹാവ് സ്റ്റഡീഡ് ദ ചാപ്റ്റർ കോൾഡ് എവല്യൂഷൻ, റൈറ്റ്? നിങ്ങൾ എവല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. സോ ഇതിൻ്റെ ബേസിസിൽ നിങ്ങൾക്കത് പറയാൻ പറ്റുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ വളരെ സിമ്പിളായിട്ടൊരു സാധനമാണ്, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ യു സീ ദാറ്റ് തിങ്, വയനാട് ഈസ് എ പ്ലേസ് ഇല്ലേ? വയനാട് ഈസ് എ പ്ലേസ്. ഇവർ ജീവിക്കുന്ന സ്ഥലത്ത് വളരെ പ്രിവലൻ്റ് ആയിട്ടുള്ള സാധനമാണ് മലേറിയ എന്ന് പറഞ്ഞ ഡിസീസ്. മലയാളത്തിൽ ഇതിന് മലമ്പനി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. മലയോര മേഖലകളിലെ ആദിവാസികളുടെ ഇടയിലൊക്കെ കൊതുക് കടിച്ച് വരുന്ന സാധനമാണ് മലമ്പനി. ഈ മലമ്പനി ഭയങ്കരമായിട്ട് വരാറുണ്ട്. ഈ മലമ്പനി വന്നാൽ എന്താ സംഭവിക്കുന്നുണ്ടാവും? മലമ്പനി ഡ്യൂ ടു മലേറിയ മെനി പീപ്പിൾ ഡൈ. മെനി പീപ്പിൾ എന്ത് ചെയ്യും? ഡൈ ആയിപ്പോവും, എത്തായിപ്പോവും. ഒരുപാട് ആൾക്കാർ മരിക്കും. സിമ്പിൾ ഡ്യൂ ടു ദ മലേറിയ ഒരുപാട് ആൾക്കാർ മരിക്കും. പക്ഷേ ജസ്റ്റ് ആലോചിച്ച് നോക്കിയാൽ പണ്ട് കാലത്ത് ഈ മലേറിയക്ക് ട്രീറ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്ത കാലത്താണെങ്കിൽ പോലും എന്ത് സംഭവിച്ചിട്ടുണ്ട്? ചില ആൾക്കാർ മലേറിയയിൽ നിന്ന് രക്ഷപ്പെടും. ആര് മലേറിയയിൽ നിന്ന് രക്ഷപ്പെടും? സിക്കിൾ സെൽ അനീമിയ ഉള്ള ആൾക്കാർ മലേറിയയിൽ നിന്ന് രക്ഷപ്പെടും. കാരണം വെച്ചാൽ സിക്കിൾ സെൽ അനീമിയ ഉള്ള ആൾക്കാർ മലേറിയ പിടിക്കില്ല, അവർ മരിക്കില്ല. സോ ഡെഫിനറ്റ്ലി സിക്കിൾ സെൽ അനീമിയ ഉള്ള ആൾക്കാരുടെ പോപ്പുലേഷൻ വിൽ ബി ഗെറ്റിംഗ് സ്റ്റെബിലൈസ്ഡ്. ഇവരുടെ പോപ്പുലേഷൻ എന്ത് ചെയ്യും? സ്റ്റെബിലൈസ് ചെയ്യും. ആൻഡ് ദിസ് പോപ്പുലേഷൻ വിൽ ബി അണ്ടർഗോയിങ് എവല്യൂഷൻ സംഭവിക്കും. ആൻഡ് ഡെഫിനറ്റ്ലി ഈ ട്രൈബൽസിൻ്റെ ഇടയിൽ ഒരുപാട് ആൾക്കാർക്ക് സിക്കിൾ സെൽ അനീമിയ വരും. കാരണം സിക്കിൾ സെൽ അനീമിയ ഇൻ കേസ് ഓഫ് വയനാട് ട്രൈബൽസ് ഈസ് എ പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന, ഡെത്തിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് ട്രൈറ്റ് ആണ്. അതുകൊണ്ട് ട്രൈബൽസിൻ്റെ ഇടയിൽ സിക്കിൾ സെൽ അനീമിയ ഇസ് വെരി പ്രിവലൻറ്റ്. ജസ്റ്റ് ആലോചിച്ച് നോക്കിയാൽ മക്കളെ, സിമ്പിൾ ദാറ്റ് തിങ്. ബയോളജി ഈസ് വർക്കിംഗ് ദെയർ എവ്രിവെയർ, എവല്യൂഷൻ ഈസ് വർക്കിംഗ് എവ്രിവെയർ. സോ ഇഫ് ദാറ്റ് ഈസ് എ പോസിറ്റീവ് ചേഞ്ച്, ഒരു മ്യൂട്ടേഷൻ സംഭവിച്ചിട്ട് അതൊരു പോസിറ്റീവ് ചേഞ്ച് ആണെങ്കിൽ അതിനെ നമ്മുടെ എൻവയോൺമെൻറ്റ് സപ്പോർട്ട് ചെയ്യും. ദാറ്റ്സ് ഹൗ ദിസ് നമ്മുടെ ഇപ്പോഴും ട്രൈബൽസിൻ്റെ ഇടയിൽ സീരിയസ്ലി ഇഫ് ഐ ആം സ്റ്റഡിങ് ഇൻ അല്ലെങ്കിൽ ഐ സ്റ്റഡീഡ് ഇൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്, വയനാട് നിന്ന് ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ ദ ഫസ്റ്റ് ടെസ്റ്റ് വി ആർ ഡൂയിങ് ഇസ് സിക്കിൾ ടെസ്റ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ദെയർ. മനസ്സിലാവുന്നുണ്ടോ?
മനസ്സിലാവുന്നുണ്ടോ മക്കളെ മനസ്സിലാവുന്നുണ്ടോ സോ ദിസ് ഈസ് വാട്ട് ഈസ് occurring this is not the class of evolution but I am just mentioning that thing when the point is coming ready ആണോ എന്ന് ആലോചിക്കുക so biology is beautiful if you are studying and linking these things together like you can see that thing നിങ്ങളുടെ knowledge in human health and disease നിങ്ങളുടെ knowledge in evolution and the fact I am telling you that minor tribals the sickle cell disease is more so it is very nice to see clear ആണോ ready വയനാട്ടിൽ സീരിയസ്ലി കേട്ടോ വയനാട് ട്രൈബൽസിൽ ഒരുപാട് സാധനങ്ങളുണ്ട് so this is it clear ആണോ confirm so answer is D question number 8 just go for the question number 8 which one of the following true with respect to the AUG വയനാട്ടിൽ ഇപ്പോഴും സിക്കിൾ സെൽ അനീമിയ കൂടുതലാണ് അത് പതുക്കെ മാറുന്നേ ഉള്ളൂ ബിക്കോസ് ഇപ്പോൾ മലേറിയക്ക് ട്രീറ്റ്മെൻറ്റ് വന്നു ഇനി മലേറിയ പിടിച്ച ആൾക്കാർ മരിക്കാത്തൊരു കണ്ടീഷൻ വന്നു തുടങ്ങി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി മറ്റേ പോപ്പുലേഷൻ സ്റ്റെബിലൈസ് ചെയ്യാൻ തുടങ്ങും ദാറ്റ് ഈസ് ഓവർ ഗ്രാജുവൽ ഇയേഴ്സിലാണ് നടക്കുന്നുണ്ടാവുക വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ വിത്ത് റെസ്പെക്ട് ടു ദ AUG is for August think about August is for what start codon as well as it is coding for methionine so it is having dual function and it codes for methionine only yes it is coding for methionine only വേറെ ഒരു അമിനോ ആസിഡിനും കോഡ് ചെയ്യില്ല സോ യു നോ ദാറ്റ് തിങ് ഇറ്റ് ഈസ് വാട്ട് ഈസ് ഇത് ഒരേപോലെ സാധനമാണ് യൂണിവേഴ്സലാണ് ഒരു കോഡ് ഒരു സാധനത്തിനെ കോഡ് ചെയ്യുള്ളൂ എന്നുള്ള സാധനമാണ് ആണോ അല്ലയോ യു നോ ദാറ്റ് തിങ് ആൻഡ് ഇറ്റ് ഈസ് ഇനീഷ്യേഷൻ കോഡോൺ ശരിയാണ് ഇറ്റ് കോഡ്സ് ഫോർ മെഥിയോണിൻ ഇൻ ബോത്ത് പ്രോകാരിയോട്സ് ആൻഡ് യൂക്കാരിയോട്സ് നമുക്കറിയാം ദ കോഡ് ഈസ് യൂണിവേഴ്സൽ നമ്മൾ പഠിച്ച സാധനങ്ങളാണ് അല്ലേ കോഡ് ഈസ് യൂണിവേഴ്സൽ കോഡ് ഈസ് ഡീജനറേറ്റ് മറ്റേ സാധനങ്ങൾ പഠിച്ചല്ലേ സോ ഇതെല്ലാം ശരിയാണ് ദ ഓൾ ദ അബൌവ് ഡി ആണ് റൈറ്റ് ആൻസർ റെഡിയാണോ മനസ്സിലാവുന്നുണ്ടോ ആലോചിച്ച് നോക്ക് ക്ലിയർ ആണോ സോ ആലോചിച്ച് നോക്ക് ദ ഫസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ കുഡ് ബി ആദ്യം ഉണ്ടായ ജനറ്റിക് മെറ്റീരിയൽ ആയിരിക്കും പ്രോട്ടീൻ ആണോ കാർബോഹൈഡ്രേറ്റ് DNA ആണോ RNA ആണോ ചാപ്റ്ററിൽ ഡയറക്ട്ലി ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ്സ് ആണ് വാട്ട് ഈസ് ദ ഫസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ ആരാ പറഞ്ഞു തരുന്നുണ്ടാവുക ഹു വിൽ ബി ടെല്ലിങ് മീ ഫസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ കുഡ് ബി ഏതാണ് ഫസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ ഇസ് ഡെഫിനറ്റ്ലി RNA സംശയമൊന്നും വേണ്ട പ്രോട്ടീൻ ഒന്നും കുത്തണ്ട ദാറ്റ് ഇസ് 9C ആരാ കുത്തിയ അയ്യോ ഷെസ പറയല്ലേ ഫസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ RNA എന്നാണ് ഇവോൾവ് ചെയ്തിട്ട് DNA ഉണ്ടായി വന്നത് കേട്ടോ സോ നെക്സ്റ്റ് 10th ക്വസ്റ്റ്യൻ വിത്ത് റിഗാർഡ് ടു മെച്ചർ mRNA ഇൻ യൂക്കാരിയോട്സ് ആണ് ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞിട്ട് mRNA പറ്റിയിട്ടാണ് നിൽക്കുക സോ യു ക്യാൻ സീ ദാറ്റ് തിങ് ദേ ആർ ടോക്കിംഗ് അബൌട്ട് ഇൻട്രോൺസ് ആൻഡ് എക്സോൺസ് സോ ഐ വിൽ ബി ജസ്റ്റ് ടെല്ലിംഗ് ദാറ്റ് തിങ് ഓക്കെ സോ ഇൻ യൂക്കാരിയോട്സ് യു നോ ദാറ്റ് തിങ് വി ആർ ടോക്കിംഗ് അബൌട്ട് യൂക്കാരിയോട്സ് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് ഇൻ യൂക്കാരിയോട്സ് എങ്ങനെയായിരിക്കും ജീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഒരു ജീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീൻ വിൽ ബി ഹാവിങ് യു സീ ദാറ്റ് തിങ് ജീൻ ഈസ് ഹാവിങ് മൾട്ടിപ്പിൾ ഉദ്ദേശങ്ങളുണ്ട് കേട്ടോ ജീൻ ഈസ് ഹാവിങ് മെനി അഡീഷണൽ സീക്വൻസസ് മൾട്ടിപ്പിൾ സീക്വൻസസ് ഉണ്ട് അതായത് ഇപ്പോൾ ഞാൻ പറയാണ് അവൻ കഥ എഴുതുകയാണ് അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം പറയാമെന്ന് വെച്ചാലോ ആഷിഖ് സാർ ക്ലാസ് എടുക്കുകയാണെന്ന് വിചാരിക്കുക ആഷിഖ് ഡോക്ടർ ഇങ്ങനെയാണൊരു ജീൻ എന്ന് വിചാരിക്കുക അതിൻ്റെ ഇൻഫർമേഷൻ ഇങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നു ഇതാണൊരു ജീൻ എന്ന് വിചാരിക്കുക സോ ഇങ്ങനെയാണെങ്കിൽ സപ്പോസ് ഇഫ് ഇറ്റ് ഈസ് എ പ്രോകാരിയോട്ടിക് ജീൻ അതായത് ഒരു ബാക്ടീരിയ ഉള്ള ജീൻ ആണെങ്കിൽ ഈ കഥേൻ്റെ ഫ്രണ്ടിൽ ഇവിടെ ഒരു പ്രൊമോട്ടർ സീക്വൻസ് ഉണ്ടാവും ഇവിടെ എന്തെങ്കിലും ഒരു സീക്വൻസ് പിന്നെ ആ സി ഇ റൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രൊമോട്ടർ സീക്വൻസ് ഉണ്ടാവും ഇവിടെ ഒരു ടെർമിനേറ്റർ സീക്വൻസ് ഉണ്ടാവും സോ ഈ ജീൻ വിൽ ബി ലൈക്ക് ആൻ ഇൻടാക്ട് ജീൻ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക എവിടെ ഉണ്ടാവുക ഇൻ കേസ് ഓഫ് പ്രോകാരിയോട്സ് ലോവർ അനിമൽസിൽ ഉണ്ടാവുക പക്ഷേ ഇഫ് ഇൻ കേസ് ഓഫ് യൂകാരിയോട്ട് ആണെങ്കിൽ ഇത് എങ്ങനെയായിരിക്കും ഉണ്ടാവുക അറിയോ ഇതിൻ്റെ തുടക്കത്തിൽ ഇവിടെ കുറേ പ്രൊമോട്ടർ സീക്വൻസ് ഉണ്ടാവും ഡിഫറൻസ് ആണ് ഉണ്ടാവും ആൻഡ് ദർ വിൽ ബി ദ വേർഡ് ആഷിഖ് എന്നൊരു വേർഡ് ഉണ്ടാവും ഓക്കെ ആണോ അത് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് റെഗുലേറ്ററി സീക്വൻസ് വരും അത് കഴിഞ്ഞിട്ട് ഡോക്ടർ എന്നുള്ളൊരു സാധനം വരും അത് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് ഇൻ്റർവീനിങ് സീക്വൻസുകൾ വരും ഓക്കെ ആണോ അതിൻ്റെ ക്ലാസ് എന്നൊരു സാധനം വരും അത് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് ഇൻ്റർവീനിങ് സീക്വൻസുകൾ വരും അതിൻ്റെ എടുക്കുന്നു എന്നുള്ള വാക്ക് വരും അത് കഴിഞ്ഞിട്ട് ടെർമിനേറ്റർ വരും ഓക്കെ ആണോ എന്നല്ല ചോദിക്കുക സോ നമുക്ക് ഇവിടെ കാണുന്ന സമയത്ത് ദിസ് ഈസ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ദ ജീൻ ഇൻ കേസ് ഓഫ് എ യൂകാരിയോട്ട് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പ്ലിറ്റ് ജീൻ അറേഞ്ച്മെൻറ്റ് ദിസ് ഈസ് നോൺ ആസ് സ്പ്ലിറ്റ് ജീൻ അറേഞ്ച്മെൻറ്റ് സോ എന്താണ് ഇതിൻ്റെ മെച്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂകാരിയോട്സിനകത്തേക്ക് എത്തുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും കൂടുതൽ റെഗുലേറ്ററി സീക്വൻസുകൾ ആഡ് ചെയ്യാൻ പറ്റും കുറച്ചുകൂടി അടിപൊളിയായിട്ട് ഈ സാധനങ്ങളെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും ആർ യു അണ്ടർസ്റ്റാൻഡിങ് ദിസ് തിങ് സോ ഇതിങ്ങനെ മാറ്റിയുണ്ട് സോ നമ്മൾ നോക്കുന്ന സമയത്ത് യു നോ ദാറ്റ് തിങ് ഇത് നമുക്ക് ആവശ്യമുള്ള സാധനമാണ് ആണോ ഇത് നമുക്ക് ആവശ്യമുള്ള സാധനമാണ് ഇത്ര സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ളത് പിന്നെ ഇത് ഇതിൻ്റെ പ്രൊമോട്ടറാണ് ഇത് ഇതിൻ്റെ ടെർമിനേറ്ററാണ് പക്ഷേ സീ ദാറ്റ് തിങ് ഈ സാധനം നമുക്ക് ആവശ്യമില്ല ഇത് നമുക്ക് ആവശ്യമില്ല സോ അതിന് ആവശ്യമില്ലാത്ത സാധനങ്ങളുണ്ട് സോ 2-3 ടൈപ്പ് ഓഫ് സാധനങ്ങളുണ്ട് ഇതിനകത്ത് വരുന്നത് ആൻഡ് ഞാനിപ്പോൾ ഈ DNA യു നോ ദാറ്റ് തിങ് ഇതൊരു DNA അല്ലേ ദിസ് ഈസ് എ സീക്വൻസ് ഓഫ് DNA ഇതിനെ ഞാൻ ട്രാൻസ്ക്രിപ്ഷൻ നടത്തി കഴിഞ്ഞാൽ ഐ വിൽ ബി ഗെറ്റിംഗ് ദ mRNA ലൈക്ക് ദിസ് ഒരു മഞ്ഞ റീജിയൻ ഇൻ ദ mRNA പിന്നെ അടുത്തത് ഈ റീജിയൻ
പിന്നെ അടുത്തൊരു മഞ്ഞ റീജിയൻ. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? ക്ലിയർ ആണെന്നുള്ള ചോദിക്കുക. അടുത്ത ഒരു ചുവന്ന റീജിയൻ. ക്ലിയർ ആണോ? ഇനി അടുത്ത് കിട്ടുന്നത് വീണ്ടും ഒരു മഞ്ഞ റീജിയൻ, ക്ലാസ് എന്നുള്ളതിന് മഞ്ഞ റീജിയൻ, പിന്നെ ഒരു ചുവന്ന റീജിയൻ, പിന്നെ എടുക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു മഞ്ഞ റീജിയൻ. ഇങ്ങനെയായിരിക്കും എനിക്ക് mRNA കിട്ടുന്നുണ്ടാവുക. യു സീ ദാറ്റ് തിങ്, മൈ mRNA വിൽ ബി ലുക്കിംഗ് ലൈക്ക് ദിസ് തിങ്. അല്ലെങ്കിൽ സോ ദിസ് ഈസ് എ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് RNA സാധനങ്ങളുണ്ട്. സോ യു സീ ദാറ്റ് തിങ്, ദിസ് ഈസ് ആവശ്യമുള്ള സാധനങ്ങളുണ്ട്. വി നീഡ് ദിസ് തിങ് ആൻഡ് വി നീഡ് ദിസ് തിങ്. ഇത് ആവശ്യമുണ്ട്, ഇത് നീഡാണ്, ആൻഡ് ഇത് നീഡഡ് സാധനമാണ്. റെഡിയാണോ? ആൻഡ് ദിസ് ഈസ് അൺവാണ്ടഡ് ആണ്, ദിസ് ഈസ് അൺവാണ്ടഡ് ആണ്, ദിസ് ഈസ് അൺവാണ്ടഡ് ആണ്. ക്ലിയർ ആണല്ലോ അല്ലേ? സാറിന് ഉറക്കം വരുന്നുണ്ടോ? കുറച്ചുകൂടി എനർജി വരട്ടെ, ഞങ്ങൾ ഉറക്കല്ലേ എന്നല്ലേ. താങ്ക് യു സോ മച്ച്. രണ്ട് ക്വസ്റ്റ്യൻ കൂടെ, ഈ ക്വസ്റ്റ്യൻ കൂടി അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. റിൻഷാദ് ഉഷാറാണോ? മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? സോ ആഷിഖ്, ഇതിങ്ങനെയാണ് നമ്മളുണ്ടാവുക. ദിസ് ഈസ് നോൺ ആസ് വാട്ട്? സ്പ്ലിറ്റ് ജീൻ അറേഞ്ച്മെൻറ്റ്സ് എന്നാണ് സാധനം പറയുന്നുണ്ടാവുക. സോ നീഡഡ് അൺവാണ്ടഡ് സാധനങ്ങളൊക്കെ ഉണ്ട്. സോ ഈ സാധനങ്ങൾ നമ്മൾ എങ്ങനെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക? സോ ജസ്റ്റ് ആലോചിച്ച് നോക്ക്. ഈ സാധനങ്ങൾ നമുക്ക് ഫൈനലി വരുമ്പോൾ, അപ്പോൾ ഇതിങ്ങനെ വരുമ്പോൾ മിക്സ്ഡ് ആയിട്ട് വരുന്നതുകൊണ്ട് നമ്മൾ ഈ RNA വിളിക്കുന്ന പേരെന്താ വിളിക്കുന്നുണ്ടാവുക? ദിസ് RNA ഈസ് നോൺ ആസ് വാട്ട്? HNRNA. ദിസ് ഈസ് നോൺ ആസ് വാട്ട്? HNRNA എന്നാണ്. വാട്ട് ഈസ് ദ ഫുൾ ഫോം? ഹെറ്ററോ ന്യൂക്ലിയർ RNA. ദിസ് ഈസ് നോൺ ആസ് വാട്ട്? heteronuclear RNA. Why it is known as heteronuclear RNA? Different type of സാധനങ്ങളുണ്ട്. See that thing, different type of സാധനങ്ങൾ, ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ആർ യു അണ്ടർസ്റ്റാൻഡിങ്? ബട്ട് സീ ദാറ്റ് തിങ്, നമ്മുടെ പ്രോകാരിയോട്ടിലാണെങ്കിൽ ഇതിനകത്ത് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ വരുള്ളൂ. അപ്പോൾ അവിടെ റെഗുലേഷൻ ഒന്നും പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഇവിടെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും ദാറ്റ് ഈസ് വിൽ ബി ഗെറ്റിംഗ് heteronuclear RNA ആണ് കിട്ടുക. റെഡിയാണോ? കുഴപ്പമില്ല റിൻഷാദ്, നീ പറഞ്ഞത് ഓക്കെയാണ്. ഞാൻ കുറച്ച് ഡൗൺ ആയി പോയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുന്നു പറഞ്ഞത്. സോ ദിസ് ഈസ് കോൾഡ് വാട്ട്? HNRNA എന്ന് പറയുന്ന സാധനം. റെഡിയാണോ? ആർ അണ്ടർസ്റ്റാൻഡിങ്? സോ നീഡഡ് സാധനങ്ങൾ, അൺവാണ്ടഡ് സാധനങ്ങൾ, നീഡഡ് സാധനങ്ങൾ, അങ്ങനെ സാധനങ്ങളുണ്ടാവും. സോ ഇതാണ് HNRNA. ഈ നീഡഡ് സാധനങ്ങളെ വി വിൽ ബി ടെല്ലിംഗ് ലൈക്ക്, നമ്മൾ പറയുന്ന സാധനങ്ങൾ എന്ന് വെച്ചാൽ ദിസ് ഈസ് നോൺ ആസ് വാട്ട്? എക്സോൺസ് എന്ന് വിളിക്കും. ദിസ് ഈസ് നോൺ ആസ് വാട്ട്? ഇൻട്രൂഡിങ് സാധനങ്ങൾ എന്ന് വിളിക്കും. സോ എക്സോൺസ് ആൻഡ് ഇൻട്രോൺസ് എന്നാണ് വിളിക്കുക. സോ വി ക്യാൻ ഓൾസോ കോൾ ഇറ്റ് ആസ് ലൈക്ക്, നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഫോർ ദ സ്റ്റഡി പർപ്പസ്, അക്കാഡമിക് പർപ്പസിലേക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്ത് വിളിക്കാൻ പറ്റും? ഐ ക്യാൻ കോൾ ഇറ്റ് ആസ് ലൈക്ക് എക്സലൻ്റ് ആയിട്ടുള്ള കഷ്ണങ്ങളും ഇൻട്രൂഡിങ് ആയിട്ടുള്ള കഷ്ണങ്ങൾ എന്ന് വിളിക്കാൻ പറ്റും. സോ ഐ വിൽ ബി കോളിംഗ് ലൈക്ക് ദാറ്റ് തിങ്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഐ വിൽ ബി യൂസിങ് ദ വേർഡ്സ് ഹിയർ. ദിസ് പീസ് ഈസ് ആൻ എക്സലൻറ്റ് പീസ്, എക്സലൻ്റ് ആയിട്ടുള്ള പീസാണ്. ദിസ് പീസ് ആൻ ഇൻട്രൂഡിങ് പീസാണ്. ഇൻട്രൂഡിങ് എന്ന് പറഞ്ഞാൽ വലിഞ്ഞു കയറിയ പീസാണ്. സോ ഈ പീസ് ഒരു എക്സലൻറ്റ് പീസാണ്. ദിസ് ഇസ് ആൻ ഇൻട്രൂഡിങ് പീസാണ്. ദിസ് ഇസ് ആൻ എക്സലൻറ്റ് പീസാണ്. ദിസ് ഇസ് ആൻ ഇൻട്രൂഡിങ് പീസാണ്. ദിസ് ഇസ് ആൻ എക്സലൻറ്റ് പീസാണ്. മറ്റേതൊരു ഇൻട്രൂഡിങ് പീസാണ്. സോ ദർ ആർ 2 ടൈപ്പ് ഓഫ് പീസുകൾ. എക്സലൻറ്റ് പീസുകളെ വിൽ ബി കോളിംഗ് ഇറ്റ് ആസ് എക്സോൺസ് എന്ന് വിളിക്കും. ആൻഡ് ഇൻട്രൂഡിങ് പീസുകളെ നമ്മൾ വിളിക്കും ഇൻട്രോൺസ് എന്ന് വിളിക്കും. ആർ യു അണ്ടർസ്റ്റാൻഡിങ്? സോ ദിസ് ഈസ് ദാറ്റ് ഈസ് എക്സലൻ്റ് ആണ്. സോ ഇറ്റ് ഈസ് എക്സോൺ. ഇത് ഇൻട്രൂഡിങ് ആണ്. ദിസ് ഈസ് ഇൻട്രോൺ. എക്സലൻ്റ് ആണ്, ദാറ്റ് ഈസ് എക്സോൺ. ദിസ് ഇൻട്രൂഡിങ് ആണ്. ദിസ് ഈസ് ഇൻട്രോൺ. ദിസ് ഈസ് എക്സോൺ. ക്ലിയർ ആണോ എന്ന് ആലോചിക്കുക. സോ ദ HNRNA means it will be having both excellent pieces and intruding pieces, both exons and introns അതിനകത്തുണ്ടാവും. ക്ലിയർ ആണോ എന്ന് ആലോചിക്കുക. സോ ദിസ് ഈസ് HNRNA. ആൻഡ് ഈ HNRNA മെച്ചുവർ ആക്കാൻ വേണ്ടിയിട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് HNRNA. സോ ട്രാൻസ്ക്രിപ്ഷൻ കഴിയുമ്പോൾ ദിസ് വിൽ ബി ഗെറ്റിംഗ്, ആൻഡ് ആഫ്റ്റർ ദ ട്രാൻസ്ക്രിപ്ഷൻ വി ഹാവ് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ, യു ഹാവ് ടു നോ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ പ്രോസസ്സിംഗ് ഉണ്ട്. ഇത് കണ്ട് പ്രോസസ്സ് ചെയ്യുന്നുണ്ടാവും. അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സിംഗ് ആണ് ദാറ്റ് ഇസ് നോൺ ആസ് വാട്ട്? സ്പ്ലൈസിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ്. യു ഹാവ് ടു നോ ദാറ്റ് തിങ്, ദാറ്റ് ഇസ് നോൺ ആസ് സ്പ്ലൈസിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ്. വാട്ട് വിൽ വി ഡു? വി വിൽ ബി റിമൂവിങ് ഓൾ ദ ഇൻട്രൂഡിങ് പീസസ്. ഈ പീസ് റിമൂവ് ചെയ്യും, ഈ പീസ് റിമൂവ് ചെയ്യും, ഈ പീസ് റിമൂവ് ചെയ്യും. ആർ യു അണ്ടർസ്റ്റാൻഡിങ്? ആൻഡ് നമ്മൾ ഈ 1ാമത്തെ 2ാമത്തെ 3ാമത്തെ 4ാമത്തെ എക്സലൻറ്റ് പീസുകളെ മാത്രം യൂണൈറ്റ് ചെയ്തെടുക്കും. സോ ഇതിങ്ങനെ എടുത്തെടുക്കും. സോ അതിനകത്ത് എന്തുണ്ടാവും? 1ാമത്തെ പീസ്, 2ാമത്തെ പീസ്, 3ാമത്തെ പീസ്, 4ാമത്തെ പീസ്, ഇങ്ങനെ 4 നല്ല എക്സലൻറ്റ് പീസുകളെ മാത്രം യൂണൈറ്റ് ചെയ്തിട്ട് ഇൻട്രൂഡിങ് പീസുകൾ ഒഴിവാക്കും. സോ വാട്ട് ഈസ് ഇൻ സ്പ്ലൈസിംഗ്? Splicing means, you have to know, splicing means that is a removal of introns or intruding pieces. See that thing, intruding pieces. And what is addition of അല്ലെങ്കിൽ joining of what? Joining of excellent pieces or exons. Exonsനെ എന്ത് ചെയ്യും? എക്സലൻറ്റ് പീസസിനെ ജോയിൻ ചെയ്യിപ്പിച്ചിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് സ്പ്ലൈസിങ്. സോ ഇത് ഫൈനലി എന്നിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവുക? ദിസ് ഈസ് നോൺ ആസ് യുവർ മെച്വർ mRNA. ഇതിനാണ് നമ്മൾ mRNA എന്ന് വിളിക്കുന്നുണ്ടാവുക. സോ ഇനീഷ്യലി ഉണ്ടാവുന്ന ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന സാധനം HNRNA ആണ്. പിന്നെയാണ് mRNA കിട്ടുന്നുണ്ടാവുക. ദാറ്റ് ഈസ് ബൈ ദ സ്പ്ലൈസിങ്. സോ ക്വസ്റ്റ്യനിൽ ഇവിടെ നിങ്ങളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ വിത്ത് റിഗാർഡ് ടു mRNA ഇൻ യൂക്കാരിയോട്ടിൽ വരുന്ന സമയത്ത് യു നോ ദാറ്റ് തിങ് സ്പ്ലിറ്റ് ജീൻ അറേഞ്ച്മെൻ്റ് ആണ്. സോ അതിനകത്ത് എന്തുണ്ടാവും? എക്സലൻറ്റ് പീസസ് എക്സോൺസ് ഉണ്ടാവും, ഇൻട്രൂഡിങ് പീസസ് ഇൻട്രോൺസ് ഉണ്ടാവും. സോ ഇത് mRNAയിലേക്ക് മെച്ചുവർ എത്തിക്കഴിയുമ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ളതാണ്. എക്സോൺസ് ആൻഡ് ഇൻട്രോൺസ് ഡു നോട്ട് അപ്പിയർ ഇൻ ദ മെച്ചുവർ mRNA ആണോ? അല്ല, മെച്ചുവർ mRNAയിൽ എക്സലൻറ്റ് പീസസ് അപ്പിയർ ചെയ്യും. എക്സോൺസ് അപ്പിയർ ബട്ട് ഇൻട്രോൺസ് ഡു നോട്ട് അപ്പിയർ ഇൻ ദ മെച്ചുവർ RNA. ദാറ്റ് ഈസ് റൈറ്റ്. യു സി ദാറ്റ് തിങ് ഇൻട്രോൺ അപ്പിയർ അല്ല, ഇൻട്രൂഡിങ് പീസസ് അല്ല അപ്പിയർ ചെയ്യുന്നത്, എക്സലൻറ്റ് പീസസ് ആണ് അപ്പിയർ ചെയ്യുന്നത്. ബോത്ത് എക്സോൺസ് ആൻഡ് ഇൻട്രോൺസ് അപ്പിയർ അതുമല്ല ആണോ? സോ ബോത്ത് ഇൻട്രോൺസ് ആൻഡ് അപ്പിയർ ചെയ്യുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് നോൺ ആസ് വാട്ട്? യുവർ HNRNA എന്നാണ്, ഹെട്രോന്യൂക്ലിയർ RNA എന്നാണ് വിളിക്കുന്നുണ്ടാവുക. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? റെഡിയാണോ? ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ?
സോ ഇതാണ് സാധനങ്ങൾ ഉണ്ടാവുക. ആർ യു അണ്ടർസ്റ്റാൻഡിങ് മക്കളെ? റെഡിയാണോ? മക്കളെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ പറയണേ. കാരണം എന്താ വെച്ചാൽ ഞാനിവിടെ നിന്നിട്ട് നിങ്ങളോട് ഇങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഐ ആം എ യൂസ്ലെസ് പേഴ്സൺ, നിങ്ങളുടെ ടൈം വെറുതെ പോകുന്നതാണ്. സോ ഡെഫിനറ്റ്ലി യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് യു ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് മീ റെഗുലർലി ആൻഡ് യു ഹാവ് ടു ടെൽ മീ ദാറ്റ് ആർ യു അണ്ടർസ്റ്റാൻഡിങ് ഓർ നോട്ട്. ഞാനിങ്ങനെ വെറുതെ നിന്നിട്ട് നിങ്ങളുടെ അടുത്ത് ഭയങ്കര പവർ ഇട്ടിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് പറയാൻ വേണ്ടി നിൽക്കുന്ന ആളല്ല. നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് വേണ്ട കൺസെപ്റ്റ് ഡെലിവറി ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സാധനം. സോ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ കറക്റ്റായിട്ട് ഓരോ ക്വസ്റ്റ്യൻ ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യുന്ന സാധനമാണ്. സോ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ടെൽ മീ വാട്ട് ഈസ് ദാറ്റ് തിങ്. സോ നോക്ക്, human chromosome with the highest and least number of genes, that is from the HGP എന്നുള്ള സാധനമാണ്. യു നോ ദാറ്റ് തിങ്. മോസ്റ്റ് ജീൻസ് ആർ ഫ്രം ഇൻ ക്രോമസോം 1 ആൻഡ് ദ ലീസ്റ്റ് ജീൻസ് ആർ പ്രസൻറ്റ് ഇൻ ദ ക്രോമസോം Y ആണ് ഉണ്ടാവുക. സോ ആൻസർ വിൽ ബി C ആണ്. ഡെഫിനറ്റ്ലി ആണല്ലോ അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ദിസ് ഈസ് ഫ്രം ദ HGP എന്നുള്ള ക്വസ്റ്റൻ ആണ്. NCERT ക്വസ്റ്റൻ ആണ്. യു ഹാവ് ടു സോൾവ് ദിസ് തിങ്. റെഡിയാണോ മക്കളെ? റെഡി. സോ നോക്ക്, which among the following scientists had no contribution in the development of the double helical model of the structure of the DNA? പെട്ടെന്ന് പറഞ്ഞോ. which of the following scientists is no contribution? ഒരു കോൺട്രിബ്യൂഷനും ഇല്ലാത്ത ആൾക്കാർ ആരൊക്കെയാണ്? ആര് പറഞ്ഞുതരാം? ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് DNA കണ്ടുപിടിക്കാൻ ഒരു കോൺട്രിബ്യൂഷനും കൊടുക്കാത്ത സയൻറ്റിസ്റ്റുകൾ ആരെല്ലാം? അതാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് ദ DNA കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കോൺട്രിബ്യൂഷനും കൊടുക്കാത്ത സയൻറ്റിസ്റ്റ് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ടു നോ ദാറ്റ് തിങ്. ആരുണ്ടാവുക? പെട്ടെന്ന് പറഞ്ഞോ. നിങ്ങൾക്കറിയാലോ ആൻസർ ആരാ പറയാമെന്നുള്ള കാര്യം. യെസ്, വെരി നൈസ്. സോ നമുക്കറിയണം രണ്ടാൾക്കാരാണുള്ളത്. ഇനീഷ്യലി നമുക്ക് ആരാ ഇത് കണ്ടുപിടിച്ച ആൾക്കാരുടെ പേര് ഇതിനകത്ത് അറിയില്ല. ദിസ് എ വെരി നൈസ് ക്വസ്റ്റ്യൻ. ഐ വിൽ ബി ടെല്ലിംഗ് ലൈക്ക് ദിസ് ഇസ് എ സൂപ്പർബ് ക്വസ്റ്റ്യൻ. അങ്ങനെ തന്നെ പറയാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയുന്ന സാധനം അതിനകത്ത് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇത് കണ്ടുപിടിച്ച ആൾക്കാരുടെ പേര് വാട്സൺ ആൻഡ് ക്രിക്ക് എന്നാണ്. റൈറ്റ്? വാട്സൺ ആൻഡ് ക്രിക്കാണ് കണ്ടുപിടിച്ചത് ഇൻ ദ ഇയർ 1953. 1953 വാട്സണും ക്രിക്കുമാണ് ഈ സാധനം കണ്ടുപിടിച്ചിട്ടുണ്ടാകുന്നത്. റെഡിയാണല്ലോ അല്ലേ? 1953. പക്ഷേ വാട്സണും ക്രിക്കും എന്ന് പറഞ്ഞ ആൾക്കാർ ദേ ഹാവിൻ ഡൺ എനി റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിവിറ്റി എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടില്ല. അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ബാക്കി ആൾക്കാർ ചെയ്തിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സിനെ ക്രോഡീകരിക്കുകയാണ് ചെയ്തത്. സോ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടാൾക്കാരുടെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെരി സാഡ് സ്റ്റോറി ഓൾസോ. ഐ വുഡ് ലൈക്ക് ടു ടെൽ യു വൺ പേഴ്സൺ. ഇറ്റ് ഈസ് നോൺ ആസ് വാട്ട്? റോസാലിൻഡ് ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ വേറെ ആളുണ്ടായിരുന്നു. ദാറ്റ് ഈസ് നോൺ ആസ് മൗറിസ് വിൽക്കിൻസ് എന്ന് പറഞ്ഞ ആൾക്കാർ. ഇവർ രണ്ടുപേരും കൂടി ദേ വർ ഡൂയിങ് എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡി ഓഫ് ക്രോമസോം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം ക്രോമസോം ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. സോ അതിനകത്തേക്ക് അവർ എന്ത് ചെയ്യും? എക്സ്റേ അയക്കും. എക്സ്റേ അയച്ചു കഴിഞ്ഞാൽ എക്സ്റേ ഇതിനകത്ത് വെച്ചിട്ട് എക്സ്റേ വിൽ ബി ഡിഫ്രാക്ടിങ് ഓൾ ദ ഡിഫറെൻറ്റ് ഡയറക്ഷൻസ്. ആൻഡ് അത് പഠിച്ചു കഴിഞ്ഞാൽ ദേ വിൽ ബി ഗെറ്റിംഗ് വാട്ട് ഡയറക്ഷൻ ദ എക്സ്റേ ഇസ് ഡിഫ്രാക്ടിങ്. സോ വാട്ട് വിൽ ബി ദാറ്റ് എന്നുള്ള കാര്യം കിട്ടുന്നുണ്ടാവും. സോ ദാറ്റ് ഈസ് എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡി നടത്തിയ ആൾക്കാരാണ്. ആൻഡ് യു നോ ദ സാഡ് സ്റ്റോറി ഈസ് ദാറ്റ് തിങ് റോസാലിൻഡ് ഫ്രാങ്ക്ലിൻ ഡൈഡ് ഓഫ് ക്യാൻസർ. വൈ ദ ക്യാൻസർ? ബിക്കോസ് ഓഫ് ദ ഇൻക്രീസ്ഡ് എക്സ്റേ എക്സ്പോഷർ. അവർക്കത് ഫലവത്താക്കാൻ പറ്റില്ല. അവർ സ്റ്റഡി ചെയ്തത് അവർക്ക് നോബൽ പ്രൈസ് കിട്ടാവുന്ന ഒരു സ്റ്റഡിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്. പക്ഷേ ദേ കുഡിൻ കംപ്ലീറ്റ് ബിക്കോസ് ദ റോസാലിൻഡ് ഫ്രാങ്ക്ലിൻ ഗോട്ട് ക്യാൻസർ. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ആളുടെ പേരാണ് എർവിൻ കർഗാഫ് എന്ന് പറഞ്ഞ ആൾ. സോ അദ്ദേഹം കണ്ടുപിടിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം കണ്ടുപിടിച്ചത് യു ഹാവ് ടു നോ. അദ്ദേഹം കണ്ടുപിടിച്ച കാര്യം പറഞ്ഞുതരാം. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻസ് ആണെങ്കിൽ അദ്ദേഹം കണ്ടുപിടിച്ചത് മോളിക്കുലർ അല്ലെങ്കിൽ കെമിക്കൽ അനാലിസിസ് ആണ് ചെയ്തത്. കെമിക്കൽ അനാലിസിസ് ഓർ മോളിക്കുലർ അനാലിസിസ് ഓഫ് DNA ആണ് അദ്ദേഹം ചെയ്തത്. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ എമൗണ്ട് ഓഫ് പ്യൂറിൻ ഈസ് ഈക്വൽ ടു എമൗണ്ട് ഓഫ് പിരമിഡിൻ എന്നാണ് കണ്ടുപിടിച്ചത്. എമൗണ്ട് ഓഫ് പ്യൂറിൻ ഈസ് ഈക്വൽ ടു എമൗണ്ട് ഓഫ് പിരമിഡിൻ എന്നാണ് കണ്ടുപിടിച്ചത്. അതായത് അഡനിനും ഗ്വാനിനും ചേർന്നാൽ എത്ര ഉണ്ടാവുമോ അത്രയും തന്നെയാണ് സൈറ്റോസിനും തൈമിനും ചേർന്ന് കഴിഞ്ഞാൽ ഉണ്ടാവുക എന്നുള്ള കാര്യം ആര് കണ്ടുപിടിച്ചു? നമ്മുടെ കർഗാഫ് കണ്ടുപിടിച്ചു. അത് ബൈ കെമിക്കൽ അനാലിസിസ് ആണ്. അല്ലാണ്ട് നമ്മൾ ചെയ്യുന്ന പോലെ ഇങ്ങനെ വരച്ച് നോക്കിയിട്ട് എണ്ണി നോക്കിയിട്ടല്ല കണ്ടുപിടിച്ചത്. കെമിക്കൽ അനാലിസിസ് ആണ്. സോ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ നമ്മുടെ വാട്സണും ക്രിക്കിനും എന്ത് കിട്ടിയത്? നമ്മുടെ ഈ എന്താ പറയുക ബേസ് പെയറിംഗ് എന്നുള്ളൊരു കൺസെപ്റ്റ് കിട്ടിയത്. ബേസ് പെയർ ചെയ്യാന്നുള്ളൊരു കൺസെപ്റ്റ് കിട്ടാൻ കാരണം എർവിൻ കർഗാഫിൻ്റെ കണ്ടുപിടുത്താണ്. സോ എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡിയിൽ നിന്നാണ് ഡബിൾ ഹെലിക്കൽ മോഡൽ എന്നൊരു സാധനവും എർവിൻ കർഗാഫിൻ്റെ ബേസ് പെയറിംഗ് എന്നുള്ളൊരു ഐഡിയയും കൂടി രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് വാട്സണും ക്രിക്കും എന്ത് ചെയ്തത്? ഈ മോഡൽ കണ്ടുപിടിച്ചിട്ടുള്ളത്. ആൻഡ് മിസൽസൺ ആൻഡ് സ്റ്റാൾ വാട്ട് ദേ വെർ ഡൂയിങ്? മിസൽസൺ ആൻഡ് സ്റ്റാൾ വാസ് എന്താ ചെയ്തത്? മിസൽസൺ ആൻഡ് സ്റ്റാൾ ദേ വെർ പ്രൂവ് ചെയ്തത് നമ്മുടെ സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് DNA റെപ്ലിക്കേഷൻ പ്രൂവ് ചെയ്യുക മാത്രമാണ് അവർ ചെയ്തത്. ദേ ഡു നോട്ട് ഹാവ് എനി റോൾ ഇൻ ദിസ് ഡിസ്കവറി. ക്ലിയർ ആണോ മക്കളെ? റെഡി ആണല്ലോ അല്ലേ? ആലോചിച്ച് നോക്കിയിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ മാത്രം പറഞ്ഞു പോയാൽ മതി. ഐ ഹോപ്പ് ഇറ്റ്. ഓക്കെ ആണോ? സോ ദിസ് ഈസ് ഇറ്റ് വെരി ഇമ്പോർട്ടൻറ്റ് സാധനം. 13ാമത്തെ സാധനം നോക്ക്. 13ാമത്തെ ക്വസ്റ്റ്യൻ DNA polymers of nucleotide which are linked to each other by the 3' to 5' phosphodiester bond to prevent polymerization of nucleotide which of the following modification you would choose? അതായത് നമുക്ക് ഇനി എന്ത് ചെയ്യരുത്? ന്യൂക്ലിയോട്ടൈഡ് ഉണ്ടാവുന്നത് ആവശ്യമില്ലാത്ത സ്റ്റേറ്റ്മെൻ്റ് ആണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അത് തന്നില്ലെങ്കിൽ പോലും നമ്മൾ ആൻസർ ചെയ്യണം അല്ലേ? ഫസ്റ്റ് തന്നില്ലെങ്കിൽ പോലും നമ്മൾ ആൻസർ ചെയ്യണം. സോ യു നോ ദാറ്റ് തിങ് ഹൗ ദ ന്യൂക്ലിയോട്ടൈഡ്സ് ആർ ബീയിങ് ലിങ്ക്ഡ്. എങ്ങനെയാണ് ന്യൂക്ലിയോട്ടൈഡ്സ് ലിങ്ക് ചെയ്യുന്നത്?
ചെയ്യുന്നുണ്ടാവുക? ഞാനത് ഓൾറെഡി ഒന്ന് വരച്ചിരുന്നു. സോ യു നോ ദാറ്റ് തിങ്. ദിസ് ഈസ് ദ pentose ring. That is the first carbon, second carbon, third carbon, fourth carbon, fifth carbon, right? ഇങ്ങനെ ഉണ്ടാവുക. ദിസ് ഈസ് ദ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. റെഡി ആണോ മക്കളെ? മനസ്സിലാവുന്നുണ്ടോ? സോ ദിസ് ഇസ് ദ നൈട്രജൻ സാധനം ആൻഡ് ദ സെക്കൻഡ്, ദിസ് ഈസ് ദ ഫസ്റ്റ് ആണ് കേട്ടോ. ആൻഡ് സെക്കൻഡ് ന്യൂക്ലിയോടൈഡ് ഐ വിൽ ബി ഡ്രോയിങ് ദിസ് തിങ് ഹിയർ ലൈക്ക് ദിസ്. ഇങ്ങനെയാണ് ഉണ്ടാവുക. സോ ദിസ് ദ ഫസ്റ്റ് കാർബൺ, ദാറ്റ് ഈസ് എ നൈട്രജൻ ബേസ്. സെക്കൻഡ് കാർബൺ, ദാറ്റ് ഈസ് ഹൈഡ്രജൻ ആയിരിക്കാം സാധനങ്ങളായിരിക്കും ഉണ്ടാവുക, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആയിരിക്കാം. തേർഡ് കാർബണിൽ ഇവിടെ ഒരു OH ഉണ്ടാവുക, ഇവിടെയും തേർഡ് കാർബണിൽ OH ഉണ്ടാവുക. ദിസ് ഫിഫ്ത്ത് കാർബൺ, ദർ ഈസ് ഫോസ്ഫേറ്റ് ഉണ്ടാവും. ഹൗ ദാറ്റ് ഈസ് ലിങ്ക്ഡ് ഈസ് ബിറ്റ്വീൻ 3' to 5', ഇങ്ങനെയാണ് ലിങ്ക് ചെയ്യുന്നുണ്ടാവുക. അത് മാത്രമേ ഉണ്ടാവുക. സോ ഇത് ലിങ്കിങ് ഒഴിവാക്കണമെങ്കിൽ യു ഹൗ ടു നോ ദാറ്റ് തിങ്. ലിങ്കിങ് സ്റ്റാർട്ടിങ് ഫ്രം ദ 3' OH എന്നാണ് ലിങ്ക് ചെയ്യുന്നുണ്ടാവുക. വേറൊരു സാധനം വെച്ചിട്ടല്ലാണ്ട് 3' OH ഫോസ്ഫേറ്റുള്ള H കൂടി ചേർത്തിട്ടാണ് ലിങ്ക് ചെയ്യുക. ഫോസ്ഫേറ്റ് യു നോ ദാറ്റ് തിങ് ദിസ് മോളിക്യൂൾ വിൽ ബി H2PO4- എന്നുള്ള സാധനത്തിലാണ് വരുന്നുണ്ടാവുക. സോ ഒരു H മേലെ എന്നുള്ള OH എടുത്തിട്ടാണ് ചെയ്യുന്നുണ്ടാവുക. സോ ഇത് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ യു നോ ദാറ്റ് തിങ് എവിടെ നിന്ന് അറിയണം? റീപ്ലേസ് പ്യൂറിൻ വിത്ത് പിരമിഡിൻസ്. എന്തെങ്കിലും കാര്യം ഉണ്ടാവില്ല, പ്യൂറിൻ പിരമിഡിൻ വെച്ചാലും ഈ സാധനം അങ്ങനെ തന്നെ ഉണ്ടാവും. റിമൂവ് ഓർ റീപ്ലേസ് 3' OH ഗ്രൂപ്പ് ഇൻ ഡിയോക്സിറൈബോസ്. ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. റെഡി? അത് 3' OH ഗ്രൂപ്പ് ഇല്ലെങ്കിൽ പിന്നെ ലിങ്ക് ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ്. റിമൂവ് 2' OH ഗ്രൂപ്പ് റിമൂവ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല, 2' ഈ ലിങ്കിൽ ബന്ധമില്ല എന്നുള്ളതാണ്. ആൻഡ് ബോത്ത് B and C, അങ്ങനെ വരുമോ? B and C വരില്ല എന്നുള്ളതാണ്. ദിസും റോങ് ആണ്. B ഈസ് ദ റൈറ്റ് ആൻസർ. റെഡിയാണോ മക്കളെ? മനസ്സിലാവുന്നതെന്ന് ആലോചിച്ച് വയ്ക്കാം. ഈസ് ദാറ്റ് റെഡി? ആർ യു അണ്ടർസ്റ്റാൻഡിങ്? എനി കൺഫ്യൂഷൻസ്? ആർ യു അണ്ടർസ്റ്റാൻഡിങ്? മനസ്സിലാവുന്നുണ്ടോ? ആർ യു അണ്ടർസ്റ്റാൻഡിങ് ദിസ് തിങ്? ക്ലിയർ ആണോ? കൺഫ്യൂഷൻസ് ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്ക്. 14th ക്വസ്റ്റ്യൻ. ദർ ഈസ് ദ 14th ക്വസ്റ്റ്യൻ. ഓക്കെ, വിൽ ബി സ്റ്റോപ്പിംഗ് സൂൺ. ഉടനെ തന്നെ നിർത്തി പോകുന്നുണ്ടാവും. ഓക്കെ, ഉടനെ തന്നെ നിർത്തി പോകുന്നുണ്ടാവും. 14th ക്വസ്റ്റ്യൻ. ഡിസ്കണ്ടിന്യൂ സിന്തസിസ് ഓഫ് DNA occurs in one strand because. So I have to explain this thing a lot. ഇത് വെച്ചിട്ട് അങ്ങനെ ഒറ്റയ്ക്ക് നിർത്തി പോകാൻ പറ്റില്ല. സോ വിൽ ബി ഡിസ്കസിങ് റെപ്ലിക്കേഷൻ ഇൻ എ ഷോർട്ട്. ആർ യു റെഡി? നിങ്ങൾ റെഡിയാണോ? റെപ്ലിക്കേഷൻ പഠിക്കാൻ റെഡിയാണോ? എന്നാലേ ഡിസ്കണ്ടിന്യൂ സിന്തസിസിൻ്റെ കഥ മനസ്സിലാവുള്ളൂ. നോക്കിക്കോ. സോ ഐ ആം ഗോയിങ് ടു ഡിസ്കസ് യു വാട്ട് ഈസ് റെപ്ലിക്കേഷൻ. ഓക്കെ, സോ ജസ്റ്റ് ടേക്ക് ഇറ്റ് ആസ് വാട്ട് ഈസ് റെപ്ലിക്കേഷൻ ആണ് എടുക്കാൻ പോണത്. സോ വാട്ട് ഈസ് റെപ്ലിക്കേഷൻ? DNA മാറ്റുന്നുണ്ടാവും. മനസ്സിലാവുണ്ടോ? DNA മാറ്റുന്നുണ്ടാവും. ദാറ്റ് ഈസ് കോൾഡ് വാട്ട്? റെപ്ലിക്കേഷൻ. റെഡിയാണോ? നിങ്ങൾ റെഡിയാണെന്ന് വിചാരിക്കുന്നുണ്ട്. ഐ എം ഗോയിങ് ടു കണ്ടിന്യൂ. റെഡിയാണോ? DNA മാറ്റുന്നുണ്ടാവും. സോ ദാറ്റ് ഈസ് ഇറ്റ്. സോ ഹൗ ഇറ്റ് വിൽ ബി ഗോയിങ്? യു നോ ദാറ്റ് തിങ്. യു നോ ദാറ്റ് തിങ്. DNA എങ്ങനെ ഉണ്ടാവുക? DNA വിൽ ബി ലൈക്ക് എങ്ങനെ ഉണ്ടാവുക? ഇങ്ങനെ ഒരു ഇതേപോലത്തെ ഒരു ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറായിട്ട് ഉണ്ടാവുക. സോ ഇറ്റ് ഈസ് ലൈക്ക് ഇങ്ങനെ ചുറ്റി പിണഞ്ഞിട്ടുണ്ടാവുക. ആൻഡ് ഇതൊക്കെ എങ്ങനെ ഉണ്ടാവുക എന്ന് വെച്ചാൽ, സോ ഇതിൻ്റെ ഉള്ളിലൊക്കെ ബോണ്ടുകളുണ്ട്, നിറയെ ബോണ്ടുകളുണ്ട്, ഹൈഡ്രജൻ ബോണ്ട്സ് ഉണ്ടാവും. റെഡിയാണോ? സോ ഈ DNA ആക്കണമെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. എന്താ അറിയുന്ന കാര്യം ഉണ്ടാവുക? നമുക്കറിയാൻ പറ്റും. ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്റ്റാൻഡിനെ ഫസ്റ്റ് ഇതിനെ 2 സെപ്പറേറ്റ് ആക്കി വെക്കണം. റെഡി? ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിനെ സെപ്പറേറ്റ് ആക്കുക എന്നുള്ളത്. ഈ സ്റ്റാൻഡിനെ ഇവിടെയും വെക്കുക എന്നുള്ളതാണ്. ആൻഡ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പുതിയ സ്റ്റാൻഡ് ഇവിടെയും ഉണ്ടാക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ള പണി. ദാറ്റ് വി ഓൾറെഡി നോ, റൈറ്റ്? ദാറ്റ് ഈസ് സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് റെപ്ലിക്കേഷൻ ആണ് ഉണ്ടാവുന്നത്. സോ ഈ സ്റ്റാൻഡിനെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ വാട്ട് വി ഹാവ് ടു ഡു? ഒന്നാമത്തെ കാര്യം, ഈ ബോണ്ട് പൊട്ടിക്കണം. റെഡി? ഈ ബോണ്ട് പൊട്ടിക്കണമെങ്കിൽ വാട്ട് വി ഹാവ് ടു ഡു? വി ഹാവ് ടു പ്രൊവൈഡ് എനർജി കൊടുത്തെങ്കിൽ മാത്രമേ ബോണ്ട് പൊട്ടുള്ളൂ. അതാണ് ഒന്നാമത്തെ കാര്യം. സോ യു ജസ്റ്റ് തിങ്ക് അബൌട്ട് ദാറ്റ് തിങ്. വി ഹാവ് 2.2 മീറ്റർ ഓഫ് DNA. വളരെ ഭയങ്കര നീളത്തിൽ ഉള്ള സാധനമാണ് DNA. 2.2 മീറ്റർ ഉണ്ട്. അതായത് ഞാനിങ്ങനെ കൈ നീട്ടി പിടിച്ച് കഴിഞ്ഞാൽ കിട്ടുമോ? ജസ്റ്റ് ആലോചിച്ച് നോക്കിയേ. ഞാനിങ്ങനെ കൈ ഭയങ്കരമായിട്ട് നീട്ടി പിടിക്കുക. ജസ്റ്റ് ഇമാജിൻ ഞാൻ ഇങ്ങനെ കൈ നീട്ടി പിടിക്കുകയാണ്. വിൽ ഐ ഗെറ്റ് ദിസ് തിങ്? എനിക്കിങ്ങനെ കിട്ടുമോ? ഫുള്ള് DNA എൻ്റെ കയ്യിൽ കിട്ടുമോ? കിട്ടില്ല. അത്രയും നീളമുണ്ട് 2.2 മീറ്റർ. അത്രയും നിലത്ത് ബോണ്ട് ചെയ്യണമെങ്കിൽ ഐ നീഡ് മോർ എമൗണ്ട് ഓഫ് എനർജി. കുറേ എനർജി വേണം. രണ്ടാമത്തെ കാര്യം ഞാൻ ഈ പറഞ്ഞതാണ്, ഇതിങ്ങനെ ചുറ്റി പണഞ്ഞ് നടക്കുന്ന സാധനത്തിന് ഇങ്ങനെ തിരിച്ച് നിവർത്തി ആദ്യം എടുക്കണം. ആദ്യം ഇതിനൊന്ന് അൺകോയിൽ ചെയ്യണം. അതിനും എനർജി വേണം. സോ യു ജസ്റ്റ് ഹൗ ടു അണ്ടർസ്റ്റാൻഡ്. സോ ഈ DNA ആയിട്ട് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് വി കനോട്ട് സപ്പോർട്ട് ഇറ്റ് ഫുള്ളി സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റില്ല. സോ വാട്ട് വിൽ വി ഡൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ വിൽ ബി ടെല്ലിങ് ലൈക്ക് നമ്മൾ ഏതെങ്കിലും ഒരു പോർഷനിൽ മാത്രം, ഇവിടെ മാത്രമാണ് ഇത് ബോണ്ട് പൊട്ടിക്കുക. ഇവിടെ മാത്രം ബോണ്ട് പൊട്ടിക്കുമ്പോൾ ഹൗ ദ പിക്ചർ വിൽ ബി ചേഞ്ചിങ്. ഒരു സ്ഥലത്ത് മാത്രം ബോണ്ട് പൊട്ടിക്കുന്ന സമയത്ത് ഇവിടെ മാത്രമാണ് നമ്മൾ ബോണ്ട് പൊട്ടിച്ചെങ്കിൽ ദിസ് വിൽ ബി ചേഞ്ചിങ് ലൈക്ക് ഈ ബോണ്ട് പൊട്ടിച്ചെടുത്ത് മാത്രം ഇതിങ്ങനെ സെപ്പറേറ്റ് ആവും. ഇവിടെ മാത്രമേ സെപ്പറേറ്റ് ആവുള്ളൂ. ബാക്കി സ്ഥലത്ത് മൊത്തം ഇങ്ങനെ കോയിൽ ചെയ്ത് കിടക്കും. എന്തുകൊണ്ടാണ് ഇത് മൊത്തം ഇവിടെ പൊട്ടിക്കാത്ത? എന്താണ് ഇവിടെ മാത്രം പൊട്ടിക്കാനുള്ള കാരണം? എന്താണ്? ടു സേവ് എനർജി. എനർജീനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് മൊത്തം പൊട്ടിക്കണമെങ്കിൽ, മൊത്തം അൺകോയിൽ ചെയ്തിട്ട് മൊത്തം പൊട്ടിച്ചെടുക്കണമെങ്കിൽ വി നീഡ് ലാർജ് എമൗണ്ട് ഓഫ് എനർജി ആവശ്യമുണ്ട്. ആർ യു അണ്ടർസ്റ്റാൻഡിങ്? മക്കളെ മനസ്സിലാവുന്നുണ്ടോ?
ഇത് മനസ്സിലായെന്ന് നോക്കുക, ദിസ് തിങ് മനസ്സിലായെന്ന് വെച്ചാൽ സോ ഓൺലി ഒരു സ്മോൾ പോർഷനിൽ മാത്രമേ നമ്മൾ ഓപ്പൺ ചെയ്യുള്ളൂ. അങ്ങനെ ഓപ്പൺ ചെയ്യുന്ന ഈ ഒരു പോർഷൻ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഈ ഒരു പോർഷൻ ഉണ്ട്, ദിസ് പോർഷൻ ഈസ് നോൺ ആസ് വാട്ട് റെപ്ലിക്കേഷൻ ഫോർക്ക്. മനസ്സിലാവുന്നുണ്ടോ? ദിസ് പോർഷൻ ഈസ് നോൺ ആസ് വാട്ട് റെപ്ലിക്കേഷൻ ഫോർക്ക് എന്നാണ് വിളിക്കുക. ദിസ് ഈസ് നോൺ ആസ് റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് വിളിക്കും. ആർ യു അണ്ടർസ്റ്റാൻഡിങ്? സോ വൈ ദ റെപ്ലിക്കേഷൻ ഫോർക്ക് ഈസ് ഫോമിങ് ടു സേവ് എനർജി. വൈ? ബിക്കോസ് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ദർ ഇസ് റിക്വയർമെൻറ്റ് ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് എനർജി. ഒന്ന് DNA അൺകോയിൽ ചെയ്യണം, ബോണ്ട് പൊട്ടിക്കണം, വലിയ പാടാണ്. ആർ യു അണ്ടർസ്റ്റാൻഡിങ്? ക്ലിയർ ആണോ? കൺഫ്യൂഷൻസ് ഉണ്ടോ? സോ ഇതാണ് റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് പറയുന്നത്. സോ ഇനി നോക്കുക, ഇതിനകത്ത് ഇപ്പോൾ ഇത് 5' ഇത് 3' ഇത് 3' അല്ല ഇത് 5' ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. സോ ഇതിനകത്ത് ഉണ്ടാകുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ദ എൻസൈം വിൽ ബി കമ്മിങ്. വിച്ച് എൻസൈം വിൽ ബി കമ്മിങ്? സോ ഐ വിൽ ബി ഡ്രോയിങ് ഇൻ എ സെപ്പറേറ്റ് മാനർ. ഓക്കെ, ഇങ്ങനെ കോയിൽ ചെയ്ത പടം അല്ലാണ്ട് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പടം വരച്ച് കാണിച്ചു തരാം. സോ ജസ്റ്റ് ഇമാജിൻ ദാറ്റ്. സോ ദിസ് ഈസ് ഇറ്റ്. മനസ്സിലാവുന്നുണ്ടോ? സോ ദിസ് ഈസ് ഒരു സിമ്പിളായിട്ടുള്ളൊരു പടം വരക്കുകയാണെന്ന് വിചാരിക്കുക. മക്കളെ മനസ്സിലാവുന്നുണ്ടോ? സോ ആദ്യം ഇതൊക്കെ ലിങ്ക്ഡ് ആയിരുന്നു ആദ്യം. ഓക്കെ ആണോ? ആദ്യം ഇതൊക്കെ ലിങ്ക്ഡ് ആയിരുന്നു. ആർ യു അണ്ടർസ്റ്റാൻഡിങ്? ഇതൊക്കെ ലിങ്ക്ഡ് ആയിരുന്നു. സോ ദിസ് ഈസ് 3', ദിസ് ഈസ് 5', ദിസ് ഈസ് 3', ദിസ് ഈസ് 5'. ഇങ്ങനെ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആർ യു മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ദെൻ ഓൺലി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതർവൈസ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് സാധനം. നിങ്ങൾക്ക് മനസ്സിലാവാണ്ട് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ക്ലിയർ ആണല്ലോ? സോ നോക്ക്. സോ ഇതിങ്ങനെ ഉണ്ടാവുക. നമുക്ക് എന്ത് ചെയ്യാം? മൊത്തമായിട്ട് പൊട്ടിക്കാൻ പറ്റാത്ത കാരണം നമ്മൾ ഈ ഒരു പോർഷനിൽ 2-3 ബോണ്ട് മാത്രം പൊട്ടിക്കും. സോ ദിസ് തിങ് വിൽ ബി ഓപ്പണിങ് അപ്പ്. എങ്ങനെ ഓപ്പൺ അപ്പ് ആവും? സോ ഈ ഏരിയ മാത്രം ഓപ്പൺ ആവും, ബാക്കി ഏരിയ ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് തന്നെ ഇരിക്കും. ആർ യു അണ്ടർസ്റ്റാൻഡിങ്? ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ? നോക്കിക്കോ. സോ ദിസ് ഈസ് 3', ദിസ് ഈസ് 5', ദിസ് ഈസ് 5', ദിസ് ഈസ് 3'. ഓക്കെ ആണോ? സോ ഇങ്ങനെ ഓപ്പൺ ആയി വരും. സോ ഈ ഓപ്പൺ ആയ സാധനത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുക? റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് വിളിക്കുക. ദിസ് ഈസ് ദ റെപ്ലിക്കേഷൻ ഫോർക്ക്. ക്ലിയർ ആണോ? ഓക്കെ. സോ ജസ്റ്റ് ഇമാജിൻ ഈ പോയിന്റിനെ ഞാൻ പോയിന്റ് എ എന്നും ഈ പോയിന്റിനെ ഞാൻ പോയിന്റ് ബി എന്നും വിളിക്കുകയാണ്. ഈ സ്റ്റാൻഡിനെ സ്റ്റാൻഡ് 1 എന്നും ഈ സ്റ്റാൻഡിനെ സ്റ്റാൻഡ് 2 എന്നും വിളിക്കുകയാണ്. ഓക്കെ ആണോ? ആലോചിച്ച് നോക്കി. സോ ഒരു സ്റ്റാൻഡ് ഞാൻ ജസ്റ്റ് റെഫറൻസ് പോയിന്റ് നമുക്കൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ആൻഡ് ഐ ആം ടെല്ലിങ് ദ എൻസൈം ഈസ് കമ്മിങ് ഫ്രം ഹിയർ ടു ഹിയർ. അവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് എൻസൈം വരിക എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഞാനിവിടെ എൻസൈമിൻ്റെ പേര് കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. DNA നിന്ന് DNA ഉണ്ടാക്കുന്ന എൻസൈമാണ്. സോ ഇറ്റ് ഈസ് നോൺ ആസ് DNA ഡിപ്പെൻഡൻറ്റ്. ഓക്കെ, DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറേസ് എന്നാണ് എൻസൈമിൻ്റെ പേര്. ആണോ അല്ലയോ? DNA പോളിമറേസ് എന്നാണ് എൻസൈമിൻ്റെ പേര്. ആൻഡ് ഐ ടോൾഡ് യു ലൈക്ക് this is the one thing. Second thing I told you like synthesis direction എങ്ങനെയാണ്? തല മുതൽ കാല് വരെയാണ്. 5' to 3' ആണ്. ആൻഡ് പേരൻറ്റ് സ്റ്റാൻഡിനെ റീഡ് ചെയ്യുന്ന ഡയറക്ഷൻ, കാലം കാല് തൊട്ട് പതിച്ചിട്ട് 3' to 5' ആണ് തുടങ്ങുക. സോ ദാറ്റ് വി ഹാവ് ഡിസ്കസ് ബിഫോർ ട്രാൻസ്ക്രിപ്ഷനിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ആണോ അല്ലയോ? ആലോചിച്ച് നോക്കിക്കേ. ക്ലിയർ ആണോ? സോ ഇത് ആലോചിച്ച് നോക്ക്. ഇങ്ങനെയാണ് ഉണ്ടാവുക. സോ ഒന്നാമത്തെ സ്റ്റാൻഡിന് എവിടെ മുതൽ എങ്ങോട്ടാണ് തുടങ്ങാൻ പറ്റുക? ഒന്നാമത്തെ സ്റ്റാൻഡിൻ്റെ എവിടെ നിന്നാണ്? എയിൽ നിന്ന് ബിയിലേക്കാണ് തുടങ്ങാൻ പറ്റുക, അതോ ബിയിൽ നിന്ന് എയിലേക്കാണോ ഒന്നാമത്തെ സ്റ്റാൻഡിൽ തുടങ്ങാൻ പറ്റുക? സീ ദാറ്റ് തിങ്. ഒന്നാമത്തെ സ്റ്റാൻഡിൻ്റെ പേരൻറ്റ് സ്റ്റാൻഡ് എന്ന് പറയുന്ന ആൾ ഇയാളാണ്. ആണോ അല്ലയോ? പേരൻറ്റ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഇയാളാണ്. സോ പേരൻറ്റ് സ്റ്റാൻഡിൻ്റെ ഇവിടെ ഉണ്ടാകുന്നത് B 3' ആണ്. സോ വി ക്യാൻ സ്റ്റാർട്ട് ദ എൻസൈം ക്യാൻ സ്റ്റാർട്ട് ഫ്രം ഹിയർ. എയിൽ തുടങ്ങാൻ പറ്റും. ആൻഡ് എൻസൈമിന് ഇങ്ങോട്ടേക്ക് സിന്തസൈസ് ചെയ്തിട്ട് ഇവിടെ വരെ പോയി നിൽക്കാൻ പറ്റും. സോ എൻസൈം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്, എൻസൈം എൻഡ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. സോ ഡയറക്ഷൻ ഓഫ് സിന്തസിസ് ഫ്രം ഹിയർ. ഒന്നാമത്തെ സ്റ്റാൻഡിൽ കിട്ടുന്നുണ്ടോ? ശരി. ഇനി രണ്ടാമത്തെ സ്റ്റാൻഡിൽ നോക്ക്. രണ്ടാമത്തെ സ്റ്റാൻഡിൽ എൻസൈമിന് ഈ എയിൽ നിന്ന് ബിയിലേക്ക് സിന്തസൈസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം എയിലുള്ളത് 5' ആണ്. എൻസൈമിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എൻസൈം ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് എൻസൈം വിൽ ബി സിന്തസൈസിങ് ടുവേർഡ്സ് ഹിയർ. ഇവിടെ വന്നിട്ട് എൻസൈം വിൽ ബി കമ്മിങ് ഹിയർ ആൻഡ് സ്റ്റോപ്പിംഗ് ഹിയർ. മനസ്സിലായോ? ഇത്രയും കാര്യം മനസ്സിലായോ? സോ ഒന്നാമത്തെ സ്റ്റാൻഡിലും രണ്ടാമത്തെ സ്റ്റാൻഡിലും എന്താണ്? 2 ഡിഫറെൻറ്റ് ഡയറക്ഷനിലാണ് സിന്തസൈസ് ചെയ്യുന്നുണ്ടാവുക. ഒന്നാമത്തെ സ്റ്റാൻഡിലും രണ്ടാമത്തെ സ്റ്റാൻഡിലും 2 ഡിഫറെൻറ്റ് ഡയറക്ഷനിലാണ് ഇത് സിന്തസൈസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ ആണോ? കിട്ടിയോ? കാരണം ഡയറക്ഷൻ ഓഫ് സിന്തസിസ് ഈസ് ഫ്രം 3' to 5' 5' to 3' പേരൻറ്റ് സ്റ്റാൻഡിൻ്റെ 3' to 5' മാത്രമേ ലീഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇത്രയും ഭാഗത്ത് സിന്തസൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ 2-3 ബോണ്ടും കൂടി പൊട്ടിക്കുക എന്നുള്ളതാണ്. അടുത്ത ഏരിയ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവുക. കാരണം മുഴുവനായിട്ട് ഒറ്റയടിക്കല്ല ഓപ്പൺ ചെയ്യുന്നത്. എനർജി കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേശ്ശെയാണ് ഓപ്പൺ ചെയ്യുന്നുണ്ടാവുക. ഇനി അടുത്ത ഒരു സ്റ്റെപ്പും കൂടി ബ്രേക്ക് ചെയ്തിട്ട് ഓപ്പൺ ആക്കാൻ വേണ്ടി പോവാണ്. സോ ഐ വിൽ ഡ്രോ ദിസ് തിങ്. സോ ഇങ്ങനെ ഓപ്പൺ ആവും. റെഡിയാണോ? ഇങ്ങനെ ഓപ്പൺ ആവും. ആർ യു അണ്ടർസ്റ്റാൻഡിങ്? ക്ലിയർ ആണെന്ന് ആലോചിച്ച് നോക്കിയാൽ. സോ ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. സോ ഇവിടെ എന്താണ്? ഇവിടെ വീണ്ടും കണക്റ്റഡ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നുണ്ടാവുക. സോ ഇതാണ് എന്ത്? 3', ഇതാണ് 5', ഇതാണ് 3', ഇതാണ് 5' ഉണ്ടാവുക. സോ ഇതാണ് സ്റ്റാൻഡ് നമ്പർ 1, ഇതാണ് സ്റ്റാൻഡ് നമ്പർ 2, ഇതാണ് എ എന്ന് പറഞ്ഞ പോയിന്റ്, ദിസ് ഈസ് ദ ബി എന്ന് പറഞ്ഞ പോയിന്റ്. എൻ്റെ റെഫറൻസ് പോയിന്റുകൾ കാര്യങ്ങൾ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. സോ ഒന്നാമത്തെ സ്റ്റാൻഡിൽ ഞാൻ പറഞ്ഞു ആദ്യത്തെ സെഗ്മെൻറ്റിൽ എൻസൈം ഇവിടെ വരെ പോയിട്ട് ഇവിടെ എൻസൈം വെയിറ്റ് ചെയ്തിരിക്കുക. രണ്ടാമത്തെ സ്റ്റാൻഡിൽ എൻസൈം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് വന്നത് അല്ലേ? ആൻഡ് ഇങ്ങനെ വന്നിട്ട് എൻസൈം ഈസ് കമ്മിങ് ഹിയർ. റെഡി ആണോ എന്ന് ആലോചിച്ച് നോക്കിയാൽ. സോ ദിസ് വാസ് ഹിയർ. ഇനി
ഒന്നാമത്തെ സ്റ്റാൻഡിൽ ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഒന്നാമത്തെ സ്റ്റാൻഡിൽ ഇനിയും പേരൻറ്റിൻ്റെ 3' എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് അഗെയിൻ ആക്ടിങ് ആസ് എ 3' സ്റ്റാൻഡ് ആണോ അല്ലയോ? ആലോചിക്കാൻ മക്കളെ, ഇതൊരു 3' പോലെ തന്നെയല്ലേ വർക്ക് ചെയ്യുന്നുണ്ടാവുക. സോ ഒന്നാമത്തെ സ്റ്റാൻഡിൽ എൻസൈമിന് ഇറ്റ് ക്യാൻ ഗോ കണ്ടിന്യൂസ്ലി ലൈക്ക് ദിസ്, ഇവിടെ വരെ എൻസൈമിന് പോകാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ആലോചിച്ച് നോക്കുക. എൻസൈമിന് നേരെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. എൻസൈമിന് രണ്ടാമത്തെ സ്റ്റാൻഡിന് എൻസൈം ഇവിടെയല്ലേ ഇരിക്കുന്നത്, എൻസൈമിന് നേരെ ഇങ്ങോട്ട് പോകാൻ പറ്റുമോ? ഇല്ല, ഇവിടെ തീർന്നു പോയി സാധനം. സോ എൻസൈമിന് എന്ത് ചെയ്യണം? എൻസൈമിന് ഇവിടെ നിന്ന് ഡിറ്റാച്ച് ആവണം. ആൻഡ് എൻസൈമിന് ആദ്യം പോയിട്ട് ഇവിടെ അറ്റാച്ച് ആവണം. ആൻഡ് എൻസൈം ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇത് ഇറ്റ് വിൽ ബി സിന്തസൈസിങ് അപ് ടു ദിസ് തിങ്. ക്യാൻ യു അണ്ടർസ്റ്റാൻഡിങ്? ആർ യു അണ്ടർസ്റ്റാൻഡിങ്? സോ ഇതാണ് നടക്കുന്ന കാര്യം ഉണ്ടാവുക. സോ എന്ത് ചെയ്യുന്നുണ്ടാവുക? ഒന്നാമത്തെ സ്റ്റാൻഡിൽ എൻസൈമിന് ഇറ്റ് ക്യാൻ ഗോ സ്ട്രെയിറ്റ് അവേ, അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. രണ്ടാമത്തെ സ്റ്റാൻഡിൽ എന്താ സംഭവിക്കുക? എൻസൈം ദാ ഇവിടെ നിന്ന് വന്നിട്ട് ഇവിടെ വരെ ഒന്ന് ഡിറ്റാച്ചായി, പിന്നെ പോയി അറ്റാച്ചായി, പിന്നെ ഇങ്ങോട്ട് വരേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ എൻസൈം ക്യാൻ ഓൺലി സിന്തസൈസ് ഇൻ ദ ഡയറക്ഷൻ 5' to 3' മാത്രമേ സിന്തസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അല്ലെങ്കിൽ പേരൻറ്റ് സ്റ്റാൻഡിനെ റീഡ് ചെയ്യാൻ 3' to 5' മാത്രമേ എൻസൈമിന് പറ്റുള്ളൂ. കിട്ടുന്നുണ്ടോ? ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ? സോ ദിസ് ഈസ് വാട്ട് ഈസ് ഒക്കറിങ്. ഇനി എന്താ സംഭവിക്കുന്നുണ്ടാവുക എന്ന് വെച്ചാൽ ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുന്നുണ്ടാവുക? നെക്സ്റ്റ് സ്റ്റെപ്പിൽ ബാക്കിയുള്ള ഈ ബോണ്ടുകൾ കൂടി പൊട്ടും. ബാക്കിയുള്ള ഈ ബോണ്ടുകൾ കൂടി പൊട്ടുമ്പോൾ ഇതെങ്ങനെ മാറും? ഈ പടം എങ്ങനെ മായി വരും? ഈ പടം മാറുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദിസ് വിൽ ബി ലൈക്ക് ഇങ്ങനെ നിവർന്ന് വരും. ഇത് ഫുള്ളി നിവർന്ന് വരുന്നുണ്ടാവും. സോ ഒന്നാമത്തെ സ്റ്റാൻഡിൽ യു സീ ദാറ്റ് തിങ്, ഇതിങ്ങനെയാണ് പൊട്ടി വന്നത്. സോ പൊട്ടി വന്ന സമയത്ത് എങ്ങനെയുണ്ടാവുന്നത് പറഞ്ഞു നോക്കിക്കോ. സോ ദിസ് ഈസ് ദ ഒന്നാമത്തെ സ്റ്റാൻഡ്, ദിസ് ഈസ് ദ രണ്ടാമത്തെ സ്റ്റാൻഡ്, ദിസ് ഈസ് ദ പോയിന്റ് എ, ദിസ് ഈസ് ദ പോയിന്റ് ബി. ക്ലിയർ ആണോ? ആൻഡ് ആദ്യം എൻസൈം ഇവിടെ നിന്ന് വരെ സിന്തസൈസ് ചെയ്തിരുന്നു, പിന്നെ ഇവിടെ നിന്ന് വരെ സിന്തസൈസ് ചെയ്തിരുന്നു. ആൻഡ് എൻസൈം ഈ സ്റ്റാൻഡിങ് ഹിയർ. രണ്ടാമത്തെ സ്റ്റാൻഡിൽ ആദ്യം ഇവിടെ നിന്ന് വരെ സിന്തസൈസ് ചെയ്തിട്ട് എൻസൈം ഇവിടെയായിരുന്നു, പിന്നെ പളിഞ്ഞു പോയിട്ട് ഇവിടെ വന്നു, എന്നിട്ട് ഇവിടെ വരെ സിന്തസൈസ് ചെയ്തിട്ട് എൻസൈം ഇവിടെ വന്ന് നിൽക്കുകയാണ്. സോ ദിസ് ഈസ് ദ കണ്ടീഷൻ ഹിയർ. റെഡി ആണോ എന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതിങ്ങനെ ഉണ്ടാവുക. ഇനി ഒന്നാമത്തെ സ്റ്റാൻഡിൽ എൻസൈമിന് എന്ത് ചെയ്യാൻ പറ്റും? എൻസൈമിന് ദിസ് ഈസ് വാസ് എന്തായിരുന്നു ഡയറക്ഷൻ? ഇത് 3', ഇത് 5', ഇത് 3', ഇത് 5', ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. സോ എൻസൈമിന് എന്ത് ചെയ്യാൻ പറ്റും? എൻസൈമിന് ഈ ഒന്നാമത്തെ സ്റ്റാൻഡിൽ അല്ലെങ്കിൽ ഒന്നാമത്തെ സ്റ്റാൻഡിൽ ദിസ് ഈസ് ഒന്നാമത്തെ സ്റ്റാൻഡിൽ എൻസൈം ക്യാൻ ഗോ കണ്ടിന്യൂ ലൈക്ക് ദിസ് തിങ്, ഇവിടെ വരെ പോകാൻ പറ്റും. സോ ദാറ്റ് തിങ് ദ ഫസ്റ്റ് സ്റ്റാൻഡിൽ സിന്തസിസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടാണ് പോകുന്നത്. എൻസൈമിന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് സിന്തസിസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നിന്ന് ഇവന് പോയി ആദ്യം ഇവിടെ അറ്റാച്ച് ചെയ്തിട്ട് പിന്നെ ഇങ്ങോട്ട് വരണം. സോ സീ ദാറ്റ് തിങ് സെക്കൻഡ് സ്റ്റാൻഡിൽ 3 ഡിസ്കണ്ടിന്യൂസ് പീസ് ആയിട്ടും ഒന്നാമത്തെ സ്റ്റാൻഡിൽ കണ്ടിന്യൂസ് ആയിട്ട് സാധനമായിട്ടേക്കും പോകുന്നുണ്ടാവുക. സോ ദിസ് സ്റ്റാൻഡ് ഈസ് നോൺ ആസ് വാട്ട് സ്റ്റാൻഡ്? കണ്ടിന്യൂസ് സ്റ്റാൻഡ്. ദിസ് സ്റ്റാൻഡ് ഈസ് നോൺ ആസ് വാട്ട്? ഡിസ്കണ്ടിന്യൂസ് സ്റ്റാൻഡ് എന്നാണ് വിളിക്കുക. ക്ലിയർ ആണോ? കിട്ടുകയാണോ? മനസ്സിലാവുന്നുണ്ടോ? റെഡിയാണോ? ആലോചിച്ച് നോക്കിക്കേ. സോ ദിസ് ഈസ് വാട്ട് ഈസ് ഒക്കറിങ്. ഇതാണ് സംഭവിക്കുന്ന കാര്യങ്ങളുണ്ടാവുക. സോ 2 സ്റ്റാൻഡുകളാണ് ഉണ്ടാവുക. ഒരു സ്റ്റാൻഡിൽ എന്ത് ചെയ്യുന്നുണ്ടാവും? എൻസൈം കണ്ടിന്യൂസ്ലി സിന്തസൈസ് ചെയ്യുന്നുണ്ടാവും. വൈ ഇറ്റ് ഈസ് കണ്ടിന്യൂസ്ലി സിന്തസിങ്? കണ്ടിന്യൂസ് സിന്തസിസ് നടക്കാനുള്ള കാരണം എന്താണ്? ആ സ്റ്റാൻഡിൻ്റെ ഡയറക്ഷൻ 3' to 5' ആണ്. അതായത് അതിൽ സിമ്പിളായിട്ട് 5' to 3' കണ്ടിന്യൂ ചെയ്ത് സിന്തസൈസ് ചെയ്ത് പോകാൻ പറ്റും. സോ 3' to 5' ഡയറക്ഷനുള്ള, അതായത് എൻസൈമിന് എളുപ്പത്തിൽ റീഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് അത് കണ്ടിന്യൂസ്ലി സിന്തസൈസ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. എൻസൈമിന് കണ്ടിന്യൂസ്ലി സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ്ലി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ദർ ഈസ് നോ ഡൗട്ട് അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ഇഫ് ദ സ്റ്റാൻഡിൻ്റെ ഡയറക്ഷൻ ഈസ് 5' to 3' ആണെങ്കിൽ എൻസൈമിന് ആദ്യം ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരണം, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരണം, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരണം. അങ്ങനെ പീസ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. ദാറ്റ് വിൽ ബി ഡിസ്കണ്ടിന്യൂസ് സ്റ്റാൻഡായിട്ട് വരുന്നത്. ഇനി പൊട്ടിയ അല്ലെങ്കിൽ ഈ സാധനങ്ങൾ എന്ത് ചെയ്യും? ലേറ്റർ ഓൺ നമ്മുടെ DNA ലൈഗേസ് എന്ന് പറയുന്ന എൻസൈം വന്നിട്ട് ദാറ്റ് വിൽ ബി ലിങ്കിങ് ദാറ്റ് തിങ്. സോ ദിസ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് റെപ്ലിക്കേഷൻ, ദിസ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് റെപ്ലിക്കേഷൻ ഫോർക്ക്, ദിസ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് കണ്ടിന്യൂസ് സ്റ്റാൻഡ് ആൻഡ് ഡിസ്കണ്ടിന്യൂസ് സ്റ്റാൻഡ്. മനസ്സിലാവുന്നുണ്ടോ? ആർ യു അണ്ടർസ്റ്റാൻഡിങ്? ഇതാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മനസ്സിലാവുന്നുണ്ടോ? ആർ യു അണ്ടർസ്റ്റാൻഡിങ്? എനി പ്രോബ്ലം, എനി ട്രബിൾസ്, യു ഹാവ് ടു സീ ദാറ്റ് തിങ്. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരണം. ഓക്കെ അല്ലേ? സോ എന്ത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും പറഞ്ഞു തരണം. ഈ പാർട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് നോക്കണം. സോ നോക്ക്, ആദ്യം എന്താ സംഭവിക്കുന്നുണ്ടാവുക? ഇതാണ് നമ്മുടെ DNA ആണ്. DNA റെപ്ലിക്കേറ്റ് ചെയ്യാനാണ്. മുഴുവനായിട്ട് ഓപ്പൺ ആവില്ല, കുറച്ച് പോർഷൻ മാത്രം ഓപ്പൺ ആവും. ഓപ്പൺ ആവുന്ന പോർഷനെ റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് വിളിക്കും. ഒരു സ്റ്റാൻഡിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടും മറ്റേ സ്റ്റാൻഡിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുമാണ് സിന്തസൈസ് നടന്നിട്ടുണ്ടായിരുന്നത്. കാണുന്നുണ്ടോ മക്കളെ? സോ നടന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും ഇതുപോലത്തെ ഓരോ പോർഷൻസ് ഓപ്പൺ ആയി വരുമ്പോൾ വീണ്ടും ഓപ്പൺ ആയി വരും. സോ ഒന്നാമത്തെ സ്റ്റാൻഡിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടുന്ന് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് തന്നെ പോകാൻ പറ്റും. രണ്ടാമത്തെ സ്റ്റാൻഡിൽ ഇവിടെ നിന്ന് എൻസൈമിന് പൊട്ടി മേളിൽ കയറി വന്നിട്ട് പിന്നെ അടുത്തൊരു പീസായിട്ടാണ് ഇവിടെ ഉണ്ടാവുക. അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും ഇവിടെയുള്ള ബോണ്ടുകൾ ബ്രേക്ക് ആയിട്ട് വീണ്ടും ഓപ്പൺ ആയി വരും. അപ്പോൾ ഒന്നാമത്തെ സ്റ്റാൻഡിൽ ഇരിക്കാൻ ഗോ കണ്ടിന്യൂസ് ലൈക്ക് ദാറ്റ്. മൂന്നാമത്തെ സ്റ്റാൻഡിൽ മൂന്നാമതൊരു പീസായിട്ടായിരിക്കും ഉണ്ടാക്കി വരുന്നുണ്ടാവുക. ബിക്കോസ് ദ എൻസൈം ക്യാൻ സിന്തസിസ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. ദ ഡയറക്ഷൻ ഓഫ് ദ സിന്തസിസ് ഓഫ് ദ ന്യൂ സ്ട്രാൻഡ്സ് ഇൻ ജെനറ്റിക്സ് എവരിവെയർ ഇറ്റ് ഈസ് 5' to 3' മാത്രമായിരിക്കും ഉണ്ടാവുക. ഓക്കെ ആണോ മക്കളെ? റെഡിയാണോ? ഓക്കെ ആണോ എന്ന് ആലോചിച്ച് നോക്കിയാൽ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഐ വിൽ ബി റിപ്പീറ്റിംഗ് ദിസ് തിങ് ബിക്കോസ് ദിസ് ഈസ് എ വെരി ക്രൂഷ്യൽ സാധനമാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. And the question number answer for question number 14. What is the question number 14? പറഞ്ഞു തരുമോ? Are you telling? ഉത്തരം അറിയുന്നുണ്ടോ?
കൃത്യമായിട്ട് പറയുന്നുണ്ടെന്നൊക്കെ ഡിസ്കണ്ടിന്യൂസ് സിന്തസിസ് ഓഫ് DNA occurs in one strand because ഒരു സ്റ്റാൻഡിൽ നടക്കുന്നുണ്ട്. കാരണം വെച്ചാൽ DNA molecule synthesis is very long. അതുകൊണ്ടല്ല. DNA dependent DNA polymerase catalyze polymerization in only one direction, that is 5' to 3'. ഇതുകൊണ്ടാണ്. It is a more efficient process. അല്ല. DNA ligase joins. അതുകൊണ്ടല്ല. B ആണ് ഉത്തരം. കിട്ടിയോ? മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ എന്ന് ആലോചിച്ച് നോക്കിയാൽ. ക്ലിയർ ആണോ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഈസ് ദർ എനി പ്രോബ്ലം? ആൻസർ ഈസ് ദിസ് തിങ്. അതുകൊണ്ടാണ് ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടാവുക. സോ പുതിയ സ്റ്റാൻഡിൻ്റെ സിന്തസൈസിൻ്റെ ഡയറക്ഷൻ ഈസ് 5' to 3'. പുതിയ കുട്ടീൻ്റെ തലയാണ് ആദ്യം ഉണ്ടാക്കുക, പിന്നെയാണ് കാലുണ്ടാക്കുക. അച്ഛൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ പേരൻറ്റ് സ്റ്റാൻഡിൻ്റെ ആണെങ്കിൽ കാല് തൊട്ട് വന്നിട്ട് 3' to 5' ആണ് റീഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ അല്ലേ? എനി കൺഫ്യൂഷൻസ് പെട്ടെന്ന് പറഞ്ഞോ. പെട്ടെന്നൊരു കൺഫ്യൂഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് സോൾവ് ചെയ്ത് തരാം. സോ ദിസ് ഈസ് അവർ ക്ലാസ് പോയിട്ട് തീരാൻ വേണ്ടി പോവാണ്. 10:20 കുറച്ച് സമയം കൂടി ഉള്ളൂ. നമ്മൾ തീരാൻ വേണ്ടി പോവാണ്. സോ ഡെഫിനറ്റ്ലി യു ഹാവ് ടു നോ. കിട്ടുന്നുണ്ടോ നോക്കിയാൽ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റെപ്സ് ഇൻ ട്രാൻസ്ക്രിപ്ഷൻ ഈസ് കാറ്റലൈസ്ഡ് ബൈ ദ RNA പോളിമറൈസ്. RNA പോളിമറൈസ് കാറ്റലൈസ് ചെയ്യുന്ന സാധനം എന്താണ്? which is the following step is transcription is transcribed by the RNA polymerase. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ RNA polymerase എന്ന് പറഞ്ഞാൽ ഒരേ എൻസൈമിന് ഇനീഷ്യേഷൻ, ഇലോങ്ങേഷൻ ആൻഡ് ടെർമിനേഷൻ 3 പ്രോസസ്സിനെ ട്രാൻസ്ക്രൈബ് ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷേ ഇനീഷ്യേഷന് ഇറ്റ് റിക്വയർസ് എന്ത് വേണം? ഇറ്റ് റിക്വയർസ് ദ സ്റ്റാർട്ടിംഗ് ഫാക്ടർ ദാറ്റ് ഇസ് നോൺ ആ സിഗ്മ ഫാക്ടർ എക്സ്ട്രാ കൂടെ വേണം. ആൻഡ് ടെർമിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ് റീഡ് ദ റോ ഫാക്ടർ എക്സ്ട്രാ കൂടി വേണം. പക്ഷേ എലോങ്ങേഷൻ ഇറ്റ് ക്യാൻ എലോൺ, ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. സോ ക്വസ്റ്റ്യനിൽ സീരിയസ്ലി ചോദിക്കുന്നുണ്ട് ഇത് ഒറ്റയ്ക്ക് ചെയ്യുന്നത് ഏത് എന്ന് ചോദിക്കുന്നില്ല. ക്വസ്റ്റ്യനിൽ ദിസ് ഈസ് നോട്ട് ആസ്കിങ് ഇത് ഒറ്റയ്ക്ക് ഏതാണ് ചെയ്യുന്നതെന്നുള്ള അറിയാൻ പറ്റും. ഇതിന് 3 കാറ്റലൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്, പക്ഷേ എക്സ്ട്രാ ഫാക്ടേഴ്സ് വേണമെന്ന് മാത്രമാണ് ഇതിൻ്റെ ആൻസർ വരുന്നുണ്ടാവുക. ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ? സോ ദിസ് ഈസ് ഐ തിങ്ക് ദിസ് ഈസ് ഓക്കെ. ദിസ് ഈസ് ഓക്കെ. ആൻഡ് രണ്ടാമത്തത് 16ാമത്തെ ക്വസ്റ്റ്യൻ, കൺട്രോൾഡ് ജീൻ എക്സ്പ്രഷൻ ഇൻ പ്രോകാരിയോട്സ്. ഏത് ലെവലാണ് പ്രോകാരിയോട്സിൻ്റെ ജീൻ എക്സ്പ്രഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുക? സോ ദിസ് വിൽ ബി കമ്മിങ് ഫ്രം ദ ലാക്ക് കോപ്പറോണിൻ്റെ സെക്ഷനിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. ആർ യു അണ്ടർസ്റ്റാൻഡിങ്? ക്വസ്റ്റ്യൻ നമ്പർ 16 കിട്ടുന്നുണ്ടോ? കൺട്രോൾ ഓഫ് ജീൻ എക്സ്പ്രഷൻ ദാറ്റ് വിൽ ബി ഒക്കറിങ് ഇൻ ഏത് ലെവലിലാണ് വരുന്നുണ്ടാവുക? യു നോ ദാറ്റ് തിങ് ഇൻ പ്രോകാരിയോട്സിൽ ദാറ്റ് വിൽ ബി ഒക്കറിങ് ഇൻ ദ ട്രാൻസ്ക്രിപ്ഷണൽ ലെവലിലാണ് നടക്കുന്നുണ്ടാവുക. ട്രാൻസ്ക്രിപ്ഷൻ നടക്കാനും നടക്കാതിരിക്കാനും. യു നോ ദാറ്റ് തിങ് ഇൻ ദ ലാക്ക് ഓപ്പറോണിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. ഒരു ഓപ്പറേറ്റർ സ്വിച്ച് ഉണ്ടാവും. ഓപ്പറേറ്റർ ഓൺ ആക്കി വയ്ക്കാം, ഓഫ് ആക്കി വയ്ക്കാം. ഓഫ് ആക്കി വയ്ക്കുകയാണെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ നടക്കില്ല, ജീൻ എക്സ്പ്രഷൻ കൺട്രോൾഡ്. ഓൺ ആക്കി വയ്ക്കുകയാണെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ നടക്കും, ജീൻ എക്സ്പ്രഷൻ നോട്ട് കൺട്രോൾഡ്. അങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ ആണോ? ക്ലിയർ ആണോ? സിഗ്മ ഫാക്ടറീസ് ഫോർ ഇനീഷ്യേഷൻ, റോ ഫാക്ടറീസ് ഫോർ ടെർമിനേഷൻ. കറക്റ്റ്. ക്ലിയർ ആണല്ലോ? അടുത്ത നോക്കിക്കോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 17ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് അബൌട്ട് ദ റോൾ ഓഫ് റെഗുലേറ്ററി പ്രോട്ടീൻസ് ഇൻ ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് പ്രോകാരിയോട്സ്? പറഞ്ഞു നോക്കിയോ. ഇതിൽ ഏത് ഫോളോയിങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് അബൌട്ട് ദ റെഗുലേറ്ററി പ്രോട്ടീൻ ട്രാൻസ്ക്രിപ്ഷൻ ഇൻ പ്രോകാരിയോട്സ്? എന്താ ചെയ്യുന്നുണ്ടാവുക? പറഞ്ഞു നോക്കളെ. എന്താ ഉണ്ടാവുക? റെഗുലേറ്ററി പ്രോട്ടീൻസ്, അതായത് ട്രാൻസ്ക്രിപ്ഷൻ്റെ സ്ഥലത്ത് യു ഹാവ് ടു സീ ദാറ്റ് തിങ്. ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന സമയത്ത് വാട്ട് ഈസ് ട്രാൻസ്ക്രിപ്ഷൻ? പെട്ടെന്ന് പറഞ്ഞു. വാട്ട് ഈസ് ട്രാൻസ്ക്രിപ്ഷൻ എന്നുള്ള കാര്യം പറഞ്ഞു. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു നോ ദർ ഇസ് എ സെഗ്മെൻറ്റ് ഓഫ് DNA ആണല്ലോ അല്ലേ? ആൻഡ് ദർ ഈസ് സംതിങ് ദാറ്റ് ഇസ് നോൺ ആസ് പ്രൊമോട്ടർ, ദർ ഈസ് സംതിങ് ദാറ്റ് ഇസ് നോൺ ആസ് ടെർമിനേറ്റർ. ആൻഡ് ഇതിനകത്ത് 3' to 5' ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യുന്നുണ്ടാവും? ഇതിന് ഒരു പുതിയ ഒരു RNA പ്രൊഡ്യൂസ് ചെയ്യണം. ഇറ്റ് ഈസ് പ്രൊഡ്യൂസിങ് വൺ mRNA പ്രൊഡ്യൂസ് ചെയ്യണം. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് ട്രാൻസ്ക്രിപ്ഷൻ. ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ദർ ഈസ് സംതിങ്, ഇതിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ദർ വിൽ ബി സം എന്ത് സെഗ്മെൻറ്റ്സ് ഉണ്ടാവും? ഈ പച്ചയിൽ ഞാൻ മാർക്ക് ചെയ്ത പോലെ അപ്പുറം ഇപ്പുറമൊക്കെയുള്ള പല സ്ഥലങ്ങളിൽ എന്തുണ്ടാവും? ദർ വിൽ ബി റെഗുലേറ്ററി സീക്വൻസ് ഉണ്ടാവും. റെഗുലേറ്ററി സീക്വൻസിൻ്റെ പണി എന്താണെന്നാണ് ചോദിച്ചത്. റെഗുലേറ്ററി സീക്വൻസ് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പ്രഷൻ കൂട്ടാനാണോ, എക്സ്പ്രഷൻ കുറയ്ക്കാനാണോ, ഇൻട്രാക്ട് വിത്ത് RNA പോളിമറേസ് ടു അഫക്ട് ദ എക്സ്പ്രഷൻ ആണോ? അങ്ങനെ ദേ ക്യാൻ ആക്ട് ആസ് ബോത്ത് ആക്ടിവേറ്റേഴ്സ് ആൻഡ് റിപ്പറേഴ്സ് ആണോ? ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി. ദേ ക്യാൻ ആക്ട് ആസ് ബോത്ത് ആക്ടിവേറ്റേഴ്സ് ആൻഡ് റിപ്രസേഴ്സ്. രണ്ടും പറയാൻ പറ്റും. ആക്ടിവേറ്ററായിട്ടും റിപ്രസറായിട്ടും നിൽക്കാനുള്ള ശേഷിയുള്ള ആൾക്കാരാണ് ഈ റെഗുലേറ്ററി പ്രോട്ടീൻസ് പറയുന്ന ആൾക്കാർ. ക്ലിയർ ആണല്ലോ അല്ലേ? നെക്സ്റ്റ് തിങ്, which was the last human chromosomes to be completely sequenced? മുഴുവനായിട്ടും സീക്വൻസ് ചെയ്ത് കഴിയാനുള്ള കാരണം ഏതാണ്? ലാസ്റ്റ് ഹ്യൂമൻ ക്രോമസോം. ഉത്തരം ഏതാണ്? ഉത്തരം ഈസ് ക്രോമസോം നമ്പർ 1 ബിക്കോസ് ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ക്രോമസോം അല്ലേ? അല്ലെങ്കിൽ ഒരുപാട് ജീനുകളുള്ള ക്രോമസോമാണ്. ഏറ്റവും കൂടുതൽ ജീനുകളുള്ള ക്രോമസോം ഇതാണ്. യു ഹാവ് ടു ലുക്ക് അറ്റ് ദ HGP. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. ഓക്കെ അല്ലേ മക്കളെ? സോ അടുത്ത നോക്ക്, 19ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ഫങ്ഷൻസ് ഓഫ് RNA? RNAയുടെ ഫങ്ഷൻസ് ഏതൊക്കെയാണ്? പറഞ്ഞു. RNAയുടെ ഫങ്ഷൻസ് ഐ വിൽ ബി ടെല്ലിംഗ് വിച്ച് ആർ ദ ഡിഫറെൻറ്റ് RNAs. ഐ വിൽ ബി ടെല്ലിംഗ് ദ ഡിഫറെൻറ്റ് RNAs called mRNA that is acting as a messenger or that is acting as a template for protein synthesis. There is an RNA, rRNA it is acting as the enzyme and also for the structure അല്ലെങ്കിൽ സ്ട്രക്ചർ എവിടെ വെച്ചിട്ടാണോ നടക്കുന്നത്. അതുപോലെ rRNA എന്ന് പറഞ്ഞ RNA ഉണ്ട്. there is a tRNA that is a transfer RNA. It brings the amino acid to that translation site. So mRNA, tRNA, rRNA. So it is acting as a messenger or it is acting as a template for
protein synthesis. rRNA is protein as a site of protein synthesis. Also, it is giving us the enzyme for protein synthesis. tRNA, it is bringing the amino acid to the protein synthesis. കിട്ടുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയാൽ. സോ ദിസ് ഈസ് വാട്ട് ഈസ് ഒക്കറിങ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ദിസ് ഈസ് ആക്ടിങ് ആസ് എ കാരിയർ ഫോർ ജനറ്റിക് ഇൻഫർമേഷൻ ഫ്രം DNA ടു ദ റൈബോസോം. ഇത് ആരാണ് ചെയ്യുന്നത്? ദിസ് ഈസ് ഡൺ ബൈ ദ mRNA ആണ്. ഇറ്റ് ക്യാരീസ് അമിനോ ആസിഡ് ടു ദ റൈബോസോം, ദാറ്റ് ഈസ് tRNA ആണ് ചെയ്യുന്നുണ്ടാവുക. കൺസ്റ്റിറ്റ്യൂവൻ്റ് ഓഫ് കമ്പോണൻറ്റ് ഓഫ് റൈബോസോം, ദാറ്റ് ഈസ് rRNA ആണ് ഉണ്ടാവുക. സോ ആൻസർ ഈസ് ഓൾ ദ എബോവ് ആൻസർ, ദാറ്റ് ഈസ് D. ക്ലിയർ ആണോ മക്കളെ? റെഡി ആണോ എന്ന് ആലോചിച്ചേക്ക്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയേ, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറയേ, വിൽ ബി എക്സ്പ്ലെയിനിങ്. ഓക്കെ, അടുത്തതൊരു സൂപ്പർബ് ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് എ വെരി നൈസ് ക്വസ്റ്റ്യൻ. ഓക്കെ, നൈസ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എ സാധാരണ ചോദിക്കുന്ന പോലത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ല. സോ വി ക്യാൻ ഈസിലി എക്സ്പ്ലെയിൻ ദിസ് തിങ്. സോ ഐ ഹോപ്പ് യു ആർ ഇൻട്രസ്റ്റഡ്, യു ആർ എൻജോയിങ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട് ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം. വാട്ട് ഈസ് ദിസ് ക്വസ്റ്റ്യൻ ടെല്ലിങ്? പെട്ടെന്ന് പറഞ്ഞോ. വൈൽ അനലൈസിങ് ദ DNA ഓഫ് ആൻ ഓർഗാനിസം ടോട്ടൽ നമ്പർ ഓഫ് 5386 ന്യൂക്ലിയോടൈഡ്സ് ഉണ്ടായിരുന്നു. ഈ നമ്പർ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? NCERT-യിലുണ്ട്. ഈ നമ്പറിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, പറഞ്ഞുകൊണ്ട് വിച്ച് ദ പ്രൊപ്പോർഷൻ ഓഫ് ദ ഡിഫറെൻറ്റ് ബേസസ് വെയർ അഡനിൻ 29%. സോ ഐ എം ജസ്റ്റ് കോൺ റൈറ്റ് ഡൗൺ ഹിയർ. നമ്മുടെ ഒരു അനാലിസിസ് പർപ്പസിന് വേണ്ടിയിട്ട് അഡനിൻ 29% ഉണ്ടായിരുന്നു, ഗ്വാനിൻ 17% ഉണ്ടായിരുന്നു, സൈറ്റോസിൻ 32% ആണ്, 32% ആണ്, തൈമിൻ 17% ആണുള്ളത്. സോ ഇത് വെച്ചിട്ട് എന്താണ് മനസ്സിലാവുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഒന്ന് ആലോചിച്ച് നോക്ക്. സപ്പോസ് നമ്മൾ പഠിച്ചത് വെച്ചിട്ടാണെങ്കിൽ അഡനിൻ ഈസ് ഈക്വൽ ടു തൈമിൻ വരണം. അഡനിൻ 29 ആണെങ്കിൽ തൈമിന് 29 വരാൻ പറ്റുള്ളൂ. പക്ഷേ തൈമിൻ 17 ആണ്, അഡനിൻ 29 ആണ്. ഗ്വാനിൻ 17 ആണെങ്കിൽ സൈറ്റോസിൻ 32 ആണ്. ഇങ്ങനെ വരാൻ പറ്റില്ല. ഇത് രണ്ടും ഈക്വലായിട്ട് വരണമായിരുന്നു ഇത് ബേസ് പെയറിംഗ് ഉണ്ടായിരുന്നെങ്കിൽ. സോ ഇത് സിംപ്ലി ഇൻട്രസ്റ്റഡ് ദാറ്റ് തിങ്. ദർ ഈസ് നോ ബേസ് പെയറിംഗ്. അവിടെ നോ ബേസ് പെയറിംഗ് എന്ന് പറഞ്ഞ പരിപാടി അവിടെ നടക്കുന്നില്ല എന്നാണ് അതിൻ്റെ ഉത്തരം. സോ നോക്കിയാൽ ഇറ്റ് ഈസ് എ ഡബിൾ സ്റ്റാൻഡേർഡ് സർക്കുലർ DNA ആണോ? ഒരിക്കലുമല്ല. ഡബിൾ സ്റ്റാൻഡേർഡ് ആവാൻ പറ്റില്ല. ഡബിൾ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ബേസ് പെയർ ചെയ്യണം. ഇറ്റ്സ് എ സിംഗിൾ സ്റ്റാൻഡേർഡ് DNA. ദിസ് ഈസ് എ പോസിബിൾ തിങ്. ആർ യു അണ്ടർസ്റ്റാൻഡിങ്? ഇറ്റ് ഈസ് എ ഡബിൾ സ്റ്റാൻഡേർഡ് ലീനിയർ DNA. ഡബിൾ സ്റ്റാൻഡേർഡ് അല്ല. നോ കൺക്ലൂഷൻ ബിറ്റ്വീൻ റോ അല്ല. ദിസ് ഈസ് ദ ആൻസർ ഈസ് ബി ആണ്. ആൻസർ ഈസ് ബി ഈസ് ദ ആൻസർ. ആർ യു അണ്ടർസ്റ്റാൻഡിങ്? ഡബിൾ സ്റ്റാൻഡേർഡ് ആവില്ല. സപ്പോസ് ഒരു ആൻസറും കൂടി വരാണ്. ഇറ്റ് ഈസ് എ സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണെന്ന് പറയാണ്. വിൽ യു ചൂസ് ദിസ് തിങ്? സിംഗിൾ സ്റ്റാൻഡേർഡ് RNA എന്ന് പറഞ്ഞാൽ വിൽ യു ചൂസ് ദിസ് തിങ്? I will never choose this thing because of the presence of the thymine. You see that thing, if it is RNA ആയിരുന്നെങ്കിൽ there will be uracil ആയിരിക്കും അവിടെ ഉണ്ടാവുക. Are you understanding? കിട്ടിയോ? മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? സോ ദിസ് ഈസ് നമുക്ക് പെട്ടെന്ന് കർഗാഫ് റൂളൊക്കെ അപ്ലൈ ചെയ്യാനൊക്കെ തോന്നും. കർഗാഫ് റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കർഗാഫ് റൂൾ അപ്ലൈ ചെയ്യണമെങ്കിൽ അഡനിൻ ഈക്വൽ ടു തൈമിൻ എന്ന് കിട്ടുകയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് കർഗാഫ് റൂളാണെന്നുള്ള രൂപത്തിൽ പറയാൻ പറ്റുള്ളൂ. അത് ഹാപ്പനിങ് ഓൺലി ഇൻ ഡബിൾ സ്റ്റാൻഡേർഡ് DNA മാത്രമാണ്. സോ യു ഹാവ് ടു നോ ദാറ്റ് തിങ്. ഡബിൾ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ മാത്രമേ കർഗാഫ് റൂൾ ഉള്ളൂ. സിംഗിൾ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ കർഗാഫ് റൂൾ ഇല്ല. തന്നിരിക്കുന്ന ഡേറ്റയിൽ കർഗാഫ് റൂൾ ഇല്ല. അതുകൊണ്ട് വി വിൽ ബി കൺക്ലൂഡിങ് ദാറ്റ് ഇറ്റ് ഈസ് വാട്ട് സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്. കിട്ടിയോ? മനസ്സിലായോ? This is something interesting. Some other chapter is human health and disease. Topic is AIDS. അതെന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. യു ഹാവ് ടു ആൻസർ ദിസ് തിങ്. എയ്ഡ്സിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എയ്ഡ്സ് ഈസ് ഹാവിങ് എ വൈറസ് ദാറ്റ് ഈസ് കോൾഡ് റിട്രോവൈറസ്. റെഡി? റിട്രോവൈറസ് ഈസ് ഹാവിങ് എ ജനറ്റിക് മെറ്റീരിയൽ ഓഫ് RNA and when it is coming to the human body it is using an enzyme that is known as what enzyme? Reverse transcriptase എന്ന് പറഞ്ഞ enzyme ഉപയോഗിച്ചിട്ട് that will be converting the RNA to the DNA. What is the name of the DNA? So NCERT ചോദിക്കുന്നുണ്ട്. You can just answer that thing. Not aDNA, not bDNA. bDNA is our normal DNA. rDNA is your recombinant DNA. അതുമല്ല. So the answer will be cDNA. That is known as copy DNA എന്നാണ് പറയുക. ഔട്ട് ഓഫ് NCERT ആണ്, ഡയറക്റ്റ്ലി പഠിക്കാനല്ല. ബട്ട് യു ഹാവ് ടു നോ. ക്ലിയർ ആണല്ലോ അല്ലേ? So I think like that is it for today. Makkals, bye. And I will be sharing my contact number. My contact number is 9048292200. Dr. Ashiq Sainudheen. That is my number. Dr. Ashiq Sainudheen. And my Instagram ID Dr. Ashiq_Sainudheen. ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ഉണ്ടാവും. ആൻഡ് എന്നെ എളുപ്പത്തിൽ കിട്ടുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ്. പെട്ടെന്ന് കിട്ടും. മെസ്സേജ് അയച്ചാൽ റിപ്ലൈ അയക്കും. ആൻഡ് ഈ നമ്പറിൽ പ്ലീസ് നോ കോൾസ്. ഓക്കെ, നോ കോൾസ്. വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രമേ വിളിക്കാവുള്ളൂ. വാട്സാപ്പ് പ്രിഫേർഡ് ആണ്. വാട്സാപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഐ വിൽ ബി റിപ്ലൈയിങ് ദാറ്റ് തിങ് ആൻഡ് ഐ വിൽ ബി ടെല്ലിങ്. ഓക്കെ, സോ ദിസ് ഈസ് ദ തിങ്. സോ വിൽ ബി ഹാവിങ് ദ capsule course. You know the capsule 3.0. That is a best crash course in that thing.
നമ്മളെല്ലാവരും ക്ലാസ് എടുക്കുന്നുണ്ടാവുക. സോ വിൽ ജോയിൻ, വിൽ ബി ഡെഫിനറ്റ്ലി ഡിസ്കസിങ് എവറി പോയിന്റ്, സെൻറ്റൻസ് ബൈ സെൻറ്റൻസ്, പോയിന്റ് ബൈ പോയിന്റ്, എവറിത്തിങ് വിൽ ബി ഡിസ്കസിങ് ഫോർ യു. ഡെഫിനറ്റ്ലി യു ക്യാൻ സീ ദാറ്റ് തിങ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാനില്ല. സോ നെക്സ്റ്റ് ക്ലാസ് ഉടനെ ഇതിൻ്റെ ബാക്കിയായിട്ട് എന്തായാലും ഉണ്ടാവില്ല. സോ വിൽ ബി കമ്മിങ് വിത്ത് അനദർ ചാപ്റ്റർ. യു ക്യാൻ ജോയിൻ ക്യാപ്സ്യൂൾ 3.0. അതിന് വേണ്ടിയിട്ട് ഈ നമ്പർ തന്നെ വിളിക്കാൻ പറ്റും, 9048292200. ആൻഡ് ബെസ്റ്റ് മെത്തേഡ് ഈസ് ഇൻസ്റ്റാഗ്രാം. ഡെഫിനറ്റ്ലി എന്ത് ചെയ്യുക, ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് സാധനങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇടുക, ഷെയർ ചെയ്ത് തന്നേക്കാം. ആൻഡ് ഇഫ് യു ആർ പുട്ടിങ് മീ ഒരു സ്റ്റോറി എന്തെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടാഗ് മീ. ഓക്കെ, സ്റ്റോറി ടാഗ്, ഐ വിൽ ബി ഡെഫിനറ്റ്ലി ടാഗിങ് യു ബാക്ക്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് മക്കളെ. ബൈ, സി യു. വേറെന്താ ഉള്ളത്? പോയിക്കോട്ടെ. ടൈം ഈസ് അപ്പ്, ദാറ്റ് ഈസ് 10:30. ആൻഡ് ടുഡേ ഐ കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി 12 hours ഓഫ് ക്ലാസ്. ഇന്നത്തെ ദിവസം 12 മണിക്കൂർ ക്ലാസ്സിൽ നിന്ന് ക്ലാസ് എടുത്തു, വെച്ച് കീച്ചി. ഞാൻ ഇന്ന് എടുക്കുന്ന 8ാമത്തെ ചാപ്റ്ററാണിത്. സോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചാപ്റ്റേഴ്സ് എടുക്കുന്നുണ്ടാവും. സോ ദാറ്റ് ഈസ് TWC ലൂപ്പ് ഫ്രം TRNA, സി ലൂപ്പ്. അതൊന്നുമില്ലടാ, പ്രത്യേകിച്ചൊന്നും പഠിക്കാനില്ല. അതിനകത്ത് 2 ലൂപ്പുകളുള്ളതിൽ ഡീറ്റെയിൽ ആയിട്ട് TRNAയിൽ പഠിക്കാനുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെപ്പാടെ 3 ലൂപ്പുകളാണ്. സോ ഐ വിൽ ബി ജസ്റ്റ് സമ്മൺ ഈസ് ആസ്കിങ് അബൌട്ട് ദാറ്റ് തിങ്. സോ നമ്മൾ അത് വിൽ ബി ടേക്കിംഗ് ഇറ്റ് ആസ് എ ലാസ്റ്റ് തിങ് ഫ്രം ദിസ് ചാപ്റ്റർ. Okay, so TRNA picture നോക്കണം അല്ലേ? So you see that thing, this is the picture of the TRNA. You see that thing in your NCERT textbook. So ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, 1 end is amino acid acceptor end. You can see this is amino acid acceptor end. Tyrosine is accepted, serine is accepted, that is in the 3' എൻഡിലാണെന്നുള്ള ഓർത്ത് വയ്ക്കുക. amino acid acceptor end is this one. Okay ആണോ? And this is the codon ലീഡ് ചെയ്യുന്നുണ്ട്. This loop is known as anti-codon loop. Okay ആണോ? So this is the thing, this is only the thing, and 5' end is free end ആണ്. ആൻഡ് ഇത്രയേ ഉള്ളൂ സാധനങ്ങൾ. ഇനി പഴയ പടത്തിൽ, ദാറ്റ് ഈസ് യുവർ സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് TRNA എന്ന് പറയുന്ന സാധനമുണ്ട്. പഴയ NCERTയിൽ ഒരു പടം ഉണ്ടായിരുന്നു, ദാറ്റ് വാസ് ലുക്കിംഗ് ലൈക്ക് ഇങ്ങനത്തെ ഒരു ക്ലോവർ ലീഫ് ഷേപ്പ്ഡ് സ്ട്രക്ചർ ഉണ്ടായിരുന്നു. 1 side is 3', that side is 5' എന്ന് പറഞ്ഞിട്ട്. സോ ഇതിനകത്ത് ദിസ് ഈസ് ആൻറ്റി കോഡോൺ ലൂപ്പായിരുന്നു. ആൻഡ് ഒരു എൻഡ് ഈസ് നോൺ ആസ് വാട്ട് അമിനോ അസൈലേഷൻ ലൂപ്പ് എന്നാണ് വിളിച്ചത്. ഒരെണ്ണത്തിനടുത്ത് വെച്ചത് സ്യൂഡോ പിരിഡിൻ ലിംബ് എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. സോ ദിസ് ലിംബ് വാസ് നോൺ ആസ് വാട്ട് അമിനോ ആസിഡ് അക്സെപ്റ്റർ എൻഡ് എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇത്തരം കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. സോ അമിനോ ആസിഡ് അക്സെപ്റ്റർ എൻഡിൽ ദ അമിനോ ആസിഡ്സ് വിൽ ബി ബൈൻഡിങ്, ആൻറ്റി കോഡോൺ വിൽ ബി റീഡിങ് ദ കോഡോൺ ഫോർ ദിസ് തിങ്, ആൻഡ് അമിനോ അസൈലേഷൻ ഗ്രൂപ്പ് ദാറ്റ് വിൽ ബി ഫോർ ദ, ഇവിടെയാണ് ATP ബൈൻഡ് ചെയ്തിട്ട് ചാർജിങ് ഓഫ് TRNA നടക്കുന്നുണ്ടാവും. സ്യൂഡോ പിരിഡിൻ റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള സ്യൂഡോ പിരിഡിൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മോളിക്യൂൾ, ഒരു സ്ട്രക്ചർ അവിടെ ഉണ്ടെന്ന് പഠിച്ചാൽ മതി. യു ഡോണ്ട് ഹൗ ടു സ്റ്റഡി. MBBSന് എത്തുമ്പോൾ ബയോകെമിസ്ട്രിയിൽ യു ക്യാൻ സ്റ്റഡി ദ ഡീറ്റെയിൽ തിങ്സ്. ഓക്കെ മക്കളെ, താങ്ക് യു സോ മച്ച്. സോ ദിസ് ഈസ് ദ ടെർഷറി സ്ട്രക്ചർ. ഓക്കെ, ദിസ് ഈസ് ദ ടെർഷറി സ്ട്രക്ചർ, ദിസ് ഈസ് ദ സെക്കൻഡറി സ്ട്രക്ചർ, ഞാൻ മറിച്ച സാധനങ്ങൾ. സോ താങ്ക് യു സോ മച്ച് മക്കളെ. ബൈ, സി യു. നിങ്ങളെ വീണ്ടും വേറെ ക്ലാസ്സിൽ വെച്ച് കണ്ടുമുട്ടാം. ആൻഡ് എൻ്റെ കോൺടാക്ട് നമ്പർ, എൻ്റെ സാധനങ്ങൾ ഇതൊന്നും മറക്കണ്ട. സോ യു ക്യാൻ ഡെഫിനറ്റ്ലി കോൺടാക്ട് മീ. I will be definitely contacting you back. I will be replying you to all the messages. Thank you so much. Bye bye.